ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇത് മാറ്റണമെന്ന് ആർക്കും ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ടോ? ജീവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവർക്കായി സ്തോത്രം. ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ മരിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ പുറമേ ഉള്ളവൻ മരിച്ചുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. മരിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് ഈ മരിച്ചു പോകണേ? ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ഇങ്ങനെയാണോ സൃഷ്ടിച്ചേ? മരിച്ചു പോകാൻ അല്ലേ? അല്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ പ്രിയകുഞ്ഞുങ്ങളെ, നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചത് നിത്യം ജീവിക്കാനാണ്. നിത്യം ജീവിക്കാനാണ്. ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ ഇങ്ങനെ കയറി പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു വല്ലായ്മ തോന്നണം അല്ലേ? അത് ശുശ്രൂഷയുടെ സെക്കൻഡ് പാർട്ടായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഓൺലൈനിലായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ഇവിടെയുള്ളവർക്കും ശ്രദ്ധിച്ചേ, നാം എന്തുകൊണ്ട് ഇങ്ങനെ മരിച്ചു പോകണമെന്നറിയോ? നമ്മളെ ദൈവം സൃഷ്ടിച്ചത്, ഇന്ന് രാവിലെ പറയുണ്ടായി, ദൈവത്തിന് ഭൂമിയിലേക്ക് വഴിയായി മാറാനാണ്. ദൈവം നമ്മളിൽ വസിച്ച് ദൈവം നമ്മളിലൂടെ ഭൂമിയിൽ വെളിപ്പെടണം. ദൈവം നമ്മൾ വസിക്കുമ്പോൾ നമ്മൾ ദേവാലയങ്ങളായി മാറും. ഹല്ലേലൂയ. ആ ദേവാലയങ്ങളാകുന്ന, ചലിക്കുന്ന ദേവാലയങ്ങളാകുന്ന നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവമാണ് വെളിപ്പെടുന്നത്. അപ്പോൾ ദൈവം ഒഴുകേണ്ട ചാനലിലൂടെ ഇന്ന് ദൈവം ഒഴുകുന്നില്ല. പകരം ദൈവം ഒഴുകേണ്ട ചാനലിലൂടെ ഇന്ന് മരണം ഒഴുകുകയാണ്. ജീവൻ ഒഴുകേണ്ട ചാനലിലൂടെ ഇന്ന് മരണം ഒഴുകുകയാണ്. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെന്നെങ്കിൽ അറിഞ്ഞുകൂടാ. യോഹന്നാൻ 7 എന്നിൽ വിശ്വസിച്ചാൽ നിന്നിൽ വീണ്ടും ജീവൻ ഒഴുകാൻ തുടങ്ങും. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളത്തിൽ നിന്ന് മനോരമ പറയുന്നത് പോലെ അല്ല, തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അങ്ങനെ ഒഴുകാൻ തുടങ്ങിയാൽ ആ വ്യക്തി ജീവനിൽ നിന്ന് ജീവനിലേക്ക് വരും. ഇന്ന് ഒഴുകുന്ന മരണം ഒഴുകിയാൽ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകും. പിടുത്തം കിട്ടിയ? ഇതുകൊണ്ടാണ് ദ ഗ്രേറ്റ് റീസെറ്റ്, ഡീഫോൾട്ട് സെറ്റിങ്ങിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. ഡീഫോൾട്ട് സെറ്റിങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെ അകത്ത് ഒരു പുതിയ മനുഷ്യൻ, അവനെയാണ് ദൈവപുത്രൻ എന്ന് പറയുന്നത്, പുതിയ സൃഷ്ടി. ആ സൃഷ്ടിയിൽ പുറത്തേക്ക് ഒഴുകുന്നത് ജീവനാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞ, ഇന്ന് ലോകത്ത് പ്രസംഗിച്ച് കേൾക്കുന്ന ക്രിസ്തുവിനെ ഒന്ന് എടുത്ത് ഹൃദയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കില്ല. ബൈബിളിലുള്ള ക്രിസ്തു, സ്വർഗത്തിൽ നിന്ന് പിതാവ് അയച്ച ക്രിസ്തു, ദൈവരാജ്യം പ്രസംഗിച്ച ക്രിസ്തു, പിതാവിനെ വെളിപ്പെടുത്തുന്ന ക്രിസ്തു. ഇന്നത്തെ ലോകത്തിലെ ക്രിസ്തുക്കൾ നല്ലൊരു പങ്കും 90% പിതാവിനെ മറയ്ക്കുന്ന ക്രിസ്തുവാണ്. അതൊന്നും എടുത്ത് അകത്തിട്ട് കഴിഞ്ഞാൽ ബീജം മാറിപ്പോയി റിസൾട്ട് വരില്ല. വയനാട്ടിലെ അമ്മച്ചിക്ക് പറ്റിയ അബ്ദം നിങ്ങൾക്ക് പറ്റും. ഇവിടെ പറഞ്ഞില്ല വയനാട്ടിലെ അമ്മച്ചിയുടെ അബ്ദം? പറഞ്ഞില്ല. വയനാട്ടിലെ അമ്മച്ചിക്ക് ഒരു റോഡ് വീലർ എന്നൊരു ഡോഗ് ഉണ്ടായിരുന്നു, ഒരു പെൺപെട്ടി. അത് സൂക്ഷിക്കാഞ്ഞുകൊണ്ട് പുറത്തേക്കൂടി പോയ ഏതോ ഒരു കൊടിച്ചുപെട്ടി ആൺപെട്ടി വന്ന് അതുമായിട്ട് മേറ്റായി. അങ്ങനെ അവസാനം റോഡ് വീലർ പ്രഗ്നൻ്റായി. ആരാൽ? വേറെ പട്ടിയാൽ തന്നെയാ, പക്ഷെ വേറെ റോഡ് വീലർ അല്ല, ഏതോ ഒരു കൊടിച്ചുപെട്ടി. ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ മോളെ, നിങ്ങൾ ഈ ലോകത്ത് എവിടെയെങ്കിലും പ്രസംഗിച്ച് കേൾക്കുന്ന ക്രിസ്തുവിനെ ഒന്ന് എടുത്തിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചാൽ നിങ്ങളുടെ ഉള്ളില് ജീവജലനദി ഒഴുകുന്ന ക്രിസ്തു ഉണ്ടാവില്ല. ഞാൻ ക്രിസ്ത്യാനിയാ എന്നൊക്കെ പറഞ്ഞൊക്കെ നടക്കാം, പക്ഷെ അകത്തുനിന്ന് എന്നെ ഒഴുകൂല, ജീവജലനദി പുറത്തേക്ക് ഇറങ്ങൂല. ക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു എന്നതുപോലെ. കണ്ടോ, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ഇല്ലേ? ഒരു തട്ടുമുട്ടൊക്കെ കേട്ട് എവിടെ പോയി, ഞാൻ ചെക്ക് ചെയ്യാൻ പോവുക ഇല്ലേ, നോക്കാറില്ല. ഇതുപോലെ ചെക്ക് ചെയ്യണം. അകത്ത് യൂട്രസിലല്ല ഹൃദയത്തിൽ ക്രിസ്തു ഉരുവായോന്ന് ഒന്ന് നോക്കണം. ഒരു നല്ലൊരു ഫിസിഷ്യൻ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദന അനുഭവിക്കുക. ഹല്ലേലൂയ. അപ്പോൾ അകത്തെ ക്രിസ്തു ഉരുവാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തോളണം. ആ ക്രിസ്തു ഉരുവായാൽ ആ പുതിയ സൃഷ്ടിയിൽ നിന്ന് ജീവജലനദി പുറത്തേക്ക് ഒഴുകും.
അല്ലാത്തതിന്ന് ഒന്നും ഒഴുകത്തില്ല. ചുമ്മാ ക്രിസ്തു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടക്കാമെന്നല്ലാണ്ട് സ്തോത്രം പ്രൈസ് ലോർഡ് ഒക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അകത്തുനിന്ന് ഇറങ്ങൂല. അകത്തുനിന്ന് കുഞ്ഞെ ഇത് പുറത്തേക്ക് ഇറങ്ങിയാൽ നീ ജീവനിൽ വളരാൻ തുടങ്ങും. പുറത്തുള്ള നിന്റെ ശരീരം മരണത്തിൽ വളർന്നുകൊണ്ടേയിരിക്കും, താഴെ വീഴും. പക്ഷെ അകത്തുള്ള പുതിയ സൃഷ്ടി ജീവനിൽ വളരും. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, ഇത് എനിക്ക് നിങ്ങളുടെ ഉള്ളിൽ ചെക്ക് ചെയ്യാൻ എനിക്ക് പറ്റൂല, നിങ്ങൾക്കേ പറ്റൂ. ഹല്ലേലൂയ. ഇങ്ങനെ വളരുന്നില്ല എങ്കിൽ ചെയ്യേണ്ട ഒറ്റ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു. ദൈവസന്നിധിയിൽ മുട്ട് മടക്കി ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ കർത്താവേ, സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ സൃഷ്ടാവായ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായി ഈ ഭൂമിയിലേക്ക് എൻ്റെ രക്ഷയ്ക്കായി കടന്നു വന്ന ക്രിസ്തുവേ, അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് രാജാവായി കർത്താവായി രക്ഷകനായി വരണമേ. ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് എൻ്റെ പാപത്തിനു വേണ്ടി കാൽവരിയിൽ മരിച്ചെന്ന് വിശ്വസിക്കുന്നു. എന്നെ ഒരു മതത്തിലേക്ക് സംഘടനയിലേക്കും അല്ല, അങ്ങ് ആഗ്രഹിക്കുന്ന അങ്ങ് പറഞ്ഞ പിതാവിങ്കലേക്ക് എന്നെ നടത്തണമേ. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്ക്. ഇതാ യേശു ക്രിസ്തു നിങ്ങളുടെ അകത്ത് കടന്നു വരും. ആ പുതിയൊരു ഭ്രൂണം എന്നതുപോലെ പുതിയ സൃഷ്ടിയിൽ നിങ്ങൾ ആരംഭിക്കും. നിങ്ങൾ വളരുന്നതിനനുസരിച്ച് ജീവജലധരി നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. നിങ്ങൾക്ക് തന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ഹല്ലേലൂയ. കണ്ടെയ്ൻ ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ നിങ്ങളിൽ നിന്ന് ജീവൻ വ്യാപരിക്കാൻ തുടങ്ങും പുറത്തേക്ക്. ഹല്ലേലൂയ. അപ്പൊ തിരിച്ചറിയാം നാം എന്തുകൊണ്ട് മരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയ കുഞ്ഞുങ്ങളെ, ജീവൻ ഒഴുകുവാൻ, ദൈവം ഒഴുകുവാൻ ഡിസൈൻ ചെയ്ത നമ്മളിലൂടെ ഇന്ന് ഒഴുകുന്നത് ദൈവമല്ല, പിന്നെ ആരാ? നമ്മൾ തന്നെ. നിങ്ങളെല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി. എങ്ങോട്ടാ തെറ്റിപ്പോയേ? താന്താന്റെ സ്വയത്തിലേക്ക്. ദൈവം ഒഴുകുന്നതിന് പകരം ഇന്ന് നമ്മളെ ഒഴുകണേ. ഞാനങ്ങ് ഒഴുകുക. ഹല്ലേലൂയ. അങ്ങനെയല്ല. നമ്മളുടെ പ്രവർത്തനം ത്രിയേകമാണ്. ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ദൈവം തന്റെ ആത്മാവിനെ വെച്ചിരിക്കുന്നു. അതുവഴി ദൈവം നമ്മളിൽ വസിക്കുകയും, സ്വർഗത്തിലെ ദൈവം സ്വർഗം വിട്ടെങ്ങും പോകുന്നില്ല, നമ്മളിൽ വസിക്കുകയും നമ്മളിലൂടെ ഭൂമിയിൽ വെളിപ്പെടുകയും ചെയ്യുന്നു. എക്സാക്ട് യേശുവിനെ നോക്കിയാൽ മതി. എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതേപോലെ തന്നെ ആ യേശുവെ പോലെ ആകാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആരെങ്കിലും ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ എന്നെ തിരുത്താം. ആ ക്രിസ്തുവിനെ പോലെ ആകാൻ റോമ 8:29 പറയുന്നു. ആ ക്രിസ്തുവിനെ പോലെ ആകാൻ എന്നെയും നിങ്ങളെയും മുൻ നിയമിച്ചിരിക്കുന്നു. ആര്? ഹെവൻലി ഗവൺമെന്റ്. ഹല്ലേലൂയ. എന്നാൽ സഭയുടെ വ്യക്തമായ തെറ്റ് ആദ്യമ നൂറ്റാണ്ടിൽ ക്രിസ്തുവും അപ്പസ്തോലന്മാരും എല്ലാം റൈറ്റ് ആയിട്ട് പ്രസംഗിച്ചു. തുടർന്ന് പൗലോസ് അപ്പസ്തോലനിലൂടെ അപ്പസ്തോലൻ 20:29 ദൈവത്തിന്റെ ആത്മാവ് പ്രവചിച്ചു, ഞങ്ങൾ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടന്ന് നിങ്ങളെ ക്രിസ്തുവിന്റെ പിന്നാലെ അല്ല, തങ്ങളുടെ പിന്നാലെ വലിച്ചഴയ്ക്കും. അപ്പോസ്തലപ്രവൃത്തി 20:29. അതുവരെയും അവർ ദൈവരാജ്യം പ്രസംഗിച്ചു. 20:25 വായിച്ചേ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. പൗലോസ് പറയാൻ, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം, ക്രിസ്തു എന്താണോ പ്രസംഗിച്ചത്, എന്താണോ പ്രസംഗിക്കാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചത്, അത് തന്നെ ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചു. എന്താണോ പ്രാർത്ഥിക്കാൻ വരാൻ പറഞ്ഞത്, അത് തന്നെ ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചു. പക്ഷേ തൊട്ട് താഴെ പറയുന്നു, ഞങ്ങൾ പോയാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് കൊടിയ ചെന്നായ്ക്കൾ എഴുന്നേക്കും. ദൈവദാസന്മാർ എന്ന പേരിൽ എഴുന്നേറ്റിട്ട് അവർ നിങ്ങളെ ക്രിസ്തുവിന് പിന്നാലെ അല്ല, വ്യക്തികളുടെ പിന്നാലെ, സംഘടനകളുടെ പിന്നാലെ, തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോകും. ഇത് ഏകദേശം ക്രിസ്തുവും അപ്പോസ്തലന്മാരും പോയ ഉടനെ സംഭവിച്ചു. വായിക്കേ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ആട്ടിൻകൂട്ടത്തെ നിങ്ങളെ അല്ല അവർ ആദരിക്കുന്നേ, പകരം അവർ ആദരിക്കും നിങ്ങളുടെ പോക്കറ്റിലെ പണത്തെ. ആട്ടിൻകൂട്ടം എന്ത് ചെയ്താലും അവർക്കൊരു കുഴപ്പമില്ല, നിങ്ങളെ അവർ വാണിഭമാക്കുമെന്ന് ബൈബിളിൽ എഴുതിയിരിക്കണം. വാണിഭം. നിങ്ങൾ അവരുടെ സ്റ്റോക്ക് ആയിരിക്കും. ഒരിക്കൽ ഒമാനി ചെന്നപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ ഒരു വലിയ ഗോഡൌണിൽ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ എൻ്റെ സ്റ്റോക്കാന്ന്. ഇതേപോലെ നിങ്ങൾ അവരുടെ സ്റ്റോക്കാവും. നിങ്ങളെ അവർ വാണിഭമാക്കും. താഴേക്ക് വായിച്ചോ.
ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി ശിഷ്യന്മാരെ ക്രിസ്തുവിന്റെ പിന്നാലെ അല്ല, തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ട് കളയാനായി വിപരീത ഉപദേശം വിപരീത ഉപദേശം അങ്ങ് മാറ്റും. ക്രിസ്തു ദൈവപുത്രൻ എന്നുള്ളത് മാറ്റിയിട്ട് ക്രിസ്തു അത്യുന്നതനായ ദൈവം ഒന്നാക്കും. ശ്രദ്ധിച്ചു കേട്ടോ, വിപരീത ഉപദേശം. ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എവിടെയാ പറഞ്ഞേക്കണേ? ക്രിസ്തു അത്യുന്നതനായ ദൈവമാണെന്ന്. ക്രിസ്തു ദൈവം തന്നെയാ, ദൈവത്തിന്റെ പുത്രൻ ദൈവം തന്നെ, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ നേരെ തിരിച്ചിട്ട് ക്രിസ്തു അത്യുന്നതനായ ദൈവം എന്ന് മനുഷ്യരുടെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്തങ്ങ് കയറ്റി തകർത്ത് കളഞ്ഞു. സകലത് ക്രിസ്തീയ വിശ്വാസത്തെ തന്നെ തകർത്ത് കളഞ്ഞു. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, ക്രിസ്തു അത്യുന്നതനായ ദൈവമാണെങ്കിൽ റോമ 8:29 പൊട്ട തെറ്റാ. എന്താ റോമ 8:29 പറയണേ? ദൈവം തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകുവാൻ ക്രിസ്തുവിന്റെ അതേ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നിങ്ങളെ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പഠനം പൂർത്തിയാക്കിയ നിങ്ങൾ ആരായി? ക്രിസ്തു അത്യുന്നതനായ ദൈവമാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ആയാൽ നിങ്ങൾ ആരായി? പറ. മറ്റൊരു അത്യുന്നതനായ ദൈവം. അങ്ങനെയെങ്കിൽ റോമ 8:29 എടുത്ത് മാറ്റണോടെന്ന്. ദുരുപദേശം. സെലക്ഷൻ കമ്മിറ്റിക്ക് തെറ്റിപ്പോയി. ഞാൻ പറയുന്ന നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെയല്ല എങ്കിൽ എന്നെ ചോദ്യം ചെയ്യേ. അല്ല എങ്കിൽ അപ്പോസ്തലർ 20:29 പറയുന്നത് പോലെ ഞങ്ങൾ പോയ ഉടനെ കൊടിയ ചെന്നായ്ക്കൾ ഇറങ്ങി ശിഷ്യന്മാരെ വിപരീത ഉപദേശം പറഞ്ഞ് തങ്ങളുടെ പിന്നാലെ വലിച്ചളഞ്ഞു. അന്ന് വലിച്ചു മാറ്റിയതായി ഡിനോമിനേഷൻ ഇത്രയും പൊങ്ങിയത്. വ്യക്തികളുടെ ക്രിസ്തുവിന്റെ പിന്നാലെ വലിക്കാതെ വ്യക്തികളുടെ പിന്നാലെ വലിച്ചു. അങ്ങോട്ട് ഇങ്ങോട്ട് ആ സംഘടന ഈ സംഘടന അവസാനം സുവിശേഷത്തെ ചിഹ്ന ഭിന്നമാക്കി. ഇന്ന് എങ്ങും എത്താൻ പറ്റണില്ല. റോമ 8:29 വായിക്കേ. അവൻ മുന്നറിഞ്ഞവരെ, ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ, തന്റെ പുത്രൻ ക്രിസ്തു. ആരാ തന്റെ പുത്രൻ? ക്രിസ്തു അനേക സഹോദരന്മാരിൽ. അപ്പൊ ക്രിസ്തുവിന് ആരുണ്ട്? സഹോദരന്മാരുണ്ട്, ബ്രദേഴ്സ് ഉണ്ട്. അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ, മൂത്തവനാകേണ്ടതിന്, ഒന്നാമത് ജനിച്ചത് ആകേണ്ടതിന്, അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ, ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. ആര്? ഹെവൻലി ഗവൺമെന്റ്. സ്വർഗസ്ഥ പിതാവ് നമ്മളെ ഓരോരുത്തരെയും ക്രിസ്തുവെ പോലെയാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ പോലെ ആകാനല്ല, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെ പോലെ ആകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ അതേ കുടുംബത്തിലേക്ക്, ദൈവത്തിന്റെ അതേ കാറ്റഗറിയിലേക്ക് ദൈവത്തിന്റെ മക്കളായി കടന്നു ചെല്ലാൻ ക്രിസ്തുവെ പോലെ കടന്നു ചെല്ലാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞു, ക്രിസ്തു നമ്മളെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. ഇതാണ് ഹെബ്രായ ലേഖന കർത്താവ് 2:11 ഹെബ്രായർ 2:11 ഇങ്ങനെ പറയുന്നു. അതിന്റെ കാരണം ക്രിസ്തുവിനും നമുക്കും അപ്പൻ ഒരാളായതുകൊണ്ട്, പിതൃത്വം നൽകിയത് ഒരാളായതുകൊണ്ട് ക്രിസ്തു നമ്മളെ ബ്രദേഴ്സ് എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. എടുത്തേക്ക് വായിച്ച്. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കുമെല്ലാം ഒരുവനല്ലോ പിതാവ്. വിശുദ്ധീകരിക്കുന്നവൻ ക്രിസ്തു, വിശുദ്ധീകരിക്കപ്പെടുന്നവർ നമ്മൾ. നമുക്ക് രണ്ടുപേർക്കും ഒരാളാണ് അപ്പൻ. അതുകൊണ്ട് അത് ഹേതുവായി, ഇത് കാരണം അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ, ക്രിസ്തു നമ്മളെ ആരെന്ന് വിളിക്കാൻ? ബ്രദേഴ്സ്, സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കാതെ, ഞാൻ നിന്റെ നാമത്തെ നിന്റെ സഹോദരന്മാരോട് കീർത്തിക്കും. പിതാവേ, ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും. ഹല്ലേലൂയ. ഇത് ബൈബിളിൽ എഴുതിയിരിക്കുന്നതാ. ഇതാ പൗലോസ് യേശുക്രിസ്തുവിനെ സഹോദരൻ എന്ന് കണ്ടു പറയുകയാണ്. ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻ നിയമിച്ചു. ഹെബ്രായ ലേഖനകർത്താവ് ഇവിടെ പറയുകയാണ്, ഇതാ ക്രിസ്തു നമ്മളെ ബ്രദേഴ്സ് എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. കാരണം നാം ക്രിസ്തുവിന്റെയും നമ്മുടെയും അപ്പൻ പിതൃത്വം നൽകിയ ആൾ ഒരാളാണ്. യോഹന്നാൻ മറുഭാഗത്ത് പറയുന്നു, കാൺമീൻ എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നാം മനുഷ്യ മക്കളെന്നല്ല, ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം.
യോഹന്നാൻ 1:12 മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു, എങ്ങനെ ഈ മനുഷ്യ മക്കൾ ദൈവമക്കളാകോ, എങ്ങനെ ഈ മരണമുള്ളവർ മരണമില്ലാത്ത ദൈവമക്കളാകോ, എങ്ങനെ ഈ മനുഷ്യ ഫാമിലിയിൽ ജനിച്ചവൻ ദൈവത്തിന്റെ കുടുംബത്തിലെ ദൈവത്തിന്റെ മക്കളായി തീരും, ദൈവത്തിന്റെ കുടുംബമായി തീരും. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട്, ക്രിസ്തുവിനെ കൈക്കൊണ്ട്, ക്രിസ്തു ആരാ? ദൈവപുത്രൻ. ദൈവപുത്രനെ കൈക്കൊണ്ട് ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും മനുഷ്യ മക്കളല്ല, ക്ലാസ് ചേഞ്ച് ചെയ്യാണ് മനുഷ്യരിൽ നിന്ന് ദൈവത്തിലേക്ക്, ദൈവ കുടുംബത്തിലേക്ക്. ഹല്ലേലൂയ. ദൈവ മക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് ക്രിസ്തു പിതാവിനെ നോക്കി പറയുന്ന ഒരു കാര്യം ഇതാണ്, അങ്ങ് എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഈ ലീലാമ്മയെ സ്നേഹിക്കുന്നു, ലീലാമ്മ ഈ റെറ്റിയെ സ്നേഹിക്കുന്നുവെന്ന്, ഈ ബോണിയെ സ്നേഹിക്കുന്നുവെന്ന് ഇവരെന്ന് അറിയട്ടെ. ഒരു നല്ല പിതാവ് എല്ലാ മക്കളെയും ഒരേപോലെ സ്നേഹിക്കുക. ഇതാണ് യോഹന്നാൻ 17:23 ക്രിസ്തു പിതാവിനെ നോക്കി പറയണം, പിതാവേ അങ്ങ് എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ് ഇവരെയും സ്നേഹിക്കുന്നതെന്ന് ഇവരെന്ന് അറിയട്ടെ. യോഹന്നാൻ 17:23 വായിച്ചേ. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും, നീ പിതാവേ അങ്ങാണ് എന്നെ അയച്ചിരിക്കുന്നുവെന്നും, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും നീ സ്നേഹിക്കുന്നു എന്നെ സ്നേഹിക്കുന്നത് പോലെ ഇവിടെ ഇരിക്കുന്ന ഈ മുജീബിനെ സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ. അവരറിയട്ടെ, മനുഷ്യരെ അറിയട്ടെ. ഹല്ലേലൂയ. ഈ ലിറ്റിയെയും ഇതാ ഇവിടെ ഇരിക്കുന്ന മേരിയെയും സൂസനെയും എല്ലാം വിപിനെയും ഒക്കെ 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 ക്രിസ്തുവിനെ എങ്ങനെയാണോ പിതാവ് സ്നേഹിക്കുന്നത് അതേപോലെ തന്നെ സ്നേഹിക്കണേ. ഹല്ലേലൂയ. ഇതറിയണം. ക്രിസ്തു നമ്മുടെ കർത്താവാ, ക്രിസ്തു നമ്മുടെ ലീഡറാ, ക്രിസ്തു നമ്മുടെ നായകനാ, ക്രിസ്തു കുടുംബത്തിലെ ഏറ്റവും മൂത്തവനാ. നമ്മൾ ദൈവത്തിന്റെ കുടുംബമാ, ക്രിസ്തുവിൽ ഒരപ്പനും മക്കളും. ഇതാ ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇതാ ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിൽ നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാ. ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പൻ ക്രിസ്തുവിലൂടെ കാൽവരി ക്രൂശിൽ നമ്മളെ പുതിയതായി സൃഷ്ടിച്ച് ജനിപ്പിച്ചു. എന്നാൽ തെറ്റിപ്പോയ സന്ദേശങ്ങൾ നമ്മൾ എവിടെ എത്താതെ ഇങ്ങനെ ഇട്ട് താളം തള്ളിപ്പിക്കും. ഹല്ലേലൂയ. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞേ, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇന്ന് പിതാവിനെ ബ്ലോക്ക് ചെയ്യുക, യേശു വരെ ചെന്നാൽ മതി, ഫിനിഷ്. ആരാ പറഞ്ഞേ ക്രിസ്തുവിൽ അവസാനിക്കാൻ? ക്രിസ്തുവിൽ ആരംഭിക്കുക, പിതാവിൽ എത്തിച്ചേരാൻ. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തീയത്വം. ബൈബിളിലെ ക്രിസ്തീയത്വം. ലോകത്തിൽ പലതും കാണും. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പ്രവചിച്ചത്, ഞാൻ പോയ ഉടനെ കൊടിയ ചെന്നായ്ക്കൾ വന്ന് നിങ്ങളെ അവരുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോകും. ക്രിസ്തുവിന്റെ പിന്നാലെ അല്ല, അവരുടെ പിന്നാലെ, സംഘടനകളുടെ പിന്നാലെ, ഗ്രൂപ്പിന്റെ പിന്നാലെ. ഇത് ഏകദേശം 3-ാം നൂറ്റാണ്ട്, ക്രിസ്തു പോയതിനു ശേഷം 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ട് അപ്പോസ്തലന്മാർ പോയ ഉടനെ സംഭവിച്ചു. ഹല്ലേലൂയ. തെറ്റിപ്പോയി. എന്നാൽ ഇന്ന് സത്യം തിരിച്ചറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കണം, നമ്മളെ സ്വതന്ത്രമാക്കണം. റിസൾട്ട് വരും, സിമ്പിൾ ആയിട്ട് റിസൾട്ട് വരും. ഹല്ലേലൂയ. മോളെ, നിന്നെ എന്നെ ഉണ്ടാക്കിയത് സ്വയം പ്രവർത്തിക്കാനല്ല, ദൈവം നമ്മളിൽ വസിച്ച് നമ്മളിലൂടെ പ്രവർത്തിക്കാനാണ്. നാം ദൈവത്തിന്റെ വഴിയാ ഭൂമിയിലേക്ക്. ഇതുകൊണ്ടാണ് യെശയ്യാ 40:3 പറയുന്നത്, കേട്ടോ ഒരുവൻ മരുഭൂമി വിളിച്ചു പറയുന്നു, യഹോവയ്ക്ക് വഴി തുറക്കുവീൻ. ആരെ പോലെ? ക്രിസ്തുവെ പോലെ. അതിന്റെ ആദ്യത്തെ റോൾ മോഡലാണ് ക്രിസ്തു. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇനി ക്രിസ്തുവിൽ ഇതേ രൂപത്തിലേക്ക് നമ്മൾ എത്തണം. ഹല്ലേലൂയ. അപ്പൊ പ്രിയ കുഞ്ഞുങ്ങൾ, ഇന്ന് നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണോ? ശ്രദ്ധിച്ചേ, കുറെ നാൾക്ക് മുമ്പ് ഈ മരണം എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നില്ല. ഒരു 6000 വർഷം മുമ്പ് ആദത്തെ സൃഷ്ടിച്ച സമയത്ത് ഈ മരണം എന്ന് പറഞ്ഞ സാധനം ആദത്തിനില്ലായിരുന്നു. അതിനുശേഷം അന്ന് ആദം ദൈവത്തെ വെളിപ്പെടുത്തി. കാരണം ദൈവം ഭൂമിയിൽ വാഴാനും പ്രവർത്തിക്കാനുമാ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ആദ്യത്തെ 5 ദിവസം ഉണ്ടാക്കിയതിന് ആദ്യത്തെ 5 ദിവസം ഇല്ലേ, 5 ദിവസം ദൈവം എന്ത് ചെയ്യായിരുന്നു? സൃഷ്ടികർമ്മം നടത്തുമായിരുന്നു. അതിനുണ്ടാക്കിയതിന് മുഴുവൻ ആര് പേരിട്ടു? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതൊന്നുമല്ല, ദൈവം പേരിട്ട്. ഹല്ലേലൂയ. അതൊന്നുമല്ല, ദൈവം പേരിട്ട്. എല്ലാത്തിനും ദൈവം പേരിട്ട്. ആദ്യം ഉണ്ടാക്കിയതിനൊക്കെ ദൈവം പേരിട്ട്. 5-ാമത്തെ ദിവസം ആദ്യം മൃഗങ്ങളെ ഉണ്ടാക്കി. ഓക്കെ, സെക്കൻഡ് ഹാഫിൽ മനുഷ്യനെ ഉണ്ടാക്കി. അതോടുകൂടെ ദൈവം ഡ്യൂട്ടി കൈമാറി. ദൈവം ഡ്യൂട്ടി കൈമാറി. ഇനി ഞാനല്ല, നീ ഭൂമിയെ വാഴണോ, ഇനിയുള്ളതിനൊക്കെ നീ അങ്ങ് പേര് ഇട്ടോ. പിടുത്തം കിട്ടിയ ദൈവം സൃഷ്ടിച്ചതിനെ അതുവരെ വിധാനം ഉണ്ടാക്കി, വിധാനത്തിന് ആകാശം ഒന്ന് പേരിട്ടു അല്ലേ, അങ്ങനെ വെള്ളങ്ങളുടെ കൂട്ടത്തിന് സമുദ്രം ഒന്ന് പേരിട്ടു, ഒക്കെ ദൈവം ചെയ്തു.
അതിനുശേഷം ഇതാ ഉണ്ടാക്കിയ സൃഷ്ടികളെല്ലാം കൂടി കൂട്ടി മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, പേരിടാ. മനുഷ്യൻ എന്നാ വിളിച്ചു പറഞ്ഞു അതൊക്കെ പേരായി. ആദം പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, ഈ ആശാൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, LKG പോയിട്ടില്ല, UKG പോയിട്ടില്ല, കേരള സിലബസും ഇല്ല, CBSE ഇല്ല. പക്ഷെ ഭയങ്കര ജ്ഞാനമാണ്. സകല സ്പീഷ്യസ്, ബില്യൺ കണക്കിന് സ്പീഷ്യസ് ആദം പറഞ്ഞൊക്കെ അതിന് പേരായി. അതെങ്ങനെയാ ആദമേ നീ ഇതൊക്കെ അറിഞ്ഞേ? നീ സ്കൂളിൽ പോയിട്ടില്ലല്ലോ. എന്റെ ജ്ഞാനമല്ല, എൻ്റെ ഉള്ളിൽ എൻ്റെ അപ്പം വസിച്ച് എന്നിലൂടെ അങ്ങ് സംസാരിക്കും. മനസ്സിലായോ? ദൈവം എൻ്റെ ഉള്ളിലൂടെ അങ്ങ് സംസാരിക്കും. അതിനുവേണ്ടി എന്നെ ഉണ്ടാക്കിയേ. ഞാൻ ദൈവത്തിന് ഭൂമിയിലേക്കുള്ള വഴിയാ. ഹല്ലേലൂയ. അന്നും മരണമില്ല, മരണം മനുഷ്യനെ തൊട്ടിട്ടില്ല. അന്ന് മനുഷ്യന് മരണമില്ല, പക്ഷെ ഇന്ന് മനുഷ്യൻ മരിക്കുക. കാരണം ഇന്ന് മനുഷ്യൻ ദൈവത്തിന്റെ വഴിയല്ല, അവനവന്റെ വഴിയാ. ഇന്ന് മനുഷ്യനിൽ ദൈവത്തിന് സ്ഥാനമില്ല, അവനവന്റെ വഴിയാ. പക്ഷെ ഒരു റോൾ മോഡൽ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. ദൈവത്തിന്റെ വഴി, ദൈവത്തിന്റെ വഴി. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. എങ്ങനെ? പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. എങ്ങനെ? തന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ത്രിയേക പ്രവർത്തനം. സ്വർഗത്തിലെ അപ്പൻ തന്റെ ആത്മാവിനാൽ ക്രിസ്തുവിൽ വസിച്ച് ക്രിസ്തു ഒരു ദേവാലയമായി ക്രിസ്തുവിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെടുന്നു. ദൈവം ഭൂമിയിൽ വെളിപ്പെടുന്നു. ഇമ്മാനുവൽ, ദൈവം മനുഷ്യരോടുകൂടെ. ഇതാണ് ഒരു ദൈവപുത്രൻ. ആ ദൈവപുത്രന് എന്നാ ഇല്ല? മരണം ഇല്ല. പക്ഷെ ആളുകളെല്ലാം കൂടി എന്നാ ചെയ്തു? തല്ലി, അടിച്ച്, ഈടിച്ച്, വലിച്ചടിച്ച്, ക്രൂശിൽ കയറ്റി കൊന്ന്. മരണമില്ലാത്തവനെ കൊന്നേക്കണ്. സ്വർഗത്തിൽ വീണ്ടും എഴുന്നേപ്പിച്ച്. മരണമില്ലാത്ത എങ്ങനെ കൊല്ലണേ? വീണ്ടും എഴുന്നേപ്പിച്ചു. അവനെ കൊന്നത് ആ പാപം നമ്മുടെ പാപത്തിന് പരിഹാരമായും കൊടുത്തു. ഹല്ലേലൂയ. നമ്മളെ എഴുന്നേപ്പിച്ചു. ഇവിടുന്ന് കിട്ടിയ പാപത്തിന്റെ ശമ്പളമാ മരണം. പാപമില്ലാത്തവനും മരണമില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ നമ്മളെ റിവൈവ് ചെയ്ത് പുതിയ സൃഷ്ടിയാക്കി നമ്മളെ കൊണ്ടുവന്നിരിക്കുക. ഇനി നമ്മളിൽ ആ പുതിയ സൃഷ്ടിയിൽ ജീവൻ ഒഴുകുന്നു. ആ പുതിയ സൃഷ്ടിയിൽ ദൈവം വസിക്കുന്നു. ഇനിയും പഴയ സൃഷ്ടിയുടെ പുറകെ അല്ല, പഴയത് കഴിഞ്ഞുപോയി, ദൈവ സകലത്തെയും പുതിയതാക്കി. ഇനിയും പഴയതിന്റെ പുറകെ അല്ല, ഇനി ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും പുറകെ അല്ല പോകേണ്ടത്. അതെല്ലാം പഴയ സൃഷ്ടിയെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള റെഫ്രിജറേറ്റർ തുല്യമായ അറേഞ്ച്മെന്റുകൾ മാത്രമായിരുന്നു. ഇതാണ് ലൂക്കോസ് 16:16 പറയുന്ന ന്യായപ്രമാണത്തിലെ പ്രവാചകന്മാരുടെയൊക്കെ കാലം 2000 വർഷം മുമ്പ് കഴിഞ്ഞുപോയി. അതൊക്കെ യോഹന്നാൻ വരെ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇന്നും അതിട്ട് ശാപ്പാറടിക്കുക. ആത്മമണ്ഡലത്തിലെ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല. വായിച്ചേ ലൂക്കോസ് 16:16. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. അപ്പോ ന്യായപ്രമാണവും പ്രവാചകന്മാരും മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷമുള്ള മനുഷ്യനോട് തന്ന അറിയിപ്പുകളൊക്കെ കാലാവധി കഴിഞ്ഞു. യോഹന്നാൻ വരെ ആയിരുന്നു. അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. അന്നു മുതൽ സുവിശേഷമായി ദൈവരാജ്യം അറിയിച്ചു വരുന്നു. ഹല്ലേലൂയ. ഇന്ന് സുവിശേഷമായി അറിയിച്ചു വരുന്ന ദൈവരാജ്യം എടുത്ത് പഴയ കളഞ്ഞിട്ട് പഴയതെടുത്ത് ചാപ്പടിക്കുക. എന്നിട്ട് ഇത് തിരിച്ചറിയാൻ മനുഷ്യർക്ക് കഴിയുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ വിശ്വസിക്കും മക്കളെ. നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ വിശ്വസിക്കേ. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലാലും ഇപ്പൊ തീരു വിശ്വാസം. അതിനു മുമ്പ് സത്യം മനസ്സിലാക്കി സത്യത്തിലേക്ക് കടന്നു പോവാ. അങ്ങനെ ദൈവരാജ്യം പ്രസംഗിക്കുക മാത്രമല്ല, ദൈവത്തിന്റെ വചനം പറയുന്നു ബലാത്കാരികൾ ബലാത്കാരേണ അതിൻ്റെ ഉള്ളിൽ കടക്കുന്നു. ഇത് ഏത് ബലം? ഇവിടെ ഓരോരുത്തരും ഇതിന് ബലമില്ല. ബലാത്കാരേണ അതിൻ്റെ ഉള്ളിൽ കടക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. അതായത് സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ അവിടെ നമുക്കിത് കാണുവാൻ കഴിയും. സകല പ്രവാചകന്മാര് എല്ലാ ന്യായപ്രമാണവും എവിടം വരെ പ്രവചിച്ചെന്നറിയാമോ? യോഹന്നാൻ വരെ. യോഹന്നാൻ വരുമ്പോഴാണ് ക്രിസ്തു വരുന്നത്. ഇതാ മരുഭൂമി വിളിച്ചു പറയുന്നു. യോഹന്നാൻ വരെ പ്രവചിച്ചു. യോഹന്നാൻ വരെ, അത്രേ ഉള്ളൂ. യോഹന്നാൻ ഇത് ക്രിസ്തുവിന് മുന്നോടിയായിട്ട് വന്നതാ. ക്രിസ്തുവെ കാണിക്കുകയാണ്. സകലരും അതുവരെ പ്രവചിച്ചു. അന്നു മുതൽ ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി. ബലാത്കാരേണ അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നു. അപ്പൊ ഇത് ബലാത്കാരേണ പ്രവേശിക്കേണ്ട കാലമാണ്. പക്ഷേ നമ്മളതെല്ലാം ഔട്ട്ഡേറ്റഡ്, നമുക്ക് അറിവില്ല. കാരണം കള്ളപ്രവാചകന്മാർ വന്ന് ഏകദേശം 1700 വർഷങ്ങൾക്ക് മുമ്പ് സഭയെ വലിച്ചുകൊണ്ട് പോയി. അപ്പസ്തലന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ സംഭവം തെറ്റി. നമ്മൾ തെറ്റിപ്പോയ ഒരു വെറ്റി വരികയ ഒരു സമൂഹം. ആ തെറ്റ് ആവർത്തിച്ച് കൊണ്ടുവന്നു. ഇന്ന് നമുക്ക് തെറ്റ് ശരിയായി.
എൻ്റെ കുഞ്ഞുങ്ങളെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. നിങ്ങളോ ഞാനോ ഒഴുകേണ്ട ഒരു യൂണിറ്റ് അല്ല, ദൈവം ഒഴുകേണ്ട യൂണിറ്റാ. ദൈവം ഭൂമിയിലേക്ക് വെളിപ്പെടേണ്ട യൂണിറ്റാ, ക്രിസ്തുവെ പോലെ. എന്നാൽ ഇന്ന് നമ്മൾ സംഭവിക്കുന്നില്ല, എന്നാൽ അത് സംഭവിക്കണം. ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. ക്രിസ്തുവുള്ള അദ്ദേഹം പറയാണ്, ഇനി ഞാനല്ല, ഞാൻ മരിച്ചു, ഇനി ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തു നമ്മളിൽ ജീവിച്ചാൽ ക്രിസ്തുവിന്റെ തലയായ ക്രിസ്തു പറഞ്ഞതുപോലെ, ഇതാ പിതാവിനിൽ വസിച്ച് എന്നിലൂടെ ജീവിക്കുന്നു, എന്നിലൂടെ വെളിപ്പെടുന്നു. അങ്ങനെ ആത്യന്തികമായി സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിലുള്ള നമ്മളിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെടണം. അങ്ങനെയുള്ളവർക്ക് മരണമില്ല, അവർ മരിച്ചാലും ജീവിക്കും. അപ്പൊ ഈ ഒരു തലത്തിലേക്ക് നമ്മൾ തിരിച്ചറിയാൻ വരികയാണ്, അതിലേക്ക് എത്തപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ശേഷിക്കുന്ന ജീവിതകാലം ഇതുവരെയുള്ള പല പല പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്, പല പല വിഷയങ്ങളും ഒക്കെ അകത്തുണ്ട്. ഈ അകത്ത് ആ വിഷയങ്ങളുടെ കാരണം നിങ്ങൾ തിരിച്ചറിയുക. ഇതാ ഒരിക്കല് ഒരു സ്ഥലത്ത് പൈപ്പ് പെട്ടെന്ന് ദ്രവിച്ചു പോയി, പെട്ടെന്ന് വല്ലാതെയായിപ്പോയി. അന്വേഷിച്ച് ചെന്നപ്പോൾ മനസ്സിലായൊരു കാര്യം, ചൂടുവെള്ളം, അതായത് തണുത്ത വെള്ളം പോകുന്ന പൈപ്പാണ്. തണുത്ത വെള്ളം പോകാൻ ഡിസൈൻ ചെയ്ത പൈപ്പിലൂടെ ചൂടുവെള്ളമാണ് കുറച്ച് നാളായിട്ട് പോണേ. അതങ്ങനെ പോയി 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 അധികം താമസിയാതെ അത് മൊത്തം ഡാമേജ് ആയി. കുറേശ്ശെ ഉരുകാൻ തുടങ്ങി ഉള്ളിലേ. ശരിക്കും പറഞ്ഞാൽ ചൂടുവെള്ളം പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കോപ്പർ ടൈപ്പ് പൈപ്പായിരിക്കണം, എങ്കിലേ അത് ചൂടുവെള്ളം പോകും. പക്ഷേ കോപ്പറിന്റെ പൈപ്പ് ഇടുന്നതിന് വരെ സാധാ ഓർഡിനറി PVC പൈപ്പിട്ട് സെറ്റപ്പ് ചെയ്തു, അതിലൂടെ ചൂടുവെള്ളം വിട്ടു. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കാര്യമായി പറയണേ. അങ്ങനെ ചൂടുവെള്ളം വിട്ടപ്പോ നമ്മുടെ ശരീരം ചുക്കിച്ചുളിഞ്ഞു പോകണ കണ്ടിട്ടില്ലേ? ഇല്ലേ? ചുക്കിച്ചുളിഞ്ഞു പോകണ കണ്ടില്ല? നോക്കിയാൽ മതി, പഴയ മിനുക്കൊന്നും ഇപ്പൊ കാണൂല, ചുക്കിച്ചുളിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ചൂടുവെള്ളം ഉള്ളിൽ കൂടി പോകാൻ തുടങ്ങി ആ നല്ല പൈപ്പിന്റെ ക്വാളിറ്റി അങ്ങ് പോയി. അതങ്ങ് ചുക്കിച്ചുളിഞ്ഞ് അത് പ്രവർത്തനരഹിതമായി. അതിന്റെ കാരണം സ്ക്രീനിലേക്ക് നോക്കിയാൽ കാണാം, തണുത്ത വെള്ളം ഒഴുകേണ്ട പൈപ്പിലൂടെ ചൂടുവെള്ളം ഒഴുകുന്നതാണ് വിഷയം. ജീവൻ ഒഴുകേണ്ട മനുഷ്യനിലൂടെ മരണം ഒഴുകുന്നതാണ് വിഷയം. വേണ്ട, പൈപ്പ് വല്ലാതെയായി, ചുക്കി ചുളിഞ്ഞ് വല്ലാതെയായ ഒരു അന്തരീക്ഷം, ചുളിഞ്ഞുപോയി, ചൂട് കയറിപ്പോയതാ. ഇതേപോലെ ചൂടുവെള്ളം ഒഴുകണമെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കണ്ടോ, ഇത് കോപ്പറിന്റെ ടൈപ്പ് പൈപ്പ് കണ്ടോ, അതിലൂടെയാണ് ചൂടുവെള്ളം ഒഴുകേണ്ടത്. ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങേണ്ട മനുഷ്യനിലൂടെ ഇന്ന് ദൈവം ഇറങ്ങാതെ മനുഷ്യൻ ഇറങ്ങാൻ തുടങ്ങി, പിശാച് വെളിപ്പെടാൻ തുടങ്ങി. അതാണ് ഈ മരണം ഉണ്ടാകുന്ന വിഷയം. മരണത്തിന്റെ അധികാരിയായി പിശാച് രംഗത്തുണ്ട്. എന്നാൽ ഒടുക്കത്തെ ശത്രുവായ മരണത്തെ നീക്കി നമ്മളെ തിരിച്ചു പിടിച്ച് നമ്മളെ അപ്പന്റെ കയ്യിൽ തിരികെ കൊടുക്കണം. ഈ ഡ്യൂട്ടി മുഴുവൻ ക്രിസ്തുവിൻ്റെതാ. അപ്പോൾ അകത്തേക്കൂടി ഒഴുകണ സാധനം റൈറ്റ് അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് മനസ്സിലായല്ലോ. ഇനി പുതിയ സൃഷ്ടി വരുമ്പോൾ കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദി, ദൈവനദി ഒഴുകും. ദൈവത്തെ വെളിപ്പെടുത്തുന്ന നദി. ജീവജല നദി എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവസിംഹാസനത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ്, ദൈവത്തെ വെളിപ്പെടുത്തുന്നതാണ്. അത് അവൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. അപ്പൊ എന്തൊഴുക്ക് മാറി? മരണത്തിന്റെ ഒഴുക്ക് മാറ്റി ജീവന്റെ ഒഴുക്ക് ആരംഭിച്ചു. ഇനി അവന് മരണമില്ല.
ആ വ്യക്തിക്ക് മരണമില്ല. ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ ഇനി അവിടെ നിൽക്കണം, അതിൽ പിടിക്കണം, പഴയതിനെ ഉപേക്ഷിക്കണം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, 1 Corinthians 15:22 പറയുന്നു, ആദത്തിൽ എല്ലാവരും മരിച്ചു പോകും, ക്രിസ്തുവിൽ ചേഞ്ച് ചെയ്താൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. 1 Corinthians 15:22 വായിച്ച് ഈ ടെക്നോളജി മനസ്സിലാക്കും. ദൈവം നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെയും അവിടെയും എല്ലാ കള്ളപ്രവാചകന്മാരുടെ തന്ത്രങ്ങൾ, പിശാചിന്റെ തന്ത്രങ്ങൾ യേശുക്രിസ്തു നാമത്തെ തകർന്നു മാറട്ടെ. വായിക്കേ. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ. അപ്പൊ ആദാമിൽ എന്ത് സംഭവിക്കും? ഇപ്പൊ സംഭവിക്കും. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിക്കും. എല്ലാവരും മരിച്ചു. എന്നാൽ ക്രിസ്തുവിന്റെ ജനറേഷനിലേക്ക് മാറിയാലോ? ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അപ്പൊ നമ്മൾ ജീവിപ്പിക്കപ്പെടണ്ടേ? അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം? ആദത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് മാറണം, എങ്കിലും ജീവിപ്പിക്കപ്പെടൂ. ഹല്ലേലൂയ. ആദ്യത്തെ ക്രിസ്തുവിലേക്ക് മാറണം, ജീവൻ ഒഴുകുന്ന സൃഷ്ടിപ്പിലേക്ക് മാറണം. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളത്തിൽ നിന്ന് ജീവന്റെ നദി, ദൈവത്തിന്റെ നദി ഒഴുകും. അത് കടന്നിരുന്ന സകല മേഖലയിലും ജീവൻ പ്രാപിക്കും. ഹല്ലേലൂയ. ഇതുണ്ടാകണം. ഇതില്ല എങ്കിൽ നമ്മൾ വെറുതെ സുവിശേഷം അറിയിക്കുക. മത്തായി 21, 22, 23 കുറെ വിശ്വാസികളെ ദേവദാസന്മാരെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഒരെണ്ണം സ്വർഗ്ഗരാജ്യത്തിൽ കയറുന്നില്ല. കർത്താവ് ഞാൻ ഒരു കാലത്ത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഗെറ്റ് ഔട്ട്. സുവിശേഷം അറിയിച്ചു നടന്നു, യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. യേശു പറഞ്ഞു, എന്നെ കർത്താവ് എന്ന് പറയുന്നതിനൊന്നുമല്ല സ്വർഗ്ഗരാജ്യത്തിൽ കയറുന്നത്, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. ഹല്ലേലൂയ. പിതാവിന്റെ ഇഷ്ടം വെച്ചാൽ ദൈവപുത്രന്മാരാ. ഹല്ലേലൂയ. അത് ശുദ്ധീകരണത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നേ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല. അപ്പൊ ഇത് വ്യക്തതയോടെ തിരിച്ചറിയുക. ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ നമ്മുടെ ഉള്ളിലൂടെ ഒഴുകുന്നതൊക്കെ മാറി, തകർന്നു പോയി, പഴയ സൃഷ്ടി പിടിക്കപ്പെട്ടു. ഇനി നമ്മുടെ അകത്ത് നമ്മൾ കൊണ്ട് വെക്കുന്ന ഇപ്പോൾ ഈ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഇത് മരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി മരണത്തിൻ്റെ ഒരു കുഞ്ഞുണ്ട്, മരണത്തിൻ്റെ കുഞ്ഞ്, അതിൻ്റെ പേരാണ് രോഗം. ശരീരം സൂക്ഷിച്ചില്ലെങ്കിൽ രോഗം വരും. ഇവിടെയുള്ളതൊക്കെ വലിച്ചു വാരി കഴിച്ച് ആവശ്യത്തിൽ കൂടുതൽ പെട്രോൾ അടിക്കുന്ന വണ്ടിയെ പോലെയൊക്കെ നമ്മൾ വലിച്ചു വാരി കഴിച്ചാലൊക്കെ രോഗം വരും. ആ രോഗം ഒരു ഭാഗത്തുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ രോഗം വരും. മഴ നനഞ്ഞാൽ അധികം ശരീരത്തിന് പറ്റാവുന്നതിനധികം ചൂട് അടിച്ചാൽ രോഗം വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രോഗം എന്ന് പറയുന്നത് വേറെ രീതിയിൽ പറഞ്ഞാൽ മരണക്കുഞ്ഞാണ്. ഒരു കൊച്ചു രോഗം, ആ രോഗം വളർന്നത് സംഭവിക്കും? ഒരു കുഞ്ഞു രോഗം, അത് വളർന്നാലോ ആള് മരിച്ചു പോകും. മരണക്കുഞ്ഞാണ് രോഗം. അപ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടായാൽ, യഥാർത്ഥത്തിൽ നമുക്ക് ദൈവത്തെ പ്രതിദാനം ചെയ്യുവാൻ, ദൈവത്തെ വെളിപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഇപ്പൊ ഞാൻ വളഞ്ഞുകൂടി ഏതോ വല്ലാണ്ടായി അതും ഇതും പ്രശ്നമായിട്ട് ഞാൻ കട്ടിലിൽ വളഞ്ഞുകൂടി കടന്നാൽ എനിക്ക് ദൈവത്തെ വെളിപ്പെടുത്താൻ പറ്റൂ? ഇതുപോലെ ആരോഗ്യത്തോടെ നിന്നാൽ മാത്രമേ ദൈവത്തെ വെളിപ്പെടുത്താൻ പറ്റൂ. ഹല്ലേലൂയ. അപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം, അശുദ്ധമായതൊന്നും കൊണ്ടുപോയി എൻ്റെ അകത്തോ എൻ്റെ വീട്ടിലോ വെക്കരുത്. യോഹന്നാൻ 14:30. ശ്രദ്ധിക്കുക. തുടർന്നുള്ള ജീവിതം മനോഹരമായി ജീവിക്കണമെങ്കിൽ, ദൈവത്തിന് ഫലമുള്ളതായി ജീവിക്കണമെങ്കിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണത്. ഓ ഫാദർ, വി താങ്ക് യു. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല. ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. ഇതാ കർത്താവിന്റെ വചനം പറയാണ്, ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവും ഇല്ല. ഹല്ലേലൂയ. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, യോഹന്നാൻ 14:30. ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോട്, അതായത് പിശാച് വരുന്നു എന്ന്. പിശാചിന് എന്നോട് ഒരു കാര്യവുമില്ല. പിശാചിന് കാര്യമുള്ള ആരോടാന്നറിയാമോ? പിശാചിന് കാര്യമുള്ളത് പാപം ചെയ്യുന്നവരോടാണ്. പിശാചിന് കാര്യമുള്ളത് പിശാചിന്റെ സ്റ്റഫ് അകത്ത് വെച്ചിരിക്കുന്നവരോടാണ് പിശാചിന് കാര്യം. എൻ്റെ കുഞ്ഞുങ്ങളെ, പിശാചിന് യേശു പറഞ്ഞതുപോലെ നമ്മൾ പറയാൻ കഴിയണം, പിശാചിന് എന്നോട് ഒരു കാര്യവും ഇല്ല. ഇതേ രീതിയിലാകണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പിശാചിന് കാര്യം വെച്ചിരിക്കുക. പിശാചിന് കാര്യം.
അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ അകത്തുണ്ട്. നമ്മളത് നമ്മുടെ വീട്ടിലുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല, നമ്മളിത് തിരിച്ചറിയണം. നാത്തൂൻ നല്ലൊരു വീട് വെച്ചു. ഭാര്യയും ഭർത്താവും കൂടി അതിന് മുമ്പിലൂടെ പോയി. അല്ലെങ്കിൽ ആ ഹൗസ് വാമിങ്ങിന് പോയി. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവർ തമ്മിലുള്ള പരസ്പര സംസാരം ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയാന്ന് അറിയാമോടി? ആ ചോദ്യത്തിൽ തന്നെ അറിയാം കുഞ്ഞെ നിന്റെ അകത്ത് നീ എന്താണ് സൂക്ഷിച്ചിരിക്കണമെന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദേ വരുന്നു, എവിടെ പോയതാ? ആശുപത്രിയിൽ. എന്തു പറ്റി? ഓ, അസ്ഥി ദ്രവത്വമെന്നാ ഡോക്ടർ പറഞ്ഞ്. അസ്ഥി ദ്രവിച്ചുകൊണ്ട് പോകുന്നു, അസ്ഥി ദ്രവിക്കുന്നു എന്നാ ഡോക്ടർ പറഞ്ഞെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താ സംഭവം എന്നറിയാമോ? നമ്മുടെ അകത്ത് ഒരു സെറ്റ് ചിന്തകളുണ്ട്, ജഡത്തിന്റെ ചിന്തകൾ. അത് ആക്ടിവേറ്റ് ചെയ്താണ് ഈ പ്രശ്നം. ദൈവത്തിന്റെ വചനം പറയുന്നു ജഡത്തിന്റെ ചിന്ത അത് ദൈവത്തോടുള്ള ശത്രുത്വമാണ്. മറ്റൊരു ഭാഗത്ത് പറയുന്നു സദൃശവാക്യം 14:30 അസൂയ അസ്ഥികൾക്ക് ദ്രവത്വം. അസൂയ എന്ന് പറയുന്ന ഒരു സംഭവം അകത്തുണ്ടായേ ഉള്ളൂ. ആ സാരി കണ്ടപ്പോ, ആ ചുരിദാർ കണ്ടപ്പോ, ആ കാറ് കണ്ടപ്പോ, ആ വീട് കണ്ടപ്പോ, അവളുടെ പെർഫോമൻസ് കണ്ടപ്പോ, അവന്റെ പെർഫോമൻസ് കണ്ടപ്പോ നമ്മുടെ ഉള്ളിൽ അറിയാതെ ഉണ്ടാകുന്ന ഒരു സാധനം, ആരും വിളിക്കാതെ വന്നു കയറുന്നൊരു സാധനം അസൂയ. ഇത് പ്രോത്സാഹിപ്പിച്ചാൽ ദൈവത്തിന്റെ വചനം പറയുന്നു നിന്റെ അസ്ഥി ദ്രവിക്കും. നമ്മളെല്ലാം അറിഞ്ഞോ ഇതാണ് വിഷയമെന്ന്? സദൃശവാക്യം 14:30 വായിച്ചേ. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയ അസ്ഥികൾക്ക് ദ്രവത്വം. Envy rots the bones. ഹലോ, ശരിക്കും പറഞ്ഞാൽ ആ ദ്രവത്വം ഇല്ലാതിരിക്കണമെങ്കിൽ ഈ ജഡത്തിന്റെ പ്രവൃത്തികളെ, ചിന്തകളെ നമ്മൾ ഉത്തേജിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇത് നമ്മുടെ ഉള്ളിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഏത്? ആദത്തിന്റെ മക്കളുടെ ഉള്ളില് വെയർഹൗസിൽ സ്റ്റോക്ക് ചെയ്തിരിക്കണ പോലെ നമ്മുടെ ഉള്ളിൽ സ്റ്റോക്ക് ചെയ്തിട്ടിരിക്കുക. ഏത്? അസൂയ, കോപം, പക, എല്ലാ ജഡത്തിന്റെ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ സ്റ്റോക്ക് അടിച്ചിരിക്കുക. അതിനെ നിർവീര്യമാക്കണം നമ്മൾ ഈ യാത്രയിൽ. അതിനെ നിർവീര്യമാക്കിയില്ല എങ്കിൽ ഈ സംഭവങ്ങളൊക്കെ പൊങ്ങും, നമ്മുടെ ജീവിതത്തെ ഇത് ദുരിതമാക്കി മാറ്റും. ഇതിനെ ലോക്ക് ചെയ്ത് നിർവീര്യമാക്കണം. ഒരിക്കല് ഞാൻ എവിടെയോ വായിക്കാനിടയായൊരു സംഭവം. ഒരമ്മയും മോനും ഒരു വീട് അടച്ചിട്ടിരിക്കുക. അമ്മയും മോനും വൈകിട്ട് വീട്ടിലേക്ക് മോന് സ്കൂളിൽ നിന്ന് അങ്ങാണ്ട് വരിക, അമ്മ കൂട്ടിക്കൊണ്ട് വരിക. അമ്മ വീടിനടുത്തെത്തി ഗേറ്റ് തുറന്നു നോക്കിയപ്പോൾ ഒരു പാമ്പ്, മൂർഖൻ പാമ്പാണെന്നാ പറഞ്ഞു കേട്ടെ, ഒരു പാമ്പ് ആ വരാന്ത കൂടി കയറിയിട്ട് ഡോറിന്റെ അടിയെ കൂടി നുഴഞ്ഞു വീടിൻ്റെ അകത്ത് കയറി. അമ്മ അത് കണ്ടു. നിങ്ങളാണത് കണ്ടെങ്കിൽ പിന്നെ ആ വീട്ടിൽ കയറുമോ? അത് തന്നെയാ അമ്മ ചെയ്തു. ആ വീട്ടിൽ കയറിയില്ല, അയൽക്കാരൊക്കെ വിളിച്ചു. കുറച്ച് ആമ്പിള്ളേരെ കൂടി വന്ന് അതെല്ലാം തുറന്ന് ഒക്കെ അതിനെ പിടിച്ച് പുറത്താക്കി. ഇത് കഴിഞ്ഞപ്പോൾ കയറി. എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ അകത്ത് ഈ സാധനം കിടക്കുക. പക്ഷെ നമ്മൾ സുഖമായിട്ട് കയറി അവിടെ കിടന്ന് ഉറങ്ങും. അത് കയറിന്ന് ഉറങ്ങും. നമുക്കൊരു വിഷയമില്ല, നമ്മുടെ അകത്ത് ഈ സാധനം കിടക്കുക. പിന്നെ കൃപയാൽ ഇതിനെ പൂട്ടിയിട്ടിരിക്കുക. തുറക്കാനുള്ള താക്കോല് നമ്മുടെ കയ്യിലുണ്ട്. എപ്പോൾ അസൂയ തുടങ്ങുന്നുവോ അപ്പോൾ ഇത് നമ്മുടെ ഇന്ന് പൊങ്ങും. എപ്പോൾ പക തുടങ്ങുന്നു നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങും.
ഇതിനെ പുറത്തിറക്കാൻ അനുവദിക്കരുത്. അതിനെ അകത്തിട്ട് തന്നെ അതിനെ നിർവീര്യമാക്കണം. കാരണം റോമ 8:6 പറയുന്നു, ഈ ചിന്ത ഉയർന്നാൽ അത് ദൈവത്തോടുള്ള ശത്രുത്വമാണ്. ജഡത്തിന്റെ ചിന്ത എന്ന് പറഞ്ഞ ഒരു കൂട്ടം ചിന്തകളുണ്ട്. ആ ചിന്തകൾ നമ്മളിന്ന് ഉയർന്നാൽ ദൈവം നമ്മുടെ ശത്രുവായി മാറും. വായിക്കുക. ജഡത്തിന്റെ ചിന്ത മരണം, ജഡത്തിന്റെ ചിന്ത മരണം. താഴേക്ക്. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അപ്പൊ ഈ ചിന്ത ആരോടുള്ള ശത്രുത്വമാ? ദൈവത്തോടുള്ള ശത്രുത്വമാണ് ഈ ചിന്ത. പക്ഷെ നമ്മൾ പോലും അറിയാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ദൈവത്തെ ശത്രുവാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനോട് നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്കൊരു കിടക്കാം, തോളത്ത് കൈയൊക്കെ ഇട്ട്. അവനെ കാണുമ്പോൾ തന്നെ മാറിപ്പോലെ. അപ്പൊ ദൈവത്തെ ശത്രുവാക്കുന്ന ചിന്ത ആരുടെ ഉള്ളിലുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. ഈ ജഡത്തിന്റെ ചിന്ത ശത്രുത്വമാക്കുകയാണ്. മാത്രമല്ല, ജഡത്തിന്റെ ചിന്ത നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ പല ശരീരഭാഗങ്ങളും അവിടെ ഇവിടെയും തേയാൻ തുടങ്ങും. നമ്മളിത് ഒന്നും അറിയാതെ നേരെ എങ്ങോട്ടേക്ക് ഓടും? ഡോക്ടറുടെ അടുക്കിലേക്ക് ഓടും, വൈദ്യന്റെ അടുക്കിലേക്ക് ഓടും. എന്നാൽ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കുന്നതല്ലേ? ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ അകത്ത് തന്നെ ഇങ്ങനെയുള്ള സാധനം ഉണ്ട്. അത് അവിടെ നിന്ന് പുറത്തെടുക്കരുത്. പിന്നെ അത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പലപ്പോഴും ഈ പ്ലെയിനൊക്കെ പോകാൻ നേരത്ത് ചില കോൾസ് ഉണ്ടാകും, അതിൽ ബോംബുണ്ടെന്ന്. തുടർന്ന് ബോംബ് നിർവീര്യമാക്കുന്ന സ്ക്വാഡ് വന്നിട്ട് അത് പ്ലെയിൻ്റെ ഉള്ളിൽ വെച്ച് പൊട്ടിച്ച് കളയോ അതോ നിർവീര്യമാക്കോ? പൊട്ടിച്ച് കളയായിരിക്കും എളുപ്പം അല്ലേ? അപ്പൊ നമ്മുടെ ഉള്ളിൽ പൊട്ടിക്കരുത്. ഇത് പൊട്ടിക്കാതെ നിർവീര്യമാക്കണം. മനസ്സിലാകുന്നുണ്ടാ? ഹല്ലേലൂയ. ഇതേപോലെ നിർവീര്യമാക്കാനുള്ള ഒരു സിസ്റ്റം സ്വർഗത്തിൽ ദൈവം വെച്ചിട്ടുണ്ട്. പുതിയ സൃഷ്ടികൾ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ നിർവീര്യമാക്കണം, മരിപ്പിച്ച് കളയണം. എങ്കിൽ നീ ജീവിക്കും. അപ്പൊ ഈ സിസ്റ്റമൊക്കെ അറിയണം എങ്ങനെയാണെന്നത്. അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഇത് ആ ശുശ്രൂഷയല്ലല്ലോ. അപ്പൊ ഇപ്പോ തിരിച്ചറിയേണ്ട കാര്യം, അനാവശ്യമായ നമ്മുടെ പർപ്പസിൽ നമ്മൾ വീണുപോയി. ദൈവം വെളിപ്പെടേണ്ടതാണ് നമ്മൾ, ദൈവം സഞ്ചരിക്കേണ്ട വഴിയാണ് നമ്മൾ. അങ്ങനെ ദൈവം സഞ്ചരിക്കുന്ന വഴി, ആ ഈ ദൈവത്തെ ഭൂമിയിൽ ഇറക്കേണ്ട ഇമാനുവൽസ് ആയ നമ്മൾ ഇന്ന് ഇമാനുവൽ ഒന്നും അല്ല, പകരം നമ്മൾ നമ്മുടെ വഴിയാണ്, ദൈവത്തിന്റെ വഴിയല്ല. അപ്പൊ ഇനിയിപ്പോ ദൈവത്തിന്റെ വഴി തുറക്കണോന്ന് വിചാരിച്ചിരുന്നു മനസ്സിലാക്കിക്കോ, ദൈവത്തിന്റെ വഴി തുറക്കാൻ പുതിയ സൃഷ്ടി വളർന്നാൽ മാത്രം മതി. ഓൾറെഡി പുതിയ സൃഷ്ടിച്ച ദൈവത്തിന്റെ വഴിയാ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇനി പരിച്ഛേദനോ അല്ല, അഗ്രചർമ്മോ അല്ല, മീശവടിക്കലോ അല്ല, വെള്ളയൊടപ്പിലോ അല്ല, ആവരണവർജനോ അല്ല, ശരീരത്തിന്റെ വസ്ത്രത്തിന്റെ വിഷയങ്ങളോ അല്ല. അതൊക്കെ മാന്യമായിട്ട് ധരിക്കുക, ശരീര അവയവങ്ങൾ കാണാതെ. ഇതൊന്നുമല്ല വിഷയം. പുതിയ സൃഷ്ടി അത്രയേ കാര്യം. കാരണം പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ ജനറേഷനാ, ക്രിസ്തുവിൻ തലമുറയാ, ദൈവത്തിന്റെ വംശമാണ്. ആ ദൈവത്തിന്റെ വംശമാ കാര്യം. ഓൾറെഡി ദൈവവംശം വെളിപ്പെട്ടാൽ ദൈവം ഭൂമിയിൽ വെളിപ്പെടുകയായി. മനുഷ്യവംശം വെളിപ്പെട്ടാൽ മരണം പിശാച് ഭൂമിയിൽ, പിശാച് ഭൂമിയിൽ വെളിപ്പെടുകയായി. അപ്പൊ മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളിലെ ഇരിക്കുന്ന സംഭവം കൊണ്ട് തന്നെ രോഗം വലിച്ചു വയ്ക്കും. ഇനി മറ്റൊന്ന്, സദൃശ്യവാക്യം 13:21 പറയുന്ന ദോഷം പാപിയെ പിന്തുടരും, പാപികളെ പിന്തുടരും. ദോഷം, അതായത് എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും അത് അവളുടെ വീട്ടിലും അവൻ്റെ വീട്ടിലും തൊട്ടേ പോവുള്ളൂ. കാരണം വേറൊന്നുമല്ല, കർത്താവ് പറഞ്ഞു, ഇതാ ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നിൽ ഒരു കാര്യവുമില്ല. എവിടുന്നോ ആരുടെയോ മോഷ്ടിച്ചത്. ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം നമുക്ക് തന്നിട്ടുള്ളതിലൊക്കെ ദൈവം തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന ആക്കാണ് ഇന്ന സമയത്ത് ഉപയോഗിക്കേണ്ടതെന്ന് ദൈവത്തിന് അറിയാം.
നിങ്ങൾ ഞാൻ പണ്ട് ഈ എവിടെയൊക്കെ പോയപ്പോൾ റോഡിൽ ഇടയിലൊക്കെ നിറച്ച് തടി കിടക്കണം. ഞാൻ ചോദിച്ചത് എന്നാ തടിയാന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ കൂടെ ഉള്ളവർ പറഞ്ഞു തേക്കിൻ്റെ തടിയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഇങ്ങനെ തേക്കിൻ്റെ തടിയൊക്കെ റോഡിൻ്റെ ഇട്ട ആളുകൾ എടുത്തോണ്ട് പോകില്ലേ? അപ്പോൾ അയാൾ പറഞ്ഞു ആരും എടുക്കില്ല എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു സാധാ കുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊന്നും പിടിയില്ല സാധാന്ന് വെച്ചാൽ എന്താണ്. അപ്പോൾ വീണ്ടും ഞാൻ ചോദിച്ചു എന്ത് ഈ സാധാ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു സർക്കാർ തടി കുത്തിയിട്ടുള്ളതുകൊണ്ട് ആരും എടുത്തോണ്ട് പോകില്ല. ഇതേപോലെ ഈ ലോകത്തിലുള്ള സകല സംഭവത്തിനും ദൈവം ഇന്ന സമയത്ത് ആര് ഉപയോഗിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ഇന്ന സമയത്ത് ആർക്ക് ഇനി ആര് ഉപയോഗിക്കണം വ്യക്തതയോടെ ഉണ്ട്. ഒരുവൻ രാജസ്ഥാനത്ത് കയറണമെങ്കിൽ അതും ദൈവം തീരുമാനിക്കുന്നുണ്ട്. ഒരുവൻ രാജസ്ഥാനത്ത് ഇരുത്തുന്നതും അവനെ അവിടെ നിന്ന് ഇറക്കുന്നതും ഒക്കെ ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോ വേറൊരുത്തിന് ഉപയോഗിക്കേണ്ടത് നീ തട്ടിയെടുത്ത് നീ ഉപയോഗിക്കുമ്പോ എന്ത് പറ്റുമെന്നറിയാമോ? സ്വർഗത്തിലെ ഗവൺമെന്റിൽ അത് ഒരു കറപ്ഷനാണ്. ദാവീദിരിക്കേണ്ട സിംഹാസനത്തിൽ ദാവീദിനെ അടിച്ചു മാറ്റി സൂത്രത്തിൽ അവിടെ മകൻ കയറിയിരുന്നു. സ്വർഗത്തിലെ ഗവൺമെന്റ് കേസ് ഫയൽ മൂവ് ചെയ്തു. അവസാനം അങ്ങനെ കയറിയിരുന്ന മകൻ ഇതാ കാടിൻ്റെ ഉള്ളിൽ കെട്ടിത്തൂങ്ങി മരിച്ചു. തൂങ്ങി മരിക്കാൻ വേണ്ടി പോയതല്ല, അങ്ങനെ ആയി. ഓരോ ദിവസത്തിനും അതതിൻ്റെ ദോഷം മതി. എല്ലാ ദിവസവും നമുക്ക് വേണ്ടത് എന്താണെന്ന് തരാനായിട്ട് ദൈവം ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിപ്പാൻ അവൻ നിന്നെ കാത്തുകൊള്ളും. ഹല്ലേലൂയ. അപ്പൊ മറ്റൊരുവന് അവകാശപ്പെട്ടത് അവന്റെ വീട്ടിലിരിക്കുന്നത് നിന്റെ വീട്ടിലിരിക്കുന്നുണ്ടോ കുഞ്ഞെ? ഇതാണ് അടുത്ത വിഷയം. ഇതിലാണ് പലരും പെട്ടുപോകുന്നത്. മറ്റൊരുവന് അവകാശപ്പെട്ടത് മറ്റൊരുവന്റെ വീട്ടിലിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊടിക്കുന്നുണ്ടെങ്കിൽ സദൃശവാക്യം 13:21 വായിച്ചേ. ദോഷം പാപികളെ പിന്തുടരുന്നു. നിനക്ക് അർഹമായത് നിന്റെ വീട്ടിലിരിക്കട്ടെ. നിനക്ക് അർഹമല്ലാത്തതാണെങ്കിൽ അത് നിന്റെ വീട്ടിലിരിക്കരുത്. അത് ആരുടെ അടുക്കൽ ഇരിക്കാനാണോ ദൈവം നിശ്ചയിച്ച് അവിടെ ഇരിക്കണം. എന്തിനാന്നേ നമ്മൾ നമ്മുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണേ? നേരത്തെ നമ്മുടെ ശരീരം എന്ന ആ സ്ട്രക്ചറിന്റെ ഉള്ളിൽ ജഡത്തിന്റെ ചിന്ത വന്നപ്പോൾ തന്നെ അത് പ്രശ്നമായി ശരീരത്തിന്, അല്ലേ? ഇതിപ്പോ ജഡത്തിന്റെ ഉള്ളിലല്ല, പകരം വീടിന്റെ ഉള്ളിൽ, നമ്മുടെ വീടിന്റെ ഉള്ളിൽ വേറൊരുത്തന്റെ മുതൽ കൊണ്ട് അകത്ത് വെച്ചപ്പോ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് ആരെ കൊണ്ടുവന്നു? നമ്മള് പിശാചിനിടം കൊടുത്തു. ഇതല്ലേ ക്രിസ്തു പറഞ്ഞ, ഇതാ ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നിൽ യാതൊരു കാര്യവും ഇല്ല. കാരണം വേറൊരുത്തന്റെ ഒന്നും എൻ്റെ കയ്യില് ഇല്ല, പാപം എൻ്റെ കയ്യില് ഇല്ല. അതുകൊണ്ട് അവൻ എന്നോട് കാര്യമില്ല. പിന്നെ എന്നോട് കാര്യം മൊത്തം ദൈവത്തിനാ. ദൈവം എന്നിലൂടെ ജീവിക്കുന്നു, എന്നിലൂടെ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ഇതകത്തു വന്നാൽ നമ്മളുടെ ടെറിറ്ററിയിൽ പിശാചിനെ പ്രവേശിപ്പിക്കരുത്. ദൈവത്തിന്റെ വചനം എഫേസ്യ ലേഖനം 4:27 പറയാണ്, പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം. അപ്പോ പിശാചിന് ഇടം കൊടുക്കരുതെന്ന് പറയുമ്പോ ഇതൊരു ജഡമനുഷ്യന് മനസ്സിലാവൂല. ജഡമനുഷ്യൻ ചുമ്മാ വിളിച്ചു പറയും, യേശു നമ്മുടെ അപ്പൻ, യേശുവിന്റെ അപ്പൻ മുത്തച്ഛൻ എന്നൊക്കെ വിളിച്ചു പറയുന്നത് പോലെ ജഡമനുഷ്യൻ ഒരുപക്ഷെ പറയും, എൻ്റെ പാസ്റ്ററെ ഞങ്ങൾ ആർക്കും സ്ഥലം കൊടുത്തിട്ടില്ല, ആകപ്പാടെ 10 സെന്റ് ഉണ്ടായുള്ളൂ. മോളെ കെട്ടിക്കേണ്ട അത്യാവശ്യം വന്നപ്പോൾ അതിലൊരു 4 സെന്റ് അപ്പുറത്തെ വീട്ടിലെ രാഘവന് കൊടുത്തു. അവൻ അവിടെ കള്ളുഷാപ്പ് പണിയൊന്നും ഞങ്ങൾ വല്ലതും അറിഞ്ഞോ? അവൻ അതിന് കള്ളുഷാപ്പ് കൊടുത്തു. ഇപ്പൊ ഇവിടെ എനിക്ക് ഇരിക്കപ്പുറത്തും ഇല്ല, ദിവസം രാത്രി തെറിപ്പാട്ടാ. ഇത് ജഡികം പറയുമ്പോ ആത്മീയന് കാര്യം പിടുത്തം കിട്ടും. പിശാജ് കള്ളു കുടിക്കുന്ന ആളല്ല, പിശാജ് ഒരു സ്പിരിറ്റാ. നിന്റെ ഉള്ളില് പിശാചിന് ഇടം കൊടുക്കരുത്. നിന്റെ ആത്മലോകത്തിൽ പിശാചിന് ഇടം കൊടുക്കരുത് എന്നാ ഈ പറയുന്നേ. ആത്മലോകത്തിൽ പിശാചിന് ഇടം കൊടുത്താൽ അവൻ നിന്റെ സർവമേഖലയും തുടർന്ന് കാർന്ന് തിന്നും. പിശാചിന് ഇടം കൊടുക്കരുത്. ദോഷം പാപിയെ പിന്തുടരും. മറ്റൊരുവന്റെ സമ്പത്ത്
എൻ്റെ മോനെ മോളെ ഓൺലൈനിലൂടെ കേൾക്കുന്നവരെ മനസ്സിലാക്ക്, മറ്റൊരുവന്റെ സമ്പത്ത് നിന്റെ കസ്റ്റഡിയിൽ ഉണ്ടാകാൻ പാടില്ല. അത് ദൈവം അവന് വേണ്ടി വെച്ചേക്കണം, അത് തിരിച്ചു കൊടുക്കണം. അത് അങ്ങ് തിരിച്ചു കൊടുക്കാൻ നീ തീരുമാനം എടുത്താൽ തന്നെ നിന്റെ വീടിന് രക്ഷയായി. ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ ഉണ്ടോ? ഉണ്ടല്ലോ, സക്കായി. തനിക്ക് ഗവൺമെന്റ് കൊടുത്തൊരു ജോലി, ടാക്സ് കളക്ഷൻ. പുള്ളി ടാക്സ് കളക്ഷൻ നടത്തുമ്പോൾ പലപ്പോഴും കുറച്ച് കൂടുതൽ അങ്ങ് കളക്ട് ചെയ്യും, അനധികൃതമായി കളക്ട് ചെയ്യും. ഒരിക്കല് താൻ പോലും വിളിക്കാതെ യേശു ക്രിസ്തു തൻ്റെ വീട്ടിൽ വരാൻ തീരുമാനമെടുത്തു. യേശു ആ വീട്ടിലേക്ക് വന്നോളൂ, വചനം ആ വീട്ടിലേക്ക് ചെന്നേ ഉള്ളൂ. സക്കായിക്ക് മാനസാന്തരം. സക്കായി പറഞ്ഞു, കിട്ടിയതൊക്കെ അവിടെ ഉണ്ട്, അവിടെ ഇരിക്കട്ടെ, ഇനി ഞാൻ നന്നായി ജീവിക്കാൻ ശ്രമിക്കാം. എന്നാൽ നമ്മളെപ്പോലെ സൂത്രപ്പണി പരിപാടിയൊക്കെ വിട്ടിട്ട് സക്കായി പറഞ്ഞു, ഞാൻ അനധികൃതമായി വാങ്ങിച്ചിട്ടുള്ളതൊക്കെയും ഇരട്ടിയായി മടക്കി കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോ ഉടനെ കർത്താവ് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. രക്ഷപ്പെടണോ? മറ്റാരുടെയെങ്കിലും ഒക്കെ അപഹരിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തോ? സിമ്പിൾ. അത് കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം ഡോക്ടറിന് കൊടുത്തോ, വക്കീലിന് കൊടുത്തോ, അവർക്ക് കൊടുത്തോ, ഇവർക്ക് കൊടുത്തോ. ഹല്ലേലൂയ. കൊടുക്കേണ്ടത് കൊടുത്ത് കറക്റ്റ് ആക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം മനോഹരമാകും. ഹല്ലേലൂയ. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. നമ്മുടെ ജീവിതം സൂക്ഷിക്കുക. നാത്തൂനുള്ളത് നാത്തൂനിരിക്കട്ടെ എന്നേ, എൻ്റെ ബ്രദറിനുള്ളത് ബ്രദറിനിരിക്കട്ടെ എന്നേ, അവർക്കുള്ളത് അവർക്കിരിക്കട്ടെ എന്നേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരവകാശം തന്ത്രപ്പെട്ട് കൈവശമാക്കും. നാത്തൂനെ പറ്റിച്ച്, ചേട്ടായിയെ പറ്റിച്ച്, അപ്പന് ഹോർലിക്സ് വാങ്ങിച്ച് അമ്മയ്ക്ക് ജാമ് കൊടുത്ത്, സൂത്രപ്പണിയിട്ട് രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും അമ്മയെ വിളിച്ച് സോപ്പിട്ട്, ഇല്ലാത്ത അവകാശം ഉണ്ടാക്കിയെടുത്ത്, ചേച്ചിയുടെ തട്ടിയെടുത്ത്, ചേട്ടന്റെ തട്ടിയെടുത്ത്, അനിയന്റെ തട്ടിയെടുത്ത് ഒരവകാശം തന്ത്രത്തിൽ കൈവശമാക്കി. പക്ഷെ അതിന്റെ അവസാനമോ യോജനം പറയുന്ന നന്നായിരിക്കത്തില്ല. ഒരു കുഞ്ഞ് ജനിച്ചു, കുഞ്ഞ് ജനിച്ചവൻ ജനിച്ച ജനനത്തിൽ അവിടെയുണ്ട്, പിന്നെ എഴുന്നേറ്റിട്ടില്ല. പെട്ടില്ലേ? ജീവിതകാലം മുഴുവൻ BSc നേഴ്സിംഗ് പഠിച്ച പെണ്ണും പിള്ള ജയിലിലായി. സെൻട്രൽ ജയിലിലല്ല, സബ് ജയിലിലും അല്ല, വീട്ടില് കുഞ്ഞിൻ്റെ അടുത്ത്. ഇതൊരു ജയിലാണെന്ന് ആരെങ്കിലും തിരിച്ചറിയോ? ആരും തിരിച്ചറിയില്ല. തിരിച്ചറിയ ഇതൊരു ജയിലാണ്. ഇനി ആ സ്ത്രീക്ക് ആ കുഞ്ഞ് റെഡിയാകുന്നത് വരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല. ജയില. നമുക്ക് തിരിച്ചറിവില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ പ്രതിയോഗിയോട് നിരന്നുകൊള്ളുവൻ, അല്ലെങ്കിൽ പ്രതിയോഗി നിന്റെ ന്യായാധിപൻ നിന്നെ ചേകവനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. സ്പിരിച്വൽ പ്രിസൺ. അവസാനത്തെ കാശ് കൊടുക്കുന്നത് വരെ നീ അവിടെ നിന്ന് പുറത്തിറങ്ങില്ല. ദൈവവചനമായി പറയണേ. നമ്മൾ ആരും ശ്രദ്ധിക്കുന്നു അല്ലേ? കാണുന്ന കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ടേക്ക് പോകും. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടോ. നമുക്ക് ഈ സ്പിരിച്വൽ തലം മനസ്സിലായാൽ നമുക്ക് ദൈവസഹായത്തോടെ നമ്മളെ ഡിസൈൻ ചെയ്യും. ഞാൻ കഴിഞ്ഞ ഒരു 3 ദിവസം 4 ദിവസം മുമ്പ് എനിക്കൊരു തൊണ്ടവേദന തുടങ്ങി. ദൈവത്തിന്റെ വചനം സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നു, ഞാൻ കഷ്ടത്തിലാകുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയി. അത് നമുക്ക് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. തൊണ്ടവേദന ഏതെങ്കിലും ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു വേദന കാര്യം മനസ്സിലാകുമ്പോൾ ഉടനെ നമ്മൾ തിരിച്ചറിയണം, നമ്മളുടെ വായ് നമ്മുടെ ശരീരത്തിന് പാപകാരണമായോ എന്ന് ഉടനെ നോക്കണം. E56 എന്നാ ഒരു സ്കാനർ വെച്ചൊന്ന് സ്കാൻ ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായില്ല, സഹോദരിക്ക് മനസ്സിലായി അല്ലേ? കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ട നമ്മൾ. എക്ലീസിയാസ് ചാപ്റ്റർ 5 വേഴ്സ് 6 ശ്രദ്ധിച്ചേ.
സഭാപ്രസംഗി 5:6. നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. സിമ്പിൾ സ്കാനർ. ആ സ്കാനറിന്റെ പേരാണ് സിമ്പിൾ സ്കാനർ. ഏതിന് വചനം പറയുന്നത്? നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകരണമാകരുത്. മക്കളെ, ഈ സിമ്പിൾ സ്കാനർ എൻ്റെ കൂടെ ഉള്ളവർ എല്ലാവരോടും പറയും, ഈ സിമ്പിൾ സ്കാനർ നമ്മൾക്കൊന്ന് ഉപയോഗിച്ചുകൂടെ? സിമ്പിൾ സ്കാനർ. ഹല്ലേലൂയ. സിമ്പിൾ സ്കാനർ. എക്സ്റേ എടുക്കേണ്ട ആവശ്യമില്ല, സിമ്പിൾ സ്കാനർ ഒന്ന് പോയാൽ മതി. നിന്റെ വായ നിന്റെ ശരീരത്തിന് ഒരു പാപകാരണം, ഒരു രോഗകാരണമായി തീരരുത്. ഹല്ലേലൂയ. ഈ സ്കാനറിൽ കൂടി പോയപ്പോൾ ഉടനെ കർത്താവ് തന്നെ പഠിപ്പിച്ചതുകൊണ്ട് ഈ സ്കാനറിൽ കൂടി പോയപ്പോൾ എനിക്ക് ഉടനെ മനസ്സിലായി എന്താ വിഷയമെന്ന്. വേറെ ഒന്നുമല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇതാ ഇപ്പം അധികമൊന്നും പുറത്തിറങ്ങത്തില്ല, റൂമിൽ തന്നെയുണ്ട്. അദ്ദേഹം എപ്പോഴും വാഷ്റൂം തുറന്നിടും. അവിടെ തനിക്ക് അദ്ദേഹത്തിന് ശരിക്കും കണ്ണും കാണുന്നില്ല. യൂറിനൊക്കെ പാസ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വീഴും. ആ സ്മെല്ല് ബെഡ്റൂമിലേക്ക് കയറും. ആ സ്മെല്ല് ബെഡ്റൂമിൽ എപ്പോഴും ഞാൻ കയറുമ്പോൾ അടച്ചിട്ടിട്ട് പോരും. എന്തിനാ തുറന്നിടണേ, അടച്ചിട് എക്സോസ്റ്റഡ് എന്നൊക്കെ പറയും. പുള്ളി ചെയ്യാൻ മറന്നു പോണതാണേ, മനഃപൂർവ്വമല്ല, മറന്നുപോകും. കാരണം മെമ്മറീസ് എല്ലൊക്കെ പ്രായമാകുന്നതോറും മരണം പിടിച്ച് ഔട്ടാക്കണം, മറന്നുപോകും. കഴിഞ്ഞ ദിവസം ഞാൻ കയറി അകത്തേക്ക് വന്ന സമയത്ത് ഞാൻ കണ്ടത് ബെഡ്റൂം മാത്രമല്ല, ആ സ്മെല്ല് ഹോളിലേക്ക് കൂടി കയറി. വീട്ടിലേക്ക് ആര് കയറിയാൽ ആദ്യം കാണുന്ന ബാത്റൂം സ്മെല്ല. ഞാൻ ബാത്റൂമിൽ പോയി നോക്കിയപ്പോൾ തുറന്ന് കിടക്കാം. ഞാൻ ഇച്ചിരി കടുപ്പം കൂട്ടി, ചായക്ക് കടുപ്പം കൂട്ടണ പോലെ സ്വരത്തിന് ഇച്ചിരി കടുപ്പം കൂട്ടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ പറയണ്ടായിരുന്നു. ഒരു വിഷമമായി എൻ്റെ ഹൃദയത്തിന്. എങ്കിലും അപ്പോൾ അത് കാണിക്കാൻ പറ്റൂലല്ലോ. കാണിച്ചു കഴിഞ്ഞപ്പോൾ വഴക്കിൻ്റെ ആ ഇത് പോയില്ല, ലൈറ്റായി പോകും. കാരണം കുഞ്ഞുങ്ങളെ വഴക്ക് പറഞ്ഞിട്ട് ചിരിച്ച് കാണിച്ചാൽ ഉള്ളത് പോയി. അപ്പം പിന്നെ കുറച്ച് നേരം കടുപ്പത്തിൽ നിന്നെങ്കിൽ അതിൻ്റെ ആ സംഭവം അവിടെ നിൽക്കുള്ളൂ. പക്ഷെ സംഭവം ക്ലിയർ ആയിട്ടോ. പിന്നെ അപ്പം അതിൽ പുള്ളി അടച്ചിട്ടിരിക്കുക ബാത്റൂം. ശ്രദ്ധിച്ചേ. പക്ഷെ എനിക്ക് അകത്തിന് വിഷമമായി. ഞാൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങി തൊണ്ടവേദന. നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപ കാരണം ആകരുത്. മനസ്സിലാവുന്നുണ്ടോ എൻ്റെ മക്കളെ? നമുക്ക് അത് വളരെ പെട്ടെന്ന് തിരിച്ചറിയാം. ഈ 56 സ്കാനർ ഒന്ന് പറഞ്ഞേ. ഈ എന്ന് പറഞ്ഞാൽ ഈ അല്ല, ഇംഗ്ലീഷ് ലെറ്റർ ഈ 56 എക്ലീസിയാസ്റ്റസ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്, സഭാപ്രസംഗി അതിൻ്റെ ഇംഗ്ലീഷാ. അത് ഞാൻ എളുപ്പം ഓർക്കാൻ വേണ്ടി വെച്ചേക്കണതാ. അപ്പൊ നിങ്ങൾ എളുപ്പം ഓർക്കാൻ ഇങ്ങനെ ഒരു സ്കാനർ ഓർത്തിരുന്നോ? 5-ാം അധ്യായം 6-ാം വാക്യമാണ്. അതുകൊണ്ടാണ് 56 ഈ 56. അതിന് സ്കാനർ കൂടി ചേർത്താൽ പിന്നെ മറക്കുമോ? ഈ 56 സ്കാനർ വെച്ച് എപ്പോഴും നമ്മളൊന്ന് സ്കാൻ ചെയ്യണം. അപ്പോ അരുതാത്തത് വാഗോണ്ട് പറഞ്ഞ് ശരീരം എന്തിനാ രോഗമായി തീരണേ? ഇത് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചു. ഞാൻ എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ താഴ്ത്തണെന്ന് അറിയാമോ? നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയാ. ദൈവത്തോട് ക്ഷമ ചോദിച്ചിട്ട് പയ്യെ പപ്പയുടെ അടുക്ക പോയിരുന്നു. പപ്പ തലേക്ക് ഇങ്ങനെ പപ്പായേ ഇങ്ങനെ തലയിലൊക്കെ തലോടി. അതെ, ഇന്നലെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് വിഷമമായി. എന്നോട് ക്ഷമിക്കണം കേട്ടോ. നീ ഇന്നലെ ഷൗട്ട് ചെയ്യണ കേട്ടു. സംഭവം ക്ലിയറായി, സോൾവായി, തൊണ്ടവേദനയും പോയി. മനസ്സിലായ? അപ്പം എൻ്റെ മക്കളെ, നമുക്ക് ഈ 56 സ്കാനറിലൂടെ ഒന്ന് നമ്മളെ സ്കാൻ ചെയ്ത് ക്ലിയർ ആക്കിക്കൂടെ? നമ്മൾ ക്ലിയർ ആക്കൂല, ഇതാ പ്രശ്നം. നമ്മൾ അത് അവരങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തേ എന്ന് പറയുന്ന ആദത്തിന്റെ മക്കളാ. ആദമേ എന്തോ എന്ന് പറഞ്ഞതിന് ഒരു പുള്ളി വൃക്ഷത്തിന്റെ ഇടയിൽ പോയി ഒളിച്ച്. അതെന്താണ് അങ്ങനെ? അത് ഞങ്ങൾ നഗ്നരായതുകൊണ്ട്. അപ്പൊ ദൈവം ഇനി അങ്ങോട്ട് ചോദിക്കണം, തിന്നരുതെന്ന് ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യത്തില്ല, ഇനി അങ്ങോട്ട് ചോദിച്ച് റിപ്പോർട്ട് എടുക്കണം. ഇതാ തിന്നരുതെന്ന് പറഞ്ഞത് നീ തിന്നോ? അപ്പൊ എന്താ പറയണ്ടേ? തിന്നു എന്നാ പറയണ്ടേ. ഉടനെ അത് പറഞ്ഞതിന് പകരം നീ തന്ന പ്രശ്നം നീയാണ്. ഇതാണ് നമ്മുടെ സ്വഭാവം. അതുകൊണ്ട് എന്ത് പോവില്ല, നമ്മുടെ രോഗം അവിടെ നിന്ന് പോവില്ല. നമ്മളെ അങ്ങ് മറയ്ക്കും, എന്നിട്ട് കുറ്റം അടുത്താക്ക് വയ്ക്കും. യേശുവിൻ്റെ ഓപ്പോസിറ്റ് സ്വഭാവം. നമ്മൾ കുറ്റം ചെയ്തിട്ടും കുറ്റം വേറൊരാൾക്ക് ചാരും. നീ തന്ന, അപ്പൊ നീയാണ് കുറ്റക്കാരൻ. ആ പെണ്ണും പുള്ളിയാണ് ഇത് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കിയത്. ഇനി പുള്ളിക്കാരത്തിയോട് ചോദിച്ചാൽ പുള്ളിക്കാരത്തി കേൾക്കുവോ? സർപ്പമാണ് നിനക്ക് കാരണം. അപ്പൊ ഇവരൊക്കെ പാപം ചെയ്തിട്ടും പാപം ഏറ്റെടുക്കാത്ത മനുഷ്യർ. അതാണ് ആദത്തിന്റെ ജനറേഷൻ. എന്നാൽ ക്രിസ്തു നോക്കിയേ,
ഒരു പാപവും ചെയ്യാതെ നമ്മുടെ പാപമൊക്കെ അങ്ങ് ഏറ്റെടുത്തു. ഇതാണ് ക്രിസ്തുവിൻ്റെ ലീനിയേജിന്റെ ഗുണം. മനസ്സിലായോ? ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ വംശപരമ്പരയിലാണോ നീ പോലും അറിയാതെ നിന്റെ ജീവിത പങ്കാളി ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് പബ്ലിക്കായിട്ട് അവളുടെ മുമ്പിലോ മറ്റുള്ളവരുടെ മുമ്പിലോ അറിയിക്കാതെ നീ മാറി നിന്ന് ദൈവസന്നിധിയിൽ അറിയിച്ച് മാപ്പ് ചോദിക്കും. ആർക്കു വേണ്ടി? നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി. കാരണം നീ പണിയുന്നവനാണ്, പണിയുന്നവളാണ്. ചാച്ചൻ അങ്ങനെ ചെയ്തിട്ടല്ലേ, അവൾ അങ്ങനെ ചെയ്തിട്ടല്ലേ? നോ, സംഭവം അങ്ങനെയൊക്കെ തന്നെയായിരിക്കാം. പക്ഷേ ക്രിസ്തുവിൻ്റെ വംശപരമ്പരയിലേക്ക് വരുമ്പോൾ ആള് മാറും. പിന്നെ നീ പണിയുന്നവനാണ്, പണിയുന്നവളാണ്, തകർക്കുന്നവളല്ല. സാമർത്ഥ്യമുള്ള സ്ത്രീ അവൾ കുടുംബത്തെ പണിതെടുക്കുന്നു. ഭോഷത്വമുള്ളവളോ തൻ്റെ സ്വന്തം കൈയാൽ കുടുംബത്തെ തകർത്ത് കളയുന്നു. ഹവ തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. തകർക്കുന്നവരല്ല, പണിയുന്നവരായിരിക്കണം. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പാപം ചെയ്ത് നമ്മളുടെ ഹൃദയത്തിലോ നമ്മളുടെ വീട്ടിലോ അനാവശ്യമായ പിശാചിന് അവകാശമായ സാധനങ്ങൾ കൊണ്ടുവയ്ക്കരുത്. നമ്മളെ നശിപ്പിക്കുന്നത് എന്തിന്? നിങ്ങൾക്കറിയാമോ, നിങ്ങൾ കൂടോത്രമൊന്നും സാധനം കേട്ടിട്ടുണ്ട? പലപ്പോഴും പല വീടുകളിലും പ്രത്യേകിച്ച് ഫാക്ടറി തലത്തിലൊക്കെ ആളുകളെ നശിപ്പിക്കാൻ ബിസിനസ് തലത്തിൽ കടയിൽ ഒക്കെ ഇത് കൊണ്ടുവയ്ക്കാം, വീടുകളിൽ കൊണ്ടുവയ്ക്കാം. അറബി ലോകത്ത് ഇതൊരു പ്രത്യേകതയാണ്. അറബി ലോകത്ത് അവിടെ വീട് പണിയുമ്പോൾ അറബികളുടെ ശത്രുക്കളായവർ എന്ത് ചെയ്തറിയാമോ, രാത്രി വന്നിട്ട് ഇവർ പണിയണ്ണൻ്റെ ഇടയ്ക്ക് കൊണ്ടുവച്ചിട്ട് പോകും. പിന്നെ അതിൻ്റെ മുകളിൽ അടുത്ത കല്ല് വെച്ച് അങ്ങ് പണിത് വീടിൻ്റെ ഉള്ളിൽ തന്നെ സാധനം വെച്ചേക്കുക. എന്തുവാ സാധനം? ഒരു ചെമ്പ് തകിടയിലോ അല്ലെങ്കിൽ ഒരു തകിടുമേലോ പിശാചിനെ ആവസിപ്പിച്ച്, മന്ത്രം ചൊല്ലി ആവസിപ്പിച്ച് തൻ്റെ ശത്രുവായ അറബിക്കൂട്ടുകാരൻ്റെ വീട്ടിൽ, നാത്തൂൻ്റെ വീട്ടിൽ, അലിയൻ്റെ വീട്ടിലൊക്കെ കൊണ്ടുവയ്ക്കും. ഇതിൻ്റെ ഉള്ളിലെ പിശാച് അവിടെ ഇരുന്നോട്ടെ, ഇവൻ നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിച്ചോളും എന്നാണ് അവരുടെ ഹൃദയത്തിലെ ചിന്ത. കണ്ടു കഴിയുമ്പോൾ അസ്സലാമലൈക്കും പറഞ്ഞങ്ങ് കെട്ടിപ്പിടിക്കും. പക്ഷേ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള പല വിഷയങ്ങളും പലയിടത്തും കാണാം. അത് അവിടെ മാത്രമല്ല, ഇവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. തകിടുമ്മേൽ എഴുതി മന്ത്രമൊക്കെ എഴുതി കൊണ്ടുവച്ച് ചേച്ചിയുടെയും അനീത്തിയുടെയും ആങ്ങളുടെയും ശത്രുവായിരിക്കുന്നവൻ്റെ ഒക്കെ വീട്ടിൽ കൊണ്ടുവയ്ക്കുക. എന്തിനാ വീട്ടിൽ കൊണ്ടുവയ്ക്കണേ? ഈ പിശാച് അവൻ്റെ വീട്ടിൽ ഇരുന്നോട്ടെ എന്നാണ് ചിന്ത. അതാ അവരും കൊണ്ടുവയ്ക്കണതാ. നമ്മൾ തന്നെ ഇതിനാ നമ്മുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കണേ? പാപം ചെയ്ത് അവനെ ഇവൻ്റെയൊക്കെ സ്വത്ത് അല്ലെങ്കിൽ അവരുടെ ഇവരുടെയൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ച് നമുക്ക് നാശം ഉണ്ടാക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയാമോ? സിമ്പിളാണ്. നീ ദൈവത്തിന്റെ വഴിയായാൽ ഇതൊന്നും നിന്നെ തൊടത്തു പോലുമില്ല. ഒന്ന് മാത്രമല്ല, നിന്റെ അടുക്കിലേക്ക് ഇത് കൊണ്ട് വെക്കുന്നവന്റെ കാര്യം പോയി. ഹല്ലേലൂയ. കാരണം നിന്റെ അകത്തിരിക്കുന്ന ആള് സർവശക്തനായ ദൈവമാണ്. പിശാചിനെയാ കൊണ്ടാ വെച്ചത്. ദൈവം ഏകനെന്ന് പിശാചുകൾ വിശ്വസിക്കുക മാത്രമല്ല, ഉറക്കുക കൂടി ചെയ്യുന്നു. അവൻ തിരിച്ചുപോയി വെച്ചവനെ തട്ടും. ഹല്ലേലൂയ. സാക്ഷര ഇസ്രായേലിന് മന്ത്രവാദമോ ലക്ഷണവിദ്യയോ ഒന്നും ഏക്കത്തില്ല. അവർ ആരോ എന്തോ ഞങ്ങൾക്ക് ചെയ്തതാ. അത് നിനക്ക് ഏക്കണമെങ്കിൽ നിന്റെ കയ്യിൽ പിശാചിന്റെ എന്തൊക്കെയോ നിന്റെ കയ്യിലുണ്ട്. അതങ്ങ് വിട്ട് കളഞ്ഞിട്ട് ദൈവം വസിക്കുന്ന ഒരാലയമായി നീ മാറിയാൽ മതി. സിമ്പിൾ. ലോകത്തെ മാറാൻ പറ്റത്തില്ല. അവർ പലതും പറയും. അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം, അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. എങ്ങനെ? ആ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വീണ് അനാവശ്യമായത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകരുത്. കാരണന്മാരിങ്ങനെയാ പറയാറ്, 1000 കുടത്തിൻ്റെ വായ നമുക്ക് കെട്ടാം, ഒരു മനുഷ്യന്റെ വായ കെട്ടാൻ പറ്റുമോ? ഇല്ല. അവര് പറയേണ്ടത് പറഞ്ഞോട്ടേന്നേ. ഓരോരുത്തരും അവരുടെ അപ്പന്മാരെ ഏൽപ്പിച്ച പണി ചെയ്യട്ടെ. ക്രിസ്തു പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ നിങ്ങളുടെ പിതാവ് എന്ന പിശാചിന്റെ ഡ്യൂട്ടി ചെയ്യുന്നു, ഞാൻ എൻ്റെ അപ്പൻ എനിക്ക് തന്ന ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നു. ഓരോരുത്തരും അവരവരുടെ പിതാവിൻ്റെ പണി ചെയ്യട്ടെ.
ശ്രദ്ധിക്കുക. അപ്പോ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം യോഹന്നാൻ 14:30 പിശാചിന്റെ ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാകരുത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് കളഞ്ഞേക്കണം. കളഞ്ഞു കഴിഞ്ഞാൽ പാപം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും മറ്റുള്ളവരുടേതായ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇങ്ങ് തിരിച്ചു കൊടുക്കുക. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് എങ്ങനെയാണ് അത് പരിജ്ഞാനപൂർവ്വം അത് ചെയ്യുക? കുടുംബത്തിന് രക്ഷ വരും. കുടുംബത്തിന് രക്ഷ വരും. ഞാൻ കണ്ട ഒരു സംഭവം പറയട്ടെ. എനിക്ക് പരിചയമുള്ളൊരു കമ്പനി. ആ കമ്പനിയിൽ ഒരാൾ വർക്ക് ചെയ്യുക. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അയാളെക്കുറിച്ച് തെറ്റായ ഇൻഫർമേഷൻ, ഇയാൾ ചെയ്യാൻ പറ്റാത്ത പണികൾ ചെയ്യുന്നു എന്ന് വേറെ ചില സ്റ്റാഫ് ഈ മുതലാളിക്ക് റിപ്പോർട്ട് ചെയ്തു. അനധികൃതമായി പൈസ ഉണ്ടാക്കുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. സ്റ്റാഫ് മൈൻഡ് ചെയ്യാനും ചെയ്യാൻ പോണില്ല. പക്ഷേ പള്ളി പോകുന്ന ആളാണ്. അനധികൃതമായി പൈസ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഗൾഫിലെ സഹോദരന്മാരൊക്കെ പലരും ചെയ്യണത്, നാട്ടിൽ പോയിട്ട് ഒരു ലെവലായാൽ ഏതെങ്കിലും BSc നേഴ്സിനെ കല്യാണം കഴിക്കാൻ പോകും. എന്താണെന്നറിയാമോ? BSc നേഴ്സിൻ്റെ ഇവിടുത്തെ ആഗ്രഹം എങ്ങനെയെങ്കിലും എനിക്ക് ഗൾഫിലൊന്ന് അല്ലെങ്കിൽ പുറത്തൊന്ന് പോകണമെന്നാണ്. അവിടെയുള്ള ചെറുപ്പക്കാരൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഒരു BSc നേഴ്സിനെ തപ്പിയെടുത്ത് അവിടെ കൊണ്ടാക്കിയിട്ട് എനിക്ക് പണം കറക്കണം എന്നുള്ളൊരാഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ ഒരു BSc നേഴ്സിനെ കല്യാണം കഴിച്ചു. അവിടെ കൊണ്ടുവന്ന് MOH മിനിസ്ട്രി ഹെൽത്തിൻ്റെ എക്സാമും കഴിഞ്ഞു, ജയിച്ചു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെൺകുട്ടി പ്രഗ്നൻ്റായി. ഇനിയിപ്പോൾ ജോലിക്ക് കയറാൻ പറ്റും. അന്നൊരു കാര്യം ചെയ്യാം, നാട്ടിൽ പോയി പ്രസവിച്ചിട്ട് ജോലിക്ക് കയറാം. നാട്ടിൽ പോന്നു പ്രസവിച്ചു. അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവിടെ അനധികൃതമായി പൈസ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. ഇനി പ്രസവിച്ചിട്ട് വേണം അവിടെ ചെന്ന് ജോലിക്ക് കയറാൻ. എല്ലാം പാസ്സായി റെഡിയായി കിടക്കുക. കുഞ്ഞ് ജനിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞ് ഗൾഫിലേക്ക് വന്ന് പണിയാന്ന് വിചാരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുമ്പോഴാണ് കുഞ്ഞിനെന്തോ ഒരു വല്ലായ്മ. സാധാരണ കുഞ്ഞുങ്ങളെ പോലെയല്ല, ഹൈപ്പർ ആക്ടിവിറ്റി. അപ്പോഴാണ് പരിശോധിച്ചപ്പോൾ മനസ്സിലായത് കുഞ്ഞിന് ഓട്ടിസമാണ്. കുഞ്ഞിൻ്റെ പുറകെ ഒരാൾ എപ്പോഴും വേണം. ജോലി റെഡിയായ ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. എപ്പോഴും കുഞ്ഞിൻ്റെ കൂടെ ആൾ വേണം. കിട്ടിയ സാധനം എടുത്ത് എറിയും. വളരെ ഹൈപ്പർ ആക്ടിവിറ്റി. ആ സഹോദരി ഇതുവരെയും BSc നേഴ്സിംഗ് കഴിഞ്ഞു, MOH കഴിഞ്ഞു, ഇതുവരെയും ജോലിക്ക് കയറിയിട്ടില്ല. അവൾ ജയിലിലായി. ഏത് ജയിലിൽ? ജയിലോ? ജഡികമായി ചിന്തിക്കല്ലേ, അന്യമായിട്ടെടുക്കുക. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, നിന്റെ പ്രതിയോഗിയോടുകൂടെ നീ വഴിയിലുള്ളപ്പോൾ തന്നെ പ്രതിയോഗിയോട് നിരന്നുകൊള്ളുക, അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ നിന്നെ ചേകവനും ഏൽപ്പിച്ചിട്ട് നീ ജയിലിലായി പോകും, നീ തടവിലായി പോകും. അവസാനത്തെ കാശ് വരെ കൊടുക്കുന്നത് വരെ നീ പുറത്തു വരികയില്ല. മത്തായി 5:24 മുതൽ വായിക്കുമ്പോൾ നമുക്കത് കാണാം. ഈ ശുശ്രൂഷ മറന്നു പോകരുത്, തിരിച്ചറിയണം. ഫാദർ വി താങ്ക് യു, ഗിവ് യു ഗ്ലോറി. ജീവിതം നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുക, വചനപ്രകാരം ഒന്ന് സ്കാൻ ചെയ്യുക. ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരാൾ പറഞ്ഞു, ആ ഡോക്ടറെ അടുത്ത് നിന്നിട്ട് ഒന്നും പറഞ്ഞില്ല, കുറേ ടെസ്റ്റ് എഴുതി തന്നു. ഇപ്പോഴും ഒന്നും പറഞ്ഞില്ല, ടെസ്റ്റ് എഴുതി തരിക, ടെസ്റ്റ് ചെയ്യ്. ഇത് പൈസ കൊടുക്കാതെ ടെസ്റ്റ് ചെയ്യാം, മറ്റത് പൈസ കൊടുക്കണം. വായിക്കും 5:24 മുതൽ. സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുൻപിൽ വച്ചേച്ച്
ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്ക. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ഒരു ഇൻസിഡന്റ് കർത്താവ് പറഞ്ഞു തരികയാണ്. നമ്മുടെ ജീവിതത്തിൽ അതിന് 22 വായിച്ചു. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുൻപിൽ വച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. ഹലോ, ശ്രദ്ധിച്ചു കേട്ടോ, ക്രിസ്തു നേരിട്ട് പറഞ്ഞു തരിക, ഒരു ഹെവൻലി കോർട്ട് ഉണ്ടെന്നും ആ ഹെവൻലി കോർട്ടിൽ നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റികൾ കംപ്ലൈന്റ് ചെയ്യപ്പെട്ടാൽ അത് അവിടെ ഡിസ്കസ് ചെയ്യുമെന്നും തുടർന്ന് അതിൽ നമ്മൾ കുറ്റക്കാരായി കണ്ടാൽ നമ്മൾ ജയിലിലാകുമെന്നുമുള്ള കാര്യമാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത് ശ്രദ്ധയോടെ കേൾക്കണം. നീ നിന്റെ പ്രതിയോഗിയോട് കൂടെ വഴിയിലുള്ളപ്പോ വേഗത്തിൽ അവനോട് നിരന്നു കൊള്ളണം. വേഗത്തിൽ, പയ്യല്ല, വേഗത്തിൽ. പയ്യെ നിരക്കാം, പക്ഷെ കുറെ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നിട്ടായിരിക്കും നിരക്കാൻ പോണേ. വേഗത്തിൽ അവനോട് നിരന്നുകൊള്ളുക. ആ മഹർഷി അയ്യോ, ഭാവകക്ഷിയും എത്രാം കക്ഷിയൊക്കെ എനിക്ക് യാതൊരു ബന്ധവും ഇല്ല. എനിക്ക് ഒറ്റ കക്ഷിയായിട്ട് ബന്ധമുള്ളൂ, സ്വർഗത്തിലെ എൻ്റെ യജമാനായ ക്രിസ്തു. ആ കാര്യം ഇവിടെ പറഞ്ഞു തരുന്നേ. ശ്രദ്ധിക്കുക, നീ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ, അതായത് ഒരു പ്രതിയോഗി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾക്കെതിരെ തെറ്റ് ചെയ്തു, അല്ല എങ്കിൽ ഇതാ അയാൾ നമുക്കെതിരെ തെറ്റ് ചെയ്തു, അപ്പോൾ ഒരു പ്രതിയോഗി ലെവലിലായി. ഇതുപോലെ തന്നെ പിശാച് ആത്മലോകത്തിലെ നമ്മുടെ പ്രതിയോഗിയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നൊരു കാര്യം, നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് ആരെ വിഴുങ്ങണം എന്ന് ചിന്തിച്ച് ചുറ്റി തിരിഞ്ഞ് നടക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, ഇതാ നിങ്ങളിപ്പോൾ എന്നോടൊരു തെറ്റ് എന്ന് വിചാരിച്ചോ, ഇതാ ഞാനത് ദൈവസന്നിധിയിൽ കംപ്ലൈൻ്റ് ആയിട്ട് പലപ്പോഴും പറയില്ല. പലപ്പോഴും, എല്ലായ്പ്പോഴും അല്ല, പലപ്പോഴും പറയില്ല. പകരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ ഈ തെറ്റ് ചെയ്യണ കാണുന്ന പിശാച് നേരെ എന്നവിടെ സംഭവം അറിയിക്കും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അറിയിച്ചില്ലേലും പുള്ളിക്കാരൻ പോയി അറിയിക്കുക. ഇതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ സഹോദരന്മാരെ രാപകൽ ദൈവസന്നിധിയിൽ അപവാദം പറയുന്ന പിശാച്. മനസ്സിലാവുന്നുണ്ടോ? ദൈവപുത്രന്മാരുടെ നേച്ചർ എന്ന് പറയുന്നത് തന്നെ അടിച്ചാലും ഇടിച്ചാലും ഒക്കെ, പിതാവേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവരെ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ തന്നെ ഒന്നും കൂടി പറയും, അങ്ങൊന്ന് കറക്റ്റ് ചെയ്തേക്കണേ, അല്ലെങ്കിൽ അവര് നരകത്തിൽ പോകും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ ദൈവം രണ്ട് രീതിയിലും എന്ത് പ്രാർത്ഥിച്ചാലും അത് മറ്റവന്റെ നന്മയ്ക്കായിട്ടാണ് പ്രാർത്ഥിക്കുക. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അപ്പൊ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ പ്രതിയോഗിയോട് നിരന്നുകൊള്ളണം. ഇതാ എൻ്റെ അപ്പൻ്റെ ഹൃദയം ഒരുപക്ഷെ ഞാൻ സംസാരിച്ചപ്പോൾ വിഷമിച്ചിട്ടുണ്ടാവും. അപ്പനറിയാതെ അപ്പാ എന്നറിയാതെ പറഞ്ഞിട്ടുണ്ടാകാം. അതും മതി, കംപ്ലൈൻ്റ് ആയി. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു സംഭവം ശരീരത്തിൽ ചെറിയൊരു വേദന തുടങ്ങി ഉടനെ പോയി അപ്പനോടങ്ങ് നിരന്നു. ഈ അപ്പൻ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ഇത് കണ്ട പിശാച് ഓടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടാകും. കണ്ട, നിന്റെ ദാസൻ എന്ന് പറയുന്ന ഷാജി ചെയ്യണത് കണ്ട. അപ്പോ സ്വർഗത്തിലെ അപ്പൻ എന്ന് പറയുന്നത് നമ്മളുടെ നല്ല അപ്പച്ചനാ. ഹല്ലേലൂയ. പിതാക്കന്മാർ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളു? അപ്പൊ ഇത് തിരിച്ചറിയാൻ അപ്പനറിയാം. ഷാജിക്ക് ചെറിയൊരു കിഴുക്ക് കൊടുത്താൽ അവൻ ഉടനെ സംഭവം ചിന്തിക്കും, ഞാൻ കഷ്ടത്തിലാകുന്നതിന് മുമ്പ് തെറ്റിപ്പോയി എന്ന സ്കാനർ അവൻ്റെ ഉള്ളിലുണ്ട്. അവൻ അതുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കോളും. പിന്നെ തൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ടല്ലോ,
അങ്ങനെ ചെറിയൊരു കിഴുക്ക് തന്നപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് ചെറിയൊരു വേദന. ഉടനെ മറ്റേ സ്കാൻ, ഈ 56 സ്കാനറും സങ്കീർത്തന സ്കാനർ രണ്ടും കൂടി ചേർന്ന് സ്കാൻ ചെയ്തപ്പോൾ മനസ്സിലായി ഇതാണ് വിഷയമെന്ന്. ഇതാ പ്രതിയോഗിയുടെ കൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ അങ്ങ് നിരന്നു. അതുകൊണ്ട് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അത് ഇപ്പോഴത്തെ കാര്യം. ഇതൊന്നും അറിയാതിരുന്ന നാൾ മുതൽ, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നാൾ മുതൽ ഇതുവരെയും പ്രതിയോഗി എടുത്ത കേസ് മുഴുവൻ അവിടെ കിടക്കുമല്ലേ, അല്ലേ? ഇതുവരെ നിരക്കാൻ പോയിട്ടില്ലല്ലോ. അന്ന് മുതലേ, അന്ന് ചെറുപ്പത്തിൽ 3 വയസ്സിൽ ഉണ്ടാക്കിയ അടി മുതൽ, സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ വെച്ച അടിയുണ്ട്, 4-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും ഒക്കെ വെച്ചുണ്ടാക്കിയ പ്രശ്നങ്ങൾ, അതിനുശേഷം ടീനേജ് ആയപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ, ശരീരം വിറ്റ പ്രശ്നങ്ങൾ, ഇല്ലേ, ഇതാ പല പല വിഷയങ്ങൾ. എന്തൊക്കെ വിഷയങ്ങളാ! ഇതൊന്നും പരിഹരിക്കാതെ ഇന്നും കിടക്കുമായിരിക്കൂലേ പലപ്പോഴും. ഹല്ലേലൂയ. ഒരു കേസും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ആങ്ങളയോടുണ്ടായ വിഷയം, പെങ്ങളോടുള്ള വിഷയം, ഹല്ലേലൂയ, ഒന്നും പരിഹരിക്കാതെ കെട്ടിക്കിടക്കുക. കോടതിയിൽ കേസ് കെട്ടിക്കിടക്കണമെന്ന് പറഞ്ഞ പോലെ നമുക്കെതിരെ ഇങ്ങനെ കേസുകൾ ഇങ്ങനെ ബഞ്ചായിട്ട് ഒരുപക്ഷെ ഉണ്ടാകാം. ഇതൊക്കെ നമുക്കെതിരെയുള്ള, ദൈവത്തിന്റെ വചനം പറയാണ്, ക്രിസ്തു എന്താ ചെയ്തേ? നമുക്കെതിരെയുള്ള മെയിൻ കൈയെഴുത്ത് കേസങ്ങ് നീക്കി. ഇതാ പറയുന്നത്, താൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് നമുക്ക് വിരോധമായ കൈയെഴുത്ത്. അപ്പൊ നമുക്ക് വിരോധമായി എന്തുണ്ടായിരുന്നു? ഒരു കൈയെഴുത്തുണ്ടായിരുന്നു. കൈയെഴുത്ത് തൻ്റെ മരണത്താൽ നീക്കി. മരണപര്യന്തം അടിമകളായിരുന്നവരെ, അല്ലെങ്കിൽ മരിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടിരിക്കുന്ന ഏവരെയും വിടുവിച്ചു. തൻ്റെ മരണത്താൽ വിടുവിച്ചു. അപ്പൊ ഇത് ആത്മലോകത്തെ ഒരു കേസിൻ്റെ സെറ്റിൽമെൻ്റ് ആണ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ നടക്കപ്പെട്ടത്. പക്ഷെ ഇതൊന്നും പറഞ്ഞ് നമുക്ക് മനസ്സിലാകില്ല. പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് നമ്മുടെ അകത്തുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഇതൊക്കെ ഭൗതികമായ കാര്യങ്ങളല്ലേ? സഹോദരന്റെ സ്വത്തടിച്ചു മാറ്റിയതും, അർഹതയില്ലാത്ത കൂലി നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചത്, അർഹതയില്ലാത്ത കൂലി, അല്ലേ? 8 മണിക്കൂർ പണിയാനായിട്ട് കൂലി പറഞ്ഞു. വന്നത് 9:30, നേരത്തെ 8 മണിക്ക് വരുമായിരുന്നു. അതിനുശേഷം ഒരു ചായ കുടി, പിന്നെ ഉച്ചയ്ക്കൊരു ഊണ്, പിന്നെ ഒരല്പം ഉറക്കം. ഇതൊക്കെ കാണുമ്പോൾ പൈസ കൊടുക്കുന്നവൻ്റെ അവൻ്റെ ഉള്ളു കത്തില്ലേ, എരിയില്ലേ? ആ എരിച്ചിൽ നിങ്ങൾക്ക് നേരെയല്ലേ? നിങ്ങൾ പോലും അറിയാതെ ഒരു പ്രതിയോഗിയായില്ലേ? വൈകുന്നേരം 4 മണി കഴിഞ്ഞപ്പോൾ പയ്യെ സൂര്യൻ അസ്തമിക്കുന്ന പോലെ പണി അസ്തമിക്കാൻ തുടങ്ങി. പിന്നെ അനങ്ങണില്ല. പിന്നെ കൈ കഴുകലായി, കാല് കഴുകലായി. ശരിക്കും പറഞ്ഞാൽ 8 മണിക്കൂർ പണിക്ക് 4 മണിക്കൂറെങ്കിലും പണിതോ? ആ വ്യക്തി പണം തരുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം എരിയല്ലേ? തരാതിരിക്കുവോ? തരും. എന്തെങ്കിലും പറഞ്ഞാൽ നാളെ പണിക്ക് വരുമോ? ഇല്ല. പണിക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ 4 മണിക്കൂർ പണിതിട്ട് 8 മണിക്കൂറിന്റെ പൈസയുമായി വീട്ടിലേക്ക് കൊണ്ടുപോയി ആ പണം ഷെൽഫിന്റെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ ആ പണം ഇരുന്ന് കരയില്ലേ? മോനെ, ഇത് നിനക്കുള്ളതല്ലടാ, ഇതാ ആ സ്ത്രീയുടെ ആടാ, അയാളുടെ ആടാ. അർഹതയില്ലാത്തത് വീട്ടിൽ കയറരുത്. അർഹതയുള്ളത് മാത്രമേ കയറാൻ പാടുള്ളൂ. അത് നമുക്ക് നന്മയായിരിക്കും. അനർത്ഥം പാപിയെ പിന്തുടരുന്നു. പല അനർത്ഥങ്ങളും ആ ഭവനത്തിൽ കയറി വരും. ശ്രദ്ധിക്കുക, അർഹതയില്ലാത്തത് പാടില്ല. ഇനി അടുത്തത്, അവിടെ നമ്മൾ കള്ളന്മാരാകുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പറയട്ടെ, നമുക്ക് അർഹമായത് മാത്രമേ നമ്മുടെ വീട്ടിൽ വരാൻ പാടുള്ളൂ. വന്നിട്ടില്ല, അങ്ങനെയല്ല വന്നെങ്കിൽ സക്കായി ചെയ്ത പണിയാണ് നാം ചെയ്യേണ്ടത്. യേശു അന്ന് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിൽ രക്ഷ വന്നിരിക്കുന്നു. ശ്രദ്ധിക്കുക. ഇനി അടുത്തത്, ഇത് നമ്മുടെ വീട്ടിലാണ്. ഇനി നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് ആരും കാണാത്ത, നമ്മൾ പോലും കാണാത്ത ഒരു വീടുണ്ട്.
ആ വീടാണ് നമ്മുടെ ഹൃദയം. ദൈവത്തിന്റെ വചനം പറയുന്നു സദൃശവാക്യം 4:23, സകല ജാഗ്രതയോടും കൂടെ നീ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളണം, കാരണം ജീവന്റെ ഉത്ഭവം അവിടെ നിന്നാകുന്നു. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ മറ്റുള്ളവന്റെ റൈറ്റ്സ് നമ്മൾ കൊണ്ടുവയ്ക്കുന്ന നമ്മുടെ വീട്ടില, കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും പണിത വീട്ടിൽ, ഷെൽഫിൽ. എന്നാൽ അത് മറ്റുള്ളവരെയാ നമ്മൾ കട്ടെ. നമ്മൾ ദൈവത്തെ കക്കുന്നവരാണോ? ആണോ? ദൈവത്തെ കക്കുന്നവരാണോ? അത് വലിയൊരു അപകടമാണ്. ദൈവത്തെ കക്കുന്നവരാണ് എങ്കിൽ പിശാചിന് പോലും പിന്നെ അവിടെ ഡ്യൂട്ടിയില്ല. ഇത് വേറൊരുത്തൻ തൻ്റെ കയ്യിലുള്ള പണം താൻ വേറെ ആർക്കും വിട്ടുകൊടുക്കാതെ തൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചു വെച്ച പണം, നിങ്ങൾ പണിയെടുത്തു, 4 മണിക്കൂർ പണിയെടുത്തു, 8 മണിക്കൂറുള്ള ക്യാഷും വാങ്ങിച്ചുകൊണ്ട് പോയി, അവനുള്ള പണം അവൻ ആർക്കും കൊടുക്കാത്തത് ഇതാ നിങ്ങളുടെ ഷെൽഫിലെത്തി. ഇനി വേറൊരു കാര്യം, അത് മനുഷ്യനെയാ മോഷ്ടിച്ചത്. എന്നാൽ നാം ദൈവത്തെ മോഷ്ടിക്കുന്നുണ്ടോ? ദൈവം മറ്റാർക്കും വിട്ടുകൊടുക്കാത്ത തൻ്റെ മഹത്വം, ദൈവം വേറൊരുത്തനും വിട്ടുകൊടുക്കാത്ത തൻ്റെ മഹത്വം നമ്മൾ അടിച്ചു മാറ്റുന്നുണ്ടോ? എന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ അത് സൂക്ഷിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ നമ്മൾ അറിയാറില്ല, ആരും നമുക്ക് പറഞ്ഞു തരാറുമില്ല. ഇങ്ങനെ ഒരുത്തൻ ചെയ്ത് ഒരു നിഷ്കളങ്കനായ ഒരു ഭക്തൻ, മനുഷ്യഭക്തനല്ല, ഒരു ദൂതനായ ഭക്തൻ, ലൂസിഫർ എന്നാണ് പേര്. അവൻ നിഷ്കളങ്കനായിരുന്നു തന്റെ നടപ്പിൽ. ദൈവമാർക്കും വിട്ടുകൊടുക്കാത്ത തൻ്റെ മഹത്വം പയ്യെ തൻ്റെ ഉള്ളിൽ വെച്ചു. താൻ നിഗളിയായി ഇന്ന് പിശാച് എന്നറിയപ്പെടുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ അടിച്ചു മാറ്റരുത്. ശുശ്രൂഷയിൽ ഇത് പലപ്പോഴും സംഭവിക്കും, നമ്മുടെ ജീവിതത്തിൽ ഇത് പലപ്പോഴും സംഭവിക്കും. ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പലപ്പോഴും അത് ഞാൻ കാരണം കേട്ടോ, അത് ഞാൻ പറഞ്ഞിട്ടാ അയാൾക്കത് കിട്ടിയ, അത് ഞാനാ ശുശ്രൂഷ, അത് ഞാൻ പ്രാർത്ഥിച്ചിട്ടാ സൗഖ്യമായി, അത് ഞാനാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലായിരുന്ന കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ? ദൈവം തൻ്റെ മഹത്വം വേറൊരാൾക്കും വിട്ടുകൊടുക്കില്ല. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ അത് നമ്മുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് നാം ദൈവത്തിന്റെ ശത്രുവായി മാറുകയാണ്. ദൈവപുത്രന്മാരങ്ങനെ ചെയ്യില്ല. ദൈവപുത്രന്മാരങ്ങനെ ചെയ്യില്ല. ദൈവപുത്രന്റെ പ്രത്യേകത അറിയോ? ക്രിസ്തുവിന്റെ പ്രത്യേകത അറിയോ? ക്രിസ്തുവിന്റെ പ്രത്യേകത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടോ? എവിടെ അറിയാനാണല്ലേ? വിപരീത സുവിശേഷത്തിൽ ഓടുന്നവർ എങ്ങനെ അറിയാനാ? ക്രിസ്തു മനുഷ്യരിൽ നിന്നും മഹത്വം സ്വീകരിക്കില്ല. സാക്ഷാൽ ദൈവപുത്രൻ മനുഷ്യരിൽ നിന്നും മഹത്വം സ്വീകരിക്കില്ല, അന്വേഷിക്കുന്നില്ല. ക്രിസ്തു സ്വന്തം മഹത്വം അന്വേഷിക്കുന്നില്ല. പക്ഷെ ക്രിസ്തു മഹത്വം അന്വേഷിക്കുന്നുണ്ട്, മനുഷ്യരിൽ നിന്നല്ല, തൻ്റെ അപ്പനിൽ നിന്ന്. ഇതൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. സാക്ഷാൽ ദൈവപുത്രൻ നമ്മുടെ റോൾ മോഡൽ. വായിച്ച യോഹന്നാൻ 8:50 യഹൂദന്മാരോട് യേശു സംസാരിക്കുകയാണ്. ഞാൻ എന്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. ഞാൻ എന്റെ മഹത്വം, യേശു പറയാണ്, ഞാൻ എന്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. ഇതാണ് ദൈവപുത്രൻ. ഇതാണ് ദൈവപുത്രൻ. മനുഷ്യമക്കൾ എങ്ങനെയാണോ? മനുഷ്യമക്കള്
എന്നാലും പാസ്റ്റർ എന്നെക്കുറിച്ച് 2 വാക്ക് നല്ലത് പറഞ്ഞില്ലല്ലോ. എല്ലാവരുടെയും മുമ്പിൽ എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചൊക്കെ ഒന്ന് നിർത്തി. നമ്മൾ അന്വേഷിക്കുക, പറഞ്ഞില്ല, അന്വേഷിക്കുക, ഹൃദയം കൊണ്ട് അന്വേഷിക്കുക. ദൈവത്തിനെ കുറിച്ച് പറയാ, ഞാൻ എൻ്റെ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നില്ല. അതിന്റെ കാരണം തൊട്ട് താഴെ, അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ഒരുവനുണ്ട്. സ്വന്തം മഹത്വം അന്വേഷിക്കുന്ന വേറൊരാളുണ്ടെന്ന്. അതാരാന്നറിയാമോ? തൻ്റെ അപ്പൻ. യെശയ്യാ 42:8 പറയുന്നു, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുവനും വിട്ടുകൊടുക്കുകയില്ല. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുവനും വിട്ടുകൊടുക്കത്തില്ല. എടുത്തേക്ക് വായിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരണം. ഞാൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. ഇതാ ഞാൻ യഹോവ, യേശുക്രിസ്തുവിന്റെ പിതാവ്, അത് തന്നെ എൻ്റെ നാമം. യെശയ്യാ 42:8. ഇതാ എൻ്റെ മഹത്വം ഞാൻ വേറൊരുത്തനും വിട്ടുകൊടുക്കത്തില്ല. അപ്പൊ യേശു പറയുന്നു, ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. കാരണം എന്താ? മഹത്വം അന്വേഷിക്കുന്ന വേറൊരുത്തൻ ഉണ്ട്. എൻ്റെ പിതാവ് മഹത്വം അന്വേഷിക്കുന്നുണ്ട്. ആ മഹത്വം ഞാൻ തട്ടിയെടുക്കത്തില്ല. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ വേദപുസ്തകത്തിലെ, നിങ്ങളുടെ ബൈബിളിലെ യേശു നേരിട്ട് പറയുന്നതാണ് യഹൂദന്മാരോട്. ഇനി എൻ്റെ 54 വായിച്ച്. 54, യോഹന്നാൻ 8:54. ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല. ഞാൻ എന്നെ മഹത്വപ്പെടുത്തത്തില്ല. ഇതാ ക്രിസ്തു പറയുന്നത്. ഞാൻ എന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല. എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്റെ പിതാവാകുന്നു. എന്നെ മഹത്വപ്പെടുന്നത് നിങ്ങളല്ല, എന്നെ മഹത്വപ്പെടുന്നത് എന്റെ പിതാവാ, എന്റെ അപ്പനാ. ഞാൻ അന്വേഷിക്കുന്നത് എന്റെ അപ്പനിൽ നിന്നുള്ള മഹത്വം, നിങ്ങളിൽ നിന്നുള്ളതല്ല. എന്നെ മഹത്വപ്പെടുന്നത് എന്റെ പിതാവാണ്. ഇനി ആരാണ് ആ പിതാവ്? താഴേക്ക്. അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു. യഹൂദന്മാരുടെ ദൈവം ആരാ? ദൈവത്തിന്റെ പേരെന്താ? യാഹ്വേ, അല്ലേ? അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു, എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല. ഞാനോ അവനെ അറിയുന്നു. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, അവനെ നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നത്, എന്റെ പിതാവിനെയാണ് നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്നത്. എന്റെ അപ്പനെയാണ് നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്നത്, അല്ലേ? ആ അപ്പൻ സ്വന്തം മഹത്വം, ആ അപ്പൻ മഹത്വം അന്വേഷിക്കുന്നു. ആ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. ഞാനോ നിങ്ങൾ ഇന്ന് മഹത്വം അന്വേഷിക്കുന്നതേ ഇല്ല. കാരണം ഞാൻ അന്വേഷിക്കുന്ന മഹത്വം എന്റെ അപ്പനീന്നാ. യോഹന്നാൻ 5:41 വായിച്ച്. യേശു വ്യക്തതയോടെ പറയുന്നു, ഞാൻ മനുഷ്യൻ ഇന്ന് ബഹുമാനം വാങ്ങില്ല. ഞാൻ മനുഷ്യൻ ഇന്ന് ബഹുമാനം അന്വേഷിക്കുന്നില്ല. ഞാൻ മനുഷ്യനോട് ബഹുമാനം വാങ്ങുന്നില്ല. ഹലോ, കേട്ടോ? ഞാൻ ഈ വായിക്കുന്ന സാക്ഷാൽ യേശുവിന്റെ കാര്യം പറഞ്ഞു കേട്ടോ. നമ്മൾ പലയിടത്തും കേൾക്കുന്ന യേശു അല്ല. ഒന്നൊരു വായിച്ച്. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. ഞാൻ, യേശു പറയാണ്, മനുഷ്യരോട്. യോഹന്നാൻ 5:41. ഹല്ലേലൂയ. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. ഹല്ലേലൂയ. മനുഷ്യരോട് ബഹുമാനം വാങ്ങാത്ത ദൈവപുത്രൻ. പക്ഷെ ബഹുമാനം അന്വേഷിക്കുന്നുണ്ടോ? ഉണ്ട്. എവിടെന്നാ? തൻ്റെ പിതാവിൽ നിന്ന്. ഹല്ലേലൂയ. തൻ്റെ പിതാവിൽ നിന്നാണ് താൻ ബഹുമാനം അന്വേഷിക്കുന്നത്, മനുഷ്യരിൽ നിന്നല്ല. എല്ലാ ദൈവപുത്രന്മാര്, ക്രിസ്തു റോൾ മോഡലാ. നമ്മൾ ഇതേപോലെ ആകണം. മനുഷ്യൻ എന്നെ ബഹുമാനിക്കാൻ വേണ്ടി നോക്കണ്ട. അവർ ബഹുമാനിക്കണേ ബഹുമാനിച്ചോട്ടെ. ആ ബഹുമാനം നേരെ പിതാവിലേക്ക് പോകും. ഇതൊന്നും നമ്മളെ ഏറ്റെടുക്കത്തില്ല. എൻ്റെ മക്കളെ, ജഡത്തിലുള്ള കുഞ്ഞുങ്ങളെ, എൻ്റെ കൂടെ നിൽക്കുന്ന മക്കളെയും ഞാൻ പഠിപ്പിച്ചിട്ടുള്ള, എനിക്ക് ദൈവം തന്ന ചിന്ത പറയുന്നത്, ആര് പുകഴ്ത്തി പറഞ്ഞാലോ അത് ഏറ്റെടുക്കരുത്. നേരെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം ഇങ്ങനെ പറഞ്ഞോളാം, ഗ്ലോറി ടു ഗാഡ്. കാരണം ഒരു ബഹുമാനം ഇങ്ങോട്ട് ഏറ്റെടുക്കുക നേരെ. കാരണം ഞാനല്ല ഇതിൻ്റെ ഉടയവൻ, ദൈവമാ. എന്നിലൂടെ പ്രവർത്തിച്ചത് ഞാനല്ല, ദൈവമാ. അതിൻ്റെ ഗ്ലോറി എനിക്കല്ല വരേണ്ടത്, ദൈവത്തിനാ. ഹല്ലേലൂയ. ഇതാ ദൈവമക്കള്. മറ്റത് അങ്ങനെയല്ലോ, ഞാൻ പറഞ്ഞിട്ടാ, ഞാനാ ചെയ്തിട്ട്, അതിങ്ങ് ഏറ്റെടുക്കും, അല്ലേ? എന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ അത് സൂക്ഷിക്കും. ശരിക്കും പറഞ്ഞാൽ അത് ആർക്കുള്ള ബഹുമാനമായിരുന്നു? ദൈവം ആർക്കും വിട്ടുകൊടുക്കാത്ത ബഹുമാനം നീ നിന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചില്ലേ?
അതോടുകൂടി കുഞ്ഞെ നീ ദൈവത്തിൻ്റെ മുതലല്ലേ മോഷ്ടിച്ച്? അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ പൈശാചിക നേച്ചറിലേക്ക്, നിഗളത്തിലേക്ക് വരും. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും. അവ പെട്ടെന്ന് താഴെ പോകും, അതിൽ നിൽക്കത്തില്ല. ഹെരോദാവ് എന്ന് പറഞ്ഞൊരു ഭരണാധികാരി താനൊരു പ്രസംഗം പ്രസംഗിച്ചു. ആ പ്രസംഗം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര പവർഫുള്ളായിരുന്നു. ജനങ്ങളൊക്കെ പറഞ്ഞു ഇതൊരു മനുഷ്യന്റെ ശബ്ദമല്ല, ഇതൊരു ദേവന്റെ ശബ്ദമാന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി അതെ ദേവന്റെ ശബ്ദം. മഹത്വം ആർക്ക് കൊടുത്തില്ല? ദൈവത്തിന് കൊടുത്തില്ല. ഓട്ടനെ ഒരു രോഗം വന്നു, പുള്ളി അടിച്ചു. ഒരു ദൂതൻ അടിച്ചു, അദ്ദേഹം പുഴുവിനിരയായി അദ്ദേഹം മരിച്ചു. അപ്പൊ ആളുകൾ കാണുന്നത് ഏതോ ഒരു പുതിയ വൈറസ് ഹെരോദോവിനെ എഫക്റ്റ് ചെയ്തല്ലോ, നമുക്ക് ഇതിനെ അപ്പോളോയിൽ കൊണ്ടുപോയി ഒന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ അപ്പോളോയിൽ പോകുന്നു. അപ്പോളോയിൽ ഒരു ഡോക്ടറെ കാണുന്നു, അതിനുശേഷം അടുത്ത ഡോക്ടറെ കാണുന്നു, ഈ ഡോക്ടറെ കാണുന്നു. ബ്രദറെ കുറേ ചെക്കപ്പ് എഴുതിയിട്ടുണ്ട് ബ്രദറെ. ഓ എന്തൊരു സന്തോഷം. അങ്ങനെ എല്ലാ ചെക്കപ്പും കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഒന്നുമില്ല. എത്ര? 12 ലക്ഷം. ഓ ഇത്ര ഉള്ളൂ. വല്ല കാര്യം ഉണ്ടായോ? ദൈവത്തിനുള്ളത് ദൈവത്തിനങ്ങ് കൊടുത്തിരുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന് അർഹമായത് ദൈവത്തിന് കൊടുക്ക. പുത്രൻ പറയുന്നു ഞാൻ മഹത്വം അന്വേഷിക്കുന്നില്ല, സ്വന്തം മഹത്വം. കാരണം മഹത്വം അന്വേഷിക്കുന്ന ഒരപ്പൻ എനിക്കുണ്ട്. തന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. ഞാൻ മനുഷ്യരായ നിങ്ങളിൽ നിന്നും മഹത്വം അന്വേഷിക്കുന്നില്ല, വാങ്ങുന്നില്ല. ഇനി നിങ്ങൾ എന്നെ മഹത്വപ്പെടുത്തിയാലോ അത് നേരെ എന്റെ പിതാവിലേക്ക് പോകും. ഹല്ലേലൂയ. പുത്രനെ മഹത്വപ്പെടുന്നവൻ പിതാവിനെ മഹത്വപ്പെടുത്തുന്ന നേരെ പിതാവിലേക്ക് പോകും. ഹല്ലേലൂയ. യേശു അന്വേഷിക്കുന്നത് പിതാവിൽ നിന്നുള്ള മഹത്വമാണ്. യേശു പറയാണ്, പിതാവേ, ലോക സ്ഥാപനത്തിന് മുമ്പ് എനിക്ക് അങ്ങയോടുകൂടി ഉണ്ടായ മഹത്വത്തിൽ എന്നെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. അങ്ങാണ് എന്നെ മഹത്വപ്പെടുത്തേണ്ടേ. ഹല്ലേലൂയ. മനുഷ്യരായ നിങ്ങൾ ഞാൻ മഹത്വം അന്വേഷിക്കുന്നില്ല. യോഹന്നാൻ 17:5 വായിച്ചേ. യേശു അന്വേഷിക്കുന്നു മഹത്വം, തന്നെ അയച്ച പിതാവിൽ നിന്ന് മഹത്വം അന്വേഷിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് നിന്റെ അടുക്കലുണ്ടായ മഹത്വത്തിൽ എന്നെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. അപ്പോൾ യേശു അന്വേഷിക്കുന്ന ആരിൽ നിന്നുള്ള മഹത്വമാ? തൻ്റെ അപ്പനിൽ നിന്നുള്ള മഹത്വം. ഞാൻ മനുഷ്യരിൽ നിന്ന് മഹത്വം വാങ്ങുന്നില്ല, തൻ്റെ അപ്പനിൽ നിന്ന് മഹത്വം അന്വേഷിക്കുക. ഹല്ലേലൂയ. അപ്പൻ മകനെ മഹത്വപ്പെടുന്ന കാണണോ? യോഹന്നാൻ 5:22 കൽപ്പന, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കണം. ഇതാണ് അപ്പൻ കൊടുക്കുന്ന മഹത്വം. അത് അപ്പന്റെ കൽപ്പന പ്രകാരമാ നമ്മൾ ചെയ്യുന്നത്. വായിക്കേ. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ഇതാ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കാൻ ആരാഗ്രഹിക്കുന്നു? പിതാവ് ആഗ്രഹിക്കുന്നു. അപ്പോ പുത്രനെ മഹത്വപ്പെടുന്നത് ആരാ? പിതാവാ. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കാൻ പിതാവ് ചെയ്ത പണി കണ്ടോ? താൻ ന്യായം വിധിക്കാതെ പുത്രനെ കൊടുത്തു. അപ്പോഴല്ലേ നമ്മൾ ബഹുമാനിക്കൂ. എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിലല്ലേ ബഹുമാനിക്കൂ. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഈ നല്ലൊരു പങ്കും കോളേജിലൊക്കെ പഠിച്ചതാണല്ലോ. ഈ തിയറി ക്ലാസ് എടുക്കുന്ന ടീച്ചർമാരെയൊക്കെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയായിരിക്കും. പക്ഷേ ഈ പ്രാക്ടിക്കലി ക്ലാസ് എടുക്കുന്ന ടീച്ചർമാർ എന്തെങ്കിലും പറയോ? അവരെന്തൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും പറയോ? എന്തൊക്കെ ഉപദ്രവിച്ചാലും എന്തെങ്കിലും പറയോ? ഒന്നും പറയില്ല. കാരണം എന്നാന്നറിയോ? നമ്മൾ പറയും അവരാണ് മാർക്കിടുന്നേ. അതുകൊണ്ട് എന്തെങ്കിലും അകത്ത് തോന്നിയാലും ഒന്നും പറയില്ല, അവരാണ് മാർക്കിടുന്നേ. ഹല്ലേലൂയ. സ്വർഗസ്ഥ പിതാവിന്റെ ചിന്ത കണ്ട, മാർക്കിടുന്ന കാര്യം പുത്രൻ അങ്ങ് കൊടുത്തു. എന്തിനു വേണ്ടിയാ? എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കാൻ പിതാവ് ചെയ്തത് ന്യായവിധി
പിതാവാണ് ന്യായാധിപൻ. അത് പിതാവ് ചെയ്യാതെ പുത്രന്റെ കയ്യിലേക്ക് കൊടുത്തു. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? പിതാവിനെ ഒഴിവാക്കി പുത്രനെ ബഹുമാനിക്കാൻ തുടങ്ങി. അങ്ങനെയല്ല ബൈബിൾ പറഞ്ഞേ. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ. അപ്പൊ ആദ്യം ആരെ ബഹുമാനിക്കണം? ആദ്യം പിതാവിനെ ബഹുമാനിക്കണം. എന്നിട്ട് അതുപോലെയാണ് പുത്രനെ ബഹുമാനിക്കേണ്ടത്. അല്ലാണ്ട് പിതാവിനെ ഒഴിവാക്കിയല്ല പുത്രനെ ബഹുമാനിക്കേണ്ടത്. പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെ ബഹുമാനിക്കണം. ഹല്ലേലൂയ. അല്ലാണ്ട് പുത്രന് കൂടുതൽ ബഹുമാനം കൊടുത്ത് പിതാവിന് കുറച്ച് ബഹുമാനം കൊടുക്കാനല്ല പറഞ്ഞേ. പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കണം. അപ്പോ ആദ്യം പിതാവിനെ ബഹുമാനിക്കുക, തുടർന്ന് പിതാവിന്റെ കൽപ്പനയാൽ പുത്രനെ ബഹുമാനിക്കുക. അപ്പൊ എല്ലാ പുത്രന് കിട്ടുന്ന ബഹുമാനം ആരുടെ? നിങ്ങൾ ശ്രദ്ധിച്ചേ. അങ്ങനെ നമ്മള് പിതാവിനെ ബഹുമാനിച്ചിട്ട് പിതാവിനെ ബഹുമാനിച്ചതുപോലെ ആ പിതാവിന്റെ കൽപ്പനയാൽ പുത്രനെ നമ്മൾ ബഹുമാനിക്കുകയാണെങ്കിൽ നമ്മൾ യേശു ക്രിസ്തുവിന് കിട്ടുന്ന ബഹുമാനം എവിടെന്നാ? മൊത്തം പിതാവിന്നാ. മനസ്സിലായ? മുഴുവൻ ബഹുമാനവും പിതാവിൽ നിന്നാണ് കിട്ടുന്നത്. ഹല്ലേലൂയ. ഇവന് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതാണ് ബൈബിളിലെ ബഹുമാനിക്കുന്ന മെത്തേഡ്, രീതി. അപ്പൊ ഇത് നാം തിരിച്ചറിയുക. ഇനി ഇവിടെ നമ്മുടെ വിഷയം ഈ പിതാവിന് കൊടുക്കേണ്ട ആ ബഹുമാനം, ആ ഗ്ലോറി നമ്മൾ എത്രത്തോളം അടർത്തിയെടുത്ത് നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, അത്രത്തോളം നമ്മൾ അഹങ്കാരികളായിരിക്കും. നമ്മുടെ അഹങ്കാരം മാറണോ? ഈ പിതാവിന് കൊടുക്കേണ്ടതൊക്കെ അത് പിതാവിന് അങ്ങ് കൊടുത്തേക്കുക. അതൊന്നും അകത്ത് വെക്കരുത്. അകത്ത് വെച്ചാൽ നമ്മൾ നിഗളികളായി മാറുവാനിടയാകും. നമ്മൾ ഇതങ്ങ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ, പിതാവിന് കൊടുക്കേണ്ടതൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ, പുതിയതായി വീണ്ടും ജനിച്ച നിങ്ങളും ഞാനും ഒക്കെ യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക് വരും. നമ്മൾ താഴ്മയുള്ളവരായി മാറും. താഴ്മയുള്ളവരായി. എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളറിയാതെ പറയും, ഇതൊക്കെ ദൈവം ദാനം ചെയ്തതാ, ഇതൊന്നും എൻ്റേതല്ല, എല്ലാം ദൈവത്തിൻ്റെതാ. ഇല്ല ഇല്ല, എനിക്ക് സ്വന്തമായി ഒന്നും ഇല്ല. എനിക്ക് സ്വന്തമായതുള്ള ഒരേ ഒരു കാര്യം, ക്രിസ്തുവിൽ എനിക്ക് എൻ്റെ അപ്പനാ. അത് മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ദൈവം എനിക്ക് ദാനം തന്നതാ, തൽക്കാലത്തേക്ക് തന്നതാ. ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഇവയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് പോയാലും ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഒന്നും ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവരാനും പറ്റില്ല, ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്ന് കൊണ്ടുപോകാനും പറ്റില്ല. നമ്മൾ ഇതിൻ്റെ സൂക്ഷിപ്പുകാർ മാത്രമാണ്. നിങ്ങളിവിടെ ഒരു പാട്ട് പാടിയില്ലേ? ഇല്ല ഇല്ല സ്വന്തമായൊന്നും, എല്ലാം ദൈവത്തിൻ ദാനമാണ്, എല്ലാം താതൻ്റെ സ്വന്തമാണ്. ഇല്ല ഇല്ല സ്വന്തമായൊന്നും, എല്ലാം ദൈവത്തിൻ ദാനമാണ്, എല്ലാം താതൻ്റെ സ്വന്തമാണ്. അപ്പൊ ഞാനോ ദരിദ്രൻ, കാര്യസ്ഥൻ മാത്രം, താതൻ തൻ സമ്പത്തിൻ വിചാരകൻ, താതൻ തൻ വസ്തുവിൻ കൈകാര്യമാ. ഒന്നുമില്ല, എല്ലാം അപ്പൻ്റെതാ. ഹല്ലേലൂയ. എല്ലാം അപ്പൻ്റെതാ, എല്ലാം അപ്പൻ്റെതാ. ഞാൻ ഇതിൻ്റെ കാര്യവിചാരകൻ മാത്രമേ ഉള്ളൂ. മക്കളെ ശ്രദ്ധിക്കുക, നമ്മുടെ ഹൃദയത്തിലെ ഓരോ വിചാരവും വികാരവും ഒക്കെ മെഷർ ചെയ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. കാരണം ഇത് നമ്മളെ ടെസ്റ്റാണ്, നമ്മുടെ പരീക്ഷയാണ്. ഈ പരീക്ഷ നാൾ ഏറ്റവും ജയകരമായി നമ്മൾ പാസ്സായി മുന്നോട്ടേക്ക് പോകണം. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ മക്കളെ ഇത്രയും നേരം പറഞ്ഞു, ഇനി അടുത്ത ലെവൽ 2ലേക്ക് കയറുക. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ കാര്യം, നമ്മളെന്ന് പറയുന്നത് ദൈവത്തിന് ഭൂമിയിലേക്കുള്ള വഴിയാണ്. ഇമ്മാനുവൽ സ്ട്രക്ചറാണ് നമ്മുടേത്. ദൈവം മനുഷ്യരോട് കൂടെ. പക്ഷെ നമ്മളിലൂടെ ദൈവം മനുഷ്യരോട് കൂടെ ആകുന്നില്ല.
ക്രിസ്തുവിൽ ദൈവം മനുഷ്യരോട് കൂടെ ആയി. ഇമ്മാനുവൽ. നമ്മൾ ഇനി ക്രിസ്തുവെ പോലെ ആകാൻ ദൈവം മുൻ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിയമിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾ കേട്ടതുകൊണ്ടൊന്നും ആവില്ല. ക്രിസ്തുവെ അനുഗമിക്കുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു തലം അത് വെളിപ്പെടണമെങ്കിൽ അല്പം സമയം എടുക്കും. അതിന് നമ്മൾ സത്യം അറിയണം. ഡേ ബൈ ഡേ സത്യം അറിഞ്ഞ് നമ്മൾ രൂപം മാറണമെങ്കിൽ നമ്മൾ ഉരുകാൻ തയ്യാറാകണം. ഉരുകാൻ. ഹല്ലേലൂയ. നിങ്ങൾ ഇരിക്കുന്ന കസേര കണ്ടില്ലേ? ഈ കസേര നേരത്തെ ഇതുപോലെ അല്ലായിരുന്നു. ഇത് കുറേയൊക്കെ ചള്ളു പ്ലാസ്റ്റിക്കും അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഗ്രാനൂൾസും ഒക്കെ ആയിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ രൂപം മാറി ഇങ്ങനെയായത് എങ്ങനെയാണെന്നറിയോ? അറിയാമോ നിങ്ങൾക്ക്? വിപിനറിയോ? ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയി. ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയപ്പോൾ ആ ഗ്രാനുൾസ് മുഴുവൻ ഉരുകി പച്ചവെള്ളം പോലെ ആയി. ചൂടിൽ ഉരുകി പച്ചവെള്ളം പോലെ ആയപ്പോൾ ഒരു മോൾഡ്, ഒരച്ച്, ഈ കസേര രൂപത്തിലുള്ള ഒരു അച്ച് കൊണ്ടുവന്ന് അതിലേക്ക് ഒഴിച്ചു. തണുത്ത് കഴിഞ്ഞപ്പോൾ ഇതേ രൂപമായി. ഇതേപോലെ നമ്മളും സഹിഷ്ണുതയിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ, സഹനത്തിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ അതപ്പോൾ യേശുവിനെ അനുഗമിക്കുമ്പോഴാണ് സംഭവിക്കുക. നമ്മുടെ രൂപം മാറുകയുള്ളൂ. അല്ലെങ്കിൽ രൂപം മാറുന്നതിനെ കുറിച്ച് നമുക്ക് കേൾക്കാം, രൂപം മാറി എന്ന് അഭിനയിക്കാം. പക്ഷേ സംഭവം നേരെ വരുമ്പോൾ വീണ്ടും പഴയത് തന്നെ. ഹല്ലേലൂയ. എത്ര ശ്രമിച്ചാലും മാറ്റം സംഭവിക്കുകയില്ല. ഇതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ രൂപം പഴയത് തന്നെയായിട്ട് കിടക്കാനായിട്ട് ആള് മാറൂല. ചുമ്മാ കോട്ടും ഉടുപ്പും മെത്തേഡും ഒക്കെ മാറും, ആള് മാറില്ല. അപ്പൊ എൻ്റെ മക്കളെ, ഇവിടെ നമ്മൾ കേട്ടത് അനാവശ്യമായത് പിശാചിന് അവകാശപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തിലോ നമ്മുടെ വീട്ടിലോ വെക്കരുത്. വെച്ചാൽ നമ്മുടെ ആത്മീക അഭിവൃദ്ധി പിശാച് കൊണ്ടുപോകും. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു കാര്യം, 2 മുരിങ്ങ മേടിച്ചെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ലേ? പക്ഷെ ഞാൻ 1 മുരിങ്ങയുടെ കാര്യമില്ല നിങ്ങളോട് പറഞ്ഞോളൂ. ശരിയല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ചോദ്യം ഉണ്ടായോ മറ്റേ മുരിങ്ങയ്ക്ക് എന്നാ പറ്റിയെന്ന്? ഉണങ്ങിയൊന്നുമില്ല, ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഭയങ്കരമായ ഹൈറ്റിലല്ലെന്ന് മാത്രമേ ഉള്ളൂ. മറ്റത് 2 നില പൊക്കത്തിൽ പൊങ്ങിയെങ്കിൽ മറ്റേ മുരിങ്ങ ഇത്ര ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇത്ര ഉള്ളൂ, ഇത്ര, മൊത്തത്തിൽ ഇത്ര. ചിലർ പറയുന്നുണ്ട് എന്നെ പോലെയാണല്ലോ അതും, അല്ലേ? ആ മുരിങ്ങ എന്നെ പോലെയാണല്ലോ, അത് ഇത്രേ ഉള്ളൂ. അതിന് 2 കൊമ്പുണ്ട്. 2 കൊമ്പ് ഇത്ര ഉള്ളത്, ആ 2 എണ്ണം. ഞാൻ ഇടയ്ക്ക് പോകുമ്പോൾ നോക്കും ഈ 2 മുരിങ്ങയും കൂടെ. ഒരെണ്ണം ഇത്രയേ ഉള്ളൂ. പക്ഷെ ഒരെണ്ണം 2 നിലപ്പൊക്കത്തിൽ പൊങ്ങി കായ്ച്ച് പൂവിട്ട് കായായി. അതിൻ്റെ വളർച്ച കൂടിയിട്ട് ഒടിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് അതിന് പകുതിക്ക് വെച്ച് വെട്ടി. എന്തേ മറ്റത് അത്ര ഉണ്ടായേ? വേറൊന്നുമല്ല, അത് നിൽക്കുന്നിടത്തൊക്കെ എനിക്ക് അവിടെ 2-3 നായ്ക്കളുണ്ട്. ഈ നായ്ക്കളെ അയച്ചു വിടുമ്പോൾ ഈ നായ്ക്കൾ എന്ത് ചെയ്യുന്നറിയാമോ? അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ കളിച്ചും ഓടിയും ഒക്കെ അതിനും ഉണ്ടാവുന്ന മുളയൊക്കെ ഒടിച്ചൊടിച്ച് കളയും. പിടുത്തം കിട്ടിയ എൻ്റെ മോനെ മോളെ ഇതുവരെ ഉണ്ടായ എല്ലാ മുളയും ഒടിച്ച് കളഞ്ഞില്ലേ? ഇല്ലേ? ഒടിച്ച് കളഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ വളരാത്ത. അവര് വന്ന് സംസാരിച്ചു, അപ്പൊ ഒരു മുള ഒടിഞ്ഞു. അപ്പൊ വേറെ അച്ഛൻ വന്ന് സംസാരിച്ചു, അപ്പൊ അടുത്ത മുള ഒടിഞ്ഞു. വീണ്ടും ഇവിടെ എത്തി, വീണ്ടും അടുത്ത മുളയാക്കിയപ്പോ വേറെ പാസ്റ്റർ വന്ന് സംസാരിച്ചു, ആ മുള ഒടിച്ചു. ഒടിച്ചൊടിച്ചൊടിച്ചൊടിച്ചൊടിച്ച് ഇന്നും ഞാൻ ഇത്രയേ ഉള്ളൂ. ശരിയല്ലേ? ശരിയല്ലേ? ഹല്ലേലൂയ. അത് കണ്ടിട്ടുള്ളവർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്നുമുണ്ട്. അത്രേ ഉള്ളൂ. ഈ 2 എണ്ണം അടുത്തടുത്താ നിൽക്കണേ. ഏകദേശം ഒരു 15-20 മീറ്റർ അടുത്തടുത്ത്. ഒരെണ്ണം നല്ല പൊക്കത്തില്. കാരണം അവിടേക്ക് എൻ്റെ പ്രശ്നം എന്നറിയാമോ? അവിടേക്ക് ഈ 3 നായ്ക്കൾക്കും കയറി വരാൻ പറ്റൂല. ഈ 3 നായ്ക്കൾക്ക് അവിടേക്ക് കയറി വരാൻ പറ്റൂല. അത് സുഖമായിട്ട് വളർന്നു. ഇത്ര ഉള്ള സ്ഥലത്ത് ഈ 3 നായ്ക്കൾക്ക് സുഖമായിട്ട് ചെല്ലാം. ഇതുങ്ങൾ അവിടെ കയറും, ഓടിച്ചാടി കളിച്ച് എല്ലാം ഓടിച്ച്. പക്ഷേ മുരിങ്ങ വിട്ടിട്ടില്ല കേട്ടോ, മുരിങ്ങ വിട്ടിട്ടില്ല. മുരിങ്ങ ഇന്നും വളരാനുള്ള ശ്രമത്തില, ഇന്നും വളരാനുള്ള ശ്രമത്തില.
മുരിങ്ങ പറയും എത്ര ഓടിച്ചാലും ഞാൻ വളരും, എത്ര ഓടിച്ചാലും ഞാൻ വളരും എന്ന് പറഞ്ഞ് രണ്ടാമത്തെ നിൽക്കണം. പറ്റുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫോട്ടോ ഞാൻ നാളെ കാണിച്ചു തരാം. ഓക്കെ, ഒന്ന് അയച്ചേക്കണേ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെ നമ്മൾ 1 സങ്കീർത്തനം പറയുന്നത് പോലെ നമ്മളുടെ ചുറ്റും 3 വേലി കെട്ടിയില്ല എങ്കിൽ, ഹല്ലേലൂയ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിൽ രാപകൽ നാം ധ്യാനിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് പഴയ ഉടമ്പടിയുടെ മെത്തേഡാണെങ്കിൽ പുതിയ ഉടമ്പടിയുടെ മെത്തേഡ് ഇതിൽ ശ്രേഷ്ഠ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. ഇനി നമ്മളെ ഇതൊക്കെ നിങ്ങൾ ഇവിടുന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവം നിങ്ങളെ പലതും ഓർപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഓർപ്പിക്കും. ആ ഓർപ്പിക്കുന്ന കാര്യങ്ങൾ ദൈവസന്നിധിയിൽ, അപ്പാ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണേ യേശുവേ, അങ്ങനെ രക്തത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, ആള് മാറിയതുപോലെ എന്നെ മാറ്റണമേ. ഞാൻ അനധികൃതമായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ, എവിടെന്നെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ട് എങ്കിൽ, ഇത്ര ഇരട്ടിയായി നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം എന്താണോ പ്രേരിപ്പിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കണം. അതിൻ്റെ ഒരു കഥ കേൾക്കുന്നത് പോലെ, ഒരു സിനിമ കാണുന്നത് പോലെ ഇരുന്നത് കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഗുണമില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആ സക്കേവൂസ് യേശു ക്രിസ്തു എന്ന സാക്ഷാൽ വചന വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ യേശു ഒന്നും പറയാതെ തന്നെ തീരുമാനമെടുക്കുകയായി. ഹല്ലേലൂയ. അങ്ങനെ ഇതിപ്പോ എന്നോടല്ല, ക്രിസ്തുവോടാണ് നിങ്ങളുടെ ഇടപാട്. ഹല്ലേലൂയ. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തു എൻ്റെ ഉൾത്തളങ്ങൾ വെളിപ്പെടുത്തരുന്ന നിങ്ങളെ അറിയിക്കുക. സഭയെ തെറ്റിൽ കിടക്കല്ലേ, സഭയെ എഴുന്നേക്ക്, മാനസാന്തരപ്പെട്, റൈറ്റായിട്ട് പോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വേണം അത് ചെയ്യാൻ. ഇപ്പം നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ പലതും നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് അവകാശപ്പെട്ടതല്ല, ചേട്ടത്തിക്ക് അവകാശപ്പെട്ടതാ. നമുക്ക് അവകാശപ്പെട്ടതല്ല, അയൽവക്കത്തുകാരന് അവകാശപ്പെട്ടതാ. നമുക്ക് അവകാശപ്പെട്ടതല്ല, അത് വേറെ ആർക്കും അവകാശപ്പെട്ടതാ. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലിരിക്കണം. നിങ്ങളുടെ നന്മയല്ല, നാശമാണെന്ന് ഈ പറഞ്ഞു തരുന്നേ. അതൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അർഹമായവരിലേക്ക് മാറണം. എടുത്താൻ കിട്ടിയാ? ഹല്ലേലൂയ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലെ കാഷ്വാലിറ്റികളുടെ എണ്ണം കുറയും. ഹല്ലേലൂയ. കാഷ്വാലിറ്റികളുടെ എണ്ണം കുറയും. ഒരു എക്സാമ്പിൾ പെട്ടെന്ന് പറയാം. ഇവിടെ തൊട്ട് അടുക്കൽ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഞങ്ങളുടെ ബന്ധുക്കളുടെ വീടാണ്. ആ ബന്ധുക്കളുടെ വീട്ടില് 2 പിള്ളേര് വേറെണ്ട് 33 വർഷത്തോളം 2 ആമ്പിള്ളേര് കിടന്ന കിടപ്പ്. അതിനു മുമ്പ് എന്താ സംഭവിച്ചേ? ചേട്ടനും അനിയനും തമ്മിൽ വമ്പം വഴക്ക്. 2 പേരും പറഞ്ഞ കോലൊടിച്ചിട്ടിരിക്കുക, ഞങ്ങൾ മിണ്ടൂലെന്നാ പറയണേ. കോലൊടിച്ചിട്ടവർക്ക് ഒരുത്തന് മക്കൾ ജനിച്ചപ്പോ ഇരട്ട പിള്ളേര് 2 എഴുന്നേക്കത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ 33 വർഷം വരെ ആ 2 കിടന്ന കിടപ്പിലായി. ആ വീട്ടിലെ അമ്മച്ചിയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയ, സ്ത്രീയുടെ സ്ഥിതി. എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? ഒരു കല്യാണത്തിന് പോകാൻ പറ്റുമോ? എവിടെയെങ്കിലും സന്തോഷത്തിന് പോകാൻ പറ്റുമോ? ഇല്ല. ഈ 2 മലമൂത്രം എടുത്ത് അവിടെ നിൽക്കണം ജീവിതകാലം മുഴുവൻ. മാത്രമോ ഭക്ഷണം കൊടുക്കണം, ഇല്ലേ? ഇനിയിപ്പോൾ ആരെങ്കിലും വെക്കാന്ന് വിചാരിച്ചാലോ, ഈ 2 നോക്കാനായിട്ട് ഒരാളെ വെക്കണം എന്നുണ്ടെങ്കിൽ എത്ര 1000 രൂപ ഒരു മാസം കൊടുക്കണം. അവർക്ക് 1000 രൂപ മാത്രം കൊടുത്താൽ മതി, അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? എത്ര 1000 രൂപ വീട്ടിൽ ചെലവാ? സ്പിരിച്വൽ ജയിൽ, പ്രിസൺ. കാഷ്വാലിറ്റികൾ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ, തിന്മകൾ പാപത്തിൽ ജീവിക്കാതിരിക്കുക, മറ്റുള്ളവൻ്റെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാതിരിക്കുക. അപ്പോൾ തന്നെ നാം കേട്ടു. അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊക്കെ തിരിച്ച് ഏൽപ്പിക്കേണ്ടതൊക്കെ ഏൽപ്പിച്ച് റൈറ്റ് ആക്കുക. 2, നമ്മുടെ ഹൃദയം എന്ന ഭവനത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ അടിച്ചു മാറ്റി നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദൈവത്തിന് കൊടുക്കുക. അതൊക്കെ ഒന്നും അകത്ത് വെക്കരുത്. എൻ്റെ അപ്പ എന്നോട് ക്ഷമിക്കണം, അങ്ങയുടെ മഹത്വം ഞാൻ ഏറ്റെടുത്തു. ക്രിസ്തു ഒരിക്കലും സ്വന്തം മഹത്വം അന്വേഷിക്കാതെ, അതിൻ്റെ കാരണം മഹത്വം അന്വേഷിക്കുന്ന അങ്ങുണ്ടെന്ന് പറഞ്ഞിട്ടാണ് സ്വന്തം മഹത്വം അന്വേഷിക്കാൻ. എന്നാൽ ക്രിസ്തുവിന് വിപരീതമായി ഞാൻ പ്രവർത്തിച്ചു, സ്വന്തം മഹത്വം അന്വേഷിച്ചു, എല്ലാം ഞാൻ എൻ്റെ അകത്ത് വെച്ചു. എന്നോട് ക്ഷമിക്കണേ കർത്താവേ. ഹല്ലേലൂയ. ഇത് എല്ലാം അങ്ങ് വിട്ടുകൊടുക്കുക, ക്ലിയർ ആകുക. ഇനി യോഹന്നാൻ 14:30 യേശു പറഞ്ഞതുപോലെ, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നിൽ ഒരു കാര്യവുമില്ല. നമ്മൾ വേറൊന്ന് കേട്ടു, ശരീരം നന്നായി സൂക്ഷിക്കണമെങ്കിൽ എന്നാ വേണമെന്ന് പറഞ്ഞ്? അസൂയ അസ്ഥികൾക്ക് ദ്രവത്വം.
ഹല്ലേലൂയ. അസൂയ അസ്ഥികൾക്ക് ദ്രവത്വം. അപ്പോ എന്ത് ചെയ്യരുത്? പക, പിണക്കം. ഗലാത്യ 5:19 വായിച്ച്. 5:19. എൻ്റെ മക്കളെ, നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ശരീരം നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയും, ദൈവത്തിൽ ആശ്രയിച്ച്. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം. ശ്രദ്ധിച്ചേ, ജഡത്തിന്റെ പ്രവൃത്തികളാ പക, ജാരശങ്ക, ക്രോധം. താഴേക്ക് ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം. അപ്പൊ ഈ സാധനങ്ങളൊക്കെ അകത്ത് വെച്ചാൽ എന്നാ പറ്റണേ? നമുക്ക് ദോഷമാ. ഇതൊന്നും റിലീസ് ചെയ്യരുത്. ഇതൊന്നും നമ്മുടെ ഉള്ളിൽ റിലീസ് ചെയ്യരുത്. റിലീസ് ചെയ്ത ശരീരത്തിന് അത് പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. അപ്പോൾ ഇത് റിലീസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എനിക്ക് അയാളോട് പക തോന്നുന്നു, ഞാൻ എന്നാ ചെയ്യണം? യേശുവിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലേ? നീ പക തോന്നുമ്പോൾ നിന്റെ ശത്രുവല്ലേ പുള്ളി? യേശു ഉടനെ പറഞ്ഞു, ആ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. മരുന്ന് കിട്ടിയില്ലേ? ഉടനെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. എന്നാ പ്രാർത്ഥിക്കാൻ? അവൾ മുടിഞ്ഞു പോട്ടെ എന്നല്ല, പിതാവെ അവൾ ചെയ്യുന്നത് എന്നാന്ന് അവൾക്ക് അറിയുന്നില്ല, അവളോട് ക്ഷമിക്കണമേ. അവളുടെ കുടുംബത്തിൽ അവളുടെ ഭർത്താവിനെ അനുഗ്രഹിക്കണമേ, അവളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അവൾ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയി, കർത്താവേ അവളോട് ക്ഷമിക്കണം. നീ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞെ നീ എന്ത് ചെയ്യും? നിനക്ക് പ്രതിഫലമായി. ഹല്ലേലൂയ. ഇതാ, നീ നീതിക്ക് വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ നീ ഭാഗ്യവാൻ. സ്വർഗരാജ്യം നിനക്കുള്ളതാ, നിനക്ക് നന്മയാ വരുന്നേ. ഹല്ലേലൂയ. അല്ലാതെ അവരെ ഒരിക്കലും തിന്മ ചെയ്യുന്നവരെ ശപിക്കരുത്, അവരെ അനുഗ്രഹിക്കുക വേണ്ടേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച തിന്മയെ സപ്പോർട്ട് ചെയ്യുകയല്ല, പകരം അവരെ ശപിക്കാതെ അവരെ അനുഗ്രഹിക്കുക. അതുവഴി അവരുടെ ജീവിതം നന്മയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. അവരുടെ ജീവിതം മനസ്സിലാക്കുക. ജീവിതത്തിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഈ സമയങ്ങളിൽ നമുക്ക് ശപിക്കണമെന്നൊക്കെ തോന്നും. ആ സമയത്ത് യേശുക്രിസ്തുവിൻ്റെ പ്രിസ്ക്രിപ്ഷൻ യേശുക്രിസ്തു ഓർപ്പിച്ചു തരും. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തിന്മയെ നന്മ കൊണ്ട് നേരിടണം. അങ്ങനെ ചെയ്യുവാൻ തയ്യാറാകണം. ഒരു പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും കേട്ട് കാണും, ഒരു ദേവദാസൻ, അദ്ദേഹം ജോലി എടുക്കുന്ന കാലം, അദ്ദേഹം ഗൾഫ് നാടുകളിൽ ജോലി എടുക്കുന്നു. തൻ്റെ വീട്ടിൽ തൻ്റെ ഭാര്യയുണ്ട്, തൻ്റെ അപ്പനുണ്ട്. ഭാര്യ തൻ്റെ ഭർത്താവിന് ലെറ്റർ എഴുതുകയാണ്, ദൂരെയുള്ള ഭർത്താവിന്. രാത്രിയിൽ ചാച്ചാ സുഖമാണല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രിയിൽ കൂട്ടുകിടക്കാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ അപ്പനാണ് എൻ്റെ കൂടെ ദിവസം രാത്രി കൂട്ടുകിടക്കാൻ വരുന്നത്. ഭാര്യ ഭർത്താവിന് ലെറ്റർ എഴുതുകയാണ്. കാര്യം മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഭർത്താവിൻ്റെ ഹൃദയത്തിൽ തൻ്റെ അപ്പനോട് എന്തായിരിക്കും തോന്നണേ? സ്നേഹമാണോ പകയാണോ? പക. കൊല്ലാനുള്ള ദേഷ്യത്തിനാണ് ഇവിടെ ഇറങ്ങുന്നത്. താൻ പ്ലെയിൻ ഇറങ്ങുന്നത് അപ്പനെ കൊല്ലാനുള്ള ദേഷ്യത്തിനാണ്. ഇപ്പൊ ക്രോധമാണ്, കോപമാണ് തൻ്റെ ഉള്ളിലുള്ള. പക്ഷെ ഈ സമയത്ത് താൻ ഒരു ധ്യാനത്തിന് കടന്നു പോകാനിടയായി. അവിടെ വെച്ച് ധ്യാനത്തിന്, ആ കൗൺസിൽ, ആ പ്രസംഗത്തിൽ നിന്റെ അപ്പനോടുള്ള ക്രോധത്തെ വിട്ടുകളയണം, അപ്പനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ തുടർന്നുള്ള പ്രാർത്ഥനയിൽ ദൈവം അതിനുള്ള ബലം കൊടുത്തു. അദ്ദേഹം അപ്പൻ്റെ അടുക്കൽ ചെന്ന് അപ്പനോട് പറഞ്ഞത്, അപ്പ എന്നോട് ക്ഷമിക്കണം, അങ്ങേ
കൊല്ലാൻ വേണ്ടിയുള്ള ദേഷ്യം എൻ്റെ അകത്തുണ്ട്, അങ്ങേ കൊല്ലാനാണ് ഞാൻ വന്നത്, എന്നോട് ക്ഷമിക്കണം. ഇപ്പൊ അദ്ദേഹം എന്താ ചെയ്തേ? അപ്പന് വേണ്ടി പ്രാർത്ഥിച്ച് അപ്പൻ്റെ അടുക്ക ചെന്ന് തൻ്റെ ഹൃദയത്തിൽ അപ്പനോടുണ്ടായ വികാര, ക്രോധം, കോപം, പക, കയ്പ് ഇതൊക്കെ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ച സമയത്ത് മിന്നല് പോലെ സ്വർഗത്തിലെ ദൈവം അപ്പൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടു. അപ്പം പറഞ്ഞു, പൊട്ടിക്കരഞ്ഞുകൊണ്ട്, മോനെ, പാപിയായ എന്നോട് നീയാടാ ക്ഷമിക്കേണ്ടേ, പാപിയായ എന്നോട് നീയാണടാ ക്ഷമിക്കേണ്ടേ. ആ അപ്പനും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ സ്വർഗത്തിൽ സഹായിച്ചു. എന്നാൽ ഈ പകയും ഹൃദയത്തിലേറ്റി നടന്ന ആ മകൾക്ക് എന്നാ സംഭവിച്ചു? ക്യാൻസറിനിരയായി കുറെ നാളുകൾ കിടന്നു, ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. പിശാചിനിടം കൊടുക്കരുത്. പക, അസൂയ, ജഡത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിലേക്ക് പിശാചിനിടം കൊടുക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനിടം കൊടുക്കരുത്. ഹല്ലേലൂയ. ഇതാ ഇനി അടുത്ത റൂട്ടിലേക്ക് കയറാൻ പോകും. ഇത് മുഴുവൻ ശുദ്ധീകരണത്തിൻ്റെ മണ്ഡല. ഇത് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദൈവസന്നിധിയിൽ ഇടപെട്ട് നിങ്ങളുടെ ഭൗതിക വീടിൻ്റെ ഉള്ളിലെ അന്തരീക്ഷവും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ അന്തരീക്ഷവും ഒക്കെ നിങ്ങൾ ക്ലിയർ ആക്കാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഇനി മനുഷ്യൻ്റെ ഉൾത്തളത്തിലേക്ക് നമ്മൾ മാറുകയാണ്, ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവുക. അതുകൊണ്ട് അത് അദൃശ്യ മണ്ഡലം ആയതുകൊണ്ട് നമുക്ക് സ്ക്രീനിലൂടെ കുറച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ടേക്ക് കടന്നു പോകാം. എല്ലാവരും ദിവസം എഴുന്നേറ്റ്. ഓ ഫാദർ, വി താങ്ക് യു. ഹല്ലേലൂയ. ദൈവസന്ധ എല്ലാവരും എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ച്, യേശു കർത്താവേ, ആന്തരിക സൗഖ്യമാകാൻ വന്നിടണേ, എനിക്ക് ഉൾത്തളങ്ങളിൽ അങ്ങ് സൗഖ്യം തരണമേ എന്ന് ദൈവസന്നിധിയിൽ എല്ലാവരും തങ്ങളുടെ കണ്ണുകളെ അടച്ച് ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ ഇപ്പൊ നമുക്ക് കേട്ട വചനപ്രകാരം എൻ്റെ ഭവനത്തിൽ, എൻ്റെ ഹൃദയത്തിൽ അങ്ങേക്ക് നിരക്കാത്തത് എന്തൊക്കെയാണ് ഞാൻ കൊണ്ട് വെച്ചിരിക്കുന്നത്? എല്ലാ കണ്ണുകളും അടയട്ടെ. അത് എനിക്ക് അങ്ങ് വെളിപ്പെടുത്തി തരണമേ. എൻ്റെ ഹൃദയാന്തരീക്ഷവും ഭവനാന്തരീക്ഷവും ഒക്കെ ക്ലീൻ ചെയ്യുവാനുള്ള ദൈവകൃപ എനിക്ക് നൽകണമേ. ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. അങ്ങയുടെ മഹത്വം ഞാൻ തട്ടിയെടുത്തിട്ടുണ്ട് എങ്കിൽ അതെല്ലാം അങ്ങേക്ക് തിരികെ തന്ന് ക്രിസ്തുവെ പോലെ സ്വന്തം മഹത്വം അന്വേഷിക്കാതെ, മനുഷ്യരിൽ നിന്ന് മഹത്വം വാങ്ങാതെ, പിതാവിൽ നിന്ന് മഹത്വം അന്വേഷിക്കുന്നവനായി എന്നെ മാറ്റണമേ. പ്രാർത്ഥനയോടെ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കട്ടെ. പ്രാർത്ഥനയോടെ എന്നെ മുറ്റും കഴുകിടേണേ, വൃത്തിമുറിവുകൾ പോക്കണേ, പോക്കണമേ എൻ്റെ താത. ആദം മുതൽ തായുതരെ ചെയ്തു പോയ പാപത്തിൻ്റെ മുറിവുകളെ ഉണക്കണേ, പോക്കണമേ എൻ്റെ താത. ആദം മുതൽ തായുതരെ ചെയ്തു പോയ പാപത്തിൻ്റെ മുറിവുകളെ ഉണക്കണേ. ആന്തരിക
സൗഖ്യമേകാൻ വന്നിടേണേ യേശുനാഥ, എന്നെ മുറ്റും കഴുകിടേണേ, വൃത്തിൻ മുറിവുകൾ പോക്കണേ. എൻ മാതാവിൻ ഗർഭപാത്രേ ഞാനറിയാ എനിക്ക് വന്ന മുറിവുകളും ശാപങ്ങളും പോക്കണമേ എൻ്റെ യേശുവേ. എൻ മാതാവിൻ ഗർഭപാത്രേ ഞാനറിയാ എനിക്ക് വന്ന മുറിവുകളും ശാപങ്ങളും പോക്കണമേ എൻ്റെ യേശുവേ. ആന്തരിക സൗഖ്യമേകാൻ വന്നിടേണേ യേശുനാഥ, എന്നെ മുറ്റും കഴുകിടേണേ, വൃത്തിൻ മുറിവുകൾ പോക്കണേ. ആന്തരിക സൗഖ്യമേകാൻ വന്നിടേണേ യേശുനാഥ, എന്നെ മുറ്റും കഴുകിടേണേ, വൃത്തിൻ മുറിവുകൾ പോക്കണേ. ബാല്യത്തിൽ എന്നിൽ വന്നു പോയ വേദനിക്കും മുറിവുകളെ പോക്കണമേ എൻ ഹൃദയം, നല്ല വൈദ്യനാം യേശുവേ. ബാല്യത്തിൽ എന്നിൽ വന്നു പോയ വേദനിക്കും മുറിവുകളെ പോക്കണമേ എൻ ഹൃദയം, നല്ല വൈദ്യനാം യേശുവേ. ആന്തരിക സൗഖ്യമേകാൻ വന്നിടേണേ യേശുനാഥ, എന്നെ മുറ്റും കഴുകിടേണേ, വൃത്തിൻ മുറിവുകൾ പോക്കണേ. ആന്തരിക സൗഖ്യമേകാൻ വന്നിടേണേ യേശുനാഥ, എന്നെ മുറ്റും കഴുകിടേണേ, വൃത്തിൻ മുറിവുകൾ പോക്കണേ. പ്രാർത്ഥനയോടെ ദൈവമേ എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ ആത്മാവാൽ അങ്ങയുടെ പുത്രന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. ക്രിസ്താനുരൂപനായി തീരുവാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസം നമുക്ക് ഇരിക്കാം. Father, we thank you, give you glory. ഈ ക്ലാസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നതും നിങ്ങളെ നിങ്ങളുടെ ഡീഫോൾട്ട് സെറ്റിങ്ങിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന ഫാക്ടറി സെറ്റിങ്ങിലേക്ക് ക്രിസ്തു എങ്ങനെ പ്രവർത്തിച്ചു അതേപോലെ ക്രിസ്തുവിൽ ജനിച്ചു പ്രവർത്തിപ്പാൻ സഹായിക്കുകയാണ്. അപ്പോൾ ശുദ്ധീകരണത്തിലൂടെയാണ് ഈ ക്രമീകരണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും പല നാറുന്ന അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ കാണാം. വേസ്റ്റ് നീക്കാത്ത ഒരു അടുക്കള പോലെയാണ് നമ്മൾ. വേസ്റ്റ് നീക്കാത്ത അടുക്കളയ്ക്ക് എന്തായിരിക്കും സംഭവിക്കുക? ദിവസവും ഇന്ന് മേടിച്ച മത്തി തല, ഇന്നലത്തെ ബീഫിൻ്റെ ബാലൻസ്, കഴിഞ്ഞ ആഴ്ചത്തെ ചക്ക വെട്ടിയതിൻ്റെ തൊണ്ട്, ഇതെല്ലാം അടുക്കളയിലുണ്ട്. എന്ത് പറ്റുമോ അടുക്കള കയറാൻ പറ്റുമോ? നാറൂലേ? ഇതേപോലെ ഇത്രയും നാള് നമ്മൾ ജീവിച്ച സകല വേസ്റ്റും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളത് നീക്കിയിട്ടില്ല. നമുക്ക് ഈ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കാം, പലപ്പോഴും ഭർത്താവിനോടൊരു നീരസം, ഭാര്യയോടൊരു പിണക്കം, ഇങ്ങനെയൊക്കെ പലതും ഉണ്ടാകും. നാത്തൂനോട് അങ്ങോട്ട് ഇങ്ങനെയെല്ലാം ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് ചേട്ടനും അനിയനും കൂടി ഇടി, അല്ലെങ്കിൽ നാത്തൂനും പുതിയതായിട്ട് വന്ന
വീട്ടിലെ ഭാര്യയും വീട്ടിലെ ആ പെൺകുട്ടിയും, ഭാര്യയായിട്ട് വന്ന പെൺകുട്ടിയും ആ നാത്തൂനും കൂടിയിടി, അങ്ങോട്ടും ഇങ്ങോട്ടും അടി, അമ്മായി അമ്മയും മരുമോളും തമ്മിൽ അടി. ഇതൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചു. ചിലപ്പോൾ ഒരാൾ ഇടിച്ചു, ഒരാളുടെ കൈ ഒടിഞ്ഞു പോയി, ആശുപത്രിയിൽ പോയി, കൈ ശരിയാക്കി കൊണ്ടുവന്നു. സംഭവം ക്ലിയർ ആയില്ലേ? ഇല്ലേ? കൈ ശരിയാക്കിയില്ലേ? ക്ലിയർ ആയില്ലേ? എവിടെ ക്ലിയർ ആയേ? ഇവരുടെ ഉള്ളിലുണ്ടായ ഒടിവും മുറിവും മാറിയ, ഉള്ളിൽ പക ഉണ്ടായില്ലേ? ഇല്ലേ? ഉള്ളിൽ കോപം ഉണ്ടായില്ലേ? അതൊക്കെ അകത്ത് തന്നെ ഇരിക്കണില്ലേ? അതുപോലെ എത്ര എണ്ണത്തിനോട് കോപവും വൈരാഗ്യം ഉണ്ടായിട്ട് അകത്തുണ്ട്? ഇത് വല്ലതും കളഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ അകത്തിരിക്കുമല്ലേ? അന്ന് മുതലേ ഉണ്ടായത് അകത്തിരിക്കുമല്ലേ? ഇത് മൊത്തം ദൈവത്തോടുള്ള ശത്രുത്വമല്ലേ? ഇതൊക്കെ അകത്തിരിക്കുമല്ലേ? ഇതൊക്കെ കളണമെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നാ? ആരും പറഞ്ഞില്ല. മറ്റേത് വീടിൻ്റെ അകത്തേക്ക് അടുക്കളയിലേക്ക് കയറുമ്പോൾ സ്മെല്ലുള്ളത് കൊണ്ട് അയ്യേ എന്തോ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോടോ ചീഞ്ഞത് എന്ന് ആരെങ്കിലും പറഞ്ഞു തരും. സ്മെല്ലറിയാം. എന്നാൽ പാപത്തെക്കുറിച്ചുള്ള സ്മെല്ല്, അതിൻ്റെ സെൻസിങ് പവർ നമുക്കില്ല. അതുകൊണ്ട് ഇത് അകത്തിരിക്കുന്നതൊക്കെ അവിടെ തന്നെ ഇന്നും ഉണ്ട്. അതായത് സ്ക്രീനിൽ കാണുന്ന ആള് മൂക്കിൽ പിടിച്ച് ആദംസ് ചിൽഡ്രൻ എന്ന് പറഞ്ഞ ഒരു വേസ്റ്റ് ബാഗിനെ കണ്ട, ആദത്തിൻ്റെ മക്കളെയാണത് വേസ്റ്റ് ബാഗ്. അവർ സിൻസ്, പാപങ്ങൾ. ഇത് ദൈവം നമ്മുടെ ജീവിതം എടുത്ത് കളയുക, ക്രിസ്തുവിലൂടെ എടുത്ത് കളയുക. ഹബക്കൂക്ക് 1:13 പറയുന്നൊരു കാര്യം ദൈവത്തിൻ്റെ നേച്ചറിനെ കുറിച്ച് പറയാൻ. ഹബക്കൂക്ക് 1:13 ദൈവത്തിൻ്റെ സ്വഭാവം, അകൃത്യം കാണാൻ കഴിയാത്ത വ്യക്തിത്വമാണ് ദൈവം. വായിച്ചേ. ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണാൻ കഴിയാത്തവനുമായുള്ളവേ. ദോഷം കണ്ടുകൂടാൻ പറ്റാത്ത നിർമ്മല ദൃഷ്ടിയുള്ളവൻ, പീഡനം കാണാൻ കഴിയാത്തവൻ. നിങ്ങൾ ഇതൊക്കെ തപ്പിക്കൊണ്ടിരുന്ന നാൾ കഴിയാതെ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ 1:13 ഹബക്കൂക്ക് എന്ന് എഴുതിയിട്ട് വിശ്രമ സമയത്ത് ഹബക്കൂക്ക് 1 തപ്പാൻ നോക്കുക. അല്ലെങ്കിൽ ഹബക്കൂപ്പ് തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഹബക്കൂക്ക് പോലെ ആയി പോകും. ഹല്ലേലൂയ. കാരണം അതൊക്കെ കണ്ടെത്താൻ ഇച്ചിരി പാടാ. എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് പോലും കണ്ടെത്താൻ ഇച്ചിരി പാടുള്ള സ്ഥലം. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ബൈബിള് തുറക്കേണ്ടത് എപ്പോഴാണെന്നറിയാം. ബൈബിള് കൂടെ വെച്ചോ. നിങ്ങൾക്കൊരു നോട്ട് പുസ്തകം തന്നിട്ടില്ലേ? ആ നോട്ട് പുസ്തകത്തിൽ ഇതാ ഹബക്കൂക്ക് 1:13 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ തന്നെ ഹബക്കൂക്ക് എന്ന് എഴുതുക. അതായത് 1:13 എന്ന് എഴുതുക. എന്നിട്ട് അതിനുശേഷം ഹബക്കൂക്ക് എഴുതുക. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾ ഹബക്കൂക്കൊക്കെ എഴുതി വരുമ്പോൾ അവസാനം 1:13 എന്നുള്ളത് 2:16 ആകും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ മനസ്സിലാക്കുക, ഇന്റർവെൽ സമയത്ത് വേണം നിങ്ങളിത് തുറക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തുറന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതിൻ്റെ സ്പെല്ലിങ് പറയുന്നത് പോലെ തന്നെ ഇത് ബുദ്ധിമുട്ടായിട്ട് അവസാനിക്കും. ശ്രദ്ധിച്ചേ, ഇവിടെ ഹബക്കൂക്ക് പുസ്തകം 1:13 നമുക്ക് കാണുന്ന കാര്യമാണ് ആദത്തിൻ്റെ മക്കളെ ദൈവം കൈകാര്യം ചെയ്യുന്ന രീതി. കാരണം ഇവരോട് അടുക്കാൻ പറ്റത്തില്ല. കാരണം മൊത്തം പാപം ചെയ്ത് നിറഞ്ഞു കിടക്കുക, ശുദ്ധിയില്ല. ഇതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളുടെ മധ്യേ വസിക്കേണ്ടതിന് പറ്റില്ല. പിന്നെ എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾ അതിനുവേണ്ടി ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കി തരണം, എങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കുക. എല്ലാം പാപത്തിൽ നിറഞ്ഞു കിടക്കുക, അനീതിയുള്ള ലോകമാണ്. ഇനി ദൈവം നമ്മോടുകൂടെ വസിക്കുന്ന ലോകം ഈ ലോകമല്ല, അത് നീതി വസിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി. അവിടെയാണ് ദൈവം നമ്മളോട് വസിക്കത്തുള്ളൂ. ഇതിൽ വസിക്കത്തില്ല. ഹല്ലേലൂയ. ഇതിൽ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ഉള്ളില്, എൻ്റെ കൈ ഗ്ലൗഡിൻ്റെ ഉള്ളിൽ വന്നില്ലേ, അതേപോലെ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ഉള്ളിലാണ് ദൈവം നമ്മളോട് വസിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു കാര്യം തിരിച്ചറിയണം. ഇനി നമ്മളെ ഇപ്പോൾ ദൈവം ആകാൻ ആഗ്രഹിക്കുന്നത് ദൈവപുത്രനായ ക്രിസ്തുവെ പോലെ നമ്മളെ ആക്കാൻ ആഗ്രഹിക്കുക. അതിനുവേണ്ടി നമ്മളെ മുൻ നിയമിച്ചിരിക്കുക. എങ്കിലേ ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ പറ്റൂ. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാൽ എന്തുവാ? നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിൽ അതേ പരിശുദ്ധിയിലേക്ക് നമ്മളും എത്തിച്ചേരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ എത്തിച്ചേർന്നാൽ നമ്മൾ 100 മേനിയായി. എത്തിച്ചേർന്നില്ലെങ്കിൽ താഴെയുള്ള ഏതോ ഒരു ലെവലായി 60 30 ഒക്കെ ആയി താഴേക്ക് പോകും. നമ്മുടെ തേജസ് കുറഞ്ഞു പോകും. നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെ മാർക്ക് പോലെ കുറഞ്ഞു പോകും. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നൊടി നേരത്തെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ കനം ഞങ്ങൾ പ്രാപിപ്പാൻ
നിത്യകാലം ഞങ്ങൾ പ്രാപിപ്പാൻ ഇടയാകും. അപ്പോൾ ഈ ഒരു രംഗം നമ്മൾ മറക്കാൻ, നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും മാത്രമല്ല പാപ സ്വഭാവവും എടുത്തു കളഞ്ഞ്, പാപ സ്വഭാവം രണ്ടും വേറെ വേറെയാണ്. പാപ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് പാപം വരുന്നത്. പാപ സ്വഭാവമാണ് വിത്ത്, അതുകൊണ്ടാണ് പാപം വരുന്നത്. അപ്പോൾ പാപവും ക്ഷമിക്കപ്പെടണം, പാപ സ്വഭാവം എടുത്തു കളയണം. ഇത് രണ്ടും നടക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ആ ക്രിസ്തുവിൻ്റെ അനുരൂപത വെളിപ്പെടുവാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് ഇതാ, ദൈവത്തിന്, സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളിലൂടെ ഭൂമിയിലേക്ക് വഴി തുറക്കുക എന്നുള്ള സംഭവമാണ് ഇതിലൂടെ ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതാ ഒരു ക്യൂബ് പോലെ ഒരു സാധനം കാണാം. ഇത് പുതിയ യെരൂശലേം, ഹെവൻ എന്നൊരു എഴുതിയിട്ടുണ്ട്. ഗോഡ്, താഴെ ഭൂമി, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കൊരു വഴി. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വഴിയാണ് മനുഷ്യൻ. മറ്റേ രീതി പറഞ്ഞാൽ ദൈവപുത്രൻ. ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ ഭൂമിയിൽ വെളിപ്പെട്ടതുപോലെ നമ്മളിലും വെളിപ്പെടണം. അങ്ങനെ സ്വർഗവും ഭൂമിയും കൂടി ഒന്നാകണം. ഇതിനു വേണ്ടിയാണ് ദൈവം മനുഷ്യരെ ഉണ്ടാക്കിയത്, നഷ്ടപ്പെട്ടു പോയിട്ട് ക്രിസ്തുവിൽ വീണ്ടും അവരെ പുനഃസൃഷ്ടിച്ചത്. ഇതാണൊരു മർമ്മം. മർമ്മം എന്ന് പറഞ്ഞാൽ മറഞ്ഞു കിടക്കുന്നതാണ്. എഫേസ്യ ലേഖനം 1:9-10 ഈ മർമ്മത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം പുസ്തകത്തിൽ 1:9 പുറകിൽ എഫേസ്യ ലേഖനത്തിൻ്റെ നിങ്ങളുടെ ഷോർട്ട് ഫോം എന്താണെന്ന് വെച്ചാൽ എഴുതി വയ്ക്കുക. അതൊരു ഇൻ്റർവൽ ടൈമിന് അത് നോക്കുക. ഇവിടെ സഹോദരി അതെടുത്ത് വായിക്കും. അവനിൽ താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. ദൈവം താൻ എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മളോട് അറിയിച്ചു. സിമ്പിൾ. എന്താണ് ആഗ്രഹിക്കുന്നത്? അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് എന്താണ് ദൈവത്തിന്റെ മർമ്മം? സ്വർഗത്തിൽ ഇതുണ്ടോ, പുതിയ യെരൂശലേം, ഭൂമി, ഇവയിലുള്ളവയെല്ലാം ക്രിസ്തുവിലൂടെ ഒന്നായി മാറണം. ക്രിസ്തുവിലൂടെ ഒന്നായി മാറണം. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം ക്രിസ്തുവിലൂടെ ഒന്നായി മാറണം. മറ്റൊരു രീതി പറഞ്ഞാൽ ദൈവവും മനുഷ്യനും കൂടെ ക്രിസ്തുവിൽ ഒന്നായി തീരും. പിടുത്തം കിട്ടിയോ? ഇതിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. ഇതാണ് മർമ്മം. മർമ്മം എന്ന് വെച്ചാൽ മറഞ്ഞു കിടന്നത് ഇപ്പൊ നമുക്ക് അറിയിക്കുകയാണ്. ഹല്ലേലൂയ. സ്വർഗവും ഭൂമിയും കൂടെ ഒന്നായി തീരുക. അപ്പോൾ ഇന്ന് ഇത് രണ്ടായിട്ടേ ഇരിക്കണേ. അതുകൊണ്ട് നമ്മളുടെ ചിന്തകളല്ല ദൈവത്തിന്റെ ചിന്തകൾ. അതുകൊണ്ട് നമ്മുടെ വഴികൾ ദൈവത്തിന്റെ വഴികളുമല്ല, ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളല്ല. കാരണം ദൈവത്തിന്റെ ചിന്തയല്ല നമ്മുടെ ചിന്ത. എന്നാൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച വ്യക്തികളാണെങ്കിൽ ഇനി ദൈവം നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്, നിങ്ങളെ ക്ഷണിക്കുകയാണ്. മക്കളെ, ഇനി ഭൂമിയിലുള്ളതല്ല ചിന്തിക്കാണ്ട്, വാ, വീട്ടിലുള്ളത്, സ്വർഗത്തിലുള്ളത്, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുക. തലം മാറുകയാണ്. കാരണം നേരത്തെ ഭൂമിയിലുള്ളത് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. പാപനിമിത്തം കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങൾക്ക് ന്യായപ്രമാണവും പ്രവാചകന്മാരൊക്കെ തന്നെ. എന്നാൽ ഇപ്പൊ ക്രിസ്തുവിലൂടെ നിങ്ങളെ വിടുവിച്ചെടുത്തു. ഇനി നിങ്ങൾക്ക് ന്യായപ്രമാണവും പ്രവാചകന്മാരൊന്നുമല്ല, ഇനി ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലേക്ക് വാ, സ്വർഗത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. കൊലോസ്യ ലേഖനം 3-ാം 1, 2, 3 വാക്യങ്ങൾ നമുക്കിത് കാണാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 3:1-3 പുറകിൽ കൊളോസ്യൻ എഴുതി വിടണം. ആ സമയത്ത് സഹോദരി അത് വായിക്കും. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, അതായത് ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ, ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഉയരത്തിലുള്ളത്
അന്വേഷിപ്പേ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അന്വേഷിക്കേണ്ട കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. ആരാണ് അന്വേഷിക്കേണ്ടത്? ആ വാചനത്തിൽ ഒന്ന് എഴുതിയിട്ടുണ്ട്, വായിച്ച ആദ്യം ഒന്നും കൂടി. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ. അല്ലെങ്കിൽ വേണ്ട, രക്ഷിക്കപ്പെടാത്തല്ലെങ്കിൽ വേണ്ട. ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ വീണ്ടും ജനിച്ചു. ഭൂമിയല്ല, സ്വർഗരാജ്യത്തിൽ. ഇനി നിങ്ങൾ ഭൂമിയിലല്ല, ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. അതും പ്രത്യേക സ്ഥലം ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടത്. എന്താണാവോ അവിടെ നടക്കുന്നത്? ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ തിരുവനന്തപുരത്ത് ഇന്ന സ്ഥലത്തുള്ളത് അന്വേഷിക്കാൻ പറഞ്ഞാൽ, ശംഖുമുഖത്തുള്ളത് അന്വേഷിക്കാൻ പറഞ്ഞാൽ അതന്വേഷിച്ച പോരെ? അതിന്റെ അർത്ഥം അവിടെ എന്തോ നടക്കുന്നുണ്ട്. ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടമായി ഉയരത്തിലുള്ളത് അവിടെ എന്താ നടക്കുന്നേ? ഇതാണ് ദാവീദ് തന്റെ ദർശനത്തിൽ കണ്ടത്. 110 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ദാവീദ് കാണുകയാണ്, പിതാവ് പുത്രനോട് പറയുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കേ എന്ന് കൽപ്പിച്ചു. കണ്ടോ? അപ്പൊ അവിടെ എന്താ നടക്കണേ? ഒരു കുടുംബകാര്യം നടക്കുവാണ്. കുടുംബത്തിലെ മക്കളെ ശത്രു പിടിച്ചോണ്ട് പോയി. ആ ശത്രുക്കളെ തിരിച്ചു പിടിക്കാൻ തൻ്റെ പുത്രനെ ഏർപ്പാട് ചെയ്തു. ആ പുത്രനോട് അപ്പം പറയാണ്, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, ഞാൻ കീഴടക്കി തരാം, അതുവരെ നീ എൻ്റെ വലതുഭാഗത്തിരിക്കേ. അപ്പോ ഇതിന് ചേർന്ന് പ്രവർത്തിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. മനസ്സിലായ? അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ യേശുവിനൂടെ, യേശു ക്രിസ്തുവിലൂടെ മരിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. നമ്മൾക്കിത് അറിയാനും പാടില്ല, അന്വേഷിക്കാനും പോകാറില്ല. നമ്മൾ സ്തുതി 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 സ്തുതി, ഇത് മാത്രം ഒതുക്കി. ഹല്ലേലൂയ. എന്നിട്ട് നമ്മളോട് പറയാണ്, നമ്മളുടെ ഫൈറ്റ് ചാക്കോച്ചനോടും അന്നമ്മയോടും കൊച്ചാണ്ടിയോടുമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾക്ക് ജഡരക്തങ്ങളോട് പോരാട്ടം ഇല്ല. ഈ പിശാചിനെയും കൂട്ടരെയാണ് നിങ്ങൾ കീഴടക്കേണ്ടത്. ഈ ശത്രുക്കളെ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിന്റെ ആധിപത്യ ശക്തികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമാണ് നിങ്ങൾക്ക് പോരാട്ടം. അപ്പൊ നമുക്കിനി അങ്ങോട്ടൊക്കെ കയറട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ആ കാര്യം അന്വേഷിക്കണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ പ്രവർത്തന ശൈലിയൊക്കെ മാറണം. ഇന്ന് സ്വന്തത്തിൽ പ്രവർത്തിക്കുമല്ലേ? എൻ്റെ ആവശ്യം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ഞാൻ ദൈവത്തെ സ്തുതിച്ച്, ഞാൻ ചെയ്ത് അല്ലേ? ഇനി ഞാൻ ചെയ്യണ പരിപാടി നിർത്തിയിട്ട് ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്ന പരിപാടിയിലേക്ക് മാറണമെങ്കിൽ ജയമുള്ളൂ. സ്പിരിച്വൽ ലൈഫിൽ ഒരു നല്ല ദൈവ പൈതലിൻ്റെ 3 ലെവലുകൾ പറയാം. ആദ്യം തന്നെ നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് വന്നെങ്കിൽ നിങ്ങളും ഞാനും ഒക്കെ ചെയ്തത് യേശുവിനെ കൊണ്ട് നമ്മുടെ സ്വന്തം സാമ്രാജ്യം ഒന്ന് വികസിപ്പിക്കാൻ, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മകളൊക്കെ വരുത്താൻ നോക്കി. ഇനി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആരോ ഒരു പ്രസംഗം വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ 2ാമത്തെ ലെവലിലേക്ക് നമ്മൾ വന്നു. ഇനി ഇങ്ങനെയൊന്നുമല്ല, ഇനി ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോഴാണ് പരസ്യയോഗവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങണേ, അല്ലേ? ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ 3ാമത്തെ ലെവല് ദൈവരാജ്യവും പുതിയ സൃഷ്ടിയൊക്കെ തിരിച്ചറിഞ്ഞതോടുകൂടെ സംഭവം മാറി. ഇനി ഞാൻ ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിലുപരി ക്രിസ്തു എന്നിലൂടെ പ്രവർത്തിക്കുന്ന തലത്തിലേക്ക് 3ാം ലെവലിലേക്ക് മാറും. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞിട്ടില്ലേ, ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. സംഭവം മാറി. ഇത്രയും നാൾ ഞാൻ ജീവിക്കുമായിരുന്നു ക്രിസ്തുവിന് വേണ്ടി, ഇനി അങ്ങനെയല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുക. തലം മാറി, 3ാം ലെവലിലേക്ക് കയറി. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ പുതിയ സൃഷ്ടിയുടെ ജീവിതം നമ്മൾ ജീവിക്കുകയല്ല, നമ്മളിലൂടെ ക്രിസ്തു ജീവിക്കുകയാണ്. അതുവഴി സ്വർഗസ്ഥ പിതാവ് ജീവിക്കുകയാണ്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം നമ്മുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. അങ്ങനെ ദൈവം ക്രിസ്തുവിലുള്ള നമ്മളിലൂടെ ഭൂമിയിൽ ജീവിക്കുന്നു. ഇതിന്റെ പേരാണ് ദൈവരാജ്യം. നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുക, സ്പിരിച്വൽ സ്ട്രക്ചർ മനസ്സിലാക്കുമ്പോൾ. അപ്പോൾ സ്വർഗം നമ്മളിലൂടെ ഭൂമിയിലാകും. ഇതാണ് കർത്താവ് യേശു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താ പഠിപ്പിച്ച പ്രാർത്ഥന? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ പിതാവ് എവിടെയാ? സ്വർഗത്തിൽ, അല്ലേ? ഇപ്പൊ പലരും ഇങ്ങനെയല്ലേ, ആ പേര് സ്ഥലത്തോട് കൂടെ അല്ലേ പേരിടുന്നേ? സ്ക്രിപ്ചറലാ. കവിയൂർ പൊന്നമ്മ. അപ്പൊ പൊന്നമ്മ എവിടെയുള്ള ആളാ? കവിയൂറുള്ള ആളാ, അല്ലേ?
തിരുവനന്തപുരം ഫ്രാൻസിസ്, ഞങ്ങളൊരു പേരിടട്ടെ. അപ്പൊ ഫ്രാൻസിസ് എവിടെയുള്ള ആളാ? തിരുവനന്തപുരം അല്ലേ? യേശു മെത്തേഡാണത്. പിതാവേ എന്ന് വിളിക്കാതെ, കാരണം പിതാവേ എന്ന് വിളിച്ച ഭൂമിയിലെ ചാക്കോച്ചനും ജോസഫൊക്കെ എന്താടാ വിളിച്ചാ എന്ന് ചോദിക്കും. അപ്പൊ കറക്റ്റായിട്ട് പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പൊ ഈ പിതാവിന്റെ സ്ഥലം എവിടെയാ? സ്വർഗത്തിലാ. അതാ സ്വർഗം. അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. എങ്ങനെ? അങ്ങയുടെ രാജ്യം ഭൂമിയിൽ വരണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ സ്വർഗവും ഭൂമിയും കൂടി ഒന്നാകണം. ഹല്ലേലൂയ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലും നിറവേറണം. അതിനുവേണ്ടി എന്ത് വേണം? അന്നന്ന് ഞങ്ങൾക്കുള്ള ആഹാരം അങ്ങ് തരണം. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ പുട്ടിടലി ചപ്പാത്തി മാത്രമേ വരുള്ളൂ. ശരിക്കും അതൊക്കെ ജഡത്തിലുള്ളതാണ്. നമ്മുടെ അകത്ത് അന്നെന്നുള്ള ആഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായി വരുന്നത് അന്നന്ന് ആത്മാവ് സഭകളോട് പറയുന്ന ചിന്തയാണ്. അന്നെന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ തെറ്റ് ചെയ്തതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണേ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് എല്ലാ പാപങ്ങളും എടുത്ത് മാറ്റണമേ. പാപം ഉണ്ടെങ്കിൽ അങ്ങ് വസിക്കത്തില്ല. ഇനി വീണ്ടും ഞങ്ങൾ പാപത്തിൽ വീഴാതിരിപ്പാൻ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ അകപ്പെടുത്തരുതേ. ദുഷ്ടന്റെ കയ്യിൽ നിന്ന്, പിശാചിന്റെ കയ്യിൽ ഞങ്ങളെ വിടുവിക്കണമേ. വീണ്ടും എപ്പോഴും പരിശുദ്ധിയോടുകൂടെ നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണേന്ന് അതിന്റെ അർത്ഥം. ഞങ്ങൾ ഇതൊക്കെ പ്രാർത്ഥിച്ചതിന്റെ കാരണം രാജ്യവും ശക്തിയും മഹത്വവും ഒക്കെ അങ്ങയുടേതാ. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങയോട് ഇതൊക്കെ പ്രാർത്ഥിച്ചത്. ഇത് യേശുക്രിസ്തു നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. പിശാചും കൂട്ടരുത് പ്രാർത്ഥിക്കത്തില്ല. കാരണം അവർക്കൊരിക്കലും ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ വരുന്നത് ഇഷ്ടമല്ല. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ മക്കളും പിശാച് പറ്റിക്കാത്ത ദൈവത്തിന്റെ മക്കളും ഇത് പ്രാർത്ഥിക്കും. പിശാച് പറ്റിച്ച ദൈവമക്കൾ ആരും ഇത് പ്രാർത്ഥിക്കത്തില്ല. കാരണം ഇത് യേശു അല്ലേ പഠിപ്പിച്ചേ? ഹല്ലേലൂയ. യേശു പഠിപ്പിച്ചത് പ്രാർത്ഥിക്കാമോ? യേശു പഠിപ്പിച്ചത് പ്രാർത്ഥിക്കാമോ? നിങ്ങളോടോ ചോദിച്ചേ. പ്രാർത്ഥിക്കാൻ പാടില്ലാട്ടാ. ഇന്ന് ചെയ്യണത് പോലെ തന്നെ ചെയ്തോളണം. ഇതൊന്നും പ്രാർത്ഥിക്കണ്ടെന്നേ അല്ലേ? പറ്റിക്കപ്പെട്ട് കിടക്കുക സഭ. പറ്റിക്കപ്പെട്ട്. യേശു പഠിപ്പിച്ചു തന്നു പ്രാർത്ഥിക്കേ, എന്നാലും ഞങ്ങൾ പ്രാർത്ഥിക്കത്തില്ല. ഇത് പറയണമെന്ന് മനസ്സിലാക്കുക. ഇതിനേക്കാൾ ബെസ്റ്റ് പ്രയർ വേറെയില്ല. യേശു പഠിപ്പിച്ച ഈ പ്രാർത്ഥനയേക്കാൾ ബെസ്റ്റ് പ്രയർ വേറെയില്ല. ഇത് പ്രാർത്ഥിക്കരുതെന്ന് പഠിപ്പിക്കുന്നത് തന്നെ തെറ്റാ. ഇതാണ് പ്രാർത്ഥിക്കേണ്ടതെന്നാണ് യേശു പറഞ്ഞത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വണ്ണം പ്രാർത്ഥിപ്പേൻ. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം ഇതെല്ലാം അതിൽ ഉൾക്കൊള്ളണം. ഇതെല്ലാം അതിൽ ഉൾക്കൊള്ളണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ. എനിക്കത് തരണേ, എനിക്കിത് തരണേ, അവർക്കത് കൊടുക്കണേ, ഇവർക്ക് തരണേ. പ്രാർത്ഥനയൊക്കെ നല്ലതാ. പക്ഷെ ആദ്യം എന്താ വേണ്ടേ? ദൈവരാജ്യം നമ്മളിലും നമ്മളിലൂടെ ഭൂമിയിലും നിറവേറണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അപ്പോൾ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതാ നമ്മൾ അവിടെ നിന്ന് വിടുകയാണ്. ഇതിൽ ധാരാളം കാര്യങ്ങളുണ്ട്. വീണുപോയ മനുഷ്യനിലൂടെ, ഇതാണ് വീണുപോയ മനുഷ്യൻ കാണാം. വീണുപോയ മനുഷ്യനിലൂടെ ദൈവം ഭൂമിയിൽ വെളിപ്പെടുന്നില്ല. കാരണം വീണുപോയ മനുഷ്യനിൽ അവന്റെ സ്വഭാവം എന്ന് പറയുന്നത്, അവന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞതാണ് ശരി, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കേണ്ട. മനസ്സിലായോ? ആരെങ്കിലും പറയാൻ പോയി അവൻ സ്വയത്തിൽ നിൽക്കണേ, ഞാൻ പറഞ്ഞതാണ്, അതായത് ഞാൻ സെൽഫ് നേച്ചർ, ഞാൻ പറഞ്ഞതാണ് ശരി, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കേണ്ട. ഇത് വീണുപോയ മനുഷ്യൻ. ഇവനിലൂടെ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവന് വിട്ടുകളയും. കാരണം അവൻ തെറ്റിക്കിടക്കുക. നിങ്ങളെല്ലാം താൻ്റെ സ്വയത്തിലേക്ക് തെറ്റിപ്പോയി. അപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട, വീണുപോയ മനുഷ്യന്റെ മറ്റൊരു തെറ്റ് എന്ന് പറയുന്നത് അവന്റെ ഉള്ളിൽ ലോകദർശനമാണ്. ലോകദർശനം. ചതുപ്പ് നിലത്തിൽ വീണ ഒരു കുതിര പോലെയാണ് ലോകദർശനത്തിൽ കിടക്കുന്ന മനുഷ്യൻ. അവനൊരിക്കലും സ്വയമേ രക്ഷപ്പെടാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഈ കുതിര ചതുപ്പ് നിലത്തിൽ വീണു, സ്വയമേ ഭയങ്കര പവറാ കുതിരയ്ക്ക്, പക്ഷെ സ്വയമേ രക്ഷപ്പെടാൻ പറ്റില്ല. മറ്റൊരാളുടെ സഹായം വേണം. ഇതേപോലെ ലോകമെന്ന ചതുപ്പ് നിലത്തിൽ വീണ നമുക്ക് സ്വയമേ രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഈ വീണുപോയ മനുഷ്യൻ ഇതേപോലെ കിടക്കുകയാണ്. അവൻ രക്ഷപ്പെടാൻ പറ്റത്തില്ല. അവൻ സ്വയത്തിൻ്റെയും ജഡത്തിൻ്റെയും ഒക്കെ ആ കുഴിയിൽ, ട്രാപ്പിൽ കിടക്കുന്നവനായതുകൊണ്ട്, ഇതാണ്ട ജഡം, ആ ജഡത്തിലൂടെ ഒരു റോഡ് ഉണ്ടാക്കുമ്പോൾ കല്ലിടിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. അനേകരും മരിച്ചു പോകുക ആ വീഴ്ചയിൽ.
അല്ലെങ്കിൽ റോഡുണ്ടാക്കും, പർവ്വതത്തിൽ കൂടി റോഡുണ്ടാക്കുമ്പോൾ പലരും മരിച്ചു പോകും, നമ്മളറിയാഞ്ഞിട്ടാ. അങ്ങനെ ഇതാ ഇടിഞ്ഞു വീഴും. ഇതേപോലെ തന്നെ നമ്മുടെ ജഡത്തോടെ ഇടപെടുമ്പോൾ പലപ്പോഴും ജഡം പൊങ്ങിയിട്ട് നമ്മളുടെ പല മേഖലയിലും പലപ്പോഴും പല കാഷ്വാലിറ്റീസും ഉണ്ടാകാനായിട്ട് ഇടയാകും. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വീണുപോയ മനുഷ്യൻ, അവനിലൂടെ ദൈവത്തിൻ്റെ ട്രാഫിക് ഇല്ല. ഇതുകൊണ്ടാണ് നേരത്തെ നമ്മൾ കേട്ടത്, നിർജ്ജന പ്രദേശത്ത് ദൈവത്തിനൊരു പെരുവഴി ഒരുക്കുവേ. ഹല്ലേലൂയ. നിർജ്ജനമല്ല, നിർദൈവം. അല്ലെന്നുണ്ടെങ്കിൽ ദൈവം യാത്ര ചെയ്യേണ്ട മണ്ഡലത്തിലൂടെ ദൈവം യാത്ര ചെയ്യുന്നില്ല. ഇനി നമ്മളിലൂടെ ദൈവം യാത്ര ചെയ്യണം. ഇതാ, എന്നാൽ സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയിൽ നിങ്ങൾക്ക് കാണാം, ഇതാ ക്രിസ്തു നിൽക്കുന്നു. ക്രിസ്തുവിനെ കാണാം. ക്രിസ്തുവിലാണ്, ഇതാണ് ദൈവത്തിന്റെ മർമ്മം. ദൈവത്തിന്റെ മർമ്മം പറയാണ് സ്വർഗവും ഭൂമിയും പിന്നെയും ഒന്നിക്കണോ. ഇതാ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഒരു ക്രിസ്തുവിലുള്ള മനുഷ്യൻ, ഇതാ ഞങ്ങളുടെയൊക്കെ ഫോട്ടോ, പലരുടെയും ഫോട്ടോ ഇതിൻ്റെ ഉള്ളിലുണ്ടാകും. ഇതാണ് ക്രിസ്തു, ഇതാണ് ക്രിസ്തുവിന്റെ ബോഡി. ക്രിസ്തുവിന്റെ ബോഡിയിൽ ഇതാ രക്ഷിക്കപ്പെട്ടവരുടെ അവരുടേതായ മുഖങ്ങൾ ഇവിടെ കാണിക്കുക. എൻ്റെ മുഖം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാ നമ്മുടെ ക്രിസ്റ്റി ദേവദാസന്റെ, നോബർട്ട് ദേവദാസന്റെ ഇവിടെ ഉണ്ട്, ക്രിസ്റ്റി അങ്കിളുടെ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗങ്ങളാണ്. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തു നമ്മുടെ തല, ക്രിസ്തുവിന്റെ തല ദൈവം, ഇതെല്ലാം കൂടി ഒറ്റ ശരീരമാണ്. അങ്ങനെ സ്വർഗവും ഭൂമിയും കൂടെ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനിലൂടെ ഒന്നാവുകയാണ്. അങ്ങനെ സ്വർഗവും ഭൂമിയും കൂടി ഒന്നാകണം. അത് ഒരല്പം ടൈം എടുത്ത് നമ്മളുടെ ജീവിതത്തിലുള്ള പ്രോസസ്സാണ്. അത് നമുക്ക് പുറകെ മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ വരുമ്പോഴാണ് ദൈവത്തിന് നമ്മളിലൂടെ ഭൂമിയിലേക്ക് വഴിയൊരുക്കുന്നത്. ഇതാണ് യെശയ്യാ 40:3 പറയുന്നത്. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നു, യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. ഹല്ലേലൂയ. അത് നമ്മളിൽ സംഭവിക്കണം. അപ്പോൾ ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് യഹോവയ്ക്ക് വഴിയൊരുക്കുന്നതാണ്. അത് ഏകനായ സ്വർഗസ്ഥ പിതാവ് ത്രിയേകമായി തൻ്റെ മക്കളിലൂടെ പ്രവർത്തിക്കുന്ന രംഗമാണ് അത്. എന്നാൽ അതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഓ ഫാദർ, വി താങ്ക് യു. ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പഠിപ്പിക്കാൻ പറ്റില്ല, സമയമില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് നിങ്ങൾ ഈ ചിത്രമൊക്കെ എടുത്തുകൊണ്ട് വെക്കുക, എന്നിട്ട് ദൈവസന്നിധിയിൽ ധ്യാനിച്ചോ, എന്നിട്ട് ദൈവം നിങ്ങളെ പഠിപ്പിക്കുമായിരിക്കാം. ഹല്ലേലൂയ. അല്ലെങ്കിൽ SVJ മെസ്സേജ് യൂട്യൂബിൽ തപ്പുക. നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സുഖമായിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. ഒരു ബൈബിൾ കോളേജിൽ ഇത് പഠിപ്പിക്കുന്നൊന്നുമില്ല. ഞാൻ ഇതുവരെ കാര്യമില്ല, ഞാൻ ദൈവത്തിൽ നിന്ന് പഠിച്ചതാണ് ഇതൊക്കെ. സാത്താൻ നമ്മളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, പിശാച് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ രീതി, ദൈവം നമ്മളിൽ പഴയ ഉടമ്പടി സമയത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു, യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഏകനായി സ്വർഗസ്ഥ പിതാവ് ത്രിയേകമായി തൻ്റെ മക്കളോട് പ്രവർത്തിക്കുന്നു. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ സോളിലൂടെ ഗ്രീൻ ലൈൻ വരുന്നുണ്ട്. ആ ഗ്രീൻ ലൈൻ നമ്മളിലൂടെ ഭൂമിയിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളിലൂടെ റൂട്ട് തുറന്നു, വഴിയൊരുക്കപ്പെട്ടു. പക്ഷെ ഇത് നമ്മളിൽ യേശുവിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റമാണത്. നമ്മളിലേക്ക് ഈ സിസ്റ്റം വരണം. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ഇന്ന് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളുടെ സോള് അവരാണ്, നമ്മളുടെ സെൽഫാണത്. നമ്മുടെ സ്വയം, ആ സ്വയത്തിൽ നമ്മുടെ ജഡത്തെ ചലിപ്പിക്കുന്നു. നമ്മൾ വെളിപ്പെടുന്നു, ഭൂമിയിലേക്ക് നമ്മൾ വെളിപ്പെടുന്നു. കുറച്ചാൾ കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ തണുത്ത വെള്ളം പോകുന്ന പൈപ്പിലൂടെ ചൂടുവെള്ളം പോയി അത് ഉരുകി പോകുന്നത് പോലെ നമ്മൾ ഇവിടുന്ന് മരിച്ചു മാറ്റപ്പെടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവമാണ് നമ്മളിവിടെ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ മരിച്ചാലും ജീവിക്കും. പക്ഷേ ഇന്ന് നമ്മൾ സംഭവിക്കുന്നത്, ഇന്ന് നമ്മൾ വെളിപ്പെടുകയാണ്. പക്ഷേ ഇനി നമ്മളിങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മായിയമ്മ വന്ന് എന്തെങ്കിലും പറഞ്ഞ് നിന്ദിച്ചോ, എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത പറഞ്ഞു, ഉടനെ അമ്മയോടുള്ള ദേഷ്യമായി. പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ ഈ അമ്മയും മരുമോളും തമ്മിൽ ഓൾമോസ്റ്റ് ഒരു 80% 90% അടുക്കളയിൽ എപ്പോഴും പ്രശ്നമാണ്. അടുക്കളയുടെ താക്കോലുമായിട്ടുള്ള ബന്ധത്തിലാണ് കൂടുതൽ പ്രശ്നം വരുന്നത്. അങ്ങനെ ഫൈറ്റ് ഉണ്ടായി കഴിയുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ജഡം പൊങ്ങുമ്പോൾ ഇവർ തമ്മിൽ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ, അത് അമ്മായിമ്മയും മരുമോളും മാത്രമല്ല, അമ്മായിയപ്പനും മരുമകനും ഓഫീസറും സ്റ്റാഫും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ പ്രശ്നങ്ങൾ വരും. അങ്ങനെ ഗ്രഡ്ജസ് കയറി വരുമ്പോൾ നമ്മുടെ ജഡം ഈ സെൽഫിനോട് കയറിപ്പിടിക്കും. സ്വയത്തോടുകൂടെ ആര് കയറിപ്പിടിക്കും? ജഡവും കൂടി കയറിപ്പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കൂല, പൊട്ടിത്തെറിക്കും.
പൊട്ടിത്തെറിക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ ബോംബ് പൊട്ടിത്തെറിച്ചെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? പടക്കം പൊട്ടിയെന്ന് കേട്ടിട്ടുണ്ടോ? അവൾ പൊട്ടിത്തെറിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ ബോംബ് പൊട്ടിത്തെറിച്ചു, പടക്കം പൊട്ടി, അവൾ പൊട്ടിത്തെറിച്ചു അല്ലേ? അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ പൊട്ടൽ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഉടനെ സാത്താൻ നമ്മുടെ ഉള്ളിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി. നിമിഷ നേരം കൊണ്ട് സാത്താൻ ഇറങ്ങി കഴിഞ്ഞു, നമ്മൾ പോലും അറിഞ്ഞില്ല. ഇതുകൊണ്ട് ദൈവത്തിന് വചനം പറഞ്ഞ സാത്താൻ ഇടം കൊടുക്കരുത്. പിന്നെ ആ വ്യക്തിയെ നോക്കുമ്പോൾ കാണാം ക്യാൻസറാണ്, അതാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞേക്കാം. മനസ്സിലായോ? ഇതാ കർത്താവ് പറഞ്ഞ്, പിശാച് കോപിച്ചാൽ പാപം ചെയ്യരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. നിമിഷ നേരം കൊണ്ട് സംഭവം കഴിഞ്ഞു. നിമിഷ നേരം കൊണ്ട് ടപ്പെന്ന് പറഞ്ഞ് അത് പല പല രീതിയിലേക്ക് നമ്മുടെ ശരീരത്തെ അവൻ തകർത്ത് കളയും. കാരണം നമ്മുടെ ശരീരം എന്നറിയാമോ? ദൈവത്തിന്റെ ആലയമാണ്. അവസരം കിട്ടിയാൽ അവൻ ആലയത്തെ തട്ടും. പിശാച് ആലയത്തെ തട്ടും. അതുകൊണ്ട് അവനെ അവസരം കൊടുക്കരുത്. പിശാചിന്റെ പ്രവർത്തന രീതി എന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം, അതൊക്കെ വിടണം. എന്നിട്ട് ദൈവത്തിന്റെ ക്രിസ്തു ഉപയോഗിച്ച പ്രവർത്തന രീതിയിലേക്ക് വരണം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഇന്നർ ഹീലിംഗ്, ഇന്നർ ക്ലീനിങ്ങും ഒക്കെ നമ്മൾ നടക്കണേ. ഈ ഒരു സിസ്റ്റം, ഈ ഒരു പ്രവർത്തന രീതി നമ്മൾ നടക്കണം. പിതാവിനുള്ളതെല്ലാം ഇതാ പുത്രനായ ക്രിസ്തുവിലേക്ക് തൻ്റെ ആത്മാവിലൂടെ ലഭിക്കുന്നു. നമ്മളുടെ ക്രിസ്തുവിലുള്ള നമ്മുടെ സോളിലേക്ക് അത് വെളിപ്പെടുന്നു. നമ്മുടെ ശരീരം ഉപയോഗിച്ച് ഭൂമിയിൽ അത് ചെയ്യുന്നു. ത്രിയേക പ്രവർത്തനം. എന്നാൽ ആ പ്രവർത്തനം ഇന്ന് പ്രവർത്തിക്കുന്നില്ല. സൺസ് ഓഫ് ഗോഡ് വർക്കിംഗ് സിസ്റ്റം വർക്ക് ചെയ്യണില്ല. അത് ഇതാ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്നാൽ ഇതാ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിൻ്റെ വർക്കിംഗ് സിസ്റ്റമാണ് ചുമന്നത്. പിശാച് ഈ ലോകത്തിലേക്ക് നമ്മളിലൂടെ വെളിപ്പെടുന്നു. കൂടുതൽ സമയം നമ്മൾ വെളിപ്പെടുന്നു. നമ്മുടെ ഉള്ളിൽ കോപം, ക്രോധം, ജഡത്തിൻ്റെ ചിന്തകൾ വരുമ്പോൾ പിശാച് നമ്മളിലൂടെ വെളിപ്പെടുന്നു. ഓ ഫാദർ, താങ്ക് യു. ഇന്ന് ഈ ഇതൊരു ഇലക്ട്രിക് സോക്കറ്റാണ്. ഈ ഇലക്ട്രിക് സോക്കറ്റ് പോലെയാണ് നമ്മൾ. ദൈവം നമ്മളിലൂടെ വെളിപ്പെടുന്നൊക്കെ അടഞ്ഞുപോയി. എല്ലാം എന്താ മാഹാളി അല്ലെന്നുണ്ടെങ്കിൽ വണ്ട് അല്ലെങ്കിൽ കടന്നൽ വന്നിട്ട് ഇതെല്ലാം അടച്ചു കളഞ്ഞു. ഇതൊക്കെ കുത്തിക്കളഞ്ഞ് റെഡിയാക്കി എടുത്താലേ ദൈവം നമ്മളിലൂടെ കണ്ടക്ട് ചെയ്യൂ. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളത്തിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ദൈവരാജ്യത്തിൻ്റെ സ്ട്രക്ചർ. വൺ ബോഡി സ്ട്രക്ചറാണിത്. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യം. ഇത് സ്വർഗം, പുതിയ റിസല്, താഴെ ഭൂമി, ഇടയിൽ ക്രിസ്തു. ക്രിസ്തുവിലൂടെ സ്വർഗവും ഭൂമിയും കൂടെ ഒന്നായി. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ക്രിസ്തുവിനെ വെച്ചിട്ട് സ്വർഗസ്ഥ പിതാവിനെ റീപ്ലേസ് ചെയ്യുന്ന ഇന്നത്തെ സഭാ ശുശ്രൂഷ എനിക്ക് മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിലൂടെ സ്വർഗവും ഭൂമിയും കൂടെ ഒന്നാകുന്ന ഒരു ശുശ്രൂഷയാണ് ഞാൻ വിശുദ്ധ ബൈബിളിൽ കണ്ടത്. ഹല്ലേലൂയ. ലോകത്തിലെ ഏറ്റവും വലിയ സഭാ വിഭാഗമാണ് കത്തോലിക്ക സഭാ വിഭാഗം. അതിൽ നിന്നാണ് സ്വർഗത്തിൽ തന്നെ കൊണ്ടുവന്നത്. എന്തിനാണെന്നറിയാമോ? സത്യം അന്വേഷിച്ചിട്ടാ. ഹല്ലേലൂയ. അപ്പോൾ സത്യം അന്വേഷികളാണ് ക്രിസ്തുവിലൂടെ ചേരുള്ളൂ. ആ സത്യാന്വേഷിയുടെ കൂട്ടത്തിൽ നിങ്ങളും ചേർന്നാൽ സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. ഈ ലോകത്തിൽ നമുക്ക് നിൽക്കുന്ന ഒരു രാജ്യവും ഇല്ല, കൂട്ടായ്മയില്ല, നഗരവും ഇല്ല. അതുകൊണ്ട് നമുക്ക് പിതാവിനോടും പുത്രനോടും കൂടെ കൂടാൻ. പുത്രനെ കൊണ്ട് പിതാവിനെ റീപ്ലേസ് ചെയ്യും. ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോകാതെ ബൈബിൾ എന്തു പറഞ്ഞോ അതിനൊന്നും കൂട്ടാനും പോകരുത്, ഒന്നും കുറയ്ക്കാനും പോകരുത്, കള്ളനായി പിടിക്കാനും ഇടയാകരുത്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് സിസ്റ്റം. ഇതെല്ലാം കൂടി ഒറ്റ ബോഡിയാണ്. നമ്മൾ വീണ്ടും അത് പഠിക്കും, മനസ്സിലാക്കും. അങ്ങനെ സ്വർഗം ഭൂമിയിലേക്ക് നമ്മളിലൂടെ പ്രവർത്തിക്കും. ഒരു സമയത്ത് സ്വർഗത്തിലും ഭൂമിയിലും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ. ദൈവത്തിന് കണ്ടോ ഒരു പച്ചലയും വന്നേക്കണുണ്ടോ? ഭൂമിയിലേക്ക്, ദൈവത്തിന് ഭൂമിയിലേക്കുള്ള വഴികളാണ് നമ്മൾ. മനസ്സിലായോ? ഇമ്മാനുവൽ നമ്മളിലൂടെ നടക്കണം. ക്രിസ്തുവിൽ നടന്നത് ക്രിസ്തുവിലുള്ള നമ്മളിലൂടെ ഇമ്മാനുവൽ നടക്കണം. അതാണ് ക്രിസ്തു പറഞ്ഞ് എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളത്തിൽ നിന്ന് ഇതുണ്ടോ തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ദാ ഒഴുകും. എങ്ങോട്ടേക്ക്? ഭൂമിയിലേക്ക് ഒഴുകി വീഴും. അതാണ് ദൈവം നമ്മളിലൂടെ വെളിപ്പെടുമെന്ന ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഹല്ലേലൂയ. നമ്മളിലൂടെ ദൈവം വെളിപ്പെടും. ക്രിസ്തുവിൽ നടന്ന് നമ്മളിലൂടെ നടക്കും. അതാണ് ക്രിസ്തുവൻ ജനറേഷൻ, ആദത്തിന്റെ ജനറേഷൻ. ഈ ആദത്തിന്റെ ജനറേഷനിൽ നടക്കൂല. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. യഹോവയ്ക്ക് വഴി തുറക്കുന്ന ഭാഗമൊക്കെയാണ്. നമുക്കത് പറഞ്ഞു തരാനുള്ള നേരമില്ല ഇവിടെ. ഓ ഫാദർ, വി താങ്ക് യു. ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളിലും നമ്മൾ ടോക്കൺ എടുത്തിട്ടുണ്ട്. ടോക്കൺ. ഈ ടോക്കൺ എടുക്കാന്ന് പറഞ്ഞ പരിപാടി അറിയോ നിങ്ങൾക്ക്? ആശുപത്രി ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടോ? അപ്പൊ തിരക്കുള്ള ഡോക്ടർ ആയതുകൊണ്ട് രാവിലെ 4 മണിക്ക് മോനെ പറഞ്ഞു വിട്ടു, എടാ മോനെ ഒരു ടോക്കൺ എടുത്തു വെച്ചേര്. മോൻ രാവിലെ പോയി ടോക്കൺ എടുത്തു. അല്ലെങ്കിൽ അപ്പൻ രാവിലെ പോയി ടോക്കൺ എടുത്തു. ആർക്ക് വേണ്ടി? മോന് വേണ്ടി.
അങ്ങനെ എന്നിട്ട് അപ്പൻ ജോലിക്ക് പോയി. ടോക്കൺ എടുത്തിട്ട് മോനോട് നമ്പർ വിളിച്ചു പറഞ്ഞു, എടാ മോനെ, രാവിലെ ഞാനവിടെ ചെന്നപ്പോൾ വലിയ ക്യൂ ആയിരുന്നു, കിട്ടി, ടോക്കൺ കിട്ടി 72, നീ വൈകുന്നേരം 4:30 ആകുമ്പോൾ ചെന്നാൽ മതി. ഓക്കെ. അങ്ങനെ ഈ കൊച്ചൻ വൈകുന്നേരം 4:30 ആയപ്പോൾ അവിടെ ചെന്നു, കാത്തിരുന്നു. അപ്പോൾ 5:30 ആയപ്പോഴാണ് കാണാൻ പറ്റുക. അങ്ങനെ ഡോക്ടറെ കണ്ട് തിരിച്ചു പോന്നു. ഇതേപോലെയാണ് സിസ്റ്റം. നമ്മൾ ടോക്കൺ എടുക്കും, പിതാക്കന്മാർ ടോക്കൺ എടുക്കും, മക്കൾ അനുഭവിക്കും. മനസ്സിലായോ? ഇതാണ് സിസ്റ്റം. നമുക്ക് വെള്ള ടോക്കൺ എടുക്കാം, കറുത്ത ടോക്കൺ എടുക്കാം. വെള്ള ടോക്കൺ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ, കറുത്ത ടോക്കൺ നമ്മൾ പിശാചിന് കൊടുക്കുന്ന ഇടങ്ങൾ. മനസ്സിലായോ? മാതാപിതാക്കന്മാർ ടോക്കൺ എടുത്തിട്ട് മക്കൾക്ക് കൊടുത്തിട്ട് പോകും. പലപ്പോഴും മക്കളുടെ പ്രശ്നം മാറാൻ മാതാപിതാക്കന്മാരിവിടെ വരും. ഞങ്ങൾ ആ ഡോക്ടറെ കാണിച്ചു, ഈ ഡോക്ടറെ കാണിച്ചു, ആ പള്ളിയിൽ കൊണ്ടുപോയി, ഈ പള്ളിയിൽ കൊണ്ടുപോയി, ആ അമ്പലത്തിൽ കൊണ്ടുപോയി, ഈ അമ്പലത്തിൽ കൊണ്ടുപോയി, ആ മന്ത്രവാദം എടുത്ത് കൊണ്ടുപോയി, ഈ മന്ത്രവാദം എടുത്ത് കൊണ്ടുപോയി. പക്ഷേ യഥാർത്ഥത്തിൽ അവരാണ് മാതാപിതാക്കന്മാർ ടോക്കൺ എടുത്തതാണ്. എന്നിട്ട് അവർ ദിശ മാറി ഓടുകയാണ്. ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒരു കൊച്ചിനെ കൊണ്ടുവന്നു. ആ കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ഒരു പാള പോലെ ഇതിൽ കിടത്തിയിരിക്കുക. കൊച്ചിൻ്റെ തല വലിയതാണ്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ കൊച്ചിന് അപസ്മാരം, ഞാൻ ചിന്തിക്കുന്നത് ചന്ദ്രരോഗം എന്ന രോഗം പിടിച്ചിട്ട് വായിലൂടെ പത വരും. ജനിച്ചിട്ട് കുഞ്ഞ് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, കിടപ്പ. ഒരു 12 വയസ്സൊക്കെ ഉണ്ടെന്ന് തോന്നണു. അല്ല, ഒരു തൂക്കം ഉണ്ടാകും. ഒരു 10, 25, 30 ഇടയ്ക്ക് തൂക്കം ഉണ്ടാകും കുഞ്ഞിന്. ശരീരം ഇത്ര വലുതാണ്. ആ ഭാര്യയും ഭർത്താവും കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ ജയിലിലാണ്, അതിൻ്റെ പുറകെയാണ്. ഇതാണ് സ്പിരിച്വൽ ജയിലാണ് ഇതൊക്കെ. കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ ജയിലാണ്. അപ്പൊ ഈ കുഞ്ഞിന്റെ വിഷയം മാറാൻ വേണ്ടിയാണ് ഇവർ ഓടി നടക്കണേ. ഈ മാതാവിനെയും പിതാവിനെയും സെപ്പറേറ്റ് അവരോട് സംസാരിച്ചപ്പോൾ ഇവരുടെ വിഷയം മനസ്സിലായി. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ കഷ്ടത്തിലാകുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയി, എന്നാൽ ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ അനുസരിക്കുന്നു. ഈ ഒരു വചനപ്രകാരം ഈ മാതാവിനെയും പിതാവിനെയും കൗൺസിൽ ചെയ്യാനിടയായി. വായിച്ച സങ്കീർത്തനം 119:67. അപ്പൊ അവര് പറഞ്ഞത്, ആദ്യം ഇങ്ങനെയുള്ള കൂട്ടരൊക്കെ പെട്ടെന്ന് പറയണത്, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ലെന്ന് പറയുള്ളൂ. നമ്മൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധി ഇരിക്കുമ്പോൾ ദൈവം കാര്യം പറഞ്ഞു തരും. വായിച്ചേ. കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. ശ്രദ്ധിച്ചേ, കഷ്ടതയിലാകുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയി. അപ്പൊ കഷ്ടതയിലായതാണോ ആദ്യം, തെറ്റിപ്പോയതാണോ ആദ്യം? കഷ്ടതയിലാകുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയി. അപ്പൊ തെറ്റ് വന്നതിന് ശേഷമല്ലേ കഷ്ടത വന്നേ? എൻ്റെ ജീവിതത്തിൽ അപ്പനോട് സ്വരം ഉയർത്തി സംസാരിച്ചതിന് ശേഷമല്ലേ തൊണ്ടവേദന തുടങ്ങി, ഇല്ലേ? അപ്പൊ ഈ വചനം വെച്ചൊന്ന് സ്കാൻ ചെയ്ത് അവരോട് സംസാരിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുന്നു, ആദ്യം എല്ലാവരും പറഞ്ഞ പോലെ അവരും പറഞ്ഞു, ഒരു കുഴപ്പം, ഒരു വിഷയത്തിലും ഞങ്ങളില്ലല്ലോ. അപ്പോഴാണ് ഒരു വചനം വരുന്നത്, മനുഷ്യന് തൻ്റെ വഴിയൊക്കെയും ചൊവ്വായി തോന്നുന്നു. മനുഷ്യൻ സ്വന്തമായിട്ട് സ്കാൻ ചെയ്താൽ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ദൈവസഹായം അപേക്ഷിക്കുക. ദൈവമേ, സങ്കീർത്തന പുസ്തകം ഇങ്ങനെ പറയുന്നു, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിലേക്ക് എന്നെ അങ്ങ് നയിക്കണമേ, നടത്തണേ. അപ്പൊ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് വ്യസനത്തിനുള്ള മാർഗം. എൻ്റെ നിലവുകളെ അങ്ങ് പരിശോധിക്കണമേ. അതിൻ്റെ അർത്ഥം എൻ്റെ ചിന്തകളെ അങ്ങ്. അപ്പൊ ദൈവത്തോട് നമ്മൾ പറയണ, അങ്ങ് തന്നെ എൻ്റെ ചിന്തകളെ പരിശോധിച്ചിരിക്കും പറഞ്ഞാണ്. അല്ലെങ്കിൽ മക്കളെ ഇത് മനസ്സിലാകൂല. ഹല്ലേലൂയ, മനസ്സിലാകില്ല. ഇതങ്ങ് മറിഞ്ഞു കിടക്കും, മനസ്സിലാകില്ല. അപ്പൊ അവരോട് സംസാരിച്ചപ്പോൾ ഈ കുഞ്ഞ് ഇങ്ങനെ ആകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു വിഷയത്തിലൂടെ, നിങ്ങൾ പ്രത്യേക വിഷയത്തിലൂടെ കടന്നുപോയോ? അവസാനം അവർ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ കുഞ്ഞ് ഗർഭത്തിലായപ്പോൾ ഇവരൊരു തീരുമാനമെടുത്തു, ഈ കുഞ്ഞിനെ വേണ്ട. പല മാതാപിതാക്കൾക്കും പറ്റുന്നൊരബ്ദമാണ്.
ഒരിക്കലൊരു അമ്മ എന്നോട് ഇങ്ങനെ പറയാനിടയായി. തൻ്റെ മകൾ എപ്പോഴും തന്നോട് വല്ലാതെ പെരുമാറും അമ്മയോട്. ആ അമ്മ പറഞ്ഞൊരു കാര്യം, ഈ മകള് എൻ്റെ ഉദരത്തിലായിരുന്നപ്പോൾ ഇവളെയും വേണ്ടാന്ന് ഞാൻ വെച്ചതാണ്. പിന്നെ അങ്ങ് വന്നു. ആ മകൾക്ക് അമ്മയെ ഇഷ്ടമല്ല. പക്ഷെ നിങ്ങൾ പറയും എൻ്റെ മോൻ എന്നെ ഇഷ്ടമല്ല, എൻ്റെ മോക്ക് എന്നെ ഇഷ്ടമല്ല. ആ മാതാവ് അങ്ങനെയാ പറഞ്ഞേ. ഈ മാതാപിതാക്കന്മാർ പറയും, ഈ കൊച്ചു ഉദരത്തിലുള്ള ഞങ്ങൾക്ക് ഈ വ്യക്തി വേണ്ട എന്ന് ഞങ്ങൾ ചിന്തിച്ചു, അബോർട്ട് ചെയ്യാന്ന് ചിന്തിച്ചു. പിന്നെ ഹോസ്പിറ്റലിൽ പോകാതെ കഠിനമായി വേല ചെയ്താൽ അങ്ങോട്ട് അബോർട്ടായി പോകല്ലോ. അതുകൊണ്ട് കഠിനമായി അങ്ങ് വേല ചെയ്തു. പക്ഷെ കൊച്ചബോട്ടായില്ല, കൊച്ചു പ്രസവിച്ചു. അപ്പം മക്കൾ ആരുടെ ദാനോ? ദൈവത്തിന് ദാനം. യേശുക്രിസ്തു പറയാണ്, ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. അത് സ്പിരിച്വൽ സൺസാണ്. ഇതൊക്കെ ഫിസിക്കൽ, ജഡത്തിലുള്ള മക്കളാണ്. മക്കളെ യഹോവയുടെ ദാനം. യഹോവ കൊടുത്ത ദാനം ആർക്കാ കൊടുത്തേ? ഈ അപ്പനും അമ്മയ്ക്കല്ലേ കൊടുത്തേ. ഇപ്പൊ അപ്പനും അമ്മയും പറയുന്നു ഞങ്ങൾക്ക് വേണ്ട, ഇവിടെ കൊടുത്തും പോയി. അപ്പൊ ദൈവം കൊടുത്തത് ഈ അപ്പനും അമ്മയ്ക്കും വേണ്ട. അപ്പൊ ഇത് ആരെ ഏറ്റെടുക്കും? പിശാച് ഏറ്റെടുത്തു. പിശാച് ഏറ്റെടുത്തു. നിനക്കുള്ളത് നീ സൂക്ഷിക്കണം. ഗർഭത്തിൽ വെച്ച് തന്നെ പിശാച് അവിടെ കയറി സ്ഥാനമായി. കൊച്ചു ജനിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചന്ദ്രലോകത്തോടു കൂടിയാണ് കൊച്ചു വന്നേക്കണേ. കൊച്ചിൻ്റെ തല സാധാരണ മക്കളെക്കാൾ അങ്ങ് വലിയ തലയായി മാറുക. ഇടയ്ക്കിടയ്ക്ക് ചന്ദ്രരോഗം കയറി പിടിക്കും, ഉറങ്ങൂല. അവരുടെ ഭാര്യയും ഭർത്താവും ജയിലിലായി. ഈ കുഞ്ഞിൻ്റെ കൂടെ നിൽക്കണം, ജോലിക്ക് പോകാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ജയിലുകളൊക്കെ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് അവോയ്ഡ് ചെയ്യാം. ഒരാൾ വീട്ടിൽ കിടപ്പിലായാൽ മറ്റൊരാൾ ജയിലിലായി, ആ വീട്ടിലെ വേറൊരാൾ ജയിലിലായി. എപ്പോഴും കൂടെ ഒരാൾ വേണം. ദൈവം തന്ന ടൈം, ദൈവം തന്നെ നമ്മളോട് പറയുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ. അപ്പൊ പിശാചിന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ, സമയം എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കും. ഇവിടെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. സ്വയമേ നമുക്ക് പലപ്പോഴും അസാധ്യമാണ്, ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവം അതിനുള്ള നീക്കുപോക്കുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുവാനായിട്ടിടയാണ്. അവസാനം ഈ ഭാര്യയോടും ഭർത്താവോടും പറഞ്ഞ, ഒരു പക്ഷേ നിങ്ങളുടെ വിഷയം ഇതായിരിക്കും, ദൈവം തന്നതിനെ നിങ്ങൾ വേണ്ടാന്ന് വെച്ചു. പിശാച് അവിടെ കയറി ഏറ്റെടുത്തു. അബോർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുക, ദൈവമേ ഞങ്ങൾ ചെയ്ത് തെറ്റിപ്പോയി, അങ്ങ് മക്കൾ യഹോവയുടെ ദാനം, അങ്ങ് തന്നതിനെ ഞങ്ങൾ വേണ്ട എന്ന് വെച്ചു, ഞങ്ങൾ ക്ഷമിക്കണമേ. രണ്ടുപേരും പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് രാത്രി 9 മണിയാണ്. 9 മണിക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം അവരെ പറഞ്ഞു വിട്ടു. രാവിലെ 9 മണിയായപ്പോൾ ആ കൊച്ചിനെ കൊണ്ട് കിടത്തി ഉറക്കി. രാവിലെ 9 മണിയായപ്പോൾ അമ്മ, ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ കാത്തു നിൽക്കുക, ഒരു സാക്ഷ്യം പറയാനാ. എൻ്റെ കുഞ്ഞ് ഇതുവരെയും കിടന്ന് ഒരു 5-10 മിനിറ്റ് തികച്ചുറങ്ങാറില്ല, അതിനു മുമ്പ് ഇത് സ്പിരിറ്റ് പിടിക്കും. പക്ഷേ ഇന്നലെ ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, അവർ ദൈവസന്നിധിയിൽ കരഞ്ഞ് അനുതപിച്ചു, മാനസാന്തരപ്പെട്ടു. കൊച്ചിനെ കൊണ്ട് കിടത്തി. കുഞ്ഞ് ഇന്നലെ രാത്രി 9 മണിക്ക് ഉറങ്ങിയതാ. സുന്ദരമായിട്ട് ഉറങ്ങുന്നു. രാവിലെ 9 മണിയായി, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. സുഖമായിട്ട് ഉറങ്ങുക, ഒരു സ്പിരിറ്റും പിടിക്കണില്ല. മോനെ, നിന്റെ മോളെയും മോനെയും സ്പിരിറ്റ് പിടിക്കാതിരിക്കണോ? ദൈവത്തിനടുക്കെ കൊണ്ടുപോവാ. ദൈവത്തിൻ്റെ മക്കളായി, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായി ആദ്യം നമ്മൾ മാറുക. മക്കൾക്ക് വേണ്ടി ബ്ലാക്ക് ടോക്കൺ എടുത്ത് വെക്കരുത്. രാവിലെ അമ്മ പോയി 4 മണിക്ക് ഡോക്ടറെ കാണാൻ ടോക്കൺ എടുത്തു. വൈകിട്ട് 5:30 ആയപ്പോൾ മോൻ പോയി കണ്ടു. നമ്മുടെ മക്കൾക്ക് വേണ്ടി ബ്ലാക്ക് ടോക്കൺ എടുത്തു വെച്ച് അവരെയും കുഴിയിലാക്കരുത്. ഗുണവാൻ, നല്ലൊരു മനുഷ്യൻ,
മക്കൾക്ക് മാത്രമല്ല മക്കളുടെ മക്കൾക്ക് നല്ല അവകാശങ്ങൾ വെച്ചേച്ച് പോകുന്നു. പാപിയെ ദോഷം പിന്തുടരുന്നു. നമ്മൾ അറിയാതെ ഇതുപോലെ പലതും ചെയ്യുന്നു. വൈറ്റ് ടോക്കൺ എടുക്കുക, നന്മ ചെയ്യേ. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞൊരു കാര്യം, ഇന്ത്യ വല്ലാത്തൊരു സ്ഥലം തന്നെ കേട്ടോ, എല്ലാത്തിൻ്റെയും ഹൃദയം ഒരു വല്ലാത്ത ഹൃദയം. ഞാൻ തിരിച്ചു പറഞ്ഞു കൊടുത്തു, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പിക്കും. ഇന്ത്യ മാത്രമല്ല, ലോകത്തെ എല്ലാ സ്ഥലവും നല്ല വഷളത്തോളതാണ്. പക്ഷെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് ജീവിച്ചവർക്ക് ഇവിടെ വരുമ്പോൾ വല്ലാത്തൊരു ഡാർക്ക്നെസ് ആയിട്ട് ഫീൽ ചെയ്യും. ഇന്നത്തെ പേപ്പറിൽ കിടക്കുന്നത് കണ്ടു, ദുബായിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും രാത്രി 12 മണിക്ക് പോലും പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് ചുമ്മാ തെരുവിലൂടെ നടക്കാം. ഇവിടെ പറ്റുമോ? ആരും ഒന്നും ഉപദ്രവിക്കാനില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ബ്ലാക്ക് ടോക്കൺ എടുത്തു വെച്ചാൽ നമ്മുടെ മക്കൾക്ക് ഒരു നാശമാണ്. നമ്മൾ വൈറ്റ് ടോക്കൺ എടുക്കുക, അതായത് നല്ലത് ചെയ്യുക, നമ്മുടെ മക്കൾ നല്ലത് അനുഭവിപ്പാനായിട്ട് ഇടയാകും. അപ്പോൾ ഇവിടെ ആ ഗർഭസ്ഥ അവസ്ഥയിൽ, ഇപ്പം നമ്മൾ അതിൽ വേറെ സെക്ഷനിലേക്ക് മാറുക, ഗർഭസ്ഥ അവസ്ഥയിൽ ആ കൊച്ചിനെ എഫക്റ്റ് ചെയ്ത് പിശാച. എന്നാൽ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എലിസബത്ത് ഗർഭിണിയാണ്, യോഹന്നാൻ കുഞ്ഞകത്ത. അങ്ങ് ദൂരെ നിന്ന് മറിയ, യേശുക്രിസ്തു അകത്തുള്ള മറിയ എലിസബത്തിനെ കാണാൻ വരുന്നു. ഇത് ഗർഭപാത്രത്തിൽ നടക്കുന്ന കാര്യങ്ങളാ. നമ്മളൊക്കെ ഗർഭപാത്രത്തിലായിരുന്നപ്പോൾ എന്തൊക്കെയാണ് നടന്നതെന്നല്ല നമുക്കറിയോ. ഇതാ കാണാൻ വരികയാണ് എലിസബത്തിനെ. എലിസബത്താണ് ഇങ്ങനെ കാണാൻ വരുമ്പോൾ മറിയ, നമ്മളൊക്കെ പറഞ്ഞ പോലെ പ്രൈസ് ദി ലോർഡ് പറയണ പോലെ അന്നത്തെ ഗ്രീറ്റിങ്സ് പറഞ്ഞ ഉടനെ തന്നെ എലിസബത്ത് ദൈവാത്മാവാൽ നിറഞ്ഞു, ഇത്തരത്തിലുള്ള കുഞ്ഞും തുള്ളി. അപ്പൊ വയറ്റിൽ വെച്ച് തന്നെ അനോയിന്റിങ് കണ്ടോ? വയറ്റിൽ വെച്ച് തന്നെ, അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ സ്പിരിറ്റ് വേൾഡ് ഇടപെടുകയാണ്. നേരത്തെ പറഞ്ഞ ആ സഹോദരി, ആ ഭാര്യയും ഭർത്താവും ആ കുഞ്ഞു വയറ്റിലുള്ളപ്പോൾ തന്നെ പൈശാചികാത്മാവ് ഇടപെട്ടു. ഇവിടെ സ്നാപകൻ വയറ്റിലുള്ളപ്പോൾ തന്നെ ദൈവാത്മാവ് ഇടപെട്ടു. എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോ. എലിസബത്ത് ഞാൻ വാക്യം പറയാതെ വായിച്ചോളാൻ പറഞ്ഞാൽ ഉടനെ വാക്യം പറഞ്ഞു വായിക്കണം. ലൂക്കോസ് 1:41. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഒരു സാധാ സ്ത്രീയല്ലേ മറിയ. വാ കൊണ്ടൊന്ന് സംസാരിച്ചല്ലേ ഉള്ളൂ, വാ കൊണ്ടൊന്ന് സംസാരിച്ചല്ലേ ഉള്ളൂ. എന്താ പുറത്തേക്ക് പോയേ? ആത്മാവ്. അകത്താരുണ്ട്? മറിയുടെ അകത്താരുണ്ട്? ക്രിസ്തു ഉണ്ട്. അപ്പം മോനെ നിന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ നീ സംസാരിക്കുമ്പോൾ വായുവിലൂടെ എന്നാ പോകണം? ദൈവത്തിൻ്റെ ആത്മാവ് പോകണ്ടേ? ഇതല്ലേ ക്രിസ്തു പറഞ്ഞ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നാത്തികൾ ഒഴുക. ഹല്ലേലൂയ. ഒഴുകണ്ടേ? ഈ ഒരു സ്പിരിച്വൽ ടെക്നോളജി ഓൾറെഡി നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. ഇതിലൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം നമ്മൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചതാണോ അല്ലയോ എന്ന്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ നിന്ന് ജീവൻ തുളുമ്പോന്നേ, ജീവൻ തുടിക്കുമെന്നേ. അമാനുഷികമായി നമ്മളെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങും. നമ്മൾ ഫ്രൂട്ട്ഫുൾ ആകും. ഹല്ലേലൂയ.
ജീവൻ വ്യാപരിക്കും. യേശു ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? താൻ കാൽവരി ക്രൂശിലെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നിട്ട് എന്നിട്ടൊരു കാര്യം പറഞ്ഞു. ഇവർ നോക്കിയപ്പോൾ ഊതിയതാ. എന്നിട്ട് എന്നാ പറഞ്ഞേ? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. അപ്പൊ ആ ഊതിലൂടെ എന്നാ പോയേ? പരിശുദ്ധാത്മാവ്. ശ്രദ്ധിച്ചോളണം, ഇതേ സമയത്ത് അശുദ്ധാത്മാവുള്ളൊരു വ്യക്തിയാണ് ഊതുന്നതെങ്കിലോ പോകുന്നത് എന്തായിരിക്കും? അശുദ്ധാത്മാവാ. ശ്രദ്ധിച്ചോളണം. ഹല്ലേലൂയ. അപ്പൊ ആത്മലോകത്തെ ട്രാൻസ്ഫറിങ് മെത്തേഡുകൾ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ചുമ്മാ യേശു ക്രിസ്തു നമ്മുടെ അകത്തുണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി, ദൈവാത്മാവായിരിക്കും നമ്മളിവിടെ റിലീസ് ചെയ്യുന്നത്. അതിന് എല്ലാവരും തൊടത്തില്ല, അർഹമായവരിൽ തൊടുള്ളൂ. അർഹമായവരിൽ മാത്രമേ ഇത് തൊടത്തുള്ളൂ, എല്ലാവരിലും സ്പർശിക്കത്തില്ല. ഇതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറഞ്ഞത്, നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ സമാധാനം കൽപ്പിപ്പേൻ. അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിലോ? ഉണ്ടെങ്കിൽ അത് അവന് കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത സമാധാനം അത് യൂട്ടേൺ അടിച്ച് നിങ്ങളിലേക്ക് തന്നെ തിരികെ പോരും. എല്ലാവർക്കും കിട്ടില്ല, അർഹരായവർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞ താഴ്മയുള്ളവരായിരിക്കും, നികളമുള്ളവരായിരിക്കല്ലേ, എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞിരിക്കല്ലേ. കർത്താവ് മൈൻഡ് പോലും ചെയ്യില്ല. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൻ്റെ മൂഡ് അടഞ്ഞിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ എഫക്റ്റുകൾ വരികയാണ്. അപ്പം ഈ സമയത്ത് നമുക്ക് പോലും അറിഞ്ഞുകൂടാ. പല മാതാപിതാക്കന്മാർക്കും പ്രശ്നം, എൻ്റെ കുഞ്ഞിനെ അനുസരിക്കുന്നില്ല, അങ്ങനെയുള്ള പല പല വിഷയങ്ങളുണ്ടാകും. അപ്പം ഇത് പറയുന്ന സമയത്ത് നിങ്ങളെ ദൈവം നിങ്ങളുടെ ജീവിത സാഹചര്യം ഓർപ്പിച്ചു തരും. അവിടെ എന്തെങ്കിലും വിഷയങ്ങൾ, കാര്യങ്ങൾ. ഇപ്പോൾ നേരത്തെ ഈ 56 എന്ന് പറയുന്ന ഒരു സ്കാനർ പോലെ ഇവിടെ PS67 സ്കാനർ കൂടി പോയിക്കൊണ്ടിരിക്കുക. എന്താണ് PS67? സാംസ് എന്നതിൻ്റെ PS, സാം എന്നതിൻ്റെ ഷോർട്ടാണ്, സങ്കീർത്തനത്തിൻ്റെ. ഹല്ലേലൂയ. അതിൻ്റെ 119ൻ്റെ 67. ആ 119 തൽക്കാലം വിട്ടിട്ട് 67 മാത്രം എടുക്കുക, അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ പാടുവരും. ഹല്ലേലൂയ. കഷ്ടത്തിലാകുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ അനുസരിക്കുന്നു. അപ്പോൾ ഇതിലൂടെയൊക്കെ നമ്മളുടെ ജീവിതം ഒന്ന് സ്കാൻ ചെയ്താൽ പല പല കുഴികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കിടന്ന് കുഴയും. ഹല്ലേലൂയ. അപ്പോൾ മാതാപിതാക്കന്മാർ കരയുന്നുണ്ടോ മക്കൾ നിങ്ങളെ അനുസരിക്കത്തില്ല എന്ന്? ഒന്ന് ദൈവസന്ധി ചിന്തിച്ച് നോക്കുക. ആ വ്യക്തി, ആ മകൻ അല്ലെങ്കിൽ ആ മകൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നിങ്ങൾ ദൈവഹിതമല്ലാത്ത ഏതെങ്കിലും രീതിയിലൂടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടോ എന്ന് ഒന്ന് ജീവിതത്തിൽ ചിന്തിക്കുക. അനാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അനാവശ്യമായ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും നമ്മളുടെ വീട്ടിൽ അർഹമില്ലാത്ത നമ്മുടെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ നമ്മളെ ഒന്ന് പരിശോധിക്കുക. ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കാം. ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് ജീവിതത്തിൽ ജീവിത വിശുദ്ധി വരുത്തുന്നതോടുകൂടെ പിശാചിന് നമ്മുടെ മേൽ അധികാരമോ അവകാശമോ ഇല്ലാതെയായിത്തീരും. വിവാഹത്തിന് മുമ്പ് പല കുഞ്ഞുങ്ങളും ഈ ലോകത്തുണ്ട്. പല കുഞ്ഞുങ്ങളും അവർക്ക് അപ്പൻ ആരാന്നറിയത്തില്ല, അമ്മയാണ് ആരാന്നറിയത്തില്ല. അവരുടെ ജീവിതത്തിലേക്ക് സ്പിരിറ്റ് ഓഫ് റിജക്ഷൻ എപ്പോഴും കടന്നു വരും, അല്ലെങ്കിൽ പല രീതിയിലുള്ള അറ്റാക്ക് അവരുടെ ജീവിതത്തിലേക്ക് വരും. അവര് കരയേണ്ടത് ഇങ്ങനെയല്ല, എൻ്റെ അപ്പൻ ആരാന്നറിയില്ല, അമ്മ ആരാന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞല്ല കരയേണ്ടേ. എന്തിനാ ഈ അപ്പനെ അമ്മയെ അറിയത്തില്ലെങ്കിൽ അപ്പനെ അമ്മയെ അറിയണമെന്ന് പറഞ്ഞ് വാശി പിടിക്കണേ? തമിഴിലൊരു പാട്ടാണ് എൻ്റെ അകത്ത് വരുന്നത്. അപ്പാവും നീയേ അമ്മാവും നീയേ. നിനക്ക് അങ്ങനെ പറഞ്ഞുകൂടെ? നീ എന്തിനാ ഭൂമിയിൽ അപ്പനെ അമ്മയെ അറിയത്തില്ലെങ്കിൽ അപ്പനെ അമ്മയെ അന്വേഷിച്ച് നടക്കണേ? അപ്പാ എനിക്കെല്ലാം എല്ലാമേ യേശുവിൽ ആ നാമം എൻ ഹൃദയത്തിനാനന്ദമേ, എൻ ദേഹി നങ്കൂരമേ,
ക്രിസ്തു എന്നിൽ ജീവിക്കുന്നതാൽ എന്നപ്പാ ഭൂവിൽ നടക്കുന്നെന്നിൽ അപ്പാ ഭൂവിൽ സ്പർശിക്കുന്നെന്നും എന്നും ഭൂവിൽ സ്പർശിക്കുന്നെന്നും. ഹല്ലേലൂയ. ഇനി ഭൂമിയിലെ അപ്പനെയും അമ്മയും നിനക്ക് അറിയത്തില്ലെങ്കിൽ, നീ അനാഥനാണെങ്കിൽ, ഇനി അന്വേഷിച്ച് നടന്ന് വിഷമിച്ച് നീ ഹൃദയത്തിന് ഭാരമാക്കി പോകണ്ട. ഭൂമിയിൽ എനിക്ക് ആരുമില്ലയോ, അവർ താൽക്കാലികരാണ്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നാളെ അവരെ മണ്ണ് മൂടും. എന്നാൽ മണ്ണ് മൂടാത്തൊരപ്പൻ എനിക്കുണ്ട്. ഹല്ലേലൂയ. മനുഷ്യനെ ഉണ്ടാക്കിയ ഒരപ്പനുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ആത്മാക്കളുടെ പിതാവ്. ഹല്ലേലൂയ. ഈ അപ്പനെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൽ ആ അപ്പന്റെ അടുക്കൽ എത്തിച്ചേരുക. ക്രിസ്തുവിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക് എന്നപ്പൻ്റെ അടുക്കലേ യാത്രയെങ്കിൽ സ്നേഹിതർ വിട്ട് പിരിയുമ്പോഴും ഞാൻ ഓരോ പടി കൂടെ ദൈവത്തോട്, പിതാവിനോടും പുത്രനോടും ആത്മാവിലുള്ള, ജഡത്തിലെ അല്ല, ആത്മാവിലുള്ള കൂട്ടായ്മയിൽ കാത്തിരിക്കുന്ന എന്നപ്പനോട് ലോകം വെറുത്തു ഞാൻ യാത്രയാണേ. വിട്ടു പോകണ്ടേ? ഹല്ലേലൂയ. ഈ ലോകം വിട്ട് നമുക്ക് ചെല്ലുക. അതുകൊണ്ട് ഭൂമിയിൽ എനിക്ക് അപ്പനുമില്ല അമ്മയുമില്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്ന പൈതലേ, നീ അനാഥനല്ല. നിനക്കൊരപ്പനുണ്ട്. നിന്നെ കാത്തിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട്. ഇതാ ക്രിസ്തു പറഞ്ഞ്, നിനക്ക് ഇതൊക്കെ വേണമെന്ന് നിന്റെ സ്വർഗീയ പിതാവ് അറിയുന്നു. ആരെയാ പരിചയപ്പെടുത്തുന്നേ? സ്വർഗീയ പിതാവ്. സ്വർഗീയ പിതാവിനെ പരിചയപ്പെടുത്തരുന്നേ. ഇതൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. അപ്പത്തിന് നിനക്ക് മനസ്സിലായില്ലേ നീ ഒരു അനാഥനല്ലെന്ന്? പിന്നെ നിനക്ക് തിന്നാനും കുടിക്കാനും ഉടുക്കാനും മാത്രം നിന്ന് അവസാനിപ്പിക്കുന്ന ഭൂമിയിലെ അപ്പനല്ല. ആ അപ്പൻ ഇതോടുകൂടെ കിങ്ഡം നിനക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ഭരണം നിന്റെ കയ്യിലേൽപ്പിക്കാനാ അപ്പന് പ്രസാദം. ഹല്ലേലൂയ. നിന്റെ ഭൂമിയിൽ അപ്പൻ തിന്നാനും കുടിക്കാനും ഉടുക്കാനും തന്നിട്ട് മാക്സിമം പോയാൽ ഒരു MBBS അല്ലെങ്കിൽ ഒരു BTech ഡിഗ്രിയും തന്ന് ആ മോനെ ഇനി ജീവിച്ചോന്ന് പറയും. സ്വർഗത്തിലെ ദൈവം അങ്ങനെയല്ല. സ്വർഗത്തിലെ ദൈവം തിന്നാനും ഉടുക്കാനും കുടിക്കാനും ശ്വസിക്കാനും, ഹല്ലേലൂയ, ഇതെല്ലാം തന്നിട്ട് ഇതാ കൂടെ സ്വർഗീയ കുടുംബവും ആ പിതൃത്വവും തുടർന്ന് ഭൂമിയുടെ ഭരണവും നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ആ സ്വർഗീയ പിതാവ്. അത് ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന മാതാപിതാക്കന്മാരെ സ്നേഹിച്ചോ, പക്ഷെ അവർക്ക് വേണ്ടി നീ കരഞ്ഞ് അവസാനിപ്പിക്കല്ലേ. അവരില്ല, ഓക്കെ പോയട്ടെ, ഹല്ലേലൂയ. പക്ഷെ നിനക്ക് സ്വർഗത്തിലെ നിന്റെ അപ്പനുണ്ട്. ഇതാണ് ക്രിസ്തു കാണിച്ചു തന്നെ. നിങ്ങളുടെ അപ്പൻ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് അറിയുന്നു. മുമ്പേ ദൈവരാജ്യം അപ്പനോടുകൂടെ ജീവിക്കുന്നതിനെ കുറിച്ച് നീ അന്വേഷിക്കുക. അപ്പൻ നിനക്കത് തരും. പ്രത്യേകം കിട്ടിയ ഹല്ലേലൂയ. അതുകൊണ്ട് കരയല്ലേ. ഇനി വേറൊരു കൂട്ടം വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കോളേജിൽ, ഓഫീസിൽ, അല്ലാതെ ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങളിൽ ഓപ്പോസിറ്റ് സെക്സുമായി ബന്ധപ്പെട്ട് പ്രഗ്നൻ്റായി ആ ഭ്രൂണത്തെ നശിപ്പിച്ച് കളയുന്ന, അബോർഷൻ എന്ന പേരിൽ നശിപ്പിച്ച് കളയുന്ന ഒരു കൂട്ടം. ആ ഭ്രൂണമായി ജനിച്ചപ്പോൾ തന്നെ അതൊരു ജീവനാണ്. സ്വർഗസന്നിധിയിൽ ഭൂമിയിലേക്ക് വെളിപ്പെട്ടില്ലെന്നേ ഉള്ളൂ. ദൈവസന്നിധിയിൽ ഒരു ഭ്രൂണത്തെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമോ? ദൈവം തന്നതാ. പക്ഷേ നമ്മൾ തീരുമാനമെടുത്തു അതിനെ കൊല്ലാൻ. ഈ ശബ്ദ കാഴ്ച പരിധിയിൽ അങ്ങനെ ആരെങ്കിലും ദൈവം തന്നതിനെ കൊന്നു കളഞ്ഞിട്ടുണ്ട് എങ്കിൽ, എൻ്റെ മോളെ നീ ഒരു ബ്ലാക്ക് ടോക്കൺ എടുക്കുകയായിരുന്നു. ബ്ലാക്ക് ടോക്കൺ. ഒരുപക്ഷെ നീ അറിയാതെയായിരിക്കും. ലോകം പറയുന്നു അബോർഷൻ കുഴപ്പമില്ല എന്ന്.
പക്ഷെ ദൈവം അനുവദിക്കുന്നില്ലല്ലോ. ദൈവത്തോട് പറ, എനിക്ക് അറിയില്ലായിരുന്നു. ഒരുപക്ഷെ അതിനുശേഷമായിരിക്കും നിനക്കൊരു തലവേദന തുടങ്ങിയത്, ഒരിക്കലും മാറാത്തൊരു തലവേദന. ഒരു സ്പിരിറ്റ് നിന്റെ ജീവിതത്തിൽ വന്ന് കൂടി. അതിനുശേഷമായിരിക്കും ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു ശാരീരിക ബുദ്ധിമുട്ട് വന്ന് കൂടിയത്. അതിനുശേഷമായിരിക്കാം നിന്റെ ജീവിതത്തിൽ നിനക്കോ നിന്റെ വീട്ടുകാർക്കോ നിന്റെ അച്ഛനോ പാസ്റ്ററൊക്കെ കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു വിഷയം കയറി വന്നത്. അങ്ങനെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ശുഭം വരും. അത് മറയ്ക്കുന്നവനോ ശുഭം വരികയില്ല. നിങ്ങളെ ദൈവം ഓർപ്പിക്കുന്നുണ്ട് മക്കളെ, നിങ്ങളെ ഓർപ്പിക്കുന്നുണ്ട്. ദൈവസന്നദ്ധയിൽ അതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഇപ്പൊ എന്താ ചെയ്യണേ? നിങ്ങളുടെ ഉള്ളിൽ റോഡ് തുറക്കുക. ആർക്കുള്ള റോഡ്? യഹോവയ്ക്ക് വഴിയൊരുക്കുകയാ. ക്രിസ്തുവിലുള്ള നിങ്ങളിലൂടെ ദൈവത്തിന് ഭൂമിയിലേക്ക് വഴിയൊരുക്കുന്നു. ക്രിസ്തുവിൽ സ്വർഗവും ഭൂമിയും കൂടി ഒന്നാകണം. ആരിൽ? ക്രിസ്തുവിലുള്ള നിങ്ങളിലൂടെ വേണം ഒന്നാകാൻ. നിങ്ങൾ വാതുറക്കുമ്പോൾ ദൈവം നിങ്ങളിലൂടെ വെളിപ്പെടണം. ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടണം. നല്ലൊരു പങ്കിൻ്റെയും ജീവിതത്തിൽ തിന്മയായ അവസ്ഥകൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഒരുവൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്യും. ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. തേജസ് ഉണ്ടായിരുന്നു, ഇല്ലാത്തവരായി തീർന്നു. തുടർന്ന് ഒരു ബാലനായി ബാലികയായി ഈ ഭൂമിയിൽ ജനിച്ചു വളർന്നു. ഈ സമയത്തും നമ്മുടെ ജീവിതത്തിൽ പല പല നെഗറ്റീവ് ഇൻഫ്ലുവൻസുകൾ ജീവിതത്തിലുണ്ടാകാം. അമ്മയിൽ നിന്ന്, അപ്പനിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, പല പിള്ളേരെയും കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിലെ അമ്മ ഇട്ടിട്ട് പോയതാണ്. അവർക്ക് അമ്മയോട് ദേഷ്യമാണ്, അമ്മയോട് വൈരാഗ്യമാണ്. തങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അമ്മ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഞങ്ങളെക്കുറിച്ച് അമ്മ ചിന്തിച്ചില്ല. ആ കൊച്ചുങ്ങളെ വളർത്തിയത് അപ്പനാ. അമ്മയോട് ദേഷ്യം. ആ ദേഷ്യം അവരുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ പിശാച് അവരുടെ ഉള്ളിൽ കൂടുകൂട്ടും, കിളി കൂട്ടുകൂട്ടുന്നത് പോലെ. കാരണം ആ ദേഷ്യം ജഡത്തിന്റെ ഭാഗമാണ്. ആ കുഞ്ഞുങ്ങൾക്ക് ദൈവം വെച്ച സക്സസ് അവസ്ഥയിലേക്ക് എത്താൻ പറ്റില്ല. കാരണം ഈ പിശാച് അവരെപ്പോഴും വലിച്ചു താത്തിക്കൊണ്ടേയിരിക്കും. അതൊരു ഭാരമായി തീരും, സ്പിരിച്വൽ ബർഡൻ. നിങ്ങളുടെ തലയിൽ ഒരു 25 കിലോ ചുമന്നുകൊണ്ട് നിങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റുമോ? പറ്റും, പക്ഷെ വളരെ കുറച്ചേ പറ്റുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട പണി ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഓൾറെഡി ബർഡനാണ്. കർത്താവ് പറയുന്നു, നിന്റെ സകല ഭാരവും എൻ്റെ മേലിട്ടോ. സ്പിരിച്വൽ ബർഡൻ, അല്ലാണ്ട് നമ്മളാരും കല്ലിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയല്ല. മാനസിക ഭാരം, സ്പിരിച്വൽ ബർഡൻ എൻ്റെ മേലിട. മക്കളെ, ഈ ദേഷ്യം നിങ്ങളിപ്പോൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ വളർന്നു, ഇവിടം വരെ എത്തി. ഇപ്പോഴും അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ചിലർക്ക് അമ്മയോടല്ല, അപ്പനോടാ ദേഷ്യം. ഇവിടെ ചില നാളുകൾക്ക് മുമ്പ് ഒരു 10-14 വയസ്സുള്ളൊരു പെൺകുട്ടി തൻ്റെ ആൻറ്റി ഇവിടെ കൊണ്ടുവന്നു. 2 പെൺകുട്ടികളുണ്ടായിരുന്നു. സുവിശേഷം എന്ന സന്ദേശം നിന്റെ അപ്പൻ നിന്നോടുകൂടെ താമസിക്കാൻ വരുന്നു എന്നുള്ളതാണെന്ന് അറിയിച്ചു. യേശു പറഞ്ഞ സന്ദേശം ഇതാണ്: നിങ്ങളുടെ അപ്പൻ നിങ്ങളുടെ കൂടെ താമസിക്കാൻ വരുന്നു. അതാണ് സുവിശേഷം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇതാണ് സുവിശേഷം. അതിന്റെ അർത്ഥം, നിന്റെ അപ്പൻ നിന്നോടുകൂടെ താമസിക്കാൻ വരുന്നു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ ആകാൻ പോകുന്നു. ദൈവം മനുഷ്യരോടെ പാർക്കും.
ഇത് അങ്ങ് പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ അകത്ത് ദേഷ്യം അലതല്ലുന്നവരെ എനിക്കറിയത്തില്ലായിരുന്നു. 2-ാം ദിവസം ഇപ്പൊ കുഞ്ഞിനെ കാണാനില്ല. ആ ആൻറ്റി ഇവിടെ വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെന്താ? അവളുടെ അപ്പൻ, ഭൂമിയിലെ അപ്പൻ ചെറുപ്പത്തിലെ അവളെ ഉപേക്ഷിച്ച് പോയതാ. അപ്പനോടുള്ള വൈരാഗ്യം അവളുടെ ഉള്ളിൽ അവൾ സൂക്ഷിക്കുകയായിരുന്നു. അപ്പോൾ അപ്പൻ വരുന്നു എന്ന് കേട്ടപ്പോൾ അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പനോടുള്ള വൈരാഗ്യം. അങ്ങ് പറഞ്ഞത് സ്വർഗത്തിലെ അപ്പൻ വരുന്നു എന്നാ, പക്ഷെ അവളുടെ ഉള്ളിൽ ഭൂമിയിലെ അപ്പനോടുള്ള വൈരാഗ്യം. ആ ഭൂമിയിലെ അപ്പനെ അവൾ അപ്പനിലൂടെ സ്വർഗത്തിലെ അപ്പനെ കണ്ടു. അപ്പോ അവള് കണ്ട അപ്പൻ, സ്വർഗത്തിലെ അപ്പൻ ഇതുപോലെ തന്നെയാണ്. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, നമ്മളിലൂടെ പുതിയ തലമുറ ദൈവത്തെ കാണുന്നു. നമ്മളുടെ രൂപമാണ് ദൈവത്തിൻ്റെ എന്ന് അവർ ചിന്തിക്കുന്നു. എന്നാൽ ക്രിസ്തു പറഞ്ഞു തന്നു, അല്ല, നിങ്ങളുടെ രൂപമല്ല, ദോഷികളായ നിങ്ങൾ. അപ്പം നമ്മളെങ്ങനെയാ? ദോഷികൾ. സ്വർഗസ്ഥ പിതാവ് ദോഷിയല്ല, സൽഗുണപൂർണന. ഇവിടുത്തെ പിതാവ് സ്വർഗസ്ഥ പിതാവും രണ്ടും രണ്ടാ. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സൽഗുണനായ സ്വർഗസ്ഥ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികം നന്മ പരിശുദ്ധാത്മാവിനെ കൊടുക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ദിസ് ഈസ് നോട്ട് മിയർലി തിയറി, ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ. പപ്പ നമ്മോട് കൂടെയുണ്ട്, അപ്പ നമ്മോട് കൂടെയുണ്ട്. അപ്പയോട് ചേർന്ന് നടക്കുക. അപ്പയോട് ചേർന്ന് നടക്കാൻ വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞ താഴ്മയാണ്. അതോടുകൂടെ അനുദിനം യേശുവിനെ അനുഗമിച്ച് ജീവിത വിശുദ്ധിയിലേക്ക് കടന്നു വരിക. ഹല്ലേലൂയ. അപ്പയോട് കൂടെ നടക്കുവാൻ കഴിയും. ദൈവം നമ്മളെ സഹായിക്കും. നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമല്ല, ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ആ ആഗ്രഹമാണ് നമ്മളിൽ മുളപ്പിച്ചു തരുന്നത്. ഹല്ലേലൂയ. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും വിശുദ്ധനായിരിക്കുക. ജീവിതത്തിലെ പ്രവൃത്തിയിലല്ല നമുക്ക് വിശുദ്ധി വേണ്ടത്, നമ്മുടെ ചിന്തയിലാണ് വിശുദ്ധി വേണ്ടത്. ശ്രദ്ധിച്ച് കേൾക്കുക. ചിന്തയിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ പ്രവൃത്തിയിൽ വിശുദ്ധി ഓട്ടോമാറ്റിക്കാ. മനസ്സിലായോ? ചിന്തയിൽ നാം അശുദ്ധമാണ് എങ്കിൽ മനുഷ്യർക്ക് ഒരെണ്ണത്തിനും കാണാൻ പറ്റത്തില്ല, പക്ഷേ ദൈവത്തിന് സുന്ദരമായും കാണാം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ജഡത്തിന്റെ ചിന്ത, പ്രവൃത്തിയല്ല, ചിന്ത ദൈവത്തോട് ശത്രുത. ചിന്ത ശത്രുത. ചിന്ത ശത്രു. നമുക്ക് ഒരാളോട് ഗർവുണ്ടെന്ന് വിചാരിച്ചോ, ഗർവം അതാര് കണ്ടുകൊണ്ടിരിക്കുക? ദൈവം കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ശത്രുത എല്ലാം ദൈവസന്നിധിയിലെ പറഞ്ഞ് ക്ലിയർ ആകുക. നമ്മൾ ഒരു ഭാഗത്തും വെളിപ്പെടാതെ ദൈവം നമ്മളോട് വെളിപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കുക. കുഞ്ഞുനാളിൽ ഈ ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് സ്കാനിങ്ങിലൂടെ പോവുക കേട്ടോ. ഇവരുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിനെ കമ്പയർ ചെയ്യുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുകളിൽ അധികാരം നിങ്ങൾക്കാ. കഴുത, ഈ പൊട്ടനെ കൊണ്ട് ഞാൻ തോറ്റ്, എടി കഴുതേ വിളിക്കാറുണ്ട? ഞാൻ ഇത് ലൈറ്റായിട്ട് പറഞ്ഞതേ ഉള്ളൂ, കാഠിന്യമായിട്ട് ഇവിടെ വെച്ച് പറയാൻ പറ്റത്തില്ലല്ലോ. പലതും വിളിക്കാറുണ്ട് അല്ലേ? ദേഷ്യം വരുമ്പോൾ പലതും വിളിക്കാറുണ്ട്. നിങ്ങൾ വിളിക്കുന്നതായി തീരും നിങ്ങളുടെ മക്കൾ. നമ്മുടെ പ്രത്യേകത എങ്ങനെയാ? നമ്മളെ ഭരണകർത്താക്കളായിട്ടാണ് ദൈവം വെച്ചത്. നിങ്ങൾക്കറിയാമോ, ആദ്യ പിതാവായ ആദം വിളിച്ചതെല്ലാം അവർക്ക് പേരായി. വായിച്ചിട്ടുണ്ടോ? ആദം വിളിച്ചതെല്ലാം അവർക്ക് പേരായി. ആ അനത്തിപ്പെട്ടതല്ലേ കുഞ്ഞ് നീയെ?
അല്ലേ? നീ പറയുന്നതെല്ലാം അങ്ങനെയായിത്തീരും. കാരണം ഇത് യനം വീണുപോയതാണെങ്കിലും ദൈവത്തിൻ്റെതാണ്. ദൈവം പറയുന്നതല്ല അതേപടി സംഭവിക്കും. ഇത് വീണുപോയതാണെങ്കിലും യനം ആ യനമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, ഈ അസാധ്യത്തോട്, ഈ മലയോട് നീ വിശ്വസിച്ചുകൊണ്ട് മാറിപ്പോകാൻ പറഞ്ഞാൽ നീ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യം ചെയ്ത് നിന്നോട് പറയുന്നു. കാരണം നിന്റെ യനം അതാ. പക്ഷേ ഇപ്പൊ സംഭവിക്കാത്തതിന്റെ കാരണം ഒരു വായിൽ നിന്ന്, ഒരു ഉറവിൽ നിന്ന് കയ്പും മധുരവും വരുന്നത് യോഗ്യമല്ല. അത് നമ്മളെ അയോഗ്യരാക്കി കളഞ്ഞു. യോഗ്യത പോയി. എൻട്രൻസ് എക്സാമിലെ യോഗ്യതാ പരീക്ഷയിൽ യോഗ്യത പോയി. അത് അയോഗ്യമാണ്. എന്നാൽ നീ അധർമ്മമായത് ഒഴിച്ച് ഉത്തമമായത് സംസാരിച്ചാൽ ദൈവം പറയുന്നു, നിന്റെ വായ് എൻ്റെ വായ് പോലെ ഇരിക്കും. അപ്പൊ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അരുതാത്തത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, തിന്മ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ദേഷ്യം വരുമ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരു കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ, ദൈവത്തോടും ആ മനുഷ്യനോട് ക്ഷമ ചോദിക്കാം. വാക്ക് പോയതുപോലെ പോയി. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചോദിച്ചപ്പോൾ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞു പോയില്ല കർത്താവിന് എന്നാ ചെയ്യും. അപ്പൊ കർത്താവ് എനിക്ക് കാണിച്ചു തന്നൊരു ചിന്ത ഇതാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയത്, കപ്പൽ എത്ര വലിയതെങ്കിലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതെങ്കിലും, അതിന്റെ അർത്ഥം നിന്റെ ജീവിതം എത്ര പറഞ്ഞ വാക്കുകൊണ്ട് തിന്മ നിറഞ്ഞ മണ്ഡലത്തിലേക്ക് ഓടുന്നതെങ്കിലും ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കാം. അങ്ങോട്ടേക്ക് പോകുന്ന കപ്പലല്ലേ, പൊക്കോണ്ടിരിക്കുകയല്ലേ, നീ ഓപ്പോസിറ്റ് തുഴയേ. തുഴയാൻ അറിയാലോ, ഓപ്പോസിറ്റ് തുഴയേ. നേരത്തെ അയാളെ ശപിച്ചെങ്കിൽ ഇനി ആ നാവുകൊണ്ട് എന്ത് ചെയ്യണം? അങ്ങ് അനുഗ്രഹിക്കാൻ തുടങ്ങണം. ഓപ്പോസിറ്റ് തുഴയേ. വഴക്കുണ്ടാകുമ്പോ അനിയന്റെ മക്കളോട്, ചേട്ടന്റെ മക്കളോട്, സഹോദരിയുടെ മക്കളോട്, എടിയും തീയും നിന്റെ കുടുംബം പോകുമല്ലോ എന്ന് പറഞ്ഞില്ലേ? അല്ലേ? പറഞ്ഞില്ലേ? പറഞ്ഞത് പോയത് തന്നെയാ, തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇനി ഒരു ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തോട് ക്ഷമ ചോദിക്കുക, ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കുക, പറയുക, അനുദിനം നീയും നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഞാൻ അനുഗ്രഹിക്കുന്നു. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം 1 പത്രോസ് 3:9 തോന്നുന്നു, അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അനുഗ്രഹം അവകാശമാക്കേണ്ടതിന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കൊണ്ട്. മലയാളം ട്രാൻസ്ലേഷൻ തെറ്റാണ്, അനുഗ്രഹം വേറെ എന്ത് രീതി എഴുതിയേക്കണേ. അനുഗ്രഹം അവകാശമാക്കേണ്ടതിനായി നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശപിക്കരുത്. ശപിച്ചാൽ എന്നാ പറ്റുമോ? അത് തിരിച്ചടിക്കും. നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പേൻ. വിതയ്ക്കുന്നത് ഞെരിഞ്ഞലാണെങ്കിൽ നീ ഞെരിഞ്ഞൽ കൊയ്യും. വിതയ്ക്കുന്നത് മുന്തിരിയാണെങ്കിൽ നീ മുന്തിരി കൊയ്യും. എടുത്തെങ്കിൽ വായിച്ച്. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്. അനുഗ്രഹം അനുഭവിക്കുകയല്ല, അനുഗ്രഹം അവകാശമാക്കേണ്ടതെന്നാണ്. അനുഗ്രഹം ടു ഇൻഹെറിറ്റ് എ ബ്ലെസ്സിംഗ് എന്നാണ്. അവകാശമാക്കേണ്ടതിന് വിളിച്ചിരിക്കുന്നത് കൊണ്ട്, വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവർ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പാടുള്ളൂ? ജീവിതത്തിൽ അനുഗ്രഹം മാത്രമേ സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അനുഗ്രഹം മാത്രം. കാരണം എന്താ? അതായത് നിങ്ങൾക്ക് മുന്തിരി കൊയ്യേണ്ടതായതുകൊണ്ട് നിങ്ങൾ ഞെരിഞ്ഞിൽ വിതയ്ക്കല്ലേ എന്നായി പറയണേ. മുന്തിരി തന്നെ വിതയ്ക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ അവകാശമാക്കേണ്ടത് അനുഗ്രഹമായതുകൊണ്ട്. എൻ്റെ പിതാവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശു പറയുന്നതാ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന കിങ്ഡം അവകാശമാക്കിക്കൊള്ളുവിൻ. ദൈവിക ഭവനത്തിലെ ദൈവത്തോടു കൂടിയുള്ള ജീവിതം അവകാശമാക്കിക്കൊള്ളുവിൻ. വേറൊരു കൂട്ടരോട് യേശു ക്രിസ്തു പറയുന്നു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഗെറ്റ് ഔട്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ സുവിശേഷം അറിയിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു. കർത്താവ് പറഞ്ഞു, ഗെറ്റ് ഔട്ട്. എന്നെ കർത്താവേ എന്ന് പറയുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുള്ളൂ. ഹല്ലേലൂയ.
അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം. ദൈവപുത്രന്മാരായി വെളിപ്പെടുന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം. ദൈവപുത്രൻ ദൈവത്തിന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള വഴിയാണ്. ദൈവപുത്രന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. ദൈവം അവനിലൂടെ അവളിലൂടെ ഭൂമിയിൽ വെളിപ്പെടുവാനായിട്ട് ഇടയാകുന്നു. ഇത് നമ്മളിൽ സംഭവിക്കണം. ഓക്സിജൻ ഇപ്പോൾ തീരും. അതിനു മുമ്പ് നമ്മൾ നമ്മുടെ പാത്രത്തെ നേടുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ഓരോ അറകളും ശുദ്ധീകരിക്കണം. നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ഓരോ അറകളും ശുദ്ധീകരിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പലതും സൂക്ഷിച്ചു വെച്ചിരിക്കുക. Oh Lord, I love you. Oh Lord. ഫസ്റ്റ് തെസ്സലോനിക്കർ 5:23 വായിച്ചു. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അപ്പൊ ദൈവം ആഗ്രഹിക്കണം എന്തുവാ? നമ്മളെ മുഴുവനും ശുദ്ധീകരിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. സമാധാനത്തിന്റെ ദൈവം. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ പ്രാണൻ, ദേഹി, നിങ്ങളുടെ ശരീരം, ഇതെല്ലാം ഇതാണ് നിങ്ങളെ മുഴുവൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മളെ മുഴുവൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതാ ഒരു മനുഷ്യന്റെ അനാറ്റമിയാണ് ഈ കാണുന്നത്. മനുഷ്യന്റെ ആത്മാവ്, മനുഷ്യന്റെ ദേഹി, മനുഷ്യന്റെ ശരീരം, ഇത് മുഴുവൻ ശുദ്ധീകരിക്കപ്പെട്ട നിലയിൽ കാണണം. പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ അറിയില്ല. നമുക്ക് ആകപ്പാട് അറിയാവുന്നത് ഇതാ മണ്ണാകുന്ന സെമിത്തേരി കാൻഡിഡേറ്റ് ആകുന്ന ഈ ശരീരം മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഈ മനുഷ്യന്റെ അദൃശ്യമായ ഭാഗങ്ങളെ, മനുഷ്യന്റെ സോളിനെ കുറിച്ച് അറിയില്ല, ആത്മാവിനെ കുറിച്ച് അറിയില്ല. മനുഷ്യന്റെ സോളാണ് മനുഷ്യൻ. മനുഷ്യന്റെ ആത്മാവാണ് ദൈവത്തിന്റെ ഭാഗമാണ്. അവിടെയാണ് പുതിയ സൃഷ്ടികർമ്മം നടന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞാൽ നല്ലതാണ്. ഹല്ലേലൂയ. പക്ഷെ ഇപ്പൊ അതിലേക്കും തിരിയുന്നില്ല. ഇതാ മണ്ണാകുന്ന മനുഷ്യന്റെ ഭാഗം, ഈ ശരീരം, അത് മണ്ണിലേക്ക് പോകും. മനുഷ്യന്റെ ആത്മാവ്, ദൈവത്തിന്റെ വചനം പറയുന്നു, അതിനെ തന്ന യഹോവയിലേക്ക് തിരികെ പോകും. സഭാപ്രസംഗി 12 പറയുന്നത് കേട്ടോ. എന്നാൽ മനുഷ്യൻ എന്ന് പറയുന്ന ദേഹിയാണ്. ദേഹി തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ഈ ഭൂമിയിൽ വെച്ച് തീരുമാനിക്കണം, നമ്മുടെ ശാശ്വത ഭവനം ദൈവത്തോടു കൂടെ ഉള്ളതാകണമോ അതോ പിശാചിനോടുകൂടെ നരകത്തിലേക്ക് തള്ളപ്പെടണമോ എന്ന് നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് തീരുമാനിക്കണം. ജീവനും മരണവും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഹല്ലേലൂയ. ഇനി മനസ്സിലാക്കുക, ഇത് മൂന്നും മണ്ഡലങ്ങളിലാണ്. നമ്മുടെ ആത്മാവ് ദൈവരാജ്യത്തിലാണ്, വീണ്ടും ജനിച്ചവന്റെ. സോള് ഇതാ ലോകത്തിലാണ്, കിങ്ഡം ഓഫ് ഡെവിൾ, അത് ലോകമാണ്. ശരീരം ഭൂമിയിലാണ്, എർത്ത് ഭൂമിയിലാണ്. ഭൂമിയുടെ മുകളിലുള്ള ഭരണകേന്ദ്രമാണ് ലോകം. ലോകം പിശാചിന്റെ പിടിയിലാണ്. പെട്ടെന്നങ്ങ് പറഞ്ഞു പോവുകയാണ്, ബാക്കി നിങ്ങൾ ധ്യാനിച്ചോ. എന്നാൽ ഈ ഭൂമിയുടെ മുകളിലുള്ള ഭരണകേന്ദ്രമാണ് ലോകം. ഭൂമിയുടെയും ലോകത്തിൻ്റെയും മുകളിലുള്ള ഭരണകേന്ദ്രമാണ് ദൈവരാജ്യം. പിന്നെ പഠിക്കാം കേട്ടോ. ഇതാ ഇനി നമ്മൾ ഈ ഹൃദയത്തിലേക്ക് മാത്രം തിരിയുകയാണ്. ഹൃദയമാണ് ശുദ്ധീകരണം നടക്കുന്നത്. നമ്മുടെ സോളിലാണ് ഹൃദയം ഇരിക്കുന്നത്. ഇത് ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ശരീരത്തിലെ ഹൃദയമല്ല, പകരം നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് കാരണമായ ഹൃദയമാണ്. സദൃശവാക്യം 4:23 പറയുന്നത് പോലെ സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക എന്ന് പറയുന്ന ഹൃദയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്, പഠിക്കുന്നത്. ഇനി ഈ ഹൃദയം മാത്രമേ നമ്മൾ കാണുള്ളൂ, ഈ 3 രൂപവും കാണില്ല. കണ്ടോളൂ, കണ്ടോ, ആ ഹൃദയം മാത്രമേ ഇനി കാണുന്നുള്ളൂ. ആ ഹൃദയത്തിന്റെ ക്രോസ് സെക്ഷന്റെ ഒരു സാദൃശ്യമാണ് നിങ്ങളെ കാണുന്നത്. അതിൽ ധാരാളം അറകളുണ്ട്. കണ്ടോ, അറകൾ കണ്ടോ, മെമ്മറി സെല്ല് പോലെ ധാരാളം അറകൾ. ഇതിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ധാരാളം കാര്യം. നിങ്ങളുടെ പേര്, നിങ്ങൾ ആരാണ് എന്നൊക്കെ അതിൻ്റെ ഉള്ളിലുള്ളത്.
നിങ്ങളുടെ മക്കളുടെ പേര് അതിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ പേര് അതിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറുടെ പേര് അതിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങളെ ചതിച്ചവന്റെ പേര് അതിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ കന്യത്വം മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയതിൻ്റെ പേര് അതിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ പണം അപഹരിച്ചവന്റെ പേര് അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഉള്ളിൽ അവര് മാത്രമല്ല, അവരോടുള്ള നിങ്ങളുടെ വികാരവും അതിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ വികാരം. ഇതിൽ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. ഇതിൽ ചീത്തയായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ചീത്ത ഫലം പുറപ്പെടുവിക്കും. അതെല്ലാം എടുത്ത് കളയണം. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, ജഡത്തിന്റെ ചിന്ത ദൈവത്തോടുള്ള ശത്രുത്വം. ജഡത്തിന്റെ ചിന്ത മരണം. ഹലോ, അതിന്റെ അർത്ഥം നമ്മളെ കൊല്ലാൻ കത്തിയും വേണ്ട, കടാരയും വേണ്ട, ബോംബും വേണ്ട. ഒരു ചിന്ത എടുത്തിട്ട് തന്നാൽ മതി, നമ്മൾ ചിന്തിച്ച് ചത്തോളും. ജഡത്തിന്റെ ചിന്ത റിലീസ് ചെയ്യുന്ന ഒരു ചിന്ത എടുത്തിട്ട് തന്നാൽ മതി, നമ്മൾ ചിന്തിച്ച് മരിക്കും. ഇതാ ഇതിന്റെ ഉള്ളിൽ നമുക്ക് പലതും സൂക്ഷിക്കാം. ഒരു മോള് സൂക്ഷിച്ചിരിക്കുന്ന കാര്യം അവർ എഴുതി വെച്ചേക്കണേ. തൻ്റെ അപ്പൻ തന്നോട് പറഞ്ഞത് യു ആർ ഗുഡ് ഫോർ നത്തിങ്. തൻ്റെ രണ്ടാനപ്പൻ പറഞ്ഞത് അവളുടെ ഉള്ളിലുണ്ടോ? നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളോട് പറയുന്നത് ചിലപ്പോൾ ശാസനയായിരിക്കാം, സ്നേഹമായിരിക്കാം, ദേഷ്യമായിരിക്കാം. അത് അവർ അവരുടെ ഉള്ളിൽ സൂക്ഷിച്ചു വയ്ക്കും. ഒരു സമയം കഴിയുമ്പോൾ അവർ പുറത്തിറക്കും, അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ. അതിലൂടെ നമ്മളുടെ ജീവിതത്തിലേക്ക് സ്നേഹവും വരും, അല്ലാത്തതും വരും. ശ്രദ്ധിക്കുക. ദാ ഇവിടെ ഒരെണ്ണം കിടക്കുന്നു. യുവർ ഫാദർ ഈസ് ഷെയറിങ് മൈ ബെഡ്. എൻ്റെ ബെഡ്, എൻ്റെ കിടക്ക ഷെയർ ചെയ്ത് നിങ്ങളെ അപ്പന. ദാറ്റ് ഡാർക്ക് നൈറ്റ് ഐ ലോസ്റ്റ് മൈ വെർജിനിറ്റി. എൻ്റെ കന്യത്വം ആ രാത്രിയിൽ നഷ്ടപ്പെട്ടു. 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി. വെക്കേഷൻ സമയം, ഏപ്രിൽ മെയ് വെക്കേഷൻ സമയം. അങ്കിളുമാരുടെയും ആൻറ്റിമാരുടെയും വീട്ടിലേക്ക് യാത്രയാകുന്നു താമസിക്കാൻ. ആ വീട്ടിൽ പോയി താമസിക്കുന്നു, കുട്ടികളെ കൂടി കളിക്കുന്നു. രാത്രി താൻ കയറി കിടക്കുന്നു. കുളിയെല്ലാം കഴിഞ്ഞ് യാത്ര കയറി കിടക്കുമ്പോൾ തൻ്റെ റൂമിലേക്ക് ഒരു രൂപം കയറി വരുന്നു. ഇരുട്ടിൽ ആരാന്ന് മനസ്സിലായില്ല. അടുത്തപ്പോൾ മനസ്സിലായി ആ വീട്ടിലെ അങ്കിളാ. ആ രാത്രി തൻ്റെ കന്യത്വം നഷ്ടപ്പെട്ടു. അവളത് രഹസ്യമായി വെച്ചു. അറിഞ്ഞാൽ വീട്ടുകാർ തമ്മിൽ അടിപിടിയാ. പക്ഷെ അയാളുടെ പേര് ഒരു ചാക്കോ എന്നാണെങ്കിൽ ഇവള് ജീവിതകാലത്ത് ആ ചാക്കോയെ മറക്കോ? ആ ചാക്കോ അവളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ട്. എവിടെയെങ്കിലും ചാക്കോ എന്ന് കേട്ടാൽ അവൾ പെട്ടെന്ന് ഓർക്കുന്നത് തൻ്റെ ചെറുപ്പത്തിലുള്ള ആ രാത്രിയാ. പെട്ടെന്ന് ആ ചാക്കോയെ ഓർമ്മ വരും. ചാക്കോയെ ഓർമ്മ വരുമ്പോൾ അവളുടെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് എന്താണ്? സന്തോഷമാണോ അതോ പകയാണോ? ആ സംഭവത്തോടു കൂടെ ഈ സെല്ലിന്റെ ഉള്ളിൽ പക സ്റ്റോർ ചെയ്തിട്ടിരിക്കുക. ഹലോ, പക സ്റ്റോർ ചെയ്തിട്ടിരിക്കുക. എൻ്റെ മോളെ, നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ പലതും കിടക്കുന്നുണ്ട്. പക സ്റ്റോർ ചെയ്തിട്ടിരിക്കുക. ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ പക റിലീസ് ചെയ്യും നമ്മുടെ അകത്തുനിന്ന്. അത് ജഡത്തിന്റെ ചിന്തയാണ്. ജഡത്തിന്റെ ചിന്ത മരണം. അത് നമ്മളെ ദൈവത്തോട് ശത്രുതയിലേക്ക് ആക്കുന്നു. ഇങ്ങനെയുള്ള ചിന്തകൾ അകത്ത് വെച്ചുകൊണ്ടിരിക്കരുത്. നിർവീര്യമാക്കണം. ബോംബ് നിർവീര്യമാക്കുന്നത് പോലെ നിർവീര്യമാക്കണം. അകത്ത് വെച്ചുകൊണ്ടിരിക്കരുത്. ഇനി അത് പിടിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ദോഷമേ ഉള്ളൂ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഒരിക്കലും ജീവിതത്തിൽ അത് ആവർത്തിക്കപ്പെടത്തില്ല. ആ ചാക്കോ അങ്ങനത്തെ ഒരു രാത്രി എൻ്റെ ജീവിതത്തിൽ വരികയേയില്ല. അയാളെ വിടുക. ദൈവമേ, ആ വ്യക്തി തെറ്റ് ചെയ്തു, അതുകൊണ്ട് ഞാൻ നശിക്കണം എന്തിനാ? ഞാൻ ആ വ്യക്തിയോട് ക്ഷമിച്ചിരിക്കുന്നു. മാത്രമല്ല, ദൈവമേ, ആ വ്യക്തിയോട് അങ്ങ് ക്ഷമിക്കണമേ. ജഡത്തിന്റെ ബലഹീനതയിൽ അത് സംഭവിച്ചത് അങ്ങ് ക്ഷമിക്കണമേ എന്ന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അകത്ത് ഉണ്ടായ ആ നെഗറ്റീവ് രസം
ആ ജഡത്തിന്റെ ചിന്ത പക നിന്നിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങും. ഡേ ബൈ ഡേ. ഇതാ യേശു പറഞ്ഞത്, നിന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നിർവീര്യമാക്കുക. ഒരു ബോംബ് സ്ക്വാഡ് വിമാനത്തിന്റെ ഉള്ളിൽ കയറി ബോംബിനെ നിർവീര്യമാക്കുന്നത് പോലെ നീ ഈ വചനത്തിന്റെ സഹായത്തോടെ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറി ഇതാ ഈ യേശുക്രിസ്തുവിന്റെ വചനത്തിലൂടെ അങ്ങനെയുള്ള സകലത്തെ നിർവീര്യമാക്കുക. വെച്ചോണ്ടിരിക്കരുത്. വെച്ചോണ്ടിരുന്നാൽ നിനക്ക് നെഗറ്റീവ് എഫക്റ്റ് വരും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എഫക്ട്സുകൾ ധാരാളമുണ്ട്. എഫക്ട്സുകൾ ഇതാ, നിങ്ങളൊരല്പം വെയിലത്ത് നിന്നോ നിങ്ങളുടെ അകത്തുനിന്ന് വയർപ്പുകൾ പുറത്തേക്ക് റിലീസ് ചെയ്യും. നിങ്ങളുടെ വായിലേക്ക് ഒരല്പം ഭക്ഷണം വെക്കേ, നിങ്ങളുടെ പാൻക്രിയാസ് എന്ന അവയവത്തിൽ നിന്ന് ഇൻസുലിൻ പുറത്തേക്ക് റിലീസ് ചെയ്യും. അങ്ങനെ റിലീസ് ചെയ്യാതെ വരുമ്പോഴാണ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അത് ഫാറ്റ് കയറിയിട്ടാ. ഒരു ഓപ്പോസിറ്റ് സെക്സിനെ നിങ്ങൾ കാണുക, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സെക്ഷൽ അവയവങ്ങൾ എറോസ് ചെയ്യപ്പെടും. ദൈവം വച്ച സിസ്റ്റമാ. നിങ്ങൾക്ക് പകയുള്ള ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾ ഓർക്ക്, അകത്തുനിന്ന് ജഡത്തിന്റെ ചിന്തകൾ റിലീസ് ചെയ്യും. ഇത് തിരിച്ചറിഞ്ഞിട്ട് ജഡത്തിന്റെ ചിന്തകൾ റിലീസ് ചെയ്യാൻ ഒരവസരവും കൊടുക്കരുത്. സാത്താന് ഇടം കൊടുക്കരുത്. നമ്മുടെ ചിന്തകളിൽ നമ്മളുടെ ശരീരം പല പല കാര്യങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. ചിന്തകൾ മതി, വെറും ചിന്തകൾ. ഒരു എക്സാമ്പിൾ, ചിന്തകളെ നിയന്ത്രിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതം നിയന്ത്രിക്കാം. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും യൂറിൻ പാസ് ചെയ്യാൻ പോകുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതിൻ്റെ ഇടയിൽ, കാരണം ഇത്ര ലോങ് ആയിട്ട് ശുശ്രൂഷ നിങ്ങൾ ഇരുന്നിട്ടുണ്ടാകത്തില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുക, നിങ്ങൾ മുഖം കഴുകാൻ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് ടാപ്പ് തുറന്ന് നിങ്ങൾ വെള്ളം എടുത്ത് മുഖം കഴുകുന്നു. പക്ഷേ അത് പുറത്തെ സിസ്റ്റം. നിങ്ങൾ ചിന്തിച്ചാൽ ടാപ്പിൽ നിന്ന് വെള്ളം വരുമോ ഇല്ലയോ? നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു, ചിന്തിച്ചു വെള്ളം വരട്ടെ, വെള്ളം വന്നില്ലല്ലോ. പക്ഷെ ദൈവം നിങ്ങളുടെ അകത്ത് വെച്ച സിസ്റ്റം, ഒരു ടാപ്പും കൈകൊണ്ട് തിരിക്കണ്ട, ചിന്തിച്ചാൽ മതി, നിങ്ങളുടെ യൂറിൻ പാസ്സാകും. മനസ്സിലായോ? നിങ്ങൾ ചിന്തിച്ചാൽ മതി. ചിന്ത പലതിനെയും നിയന്ത്രിക്കും. എൻ്റെ ചെറുപ്പത്തില് തല്ലിപ്പൊളിയായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ബ്രേക്കാ. ആ ബ്രേക്ക് 1 മണി എന്ന് പറയുന്ന ടൈമിന് ടിങ് ടിങ് എന്ന് അടിക്കുമ്പോൾ ആദ്യത്തെ ടിങ്ങിന് തന്നെ ഞങ്ങളുടെ ചോറും പാത്രം തുറന്നിരിക്കും. എന്തിനാണെന്നറിയാമോ? ഒരു 5 അല്ലെങ്കിൽ മാക്സിമം 10 മിനിറ്റ് കൊണ്ട് ഭക്ഷണം കഴിച്ച് പാത്രം കഴുകിയില്ല, ചിലപ്പോൾ അങ്ങനെ നടത്തിട്ട് പുറം മാത്രം കഴുകി അങ്ങ് വെക്ക്. ഞങ്ങൾ പിള്ളേർ ഓട്ടം ഓടും. സ്കൂളിൻ്റെ പുറത്ത് ഒരു ഇടവഴിയുണ്ട്, ഒരു കോലോത്തിലേക്ക് പോകുന്ന ആ വഴിയിൽ ഒരു പുളിമരം നിൽക്കുന്നുണ്ട്. നല്ല തേൻ പുളി കണ്ടിട്ടില്ലേ? ഇങ്ങനെ തൂങ്ങിടക്കണ പുളി ഇല്ലേ? അത് പഴുത്ത് കിടക്കുക. അത് പിടിക്കാനായി ഓടും. അവിടെ ചെന്ന് കോലുകൊണ്ട് കല്ലുകൊണ്ടും എറിഞ്ഞ് പുളി വീഴ്ത്തിയിട്ട് കിട്ടുന്ന പുളി നല്ല ടേസ്റ്റ് അതിന്. ആ പുളി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് ഓടും. വീട്ടിൽ ചെന്നിട്ട് ആ പുളിയുടെ തൊണ്ട് പൊട്ടിച്ച് അതൊരു പാത്രത്തിലിടും. ആ പാത്രത്തിലിട്ടതിന് ശേഷം എല്ലാ പിള്ളേരിങ്ങനെ വട്ടം കൂടി നിൽക്കുമായിരിക്കും കൂട്ടുകാർ. അതിലേക്ക് ഒരല്പം കഞ്ഞിവെള്ളം ഒഴിക്കും, ഇച്ചിരി ഉപ്പിടും, കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കും, ഒരല്പം മുളക് പൊടി ഇടും. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്പും. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. എന്നിട്ട് ഇനി വേണം അത് ഓരോ ചുളയെടുത്ത് ഓരോന്നിനും കൊടുക്കാനായിട്ട് ഓരോരുത്തരുടെ പങ്ക് കൊടുക്കണം. അങ്ങനെ നന്നായിട്ട് തിരുമ്മി ഇങ്ങനെ ഇരുന്ന് ഓരോരുത്തർക്ക് എടുത്തു കൊടുക്കാൻ പോകുന്ന സമയത്ത് എല്ലാറ്റിൻ്റെയും വായിൽ ഇപ്പം എന്നാ ഉണ്ട്? നിങ്ങളുടെ വായിലുള്ളതുപോലെ ഇല്ലേ? നിങ്ങളുടെ വായിലുള്ളതുപോലെ അവരുടെ വായിൽ വെള്ളമില്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞോ വെള്ളം വരുത്താൻ? പറഞ്ഞോ? പിന്നെ എങ്ങനെയാ നിങ്ങളുടെ വായിൽ വെള്ളം വന്നേ? നിങ്ങളുടെ ചിന്തയല്ലേ? അപ്പൊ മനസ്സിലായോ? ചിന്ത ശരീരത്തെ എഫക്റ്റ് ചെയ്യുന്നത് മനസ്സിലായോ? ഇതേപോലെ ജഡത്തിന്റെ ചിന്ത നിങ്ങളെ ദൈവത്തിന് ശത്രുതയിലേക്ക് കൊണ്ടുവരും. ജഡത്തിന്റെ ചിന്ത നമ്മുടെ ജീവിതത്തിൽ മരണം
കൊണ്ടുവരും. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ജഡത്തിന്റെ ചിന്തകൾ വരുന്ന, നമ്മുടെ ഹൃദയത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എല്ലാം നമ്മൾ നിർവീര്യമാക്കി കളയണം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ നീ നിഗ്രഹിക്കുന്നുവെങ്കിൽ നീ ജീവിക്കും. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ഇനി എന്തിനു വേണ്ടിയത്? നമ്മൾ ദൈവത്തിന് വഴി തുറക്കാൻ പോവുക. ഇന്ന് നമ്മുടെ ഹൃദയം മുഴുവൻ പിടിക്കപ്പെട്ട് കിടക്കുക. അതിലൂടെ ദൈവം ഇറങ്ങൂല. അങ്ങനെ ജഡത്തിന്റെ ചിന്തയായിട്ട് ഹൃദയം ഇരിക്കുക. ജഡത്തിന്റെ ചിന്ത ആരാ? ദൈവത്തിന്റെ ശത്രു, ഇല്ലേ? ദൈവം കുഞ്ഞെ എന്റെയും നിങ്ങളുടെയും സൗന്ദര്യത്തെ ആഗ്രഹിക്കണമെങ്കിൽ ഒരു ഭർത്താവും ഭാര്യ എന്നുള്ള നിലയിൽ കാണിച്ചിട്ടുണ്ട്. സഹോദരി എന്നിട്ട് പറയാണ്, നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും നീ മറക്കുക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അല്ലാതെ നിന്റെ ഭർത്താവ് ഇതാ കിടപ്പറയിലേക്ക് വരുമ്പോ ഇതാ ഭാര്യ ഭർത്താവിന്റെ ശത്രുവായിട്ടിരിക്കുക. ഭർത്താവ് തിരിഞ്ഞു നോക്കുമോ? ഭർത്താവിന്റെ വാടിക്ക് പോകും. ഇതേപോലെ നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ ദൈവത്തിന്റെ ശത്രുക്കളെയും അവിടെ നിന്ന് ഒഴിവാക്കുക. എല്ലാത്തിനും ഒഴിവാക്കുക. ഒരൊറ്റ ജഡത്തിന്റെ ചിന്തയില്ല. ഏത് ജഡത്തിന്റെ ചിന്തയാണെങ്കിൽ ഇതാ ഒരാൾ നിങ്ങൾക്ക് എതിരെ നിൽക്കുക, പക വച്ചിരിക്കുക, ഗർവായിട്ടിരിക്കുക, നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി നിരന്തരം അങ്ങ് പ്രാർത്ഥിച്ചോളണം. ഇങ്ങനെയുള്ള കുറേ സാഹചര്യം കുടുംബ ജീവിതത്തിൽ, ഓഫീസ് ജീവിതത്തിൽ, ബിസിനസ് ജീവിതത്തിൽ, സഭാ ജീവിതത്തിലൊക്കെ ദൈവം കൊണ്ട് തരും. ഹല്ലേലൂയ. ഇതെന്തിനാണെന്നറിയാം? നമ്മൾ ഗർവായിട്ടിരിക്കാനല്ല, നമ്മൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനാണ്. ഹല്ലേലൂയ. നിന്നെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ട് നിങ്ങൾ ചുറ്റും നോക്കുകയാണ്, ആരെങ്കിലും ഉണ്ടോന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ വചനം അനുസരിക്കാൻ പറ്റുമോ? അപ്പൊ ദൈവത്തിന്റെ ഡ്യൂട്ടി അല്ലേ ഉപദ്രവിക്കുന്ന ചിലരെ ഉണ്ടാക്കി തരിക എന്നുള്ളത്, അല്ലേ? അപ്പൊ ദൈവം ഉപദ്രവിക്കുന്ന, കുറ്റം പറയുന്ന ചിലരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരും. അവരെന്നെ കുറ്റം പറഞ്ഞു, അങ്ങനെ പറഞ്ഞു എന്ന് ഒന്നും വേണ്ട. അങ്ങനെ നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ത്രെഡ്മില്ല് മേടിച്ചു തന്ന ഭർത്താവിനെ നിങ്ങൾ കുറ്റം പറയുന്നത് പോലെ ഇരിക്കും. എൻ്റെ ഭാര്യ ഒന്ന് സ്ലിം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഭർത്താവ് എന്ത് ചെയ്തത്? ത്രെഡ്മില്ല് മേടിച്ചു കൊടുത്തത്. മേടിച്ചു കൊടുത്തപ്പോൾ മുതൽ ഭാര്യ കുറ്റം പറയാൻ തുടങ്ങി ഭർത്താവിന്. എൻ്റെ ഭർത്താവ് വേറൊന്നും ആവശ്യങ്ങളില്ല, ത്രെഡ്മില്ല് മേടിച്ചു, എന്നെ ഇനി കഷ്ടപ്പെടുത്താനാണോ? എടി മോളെ, നിന്നെ കഷ്ടപ്പെടുത്താനല്ല, നിന്നെ ഒന്ന് സുന്ദരിയായി കാണാൻ വേണ്ടിയാ. നിന്റെ പിത്തം പിടിച്ച ശരീരമൊക്കെ ഒന്ന് മാറി, ഒന്ന് സ്ലിമ്മായി സുന്ദരിയായി കാണാൻ വേണ്ടിയല്ലേ ഞാൻ നിനക്കത് വാങ്ങിച്ചു തന്നേ എന്ന മനോഭാവമായിരിക്കണം നമുക്ക് നമ്മൾ ഉപദ്രവിക്കുന്നവരെ കാണുമ്പോൾ. ദൈവം ഇത് അനുവദിച്ചത് കൊണ്ടല്ലേ അവരെ സ്നേഹിക്കാൻ എനിക്ക് പറ്റണേ, ഇല്ലേ? ഹല്ലേലൂയ. എനിക്ക് എല്ലാ ഭാഗവും നന്നായിരിക്കുന്നു. എന്നെ ഉപദ്രവിക്കുന്നവർ ആരുമില്ല, എന്നെ കുറ്റം പറയുന്നവർ ആരുമില്ല. നിനക്ക് ആത്മീയമായി വളരാനേ പറ്റുമോ? പറ്റില്ല. കഷ്ടതയുടെ നടുവിലാണ് വളരുന്നത്. ഒരു വൃക്ഷം വളരുന്നത് ചൂടിന്റെ നടുവിലാണ്. തണുവ് കാലത്ത് അതിങ്ങനെ മരച്ചു നിൽക്കും. ഹല്ലേലൂയ. ചൂട് കാലത്ത് അത് വളർന്നു കയറും, താഴെ വെള്ളം കൊടുക്കുന്നുവെങ്കിൽ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പലതും കാണും. പലരും നമ്മളെ ചതിക്കാനുണ്ടാകും. ഇവരെ എഴുതിയിരിക്കുക, മൈ സ്റ്റാഫ്, മൈ ബ്രദർ ഡിസീവ്ഡ് മീ. എൻ്റെ സഹോദരൻ എന്നെ ചതിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലതും ഉണ്ടാകും. പലതും നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ ആ ഏൽപ്പിച്ചതൊന്നും അവിടെ കാണത്തില്ല. ഏൽപ്പിച്ചതും കൊണ്ട് അവർ പോകും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വായുണ്ട് പുറുപുറു എന്ന് പറഞ്ഞ് വീണ്ടും പാപിയാകാതെ നമ്മൾ തിരിച്ചറിയണം, എൻ്റെ ആത്മീയ വളർച്ചയിൽ ദൈവം സഹായിക്കും. നഷ്ടപ്പെട്ടത് തീർച്ചയായും നഷ്ടമാണ്, ഭൗതിക നഷ്ടം. പക്ഷേ ഭൗതിക നഷ്ടം ദൈവം ആത്മീക ലാഭമാക്കി മാറ്റും. ഹല്ലേലൂയ. ലോകം കണ്ട ഏറ്റവും തിന്മ നിറഞ്ഞ സംഭവമാണ് കർത്താവായ യേശു ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നിട്ട്, സ്വന്തത്തിലേക്ക് വന്നിട്ട്, സ്വന്തമായവർ അവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർ ഇവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ഇതാ കള്ളനായ ബറാബാസിനെ പിടിച്ച് ദൈവപുത്രനെ തള്ളിയത്. എന്നാൽ ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാക്കി ദൈവം അത് മാറ്റി. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ ജീവിതത്തിലെ ഏറ്റവും തിന്മ നിറഞ്ഞ സംഭവം ദൈവം നിന്റെ ജീവിതത്തിലെ ഏറ്റവും നന്മ നിറഞ്ഞതാക്കി മാറ്റും. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാട് ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടാകണം. അതിൻ്റെ നടുവിൽ തന്നെ തുപ്പിയവരെയും, തന്നെ നിന്ദിച്ചവരെയും, തന്നെ പരിഹസിച്ചവരെയും എല്ലാം നോക്കി പിതാവിൻ്റെ അടുത്തിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. കണ്ടോ? തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണുണ്ടോ? അവരോട് അങ്ങ് ക്ഷമിക്കണേ. ഹല്ലേലൂയ.
അപ്പൊ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതൊക്കെ നമ്മൾ ജീവിതത്തെ തിരിച്ചറിയുക. ഇതാ ഇവിടെ ഒരു വ്യക്തി പറഞ്ഞു, മൈ വൈഫ് സ്നാച്ച്ഡ് മൈ പ്രോപ്പർട്ടി. അദ്ദേഹം ജീവിതകാലം മുഴുവൻ ഗൾഫ് ദേശത്ത് മണലാരണ്യത്തിൽ പണിയെടുത്ത് കിട്ടിയതെല്ലാം ഭാര്യയുടെ പേർക്ക് അയച്ചു കൊടുത്തു. ഭാര്യ അതുകൊണ്ട് തൻ്റെ പേർക്ക് സ്ഥലം വാങ്ങിച്ചു, താൻ അവിടെ വീട് വെച്ചു. ഇതെല്ലാം കഴിഞ്ഞു ഇദ്ദേഹം പ്രായമായി അവിടെ ഇനി ജീവിക്കാൻ, അതായത് ഇനിയും പണിയെടുക്കാൻ പറ്റാതെ തിരിച്ചു വന്ന സമയത്ത് ഇത് കണ്ടൊരു കാര്യം, തൻ്റെ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ മക്കളെയും അടിച്ചു മാറ്റി, വീടും അടിച്ചു മാറ്റി, തന്നെ പുറത്താക്കി. ഹൃദയത്തിൽ ഭാരത്തോടെ, വിഷമത്തോടെ, സങ്കടത്തോടെ ഇവിടെ വരികയാ. മൈ വൈഫ് സ്നാച്ച്ഡ് മൈ പ്രോപ്പർട്ടി. എൻ്റെ എല്ലാം അവൾ തട്ടിയെടുത്തു, അവൾ പോയി. ഇന്ന് അനേക ഭർത്താക്കന്മാരെന്ന് പറയുന്നവർ പലയിടത്തും ഉണ്ട്. ഒന്നുമില്ല, കുറെ എണ്ണം ഇതാ പ്രാന്താശുപത്രിയിൽ ഇവിടെയും മഞ്ഞുമേലോ ഞാറക്കിലൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. ജീവിത പങ്കാളി വൈഫ് തട്ടിയതാ. അന്ത്യകാലത്ത് എണ്ണം കൂടും. തലതിരിഞ്ഞ ദൈവിക അവസ്ഥയ്ക്ക് തലതിരിഞ്ഞ് കയറുകയാണ്. നാളെ ഫാമിലി ലൈഫ് എടുക്കുമ്പോൾ അത് കൂടുതലായിട്ട് മനസ്സിലാവും. ഇതാ ആ വൈരാഗ്യത്തോടെ, വൈഫിനോടുള്ള വൈരാഗ്യത്തോടുകൂടി വരുന്നത്. എന്ന അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ആ വൈരാഗ്യം ഇതകത്ത് വെച്ചാൽ ദൈവത്തെ നമ്മൾ തന്നെ ശത്രുവാക്കി മാറ്റുകയാണ്. പല പല മാരക രോഗങ്ങൾക്കും അത് കാരണമാകും. കാരണം പിശാച് അവരെ ഇടപെടുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം തിരിച്ചറിയുക. വേറൊരു സഹോദരി, ഇതേപോലത്തെ വേറൊരു സഹോദരി ഇവിടെ വന്നു. ആ സഹോദരി വന്നപ്പോൾ കഴുത്തേൽ മുഴുവൻ ബെൽറ്റ് ആയിട്ട് ഇങ്ങനെ വന്നേക്കണേ. ആ സഹോദരിയുടെ വിഷയം, തൻ്റെ ഭർത്താവിനെ ഉപയോഗിച്ച് ഇത്രയും നാൾ ഇതെല്ലാം പണിതു, വീടും കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി. ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വരിക. തനിക്ക് അദ്ദേഹത്തെ വേണ്ട, ഇപ്പൊ പുതിയ കാമുകനോ മതി. ആ കാമുകനുമായിട്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയാണ് വന്നേക്കണേ. അദ്ദേഹത്തെയും കൂട്ടിയാ വന്നേക്കണേ. ഹല്ലേലൂയ. ഈ ഉള്ള കാര്യം ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാ. മടങ്ങിപ്പോയി ആ വ്യക്തിയോട് ക്ഷമ ചോദിച്ച് കൂടെ വസിക്കുക. പല സ്ത്രീകൾക്കും വേണ്ടത് ഭർത്താവിൻ്റെ സ്വത്ത്, ഭർത്താവിനെ വേണ്ട. മക്കളെ, നമ്മുടെ ജീവിതം ചെറുതാ. എന്തിനാ തീപ്പൊയ്കയിലേക്ക് യാത്രയാകുന്നേ? തീപ്പൊയ്കയിലേക്ക് എന്നിട്ട് പോയി അടുത്ത ആളെ കല്യാണം കഴിക്കും. എന്തിനാ? അവിടുത്തെ സ്വത്ത് അടിച്ചു മാറ്റാൻ. നോക്കിയ കല്യാണം കഴിക്കും, എന്തോരം ഉണ്ടെന്ന്. ഇത് കാണുന്ന പുതിയ തലമുറയ്ക്ക് കല്യാണം കഴിക്കാനെ പേടിച്ചിരിക്കുന്ന ചിലരുണ്ട്. ഇത്ര ദുരന്തമാണോ വിവാഹം? കാരണം ഈ സ്ത്രീ തൻ്റെ ജീവിതത്തിലേക്ക് എന്തിനാ വരുന്നേ? തൻ്റെ സ്വത്തടിച്ചു മാറ്റാനോ അതോ തന്നെ സ്നേഹിച്ചൊരു കുടുംബജീവിതം തരാനോ? പ്രിയ സഹോദരങ്ങളെ, ദൈവം നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. കാരണം ഇനി ഒരു ജീവിതത്തിലേക്കുള്ള പ്രവേശന പരീക്ഷ മാത്രമുള്ളൂ ഇത്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ധാരാളം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ആരോ എനിക്ക് എന്തോ ചെയ്തു. ഓൾറെഡി പറഞ്ഞു, ഈ ഒരു സാക്ഷാൽ ഇസ്രായേലിനാണെങ്കിൽ മന്ത്രവാദമോ ലക്ഷണവിദ്യയോ കൂടോത്രമോ നിന്നെ തൊടത്തില്ല. അത് ചെയ്തവൻ നീ നിമിത്തം തകരും. മനസ്സിലാവുന്നുണ്ടോ? നീ നിമിത്തം തകരും. എനിക്കെതിരെ പലരും പലതും ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. പലരും പലതും ചെയ്തിട്ടുണ്ട്. ഞാനൊന്നും ചെയ്യാൻ പോയില്ല അവർക്കെതിരെ. ദൈവത്തിന്റെ വചനം പറയുന്നു, നിനക്കെതിരെ ഒരു വഴിയായി വരുന്നവൻ 7 വഴി ചിതറി ഓടുവെന്ന്. പഴയ ഉടമ്പടിയുടെ ഭാഗമാണെങ്കിൽ പുതിയ ഉടമ്പടിയിൽ ഞാൻ എവിടെയാണെന്നറിയാമോ? ദൈവത്തിന്റെ ശരീരത്തിലാണ്. ഐ ആം ഇൻ ദ ബോഡി ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു പാർട്ടാ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതാ കർത്താവ് യേശു പറഞ്ഞത്, എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ പിടിച്ചു പറിക്കാൻ കഴിവുള്ള ഒരുവനുമില്ല. കാരണം യേശു അഭിമാനം കൊള്ളും തന്റെ അപ്പനിൽ. നിങ്ങളെ എനിക്ക് തന്ന എന്റെ അപ്പൻ എപ്പോ? ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു, തന്റെ മക്കളായി മുൻ നിയമിച്ചു. ആ അപ്പൻ എല്ലാവരിലും വലിയവനാ. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ പിശാച് തൊടത്തില്ല. പകരം അയ്യോ തൊടൂ, അവര് ആരോ എന്തോ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിനെതിരെ ചെയ്തിട്ടുണ്ട്. നിന്റെ വാക്കിൽ തന്നെ അറിയാം അടി കിട്ടും എന്നുള്ളത് ഉറപ്പാ. കാരണം നീ ഭയപ്പെടുന്നത് കൊടുങ്കാറ്റ് പോലെ നിനക്ക് വരുമെന്നാ ബൈബിളിലെ വാഗ്ദത്വം.
യോബിനും കിട്ടിയില്ല അടി. ഹല്ലേലൂയ. യോബിന് പറയാ, ഞാൻ ഭയപ്പെടുന്നത് എനിക്ക് സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്നാ പുള്ളി പറഞ്ഞേ. നീ എന്തിനാ ഭയപ്പെട്ടെ? പകരം യേശു പറയുന്നത് പോലെ പറയാ, എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ പിടിച്ചു പറിക്കാൻ കഴിവുള്ള ഒരുവനുമില്ല. ഹല്ലേലൂയ. ഒരുവനുമില്ല. കാരണം ഉടനെ തന്നെ അപ്പനിലേക്ക് തിരിക്കുക. നിങ്ങളെ എനിക്ക് തന്ന എൻ്റെ അപ്പനുണ്ടല്ലോ, എല്ലാവരിലും വലിയവൻ, എൻ്റെ അപ്പൻ എന്നിലും വലിയവൻ. ഇതാ യേശു പറയുന്നേ. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയണം. എന്നിട്ട് ആ ദൈവത്തിന്റെ ബോഡിയിൽ, ക്രിസ്തുവിന്റെ ശരീരത്തിൽ നമ്മൾ നിലകൊള്ളണം, ക്രിസ്തുവിന്റെ അവയവമായി. ഹല്ലേലൂയ. ആരും ഒന്നും ചെയ്യാനില്ല. മരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തുവാ? തുടക്കം മുതൽ കേട്ടവർക്കറിയാം. മരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുവാ? ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ. ഷീമോൻ പറഞ്ഞതില്ലേ, ഷീമോൻ മോഡൽ ഇൻഡിപെൻഡൻസ് ഡേ. ഇപ്പോൾ നാഥാ സമാധാനത്തോടെ എന്നെ വിട്ടയക്കണേ. എവിടെന്ന്? ജഡത്തിന്ന്. മരണം, ദ ഡേ ഓഫ് ഇൻഡിപെൻഡൻസ്. ഹല്ലേലൂയ. ഇതാ വിശുദ്ധ പൗലോസ് പറയുന്നത്, ശരീരം വിട്ടാൽ ഡേ ഓഫ് ഇൻഡിപെൻഡൻസ്, ഞാൻ ആ നിമിഷം കർത്താവോട് കൂടെയായി. ദൈവത്തിന്റെ മനോഭാവത്തിന്റെ കാര്യങ്ങൾ കണ്ട് മരണം വരും പേടിച്ച് നിങ്ങളുടെ അടുക്ക് വരാൻ കൊണ്ടുപോയിട്ട് മരണം കൊണ്ട് പേടിപ്പിക്കാന്ന് വിചാരിച്ചാൽ അതും പറ്റൂല. മരണം എന്ന് പറയുന്നത് ജോയ്ഫുൾ ഡേ ആണ്. അതെ, അവർക്ക് ക്രിസ്തുവിന്റെ മനോഭാവമാ. നിന്റെ ജനന ദിവസത്തെക്കാൾ നിനക്ക് നല്ലത് നിന്റെ മരണദോഷമാ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, മനസ്സിലാക്കുക, ഇതുപോലെ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. വ്യക്തികളെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, സംഭവങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അവരോടുള്ള ഇമോഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ ഇമോഷൻ മാത്രമല്ല കേട്ടോ, നല്ല ഇമോഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ടിങ് ടോങ്. എടി ആരോ വന്ന് പോയി നോക്കടി. ഓ, ആർക്കാ ഇപ്പൊ വരാൻ പറ്റിയ സമയം? പോയി നോക്കാം. തുറന്നു. മോളോ? ഓ ചാച്ചാ. ദൂരേന്ന് മോള് വന്നേക്കുക, ബാംഗ്ലൂരെന്നോ എവിടെയോ. എന്തു ഇതുവരെ വയ്യാന്ന് പറഞ്ഞ ആളുടെ മുഖം അങ്ങ് പ്രകാശിച്ചു. മമ്മിയുടെ എവിടെന്നാ ഇത് മൊത്തം വന്ന ഈ പ്രകാശം? ഇതിന്റെ ഉള്ളിൽ നിന്ന്. മോള് ഈ അറയുടെ ഉള്ളിലുണ്ടായിരുന്നു, ഹൃദയത്തിന്റെ. മനസ്സിലായോ? അപ്പൊ മോളെ സൂക്ഷിച്ച അറയുടെ ഉള്ളില് കോപവും വൈരാഗ്യവും പകയാണോ സൂക്ഷിച്ചു വെച്ചേക്കണേ? അല്ല, സന്തോഷം. അതങ്ങ് പുറത്തേക്ക് ഇറങ്ങി. മനസ്സിലായോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഔഷധം പോലെയാണ്. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ്. ഹല്ലേലൂയ. ഇത് കണ്ടുപിടിച്ചിട്ടാണ് പ്രകൃതി ചികിത്സക്കാര് ആശുപത്രി തുടങ്ങിയത്. എന്നാൽ ഇതുപോലും തിരിച്ചറിയാൻ കഴിയാതെ ക്രിസ്ത്യാനികള് ഹല്ലേലൂയ ഡോക്ടറുടെ പുറകെ ഓടുന്നു. ഹല്ലേലൂയ. പ്രകൃതി ചികിത്സക്കാർ അവിടെ ചെല്ലുമ്പോൾ ഹല്ലേലൂയ സന്തോഷകരമായി അന്തരീക്ഷം ഒരുക്കുന്നു. തിന്മകളായിട്ടുള്ള കാര്യങ്ങളൊന്നും വരാതെ നല്ലത് കാണാനുള്ള സാഹചര്യം, പടങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നു. പഴവർഗ്ഗങ്ങൾ, ദൈവം ആദിയിൽ മക്കൾക്ക് കൊടുത്ത പഴവർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ ഭക്ഷണമായിട്ട് കൊടുക്കുന്നു. അവർ ആ ബിബ്ലിക്കൽ മെത്തേഡ് ഫോളോ ചെയ്ത, ആ പുതിയ ഉടമ്പടിയല്ല, അതൊക്കെ അതൊന്നും അറിഞ്ഞുവിടാം, ക്രിസ്ത്യാനികൾക്ക് അറിയില്ല, പിന്നെയാണ് അവർക്ക്. അപ്പോൾ ആ പഴയ ആ ലെവലിലുള്ള കാര്യങ്ങൾ കൊടുത്ത് റെഡിയാക്കി എടുക്കാൻ അവർ ശ്രമിക്കുന്നു. കുറച്ച് ദിവസം, ഒരാഴ്ച ഇരുന്നപ്പോൾ നല്ലൊരു വ്യത്യാസം. ഉടനെ ശാന്തിയെയും വിളിച്ച് വിവരം പറഞ്ഞു, ജോസഫിനെ വിളിച്ച് വിവരം പറഞ്ഞു, ഇങ്ങോട്ട് പോരട്ടാ, 70,000 രൂപ കൊടുത്താൽ മതി, ഒരാഴ്ച സുഖം. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുക. എന്തുവാ? സദൃശ്യവാക്യം 17:22 അപ്ലൈ ചെയ്തേ. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധം. വീട്ടിലെ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് മാറിയപ്പോൾ തന്നെ ഒരാശ്വാസം, ഭാര്യയുടെ അടുത്തുനിന്ന് മാറിയപ്പോൾ തന്നെ അതിനേക്കാൾ വലിയ ആശ്വാസം. അങ്ങനെ മക്കളുടെ കംപ്ലൈന്റ് ഇല്ല, ഭാര്യയുടെ കംപ്ലൈന്റ് ഇല്ല, നാത്തൂൻ്റെ ഇല്ല, അമ്മയമ്മയുടെ ഇല്ല, ഒരാശ്വാസം. ചുറ്റും നോക്കുമ്പോൾ ഗ്രീനറികൾ. ഹല്ലേലൂയ. കുറച്ച് ദിവസത്തിനുള്ളിൽ ഹൃദയം എന്തായി? മരുന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ദൈവത്തിന്റെ വചനം പറയാ, ചിയർഫുൾ ഹാർട്ട് ഇസ് എ ഗുഡ് മെഡിസിൻ. അകത്തുനിന്ന് തന്നെ മെഡിസിൻ സപ്ലൈ തുടങ്ങി. അതോടുകൂടി തന്നെ ശരീരമൊക്കെ ഒന്ന് ഉഷാറായി, മനസ്സൊക്കെ ഒന്ന് റെഡിയായി. മനസ്സിലാവുന്നുണ്ടോ? എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോ ആ ഭാഗം 17:22. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. പെട്ടെന്ന് പ്രായമാകണോ?
മനസ്സ് തകർന്നാൽ മതി. അസ്ഥികളെ ഉണക്കിത്തരും. ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞ അസ്ഥികൾക്ക് ദ്രവത്വം, ഇവിടെ അസ്ഥികളെ ഉണക്കും. ചിലരെ കണ്ടു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ചിലരെ കണ്ടിട്ട് ഞാൻ ചിന്തിച്ചു, വലിയൊരു പ്രായമായിട്ടുണ്ടെന്ന്. എത്ര വയസ്സായി ഞാൻ ചോദിച്ചു. ഇവരുടെ 54. ഞാൻ ചിന്തിച്ചു, അയ്യോ 54 വയസ്സായ പോലെ ഇരിക്കണോ? 54 ആയിട്ടുള്ളൂ, ഇത്ര വയസ്സായതുപോലെ ഇരിക്കണോ? വേറെ ആളോട് ചോദിച്ചു, അയാൾ പറഞ്ഞു 54 ഇത്രയും വയസ്സായോ? വയസ്സ് 54 ആയുള്ളൂ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു 70-74 മതിപ്പുണ്ട്. തകർത്ത് കളയും. തകർന്ന മനസ്സ് അസ്ഥികളെ ഓടിച്ചു കളയും. പെട്ടെന്ന് വയസ്സായതുപോലെ തോന്നും. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധ മരുന്ന് പ്രൊഡ്യൂസ് ചെയ്യും. സന്തുഷ്ടമാകാൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അനാവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ബ്ലോക്ക് ചെയ്യുക. സന്തുഷ്ടമാകാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഞാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്, പക്ഷെ എന്നെക്കാൾ മുമ്പ് ഉപയോഗിച്ച ആളുകൾ ഇഷ്ടമാരുണ്ട്. 1 യോഹന്നാൻ 1:3 വായിച്ചാൽ മതി. ആ ടെക്നിക്ക് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. 1 യോഹന്നാൻ 1:3 വായിച്ചു കഴിഞ്ഞാൽ ആ ടെക്നിക്ക് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടായ്മയോ, ഞങ്ങളുടെ യോഹന്നാൻ ഉപയോഗിച്ചതാണേ, ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവോടും കൂടെയാ. ഇതാണോ ബെസ്റ്റ് മെത്തേഡ്? ഹല്ലേലൂയ. ബെസ്റ്റ് മെത്തേഡ്. ഈ കൂട്ടായ്മയിൽ നിന്നാൽ എപ്പോഴും ഹൃദയം നമ്മളും സന്തുഷ്ടത ഉണ്ടാക്കുകയല്ല, ജീവജലനദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും നമ്മളിലൂടെ. ഹല്ലേലൂയ. നമ്മളുടെ ജീവിതം ആളുമാറിയ തലത്തിലേക്ക് മാറും. അപ്പോൾ പ്രിയ കുഞ്ഞുങ്ങളെ, ഇപ്പോൾ നമ്മളിതെല്ലാം കാണിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അശുദ്ധമായത് നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഹൃദയത്തിനടുത്ത് മാറ്റണം. നല്ലത് അവിടെ ഇരുന്നോട്ടെ. ഓരോ ഹൃദയത്തിൻ്റെ റൂമുകൾ നിങ്ങൾ തുറന്നു നോക്കണം. ഹൃദയത്തിൻ്റെ റൂമുകൾ തുറന്നു നോക്കുമ്പോൾ ഓരോരുത്തർ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു റൂം തുറന്നു നോക്കിയപ്പോൾ, ഓ മോനാണോ, നല്ല വികാരം, അവിടെ ഇരുന്നോട്ടെ, അടച്ച്. അടുത്ത റൂം തുറന്നു നോക്കിയപ്പോൾ അമ്മായിയമ്മയോ, ഓ, അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പരിശോധിക്കണം. അമ്മായിയമ്മയായുള്ള ബന്ധങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം. അപ്പോഴാണ് മനസ്സിലായി, ഓ അന്ന് എനിക്ക് ദേഷ്യം കയറിയപ്പോൾ ഞാൻ പറഞ്ഞു ഹൃദയം കൊണ്ട് നിന്റെ തലമണ്ട ഞാൻ അടിച്ച് പൊട്ടിക്കുമെന്ന്. അകത്ത് പറഞ്ഞു. ഞാൻ അകത്തുനിന്ന് പറയുന്നുള്ളൂ, പലരും പുറത്തും പറയുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ പൊട്ടിക്കുമെന്ന് പറഞ്ഞു. ഇത് അകത്ത് പറഞ്ഞത് ആര് കേട്ടു? സ്വർഗത്തിലെ ദൈവം കേട്ടു. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ ഹൃദയത്തിന് അകത്ത് പറഞ്ഞൊക്കെ അവിടെ കേൾക്കാം. ഹൃദയത്തിലെ ചിന്തകളൊക്കെ പപ്പയ്ക്ക് അറിയാം. ഹല്ലേലൂയ. ഇതാ അതോടുകൂടെ നമ്മുടെ അവിടെ ആ നെഗറ്റീവ് എനർജി അവിടെ കിടക്കുക. ഇതൊക്കെ എടുത്ത് കളയണം. ആ അമ്മായിയമ്മയ്ക്ക് വേണ്ടി, നാത്തൂന് വേണ്ടി, ആരാണോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെയുള്ള നെഗറ്റീവ് എനർജീസ്, ജഡത്തിൻ്റെ ചിന്തകളൊക്കെ എടുത്ത് മാറ്റി. കാരണം ജഡത്തിൻ്റെ ചിന്ത മരണം കൊണ്ടുവരും. ഹല്ലേലൂയ. അതൊക്കെ എടുത്ത് മാറ്റി അവരെയൊക്കെ അനുഗ്രഹിക്കണം. അത് ശുദ്ധീകരിച്ചിട്ട് അമ്മായിയമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ റൂമങ്ങ് അടയ്ക്കണം. ഓരോ ഹൃദയത്തിൻ്റെ അറകളും തുറക്കണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കാണിച്ചു തരും. അപ്പോൾ അതുമായിട്ടുള്ള ബന്ധത്തിലുള്ള ചില അറകൾ തുറക്കുന്ന കാര്യമാണ് നമ്മൾ ചെയ്തത്. കണ്ടോ, ഇത് കണ്ടോ, 2020 പാസ്റ്റർ 2020 കേട്ടിട്ടുണ്ടോ? പാസ്റ്റർ 2020 എന്ന് പറഞ്ഞൊരു സാധനം എന്ന് പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും പലരും ഇതിലാണ് പെട്ടുപോകുന്നത്. പാസ്റ്റർ 2020 എന്ന് വെച്ചാൽ PR 2020, സദൃശവാക്യം 2020 എന്നാണ് അതിൻ്റെ അർത്ഥം. പാസ്റ്റർ 2020 മറക്കരുത്. കാരണം പാസ്റ്റർ 2020 അപകടം പിടിച്ചൊരു സാധനമാണ്. കാരണം അപ്പനെയോ അമ്മയോ ദുഷിച്ചാൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്റെ ജീവിതത്തിൽ ഒരു സഹായം കിട്ടേണ്ട സമയത്ത് നിനക്ക് സഹായം കിട്ടത്തില്ല, നീ ഒടുങ്ങിപ്പോകും. ഈ ടോക്കൺ ആരെങ്കിലും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച്, അത് അപ്പനോടോ അമ്മയോടോ പറഞ്ഞ് ക്ഷമ ചോദിച്ച് കാര്യം ക്ലിയർ ചെയ്യണം പെട്ടെന്ന്, അല്ലെങ്കിൽ അപകടം പിടിച്ചിട്ട് കാര്യമാണ്. എടുത്തിങ്ങൊന്ന് വായിച്ചേ. ആരെങ്കിലും അപ്പനെയോ അമ്മയെയോ ദുഷിച്ചാൽ അവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. എന്റെ മക്കളെ ശ്രദ്ധിച്ചേ, അപ്പനെയോ അമ്മയോ ദുഷിച്ചാൽ, അപ്പനെ ഇടിച്ച് നട്ടല്ലൊടിച്ചവരെ അറിയാം. ഭാര്യയിലൊടിച്ചു, അമ്മയെ വാതിൻ്റെ ഇടയിൽ വെച്ച് ഞെക്കി ഉപദ്രവിക്കുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ചവിട്ടുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. തിന്മ ചെയ്യുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ അങ്ങനെ ചെയ്താൽ നിന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. അന്ന് ടോക്കൺ എടുത്ത് വെച്ചതാ. ഇപ്പൊ ബിസിനസ് ചെയ്യുന്നു, എല്ലാം നന്നായിരിക്കുന്നു, കൂരിരുട്ടിൽ ഒറ്റയടിക്ക് പോകും.
അതായത് ഒരു വിഷയം കൂരിരുട്ട് വരുമ്പോൾ വിളക്ക് കത്തുകയാ വേണ്ടേ, ഇവിടെ വിളക്ക് കത്തണതിന് പകരം കെട്ടുപോകും. എൻ്റെ മക്കളെ, ഇതൊരു ടോക്കൺ, നിങ്ങൾ അങ്ങനത്തെ ടോക്കൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണാൻ വിളിക്കുന്നത് പോലെയാ. ടോക്കൺ എടുത്തു, വൈകുന്നേരം ആയപ്പോൾ മോൻ ഡോക്ടറെ കണ്ടു എന്ന് പറയുന്നത് പോലെ നമ്മൾ ടോക്കൺ എടുത്തെങ്കിൽ ഇതാ ആ ടോക്കൺ ഞാൻ ക്യാൻസൽ ചെയ്യേ. ആ അപ്പൻ്റെ അമ്മയുടെ അടുക്കൽ പോയിട്ട് ക്ഷമ ചോദിക്കേ. അന്ന് വിശന്നപ്പോൾ എനിക്കൊന്നും ഇല്ലാതെയായിരുന്നപ്പോൾ ഒരുപക്ഷെ കാര്യമൊക്കെ ശരിയായിരിക്കാം. നിങ്ങൾ പോയി ചോദിച്ചു, ഭക്ഷണം തരാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ഇതിനെ ജനിപ്പിക്കാൻ പോയേ. ചെറിയ ലെവലാണ് ഡോസ്. എൻ്റെ വലിയ ഡോസ് കൊടുത്തവരും ഉണ്ട്, ഉപദ്രവിച്ചവരും ഉണ്ട്. ആ പിതൃഹൃദയം, ആ മാതൃഹൃദയം വിഷമിച്ചിട്ടുണ്ടോ നമ്മളെക്കുറിച്ച്? ആ ടോക്കൺ അങ്ങ് എടുത്ത് മാറ്റേ. അവിടെ ചെല്ലേ, അപ്പാ അമ്മേ ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണേ. ദൈവത്തോട് ക്ഷമ ചോദിക്കേ. ആ ടോക്കൺ അങ്ങ് കീറിക്കള. എന്തിനാ നമ്മുടെ കൂരിരുട്ടിൽ സഹായം വരുന്നതിന് പകരം കെട്ടുപോകുന്നേ? ഇത് കണ്ടോ, ഈ പുള്ളിക്കാരനെ കണ്ടോ? ഈ പുള്ളിക്കാരനാണ് അബ്ശാലോം. അബ്ശാലോം തനിക്കൊരു കൊതി വന്നു, അപ്പനെ അടിച്ചു മാറ്റി സിംഹാസനത്തിൽ കയറണമെന്ന്, ദാവീദിനെ അടിച്ചു മാറ്റി സിംഹാസനത്തിൽ കയറണമെന്ന്. ഇന്ന് ക്രിസ്ത്യാനികളായ നമ്മൾ പലപ്പോഴും ക്രിസ്തു ബൈബിളിൽ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ കൊണ്ടുവച്ച് പിതാവിനെ ഒഴിവാക്കുന്ന പരിപാടി നോ, ചെയ്യരുത്. അബ്ശാലോം തൻ്റെ അപ്പനെ ഓടിച്ച് ആ സ്ഥാനത്ത് കയറിയിരുന്നു. സ്വർഗത്തിലെ ഇത് മൊത്തം കണ്ടുകൊണ്ടിരിക്കുക. പാസ്റ്റർ 2020 അബ്ശാലോമിന്റെ ജീവിതത്തിൽ കയറി വന്നു. അബ്ശാലോം കാട്ടിലൂടെ പോവുമായിരുന്നു. കാട്ടിലൂടെ പോകുമ്പോൾ ഇതാ ഒരു കരുവേരകത്തിൻ്റെ ഒരു വള്ളി തൻ്റെ മുടിയിൽ ചുറ്റി. കഴുതപ്പുറത്ത് ഓടി, കഴുത ഓടിയൊക്കെ പോയി. താൻ തൂങ്ങിക്കിടക്കുക, തൻ്റെ ജീവിതത്തിൻ്റെ കൂരാക്കുരിട്ട്. ഇപ്പൊ തനിക്ക് എന്നാ വേണം? ഒരു സഹായം വേണ്ടേ? ഒരു സഹായം വേണ്ടേ? കർത്താവിന്റെ വചനം പറയാ, നിന്റെ ജീവിതത്തിന്റെ കൂരാക്കുരിട്ടിൽ സഹായമല്ല, നീ തകർന്നു പോകും. നീ തകർന്നു പോകും. ഇത് കണ്ടുകൊണ്ട് ദാവീദിന്റെ ഒരു പടയാളി സേനാനായകനോട് പറഞ്ഞു, ഇങ്ങനെ പോയി തൂങ്ങിക്കിടക്കാന്ന് പറഞ്ഞു. അബ്ശാലോം കൊന്നുകളയാൻ പറഞ്ഞു അവനെ. അവരോടി വന്ന് 10 പേര് ചുറ്റി നിന്ന് അടിച്ചു കൊന്നു. കുന്തം കൊണ്ട് കുത്തിക്കയറ്റി അടിച്ചു കൊന്നു കളഞ്ഞു. ഹല്ലേലൂയ. പാസ്റ്റർ 2020 അബ്ശാലോമിന്റെ ജീവിതത്തിൽ, പാസ്റ്റർ എന്ന് പറഞ്ഞത് സദൃശവാക്യം PR എന്ന് ഉദ്ദേശിച്ചത് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. ഹല്ലേലൂയ. സദൃശവാക്യം 20-20 പുള്ളിയുടെ ജീവിതത്തിൽ നിറവേറി. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അങ്ങ് കീറി കളഞ്ഞരുത്, എല്ലാം ക്യാൻസൽ ചെയ്ത് ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ചാൽ കാര്യങ്ങൾ മനോഹരമായി തീരുവാനായിട്ട് ഇടയാകും. ഓ ഫാദർ വി താങ്ക് യു. ഇതാ നമ്മൾ ആ കണ്ട രംഗം, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന രംഗം. തുടർന്ന് ഇതാ ഒരു ശിശുവായി മുമ്പോട്ടേക്ക് പോകുന്ന രംഗം. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ഇതാ എലിസബത്ത് ദൈവാത്മാവിനാൽ നിറയുന്ന രംഗം. തുടർന്ന് ഇതാ അബോർഷനെ കുറിച്ച് നാം ചിന്തിച്ചു. ആരെങ്കിലും പ്രഗ്നന്റ് ആയിട്ട് ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞിട്ടുണ്ട് എങ്കിൽ ദൈവസന്നിധിയിൽ അത് അനുവദനീയമല്ല എന്ന് നാം മനസ്സിലാക്കി. തുടർന്ന് ഒരു ബാലനായി, ഒരു ബാലികയായി നാം വളരുമ്പോൾ പല നെഗറ്റീവ് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. പല റിജക്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ വരും. റിജക്ഷൻ, നമ്മളെ തള്ളിക്കളയുന്ന റിജക്ഷൻസ് വരും. ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ പലപ്പോഴും അപ്പനും അമ്മയും കൂടെയില്ല, അനാഥയാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. കുഞ്ഞുനാളിലെ ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ എൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് അവർക്ക് വലിയ ധനമോ കാര്യങ്ങളൊന്നുമില്ല, ഒരു അനാഥ ടൈപ്പ് ആരും. ഞങ്ങൾക്കെല്ലാം ഭക്ഷണം വിളമ്പുമ്പോൾ ആ വീട്ടിലെ ആൻറ്റി ഈ പെൺകുട്ടിയെ മാത്രം തള്ളും. എടി നീ കഴിക്കും, പിന്നെ കഴിക്കാം, നീ മാറി നിൽക്കുക. അപ്പോൾ ആ പെൺകുട്ടി കഴിക്കാൻ വരുന്നതായിരിക്കും. ഈ ആൻറ്റി അവരെ തള്ളി ആ മോളെ തള്ളി മാറ്റും. എൻ്റെ ഹൃദയത്തിൽ വലിയ വിഷമമാണ്. പക്ഷേ എനിക്ക് അത് നിയന്ത്രിക്കാനുള്ള യാതൊരു സംഭവമില്ല അവിടെ. ഇതുപോലത്തെ അനുഭവം മോളെ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പലപ്പോഴും നിന്നെ തള്ളി മാറ്റുന്നേ. അവർക്ക് എതിരെ നിന്റെ ഹൃദയം അയ്യോ തിരസ്കരിച്ചല്ലോ, എന്നെ തിരസ്കരിച്ചല്ലോ എന്ന ആ ചിന്ത അകത്ത് കയറി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പയ്യെ പുറകിലേക്ക് തള്ളപ്പെടും. പലപ്പോഴും പല കേസുകളിലുള്ള അവരോടുള്ള വൈരാഗ്യവും നമ്മുടെ അകത്ത് നിറയെ. തിരസ്കരണം മനസ്സിലാക്കുക. ഇങ്ങനെ തിരസ്കരിക്കപ്പെട്ട വ്യക്തി ആരാന്നറിയോ?
ഇപ്പോഴും തിരസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ആരാന്നറിയോ? നമ്മുടെ സ്വർഗത്തിലെ അപ്പനാ തിരസ്കരിക്കപ്പെടുന്നത്. അപ്പം പറയുന്നു, കാളയ്ക്കും കഴുതയ്ക്കും തൻ്റെ യജമാനെ അറിയാം, പുൽത്തൊട്ടിയും അറിയാം, എൻ്റെ മക്കൾക്ക് എന്നെ അറിയില്ല. എൻ്റെ മക്കൾക്ക് എന്നെ അറിയില്ല. അവരുടെ ചിന്ത അവർക്ക് എന്നെ അറിയാവുന്ന, അവർക്ക് എന്നെ അറിയില്ല. ഏറ്റവും അധികം തിരസ്കരിക്കപ്പെട്ട വ്യക്തി സ്വർഗസ്ഥ പിതാവ്. രണ്ടാമത് തിരസ്കരിക്കപ്പെട്ട വ്യക്തി കർത്താവായ യേശു. താൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ തന്നെ കൈക്കൊണ്ടില്ല, തന്നെ തിരസ്കരിച്ചു. ഇവനെ വേണ്ട, കള്ളനായ ബറബ്ബാസിനെ തന്നാ മതി. എന്നാ രംഗം നോക്കിയ എൻ്റെ മക്കളെ. ഗവൺമെന്റ് പറഞ്ഞു ഇവനിൽ ഒരു പാപവും ഇല്ല, ഒരു തെറ്റുമില്ല. ഉടനെ പള്ളിക്കാർ പറയുക അവനെ ക്രൂശിക്കേ. തിരസ്കരണം കണ്ട. എന്നിട്ട് ഇപ്പൊ അവന്റെ വലിയ ആളായി മാറുകയാ. അവനെ ക്രൂശിക്കേ. യേശുക്രിസ്തു തന്നെ പറയുന്നു, നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നു. എന്നിട്ട് പറയുന്നു ഞങ്ങളുടെ പിതാക്കന്മാരാ കൊന്നേന്ന്. ഈ വചനം എഴുതി വെച്ചു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല. തിരസ്കരണം. പിതാവും പുത്രനും തിരസ്കരണം അനുഭവിക്കുന്നവരാ. തിരിച്ചറിയാ. ഇതുകൊണ്ടാ ക്രിസ്തു പറഞ്ഞ പച്ച മരത്തോട് അവരിങ്ങനെ ചെയ്തെങ്കിൽ ഉണങ്ങിയതിനോട്. അതിന്റെ അർത്ഥം നമ്മളോട്, ജീവനുള്ള ഹെവൻലി ലൈഫുള്ള ക്രിസ്തുവിനോട് അങ്ങനെ ചെയ്തെങ്കിൽ ഹെവൻലി ലൈഫ് ഇല്ലാത്ത നിങ്ങളോട് എത്ര അധികമായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ യേശു പറഞ്ഞു, ഈ ജീവനെ നിങ്ങൾ എനിക്കായി തന്നാൽ ആ ഹെവൻലി ലൈഫ് നിങ്ങൾ നേടും. ഹല്ലേലൂയ. ഫോളോ ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ അനുഗമിക്കുക. അപ്പോൾ പ്രിയ കുഞ്ഞുങ്ങളെ, പല പല ജീവിതത്തിലെ തിരസ്കരണത്തിന്റെ അനുഭവം. അങ്ങനെ ബാലന്റെ അവസ്ഥയിൽ നിന്ന് ഒരു യുവാവിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ മാറി. എന്തിനാ ഇതെല്ലാം? അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്നതിന് മുമ്പ് മുതലേ നമ്മുടെ ജീവിതം ഒന്ന് സ്ക്രീൻ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലെ പല സംഭവങ്ങളും ദൈവം ഇതിലൂടെ നിങ്ങളെ ഓർപ്പിക്കും. അതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മുടെ അകത്ത് വന്നുകൂടിയിട്ടുള്ള ജഡിക ചിന്തകൾ, അതിലൂടെ കയറിയ പിശാചുക്കൾ, ഇതിനെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുവാൻ നമുക്ക് കഴിയും. അതിന് ദൈവം നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. ദാ യൗവനത്തിലേക്ക് കയറി, കോളേജിലേക്ക്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്വാതന്ത്ര്യം, ആ പ്രത്യേക സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഹോസ്റ്റലിലെ ജീവിതം, അപ്പനും അമ്മയും വിട്ടു ഒരു ഫ്രീഡം. ശരീരം വിട്ടാലുള്ള ഫ്രീഡം എന്നതുപോലെ, നമുക്ക് പേടിയാണെങ്കിലും അതാണ് ഫ്രീഡം. ഫ്രീഡം എന്നതുപോലെ അപ്പനും അമ്മയും വിട്ടു ഇതാ ഹോസ്റ്റലിലേക്ക് വന്നു. ഗൾഫിൽ നിന്ന് ഇതാ നേരെ നാട്ടിൽ വന്നു, അതാ പഠിക്കുകയാണ്. അപ്പനും അമ്മയുടെ അടുത്ത് നിന്ന് വിട്ടു. ഇപ്പൊ അമ്മൂമ്മയുടെ കൂടെയാ. അമ്മൂമ്മയും അപ്പൂപ്പിനെ സുഖമായിട്ട് പറ്റിക്കാം. രാത്രി സഞ്ചാരം, പല സെക്ഷൽ റാക്കറ്റുകളിൽ വീണു. കോളേജിലേക്ക് ചെന്നു, കൂട്ടുകാരത്തികൾ ഓടി വന്നു, എടി പാടി പോവാ. അയ്യോ ഞാനില്ല. എടി നമുക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാം, അത് കഴിഞ്ഞിട്ട് ഇന്നടുത്ത് കറങ്ങാൻ പോയി. അയ്യോ ഞാനില്ല, എനിക്ക് പൈസ ഇല്ല. അതിന് നിന്നോടാരെങ്കിലും പൈസ ചോദിച്ചോ? പൈസ ഉണ്ടാക്കാൻ എന്തൊക്കെ മാർഗമാണ് ദൈവം നമുക്ക് തന്നേക്കണേ. ഈ ശരീരം തന്നെ തന്നിട്ടില്ലേ, എന്തൊക്കെ മാർഗ. എനിക്ക് പൈസ ഇല്ല, പൈസ ഒന്നും വേണ്ട, നീ കൂടെ വാ. അവളെ വലിച്ചോണ്ട് പോവാ. അവളെ കണ്ടിട്ടില്ലാത്ത പുതിയ മണ്ഡലത്തിലേക്ക് പോവാ. ഓൺലൈൻ റാക്കറ്റിലേക്ക് പോവുക, സെക്സ് റാക്കറ്റിലേക്ക് പോവുക. മകൻ ചൊല്ലുന്നു, പഠിക്കാനുള്ള കുഞ്ഞ. പല മാതാപിതാക്കന്മാർ പറയുന്നു, കോളേജിലേക്ക് വിടുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞ് എത്ര നല്ലതായിരുന്നു അറിയാമോ, പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞ അവൻ തിരിഞ്ഞുപോലും നോക്കത്തില്ല. പുതിയ കൂട്ടുകെട്ടോടുകൂടി അവൻ വേറെ രീതിയിലേക്ക് മാറി, സ്വഭാവം മാറി, ആള് മാറി. നല്ലവരായ പിള്ളേരുണ്ട്. അവർ പറയും, ചേട്ടായി ഞങ്ങളുടെ പൈസ ഞങ്ങളുടെ അപ്പം കൃഷി ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ പഠിക്കാനയച്ച്. എടാ നിൻ്റെയൊക്കെ അപ്പം മണ്ടൻ. പൈസ ഉണ്ടാക്കാൻ എന്തൊക്കെ മാർഗം ഉണ്ടെന്നറിയാമോ? നീ വാ, ഈ സാധനം ഈ ഒരു പാക്കറ്റ് ഒന്ന് കൊടുത്താൽ മതി. ഹലോ, നിന്റെ അപ്പൻ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന പൈസ ഈ ഒരു പാക്കറ്റ് കൊടുത്താൽ കിട്ടും. അവൻ പുതിയ സംഭവം കൊള്ളാല. അതിലേക്ക് തിരികെ വേറൊരു വഴിയിലേക്ക് മാറി, സാത്താനിക് ചർച്ചിലേക്ക്. ഇവര് പവർ അന്വേഷിച്ച് നടന്ന സാത്താനിക് ചർച്ചിലേക്ക് പലരും കയറി വീണു. ജനം തെറ്റിപ്പോകുവാനുള്ള ഏറ്റവും അധികമായി ആയിരിക്കുന്ന ഒരു സമയമാണിത്. ഇതിലൂടെ പല തെറ്റുകളിലേക്കും കടന്നു പോകുന്ന ഗ്രൂപ്പ്.
ആണുമായി പെണ്ണും പെണ്ണുമായുള്ള സെക്ഷൽ റിലേഷനിലേക്ക് കടന്നു പോകുന്ന സമയം. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവലോകനം ചെയ്യുക. ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, നമ്മൾ മനം തിരിയുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം നമുക്ക് നഷ്ടമാകും. മനം തിരിയെ. പണ്ടൊക്കെ ഈ സെക്ഷൽ കാര്യങ്ങളൊന്നും വളരെ രഹസ്യമായിരുന്നു സമൂഹം ചെയ്ത്. ഇന്ന് പബ്ലിക്കാ. ഓരോ കുട്ടികളുടെയും മൊബൈലിൻ്റെ ഉള്ളിൽ ഇതുണ്ട്. ഇത് കണ്ടിട്ടിരിക്കുന്ന കുട്ടികൾ മാത്രമല്ല, പ്രായമായവർ വരെ ഇത് കണ്ടിട്ട് ചർച്ചിൽ പോകുന്നവനാണെങ്കിൽ അവൾ ചർച്ചിൽ വന്ന് ഇരിക്കുമ്പോൾ ദൈവദാസൻ എന്ത് പ്രസംഗിച്ചാലും ഇതിൻ്റെ അകത്ത് വീഴത്തില്ല. ചേമ്പലയിൽ വെള്ളം വീഴുന്നത് പോലെ ആ വീണ വചനം താഴെ പോകും. കാരണം ഇവളുടെ ഉള്ളിൽ ആ ബെഡ്റൂം രംഗമാണ് തള്ളി വരുന്നത്. തള്ളി വരികയാണ്, അകത്ത് നിൽക്കില്ല. അത് ജഡത്തിന്റെ ചിന്തയെ നമ്മുടെ ഹൃദയത്തിൽ ഉണർത്തിക്കൊണ്ടേയിരിക്കും. ഒരു പുരുഷനെ കാണുമ്പോൾ, ഒരു സ്ത്രീയെ കാണുമ്പോൾ, അമ്മയെ കാണുമ്പോൾ, പെങ്ങളെ കാണുമ്പോൾ ഉടനെ ആ ചിത്രത്തിലെ സങ്കല്പത്തിലായിരിക്കും അമ്മയെയും പെങ്ങളെയും കാണുന്നത്. പാപം പെരുകുന്നു ചിന്താമണ്ഡലത്തിൽ. നമ്മളെ തന്നെ പരിശോധിക്കുക. എവിടെയെങ്കിലും കർത്താവ് കാര്യങ്ങളെ കാണിക്കുന്നുവെങ്കിൽ മാനസാന്തരപ്പെട. പലയിടത്തും കേൾക്കാം, ഇവിടെ വന്നൊരു സംഭവമാണ് പറഞ്ഞത് ഇങ്ങനെയാ. മോൾ അപ്പനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? മോളുടെ മോളെ അപ്പൻ മിസ്യൂസ് ചെയ്തിരിക്കുന്നു. ലജ്ജാവഹം അല്ലേ? മോൾ അപ്പനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. കാരണം തൻ്റെ മകളെ അപ്പൻ മിസ്യൂസ് ചെയ്തു. കുടുംബത്തിൽ ഏകമായിരിക്കുന്ന സമയം പിശാച് പല രീതിയിലും ചിന്തകളെ ഉണർത്തി ഇങ്ങനെയുള്ള തിന്മകൾ കുടുംബത്തിൻ്റെ ഉള്ളിൽ നടക്കും. പലപ്പോഴും അത് വെളിയിൽ പോലും വരുന്നില്ല. എൻ്റെ മക്കളെ, ഇത് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആങ്ങള പെങ്ങന്മാർ തമ്മിൽ പുറത്തറിയത്തില്ല. ദൈവം അറിയുന്നു, പിശാച് അറിയുന്നു. വിട്ടുപേക്ഷിക്കുക, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക. നമ്മുടെ ഹൃദയം ശുദ്ധമാകട്ടെ. ദൈവത്തിന്റെ ട്രാഫിക് നമ്മളിലൂടെ പോകട്ടെ. ഹല്ലേലൂയ. യേശു പറഞ്ഞ പോലെ നമുക്കും പറയണം, ഇതാ ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നിൽ ഒരു കാര്യവും ഇല്ല. നമ്മൾ ശുദ്ധിയുള്ളവരായിരിക്കണം. ശുദ്ധിയുള്ളവർ. പ്രിയ സഹോദരങ്ങളെ, കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. തുടർന്നൊരു വിവാഹ ജീവിതത്തിലേക്ക് കയറി. താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുരുഷൻ, താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീയെ പൊരുത്തപ്പെടാൻ വലിയ പാടാ. പക്ഷെ ഭാര്യ ഭർത്താവിനെ പഠിക്കണം. കാരണം വിവാഹം കഴിക്കുമ്പോൾ തന്നെ തിരിച്ചറിയണം, ഞാൻ വേറൊരു ഇത്രയും നാളും ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം നടന്നു, ഇനി വേറൊരു പുരുഷന്റെ ഇഷ്ടത്തിന് ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ബൈബിളിലെ രീതി. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കി വേണം ഒരു സ്റ്റെപ്പ് ചെയ്യാൻ. അപ്പോൾ ഒരു വിവാഹം കഴിക്കുമ്പോൾ, നാളെ ദൈവം അനുവദിക്കുന്നെങ്കിൽ പറയാം, നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത് പുരുഷന്റെ ദർശനം എന്താണ്, പുരുഷൻ ഏത് കാറ്റഗറിയാണ് തിരിച്ചറിയുക. പ്രിയ സഹോദരങ്ങളെ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ജീവിത പങ്കാളി, പല വ്യത്യസ്തമായ അവസ്ഥകൾ, ഇതിൻ്റെ ഉള്ളിൽ പല പൊട്ടിത്തെറികളും ഉണ്ടാകാം. സെക്ഷൽ താല്പര്യം അത് ഉടനെ തീരും. 1 ആഴ്ച 2 ആഴ്ച കൊണ്ട് അതങ്ങ് തീരും. പിന്നെ ജീവിതം ഇവരുടെ ആത്മമണ്ഡലം ഒന്നാകണം, സോളിഷ് മണ്ഡലം ഒന്നാകണം, ശാരീരിക മണ്ഡലം ഒന്നാകണം. ഇവർ രണ്ടും കൂടി ഒന്നാകേണ്ട ഒരു മണ്ഡലമായി. ഇനി ഇവർ രണ്ടല്ല, ഒരു ശരീരമായി തീരും. അത് ദൈവവും ക്രിസ്തുവും നമ്മളും ഇതുമായിട്ടുള്ള അതിൻ്റെ ഒരു നിഴലാണ്. ഒന്നായി തീരണം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പലപ്പോഴും കുറ്റം വയ്ക്കലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, എടി നീ വന്നത് മുതലാടി എൻ്റെ ജീവിതം ഇങ്ങനെയായത്, ഇങ്ങനെ പലതും ഉണ്ടാകാം. അന്ന് പിന്നെ അമ്മയ്ക്കോ അപ്പനും വീട്ടിൽ സ്വൈര്യത കിട്ടാത്ത ദിവസങ്ങളായിരിക്കാം പലപ്പോഴും. എപ്പോഴും ഫോൺ വിളി, അമ്മയെ വിളി, അപ്പനെ വിളി, അപ്പ എന്നെ ഇങ്ങനെ പറഞ്ഞു, അമ്മ എന്നെ ഇങ്ങനെ പറഞ്ഞു. അവർക്കും സ്വസ്ഥതയില്ല.
ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മളൊരു ജീവിത പാർട്ട്ണറെ അന്വേഷിക്കാതെ, ദൈവമേ അങ്ങ് ഒരുക്കിയത് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരണേ, അങ്ങ് ഒരുക്കാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വരരുതേ, ദൈവത്തോട് പ്രാർത്ഥിക്കുക. സാമർത്ഥ്യമുള്ള ഭാര്യ യഹോവയുടെ ദാനം, ദൈവവചനം പറയുക. അങ്ങനെ പല അവസ്ഥകൾ ജീവിതത്തിൽ, അമ്മ കുറ്റം പറയുന്നു, അപ്പം കുറ്റം പറയുന്നു, നാത്തും കുറ്റം പറയുന്നു. അങ്ങനെ ജീവിതത്തിന്റെ പല അവസ്ഥകൾ കടന്നു വരുമ്പോഴാണ് ചിലപ്പോൾ കേൾക്കുന്നത് ഗ്യാസ് സ്റ്റവ് പൊട്ടിത്തെറിച്ചു, അവൾ മരിച്ചു. ഞങ്ങൾ അറിഞ്ഞില്ല ആ ഒരു സ്വർണ്ണ കാത് അത് തിളങ്ങണ കണ്ടപ്പോഴാണ് അറിഞ്ഞത് ഇന്ന ആളാണ്. ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെയെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത്, ഭാര്യയെ ഉപദ്രവിക്കുന്ന ഭർത്താവ് സ്വന്തം ശരീരം എന്നപോലെ സൂക്ഷിക്കണം. എന്നാൽ കായിക ബലം ഇല്ലാത്തത് കൊണ്ട്, നാവിൻ്റെ ബലം കൊണ്ട് ഭർത്താവിനെ വരച്ചവരിൽ നിർത്തുന്ന ഭാര്യ, ഇതൊന്നും ദൈവിക വ്യവസ്ഥയല്ല. ഇങ്ങനെയുള്ളപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല 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 ദ്രോഹങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടിടയാണ്. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, വിവാഹ ജീവിതം നമ്മുടെ ജീവിതത്തെ കൺസ്ട്രക്ട് ചെയ്യാനാ, തകർക്കാനല്ല. തിരിച്ചറിയുക. അതുകൊണ്ട് അതിനെ തകർക്കരുത്. ഓടിക്കാൻ അറിയാത്ത വണ്ടി കിട്ടിയ ഡ്രൈവറെ പോലെയാണ് വിവാഹ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്ന നല്ലൊരു പങ്കം. ദൈവം അനുവദിക്കുന്ന നാളെ ഇതിലൂടെ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും, ധാരാളം വിഷയങ്ങൾ ഈ കുടുംബ ജീവിതത്തിലുണ്ട്. ഇതിലൂടെയുള്ള എല്ലാ വിഷയങ്ങളും ദൈവത്തിൽ ആശ്രയിച്ച് പരിജ്ഞാനമുള്ള ഒരു ദൈവപൈതലിന് കറക്റ്റ് ചെയ്തെടുക്കുവാനായിട്ട് കഴിയും. അപ്പൻ്റെയും അമ്മയുടെയും സ്പിരിച്വൽ പ്രൊട്ടക്ഷനിലായിരിക്കണം ആ കുടുംബ ജീവിതം. സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഹല്ലേലൂയ. അതാണ് സ്പിരിച്വൽ അംബ്രല്ല. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. ഈ ഒരു സ്പിരിച്വൽ അംബ്രല്ലയാണ് ദൈവരാജ്യം. ഇതിൻ്റെ ഉള്ളിൽ വേണം ദൈവം മക്കൾ നിൽക്കാൻ. അല്ലാണ്ട് ഏറ്റവും വലിയ അംബ്രല്ലയായ അപ്പനെടുത്ത് ഒഴിവാക്കുകയല്ല വേണ്ടത്. ആ അപ്പൻ്റെ കീഴിൽ ക്രിസ്തു നിൽക്കുന്നു, ക്രിസ്തുവിൻ്റെ കീഴിൽ നമ്മൾ നിൽക്കുന്നു, നമ്മൾ ക്രിസ്തുവിൻ്റെ കീഴിൽ പുരുഷൻ നിൽക്കുന്നു, പുരുഷന്റെ കീഴിൽ സ്ത്രീ നിൽക്കുന്നു. ഈ അംബ്രല്ല നിൽക്കുമ്പോൾ നിങ്ങളെ തൊടാൻ പറ്റത്തില്ല, പിശാചിന് തൊടാൻ കിട്ടില്ല. കാരണം ആരുടെ അംബ്രല്ല ഏറ്റവും മുകളിൽ? സ്വർഗസ്ഥ പിതാവിൻ്റെ അംബ്രല്ല. ഇതാ യേശു അഭിമാനം കൊള്ളുന്നത്, എൻ്റെ കയ്യിൽ നിങ്ങൾ ഒരുത്തനും പിടിച്ചു പറിക്കാൻ കഴിയില്ല, കാരണം നിങ്ങളെ എനിക്ക് തന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയ. ഈ അംബ്രല്ലയുടെ കീഴിൽ നിന്നാൽ നിങ്ങളുടെ കുടുംബം മനോഹരമായിരിക്കും. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ വചനം 128 സങ്കീർത്തനം പറയുന്നത്. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. പുരുഷനും സ്ത്രീയും വിവാഹം കഴിച്ചു. തുടർന്ന് ഇന്ന് ഒരു വ്യക്തിയുടെ ഇൻകം കൊണ്ടൊരു കുടുംബത്തിന് പോകാൻ പ്രയാസമാണ്. അങ്ങനെ ആയി തീർന്നു. അങ്ങനെ അവസാന കാലങ്ങളിൽ അതായി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പുരുഷനും സ്ത്രീയും രണ്ടുപേരും ജോലിക്ക് പോകേണ്ടതായിട്ട് വരും. അങ്ങനെ ഇരിക്കുന്ന അവസരങ്ങളിൽ പലപ്പോഴും സ്പെഷ്യൽ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീയും പുരുഷനും, ദൈവദാസന്മാരാണ് ഈ ഒരു അബ്ദത്തിൽ പോയി ധാരാളം ചാടുന്നത്. ഒറ്റയ്ക്കായിരിക്കുന്ന അവസരങ്ങളുണ്ടാകും. ഓഫീസുകളിൽ സൺഡേ സ്പെഷ്യൽ ജോലി, ഗൾഫുകളിൽ ഫ്രൈഡേ സ്പെഷ്യൽ ജോലി, വീട്ടിലൊരു പുരുഷനും സ്ത്രീ ഒറ്റയ്ക്കായിരിക്കുന്ന സമയം. ഈ സമയം ഇവരുടെ ഉള്ളിൽ ലെസ്റ്റ് പ്രവർത്തിച്ച് ഇവർ തിന്മയായ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കും. പാപം നിറയും. പല ദൈവദാസന്മാർ ഇതിൽ വേണ്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് ഒരു കാര്യം പറഞ്ഞപ്പോൾ ആ വ്യക്തി പറഞ്ഞൊരു കാര്യം, ദൈവദാസന്മാരെ എനിക്ക് ഇഷ്ടമല്ല, അറപ്പ എന്നുള്ള രീതിയിൽ കാര്യം ചോദിച്ചാൽ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഒരു ദൈവദാസൻ വന്ന് താമസിച്ചു. ആ ദൈവദാസൻ വന്ന് താമസിച്ചിട്ട് തുടർന്ന് ആ ദൈവദാസന് സുവിശേഷ വേലയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഉള്ള ഒരു സ്ത്രീയുമായി സുവിശേഷ വേലയ്ക്ക് അങ്ങോട്ട് കൂട്ടി നടക്കും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് 2 മക്കളുണ്ട്. ആ സ്ത്രീയുമായി ദേവദാസൻ അപ്രത്യക്ഷമായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ദേവദാസൻ എന്തോ സംഭവിച്ചു, ആ സ്ത്രീ പോയി തൂങ്ങി മരിച്ചു. ആ സംഭവങ്ങൾ അറിയിച്ചു. ആ വ്യക്തിക്ക് ഇപ്പോൾ ദൈവദാസന്മാർ പാസ്റ്റേഴ്സ് എന്ന് കേട്ടാൽ ഹൃദയത്തിൽ വരുന്നത് സന്തോഷമല്ല, അവരുടെ പ്രവൃത്തി. പലപ്പോഴും പല ദൈവദാസന്മാരും ശുശ്രൂഷ കഴിഞ്ഞ് കൂടെയുള്ള ശുശ്രൂഷകനെ വീട്ടിൽ കൊണ്ടുവരും. താൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അയ്യോ, പ്രാർത്ഥനാ വീരന്മാരല്ലേ,
പല കുടുംബങ്ങൾ ഇതിലൂടെ നശിച്ചിട്ടുണ്ട്. പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് പല കുടുംബങ്ങളും നശിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടെ ഹാൻഡിൽ ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇല്ലാതെയായിരിക്കണം. മരിച്ചുപോയി എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത്, സാഹചര്യങ്ങൾ ഒഴിവാക്കുക, പാപ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഒരു പുരുഷനും സ്ത്രീയും ഒറ്റയ്ക്കാകുവാനുള്ള അവസരങ്ങൾ ഒഴിവാക്കുക. ഇത് തന്നെയാണ് ബെസ്റ്റ് മെത്തേഡ്. അവസരങ്ങൾ ഒഴിവാക്കുക. അവസരങ്ങൾ ഉണ്ടായിട്ട് അതിൽ കടിച്ചു കീറാൻ നോക്കാതെ അവസരങ്ങൾ ഒഴിവാക്കുക. വളരെ നിർഭാഗ്യവശാൽ ഇങ്ങനെ പെട്ടുപോയാൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ സഹായിക്കണേ. ഗോഡ് വിൽ ഹെൽപ്പ് യു. അല്ല കുഞ്ഞുങ്ങളെ, പാപം ജനിക്കാൻ ദൈവത്തിൻ്റെ ഹൃദയമുള്ള ദാവീദിന് പോലും പാപം ജനിക്കുന്നത് വളരെ എളുപ്പമായിരുന്നു. ബത്ശബയുമായുള്ള ബന്ധത്തിൽ നമ്മൾ സൂക്ഷിക്കുക, അവസരങ്ങളെ ഇല്ലാതെയാക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യൻ ചെയ്യുന്ന ഏതൊരു പാപവും ശരീരത്തിന്റെ വെളിയിലാ. ദുർനടപ്പുകാരൻ സ്വന്തം ശരീരത്തിനെതിരെ പാപം ചെയ്യുന്നു. ഇങ്ങനെ പാപം ചെയ്യുമ്പോൾ ശരീരത്തിൽ പല മാരക രോഗങ്ങളും കയറി വരും എന്ന് തിരിച്ചറിയുക. സ്വന്തം ശരീരത്തിനെതിരെ ഇങ്ങനെ പാപം ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ, സെക്സുപരമായി പാപം ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ അവരുടെ സെക്ഷൽ അവയവങ്ങളിൽ വളരെ നീറ്റലുകൾ, കുരുക്കൾ, ഇങ്ങനെ പല പല വിഷയങ്ങളും കയറി പിടിക്കും. അതിനുവേണ്ടി യഥാർത്ഥത്തിൽ നിങ്ങൾ ഡോക്ടറെ കാണണമെന്നില്ല. ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ചെയ്ത പാപത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ കരയുക. ദൈവസന്നിധിയിൽ കരയുക, ക്ഷമ ചോദിക്കുക, ക്ലിയർ ചെയ്യുക. ദൈവം ഗൈഡ് ചെയ്യുന്നെങ്കിൽ മാത്രം ഡോക്ടറെ അടുക്ക പോവുക. ഹല്ലേലൂയ. പലപ്പോഴും അവരെ മനസ്സാന്തരപ്പെടുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ സൗഖ്യം വരുന്ന കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള അവസരങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കുക. ഹല്ലേലൂയ. കൂട്ടു ദൈവദാസനാണ്, കൂട്ടുപ്രവർത്തകനാണ് എന്നൊക്കെ പറഞ്ഞ് വെക്കരുത്. പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവനെ വീട്ടിൽ കയറി താമസിപ്പിച്ചതാ, തിരിച്ചു നോക്കിയപ്പോൾ എൻ്റെ ഭാര്യയെ കാണുന്നില്ല. എൻ്റെ ഭാര്യയും കൊണ്ടവൻ പോയി. ആളാരാ? പാസ്റ്ററാ. പ്രിയ സഹോദരങ്ങളെ, പാസ്റ്ററാണെങ്കിലും അച്ഛനാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തി ഒരു മനുഷ്യനാണ്. കർത്താവ് യേശു പറഞ്ഞു, മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുക. ഇതാ, ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. യേശുക്രിസ്തു പറഞ്ഞു, മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുക. മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുക. സദൃശവാക്യം 22:26 പറയുകയാണ്, നീ ഒരു മനുഷ്യന് വേണ്ടിയും ജാമ്യം നിൽക്കരുത്. കാരണം യേശുക്രിസ്തു പോലും പറയുന്നത്, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, മനുഷ്യന്റെ ഉള്ളിലുള്ളത് സ്വയമേ എന്താണെന്ന് ക്രിസ്തുവിനെ അറിയാവുന്നത് കൊണ്ട് തന്നെ ആരുടെ കയ്യിലും വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. കാരണം ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ചതിമോഹങ്ങളാൽ വഷളായി പോയവനാ, ബൈബിള് പറയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാ മനുഷ്യരെ സ്നേഹിക്കണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, പക്ഷെ മനുഷ്യനെ സൂക്ഷിക്കണം. ആർക്കും വേണ്ടി ജാമ്യം നിൽക്കരുത്. അവനവന് പോലും അവനൊരു ജാമ്യം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളെ പോലും വിശ്വസിക്കരുത്. വായിച്ച്, നീ കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലും കടത്തിന് ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലുമായി പോകരുത്. കടത്തിന് ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലായി പോകരുത്. പിന്നെ അടിയാണ്, വഴക്കാണ്. ജാമ്യം നിന്നു, അത്യാവശ്യം വന്നു, കൂട്ടുകാരനല്ലേ സഹായിക്കാമെന്ന ജാമ്യം നിന്നു. സമയമായപ്പോ കൂട്ടുകാരനെ കാണുന്നില്ല. തൻ്റെ ശമ്പളത്തിൽ നിന്നുള്ള പൈസ മുഴുവൻ അവന് കടമടയ്ക്കാൻ, അവക്ക് കടമടയ്ക്കാൻ സംഭവം പോയി. തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കേണ്ട പൈസയാ. കയ്യിൽ കിട്ടിയ പൈസ എന്ന് പറയുന്നത് ഏതോ ചില്ലറ പൈസ. ഇതുകൊണ്ട് വീട്ടുകാരൊന്നും നടക്കില്ല. അന്വേഷിച്ചപ്പോഴാ മനസ്സിലായി, എന്താ ഇത്രയും കുറച്ച് സാറേ? നിങ്ങൾ ആർക്കെങ്കിലും ജാമ്യം നിന്നായിരുന്നോ? നിന്നു. അവര് പൈസ അടച്ചില്ല കേട്ടോ, നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് കൊണ്ടുപോയി. ഉടനെ നിങ്ങളുടെ ഹൃദയത്തിൽ മറ്റേ ആൾക്കെതിരെ സ്നേഹം ഇങ്ങനെ പൊങ്ങി വരുമോ? വൈരാഗ്യമാണ് അകത്തുനിന്ന് പൊങ്ങി വരുന്നേ. വൈരാഗ്യം, പല പല വിഷയങ്ങളും. എൻ്റെ അമ്മ ഇതുപോലെ പല കുടുക്കിൽ വീണതാ. ജാമ്യം നിന്നു, ജാമ്യം അടയ്ക്കാൻ കഴിയില്ല. അത് അടയ്ക്കാൻ കഴിയാതെ ശമ്പളത്തിൽ പൈസ ഇല്ല. കിട്ടിയപ്പോൾ പൈസ അന്വേഷിച്ചു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ ഇല്ല. ഭാര്യയോട് പറഞ്ഞു. ഭാര്യ ചോദിച്ചു, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടാണ് കടം കൊടുത്തേ? അയ്യോ, അങ്ങനെ നിരാശയായി വീട്ടിലേക്ക് മടങ്ങും. വീണ്ടും വീണ്ടും അയാളുടെ വീട്ടിൽ പോവുക, അയാളെ കാണാൻ. അവസാനം കൊണ്ടത്തരാം. വലിയൊരു പൈസക്കാരത്തി സഹായിച്ചിട്ട് തിരിച്ചു കിട്ടുക. അവസാനം വീട്ടിൽ കടം തിരിച്ചു തരാൻ വേണ്ടി വരികയാണ്. കടം മേടിച്ച പൈസ ശമ്പളത്തിൽ നിന്ന് എടുത്ത് തിരിച്ചു തരാൻ വരുമോ?
ഗേറ്റ് തുറക്കണ കണ്ടപ്പോൾ തന്നെ മമ്മിക്ക് ഹമ്പൊമ്പെടുത്ത് കെട്ടി മമ്മി വിളിച്ചു, ഷാജാ. എന്നെ വിളിക്കുക, ഞാൻ കൊച്ച ഓടിച്ചെന്ന്, മമ്മി എന്തുവാ വന്നേ. വന്നു എൻ്റെ കാലേട്ടൊരൊറ്റ ചവിട്ട്. മമ്മി വിടുന്നില്ല. ഞാൻ വിട് എന്ന് പറഞ്ഞാലും വിടുന്നില്ല. പെട്ടെന്ന് എനിക്ക് കാര്യം മനസ്സിലായി. ഈ വരുന്ന ആൾ ആടിയാ വരുന്നത്, കള്ള് കുടിച്ച് ആടിയാ പൈസ തരാൻ വരുന്നേ. മോനെ അമ്മ ചവിട്ടി പിടിപ്പിച്ചേക്കുക പോകാതിരിക്കാൻ. മോൻ, ഞാൻ കൊച്ചാ, ഞാൻ ഓടിപ്പോകും. അങ്ങനെ ആടി വന്ന് പൈസ കൊടുത്തു. എല്ലാ മാസവും ഈ രംഗം കാണണം, ആടി വരിക. അപ്പൊ പ്രിയ അതും പല പ്രാവശ്യം, ഇന്നത്തെ പോലെ ഫോൺ സൗകര്യമൊന്നുമില്ല, ചെല്ലണം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ അമ്മ അങ്ങനെ ജീവിച്ചു, പല ഉപദേശങ്ങളും തന്നു. ഇത് തന്നെയാണ് ബൈബിള് പറയുന്നത്, കടത്തിന് ജാമ്യം നിൽക്കരുത്. ഹല്ലേലൂയ. നീ വേറൊരാൾക്ക് വേണ്ടി നിൽക്കരുത്. പിന്നെ നമ്മുടെ ചോയ്സ്. ഹല്ലേലൂയ. ബൈബിള് പറയേണ്ടത് പറഞ്ഞു തന്നു. ഇതുമൂലം നമ്മുടെ അകത്ത് പല ജഡികമായ ചിന്തകളും ആ വ്യക്തിയോടുള്ള ശത്രുത്വവും പലതും സംഭവിക്കാം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ആരുടെയും പേര് ചീത്തയാക്കരുത്. നമ്മുടെ വാ കൊണ്ട് ഒരാളുടെ പേര് ചീത്തയാക്കാൻ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് സഹോദരിമാര് ശ്രദ്ധിക്കുക, കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങളായതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, 10:19. ഹല്ലേലൂയ. 10:19 എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം വാഗൊണ്ട് സംസാരിച്ചാൽ അധികം പാപിയാവും. ഏറ്റവും സംസാരം കുറയ്ക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ കേൾക്കുന്നതിൽ വേഗതയുള്ളവരും, ഹല്ലേലൂയ, കേൾക്കുന്നതിൽ വേഗതയുള്ളവർ സംസാരിക്കുന്നതിൽ വളരെ സ്ലോ ആയിരിക്കണം, കോപിക്കുന്നതിൽ വളരെ മന്ദഗതിക്കാരായിരിക്കണം. നമ്മളതല്ലാതെ സംസാരത്തിൽ നമ്മൾ പലരുടെയും പേരുകൾ നശിപ്പിക്കുക, ദൈവദാസന്മാരുടെ പേരുകൾ നശിപ്പിക്കുക, ഒരു സ്ത്രീയുടെ ഒരു പുരുഷന്റെ പേര് നശിപ്പിക്കുക, ഒരാളുടെ വിവാഹം അതുവഴി നശിപ്പിക്കുക. പലതും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഒരു വാക്ക് മതി. എൻ്റെ എത്രയോ മീറ്റിങ്ങുകൾ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന ഈ വ്യക്തികൾ നശിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഒരൊറ്റ വാക്കുകൊണ്ട് നശിപ്പിക്കണേ. പലപ്പോഴും പിറ്റേ ദിവസം വലിയ മീറ്റിങ്ങാ, ഇവർ പോയി നശിപ്പിച്ച് കളയും. ഹല്ലേലൂയ. നശിപ്പിച്ച് കളയും. ദൈവത്തിന്റെ വചനം പറയുന്നു, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർ നിങ്ങൾക്കുള്ള ശിക്ഷാവിധി ഭയങ്കര ശിക്ഷാവിധിയാ. ഹല്ലേലൂയ. ഞാനിവരുടെ എല്ലാവരോടും പറയും, ഈ പുസ്തകത്തിലില്ലാത്തത് ഒരു കാര്യം ഞാൻ പറയുന്നെങ്കിൽ എനിക്ക് പറഞ്ഞതാ, എന്നെ മാറ്റം വരുത്തും. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, വേറൊന്നുമല്ല, പിശാചും അവൻ്റെ ആളുകളും സത്യത്തെ തടുക്കുകയാണ്. വേറൊന്നുമല്ല, സത്യത്തെ തടുക്കുന്നു. സഭ ഇന്നായിരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ചാട്ടെ, സത്യത്തെ തടുക്കരുത്. ഒരു പെൺകുട്ടിയുടെ പേര് കളയരുത്, ഒരു പുരുഷന്റെ പേര് കളയരുത്, ഒരു ദൈവദാസന്റെ പേര്, ഒരു വ്യക്തിയുടെയും പേര് കളയരുത്. ഇതെല്ലാം സൂക്ഷിക്കും. ഒരു കല്യാണം നമ്മൾ മുടക്കരുത്. എല്ലാം ഏറ്റവും നല്ല രീതിയിൽ ദൈവസന്നിധിയിൽ ഉചിതമാവണ്ണം കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുക. ആരുടെയും പേര് കളയരുത്. കെട്ടിക്കൊടുക്കാൻ പറ്റില്ല. ഒരിക്കലും ഞാനൊരു സ്ഥലത്ത് കടന്നു പോകുമ്പോൾ ഒരു മതിൽ ഒരല്പമായിട്ട് ഇടിഞ്ഞു, വീണ്ടും തിരിച്ച് കെട്ടി. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ കെട്ടിച്ചിട്ടാ വിട്ടേന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നാ കെട്ടിയേ? മതിലിടിഞ്ഞ്, ഒരു ലോറി വന്നു, മതിൽ ഇടിഞ്ഞ് 2 ഇഷ്ടിക താഴെ വീണു, തിരിച്ച് കെട്ടിച്ചു. ഇതാ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ മുഖാന്തരം പലരുടെയും പേരിടിഞ്ഞിട്ടുണ്ട്, പല കുടുംബങ്ങളും തകർന്നിട്ടുണ്ടാകാം, പല കല്യാണങ്ങളും മുടങ്ങിയിട്ടുണ്ടാകാം. തിരിച്ച് കെട്ടിക്കൊടുക്കാൻ പറ്റുമോ? എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരികെ വരില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. കർത്താവ് പ്രത്യേകിച്ച് പറഞ്ഞു, നീ പറഞ്ഞ ഓരോ വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ പറഞ്ഞ വാക്കുകൾ. നമ്മൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവൻ്റെ ദാസന. അതുകൊണ്ട് ജീവിതത്തിൽ ഹല്ലേലൂയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാളെ ഫൈനാൻസ് ലൈഫിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാം, ഒരു സ്ലേവ് മെൻറ്റാലിറ്റിയിലേക്ക് നമ്മൾ കടന്നു പോകാതിരിക്കാൻ കടം വാങ്ങിക്കാതിരിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ കടം വാങ്ങിക്കത്തില്ല, കടം കൊടുക്കുന്നവനാകും. ഹല്ലേലൂയ. കൂട്ടുകുടുംബം, അപ്പൻ, മകൻ, മകൾ, അവരുടെ മക്കൾ എന്ന സാഹചര്യം, ഈ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ
ലോർഡ് ഐ ലവ് യു. മാതാപിതാക്കന്മാർ നമ്മളെ ഓർത്ത് കരയുവാനായിട്ട് ഇടയാകരുത്. അവർ നമ്മളെ ഓർത്ത് സന്തോഷിക്കണം. കാരണം സ്വർഗത്തിലെ ദൈവം അവരെയാണ് നമ്മളെ വളർത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ചത്. അവർ സന്തോഷിക്കണം. നമ്മളെ ഓർത്ത് അവർ കരയുവാനായിട്ട് ഇടയാകരുത്. ഇതാരമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ്. കാരണം പ്രായവുമായി കഴിയുമ്പോൾ അവർക്ക് തന്നെ ഒരു ഫീലിംഗ് ഉണ്ടാകും, ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഇപ്പോൾ ഞാൻ വെറും കറിവേപ്പിലയായി, എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ട എന്ന ചിന്ത അവർക്കുള്ളിലുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു തരി നമ്മളുടെ ഭാഗത്തുനിന്നും കൂടി വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമാകും. പിന്നെ അങ്ങനെ പ്രവർത്തിക്കുന്ന മക്കളും കൂടി ഉള്ളപ്പോൾ തിരസ്കരണത്തിൻ്റെ വേദന അവർ അനുഭവിക്കും. അവർക്ക് അത് അനുഭവിക്കാതെ മാക്സിമം സ്നേഹം കൊടുക്കുവാൻ, മാക്സിമം സന്തോഷം കൊടുക്കുവാൻ ദൈവം അവരെയാണ് നമ്മളെ വളർത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് മാക്സിമം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. അത് ദൈവഹൃദയത്തിൽ ആനന്ദമാണ് എന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. അവരെ കരയുവാനായിട്ട് ഇടയാകരുത്. അവരെ നമ്മൾ എന്ത് ചെയ്യുക? അവരെ നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയാകും. ദൈവം പറയുന്ന കാര്യം നേരത്തെ സൂചിപ്പിച്ചു. ദൈവമാണ് ഏറ്റവും അധികം തിരസ്കരിക്കപ്പെട്ടത്. യെശയ്യാ 1:3 ദൈവം പറയുന്നുണ്ട്, കാളയ്ക്കും കഴുതയ്ക്കും തൻ്റെ യജമാനെയും പുൽത്തൊട്ടിയെയും അറിയാം, പക്ഷേ എൻ്റെ മക്കൾക്ക് എന്നെ അറിയില്ല. അതുകൊണ്ട് മക്കളുടെ തിരസ്കരണം അനുഭവിക്കുന്ന മാതാപിതാക്കന്മാർ ഈ ശബ്ദ കാഴ്ചവരിൽ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് മുമ്പേ ഈ തിരസ്കരണം അനുഭവിച്ച സ്വർഗസ്ഥ പിതാവാണ്, ഭൂമിയിൽ വന്ന ദൈവപുത്രനായ ക്രിസ്തുവാണ്. അവരുടെ കൂടെ നിങ്ങളും കൂടി ആ കൂട്ടായ്മയിലേക്ക് നിങ്ങളും ഉണ്ടെന്നുള്ള കാര്യം തിരിച്ചറിയുക. ഹല്ലേലൂയ. അപ്പോൾ തന്നെ അഡിക്ഷനുമായിട്ടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും വ്യക്തിത്വം ഇവിടെ ഉണ്ടെങ്കിൽ ആ വ്യക്തിത്വങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ചിട്ടും ഈ അഡിക്ഷനിൽ നിന്ന് പുറത്തു പോകാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം ഒരു സ്പിരിറ്റ് വന്ന് നിങ്ങളെ പിടികൂടിയിരിക്കുക. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, റിയലി നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ സുഖമായിട്ട് അതിൽ നിങ്ങൾക്ക് പുറത്തു വരാം. കാരണം നിങ്ങളെപ്പോലെ തന്നെ അഡിക്ഷനിൽ കുടുങ്ങിക്കിടന്ന സിഗരറ്റ് വലിയിൽ, കഞ്ചാവ് വലിയിൽ, കള്ളുകുടിയിൽ അഡിക്ഷനിൽ കിടന്നൊരു വ്യക്തിത്വമാണ് ഞാൻ. സിഗരറ്റ് വലിയിൽ അഡിക്ഷനിലായിരുന്നു, കള്ളുകുടിയിൽ അഡിക്ഷനിലായിരുന്നു, കുടിച്ചില്ലെങ്കിൽ എൻ്റെ കൈ വിറയ്ക്കുമായിരുന്നു. അനേക പ്രാവശ്യം ഇതൊക്കെ നിർത്താൻ നോക്കിയതാ, കഴിഞ്ഞില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം തൻ്റെ ആത്മാവായ എൻ്റെ ജീവിതത്തിൽ ഇത് സാധ്യമാക്കി തന്നു. അങ്ങനെയുള്ളവരെ തിരിച്ചറിയുക. വ്യക്തിപരമായി എന്നെ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ, പണസംബന്ധമായ കാര്യങ്ങൾ, നമ്മുടെ കൈ നിർമ്മലമായിരിക്കണം. പിശാചിനോ ദൈവത്തിനോ മനുഷ്യർക്കോ നമ്മളെ കുറ്റം പറയാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ജീവിതം ശുദ്ധമായിരിക്കുക. എല്ലാവരുടെയും മുമ്പിലും യോഹന്നാൻ 14:30 പറഞ്ഞതുപോലെ, ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നിൽ ഒരു കാര്യവുമില്ല. ഈ യാത്രയിൽ കൂട്ടസഹോദരന്മാരാ, ദൈവദാസന്മാരാണെങ്കിൽ മനസ്സിലാക്കിക്കോ, കൂട്ടസഹോദരിമാർ, ഇവരെ കുത്തുസാക്ഷ്യവും വെട്ടുപ്രസംഗവും കുത്തുപ്രാർത്ഥനയും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കേൾക്കാൻ കാണാം. ഇതൊക്കെ നമ്മൾ എന്തിന് ഉപയോഗിക്കണമെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിലെ സ്പിരിച്വൽ എക്സർസൈസിങ് യൂണിറ്റുകളായി ഇതിനെ കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കുകയും, നമ്മൾ പ്രാർത്ഥന കേട്ടു, പ്രസംഗം നാം കേട്ടുവെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുക. ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അല്ല, അകാരണമായിട്ടാണ് അവർ സംസാരിക്കുന്നതെങ്കിൽ അത് അവരും ദൈവമായി നോക്കും. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ അനുഗ്രഹിക്കുക. ഏത് സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിലെ ആത്മീയ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കുക. ഏത് മേഖലയിൽ യോഹന്നാൻ 14:30 നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, പിശാച് വരുന്നു, അവന് എന്നിൽ ഒരു കാര്യവും ഇല്ല. ഇത്രയും നമ്മൾ കേട്ടു. ഇനി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അവസാനം ഈ റിസൾട്ടിലേക്ക് എത്തിച്ചേരണം. പിശാചിന് എന്നിൽ ഒന്നും ഇല്ല. ഹല്ലേലൂയ. പിശാചിന് നമ്മളിൽ പലതും ഉള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ പിശാചിൻ്റെ ജയം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. താങ്ക് യു അപ്പാ. Oh, Father, we thank you, give you glory. Hallelujah. Hallelujah. Thank you, Abba. ദൈവം നമ്മളെ ഒരുക്കുകയാണ്. എന്തിനെ? ക്രിസ്തുവെ പോൽ നമ്മളായിത്തീരാൻ.
അതിനായി നമ്മളെ മുൻ നിയമിച്ചിരിക്കുകയാണ്. അമ്മയുടെ ഗർഭപാത്രം മുതൽ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ വന്ന പല സംഭവങ്ങളും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ കാണിച്ചു തന്നു. എന്ന ചിന്ത നിങ്ങൾക്ക് പലർക്കുമുണ്ട്. അതിൽ പലതും ജഡത്തിന്റെ ചിന്തകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതായിരുന്നു, ദൈവത്തോട് ശത്രുത്വമുള്ളതായിരുന്നു. അതെല്ലാം ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നിർമ്മലമായൊരു ഹൃദയം നമുക്ക് തരുവാൻ കാത്തിരിക്കുന്ന അപ്പന്റെ അടുക്കൽ ഒരു ഹൃദയ ശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചുകൊണ്ട് എല്ലാ അകൃത്യങ്ങളെയും ക്ഷമിക്കപ്പെട്ട് പാപസ്വഭാവങ്ങൾ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ട് ശരീരത്തിലെ രോഗങ്ങളും അതിലൂടെ സൗഖ്യമാക്കപ്പെട്ട് 103 സങ്കീർത്തനം പറയുന്നു, ദൈവം നമ്മുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുന്നു, എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഒരുപക്ഷെ നിന്റെ വീട്ടിൽ നീ കാത്തിരിക്കുന്ന ജീവിത പങ്കാളി, ഒരുപക്ഷെ നിന്റെ വീട്ടിൽ സുഖമില്ലാതിരിക്കുന്ന പൈതൽ, മോനെ മോളെ, പ്രിയദേവദാസനെ പ്രിയദേവദാസിയെ, അങ്ങയുടെ ജീവിതത്തിലെ ഒരു മാറ്റത്തിലൂടെ മാറ്റം വരാം. അതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാമോ? ദൈവത്തിന്റെ വചനം പറയുന്നു, അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം ഇച്ഛിക്കുന്നത്. നിങ്ങളുടെ ലംഘനങ്ങളെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ശുഭം വരും. ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ജനത്തോട്, പ്രിയമകനെ പ്രിയമകളെ, എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചാക്കിയത് ദൈവത്തിന് ഭൂമിയിലേക്കുള്ള വഴിയായ ദൈവ മക്കളായിട്ടാണ്. നമ്മളിലൂടെ ദൈവം ഭൂമിയിൽ വാഴുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പഴയ സൃഷ്ടിയിൽ നമ്മൾ പുറത്ത്, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയിൽ നമ്മൾ അകത്ത്. ഹൃദയം കൊണ്ട് ദൈവത്തോടൊന്ന് കരയാമോ? ആഗ്രഹത്തോടെ കരയാമോ? ദൈവത്തിന്റെ വചനം പറയുന്നു, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അധരത്തെയും കാത്തുകൊള്ളട്ടെ. ഇതാപ്പാ, ഞാൻ ജീവനെ ആഗ്രഹിക്കുന്നു, എന്നെ സഹായിക്കണമേ. എൻ്റെ അമ്മയുടെ ഉദരം മുതൽ ഇതുവരെ ഉണ്ടായിരുന്ന, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ നെഗറ്റീവ് ഇൻഫ്ലുവൻസുകളും, എല്ലാ തിരസ്കരണത്തിന്റെ വാക്കുകളും, എന്നെ വേദനിപ്പിച്ചവരോടും ഒക്കെ ഇതാ അങ്ങയുടെ വചനത്തിലൂടെ അങ്ങനോട് സംസാരിച്ചല്ലോ. എന്നെ വേദനിപ്പിച്ച എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ വേദനിപ്പിച്ച പലരുമുണ്ട്.
ആ സംഭവത്തെ അങ്ങയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. അവരോട് ക്ഷമ ചോദിക്കാനുള്ള ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ തരണമേ. അതിനുള്ള ധൈര്യം, ഒരു മനസ്സെനിക്ക് തരണമേ അപ്പ. എൻ്റെ ജീവിതം ആള് മാറിയതുപോലെ മാറട്ടെ. എന്നെ കാണുന്നവർ പിശാചിനെ കാണാതെ, എന്നെ കാണുന്നവർ എന്നെ കാണാതെ, എന്നെ കാണുന്നവർ ക്രിസ്തുവെ കാണുവാൻ, അങ്ങയെ കാണുവാൻ പിതാവേ അങ്ങിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കായി സ്തോത്രം. എൻ്റെ മോനെ, എൻ്റെ മോളെ ചുമ്മാ നിൽക്കാതെ ദൈവത്തോട് പറ, ആള് മാറിയവനായി എന്നെ മാറ്റണമേ, ആള് മാറിയവളായി എന്നെ മാറ്റണമേ. ഹല്ലേലൂയ. യേശുവേ, ഞാൻ അങ്ങയെ കൈക്കൊണ്ടു, അങ്ങയെ രക്ഷകനായി സ്വീകരിച്ചു. ആള് മാറിയവനായി എന്നെ അങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാ എന്നെ സമർപ്പിക്കുകയാണ്. ക്രിസ്തുവെ പോലെ അങ്ങ് എൻ്റെ ഉൾത്തളത്തിൽ വസിക്കുന്നവനായി, എന്നിലൂടെ വെളിപ്പെടുന്നവനായി എന്നെയും മാറ്റണമേ. ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളും ദൈവത്തോട് അപേക്ഷിക്കട്ടെ. ഇത് നിങ്ങളുടെ ഊഴമാ മക്കളെ, ഇനി നിങ്ങളുടെ ഊഴമാ, ഇനി നിങ്ങളുടെ ഊഴമാ. ദൈവം എന്നിലൂടെ നിങ്ങളോട് സംസാരിച്ചു. ഇനി നിങ്ങളുടെ ഊഴമാണ് ദൈവത്തോട് തിരിച്ച് സംസാരിക്കേണ്ടത്. ദൈവത്തോട് തിരിച്ച് സംസാരിക്കേണ്ടത്. ഈ കേട്ടത് പ്രകാരം ദൈവം നിങ്ങളെ ഓർപ്പിച്ചത് അത് പ്രകാരം ദൈവത്തോട് തിരിച്ച് ഇടപെട്ടാട്ടെ. എവിടെയൊക്കെ ക്ഷമ ചോദിക്കണമോ അവിടെയൊക്കെ ക്ഷമ ചോദിച്ച്, എവിടെയൊക്കെ തീരുമാനമെടുക്കണോ അവിടെയൊക്കെ തീരുമാനമെടുത്ത്, അതിവേഗം ഒരു സ്പിരിച്വൽ കൺസ്ട്രക്ഷൻ മോനെ മോളെ നിന്റെ ഉള്ളിൽ നടക്കുവാൻ ഒന്നൊരുങ്ങിയാട്ടെ. താഴ്മ ധരിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങളിൽ പാപമില്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങൾ ബോഷ്കു പറയുന്നു. പകരം ദൈവം ഓർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, പ്രിയ മകനെ, പ്രിയ മകളെ, ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ച് ഒരുക്കത്തോടെ ആവുക. ഒരുക്കത്തോടെ, ദൈവസന്നിധിയിൽ ഒരു തീരുമാനത്തോടെ. പ്രാർത്ഥനയോടെ. ഇപ്പോൾ ചുറ്റുമുള്ള ലൈറ്റുകൾ പുറകിലത്തേത് ഒഴിച്ച് ബാക്കിയെല്ലാം ഓഫാവും. എനിക്ക് വേറെ ആരെയും കാണണ്ട. ഈ സമയം എനിക്ക് എൻ്റെ ക്രിസ്തുവെ മാത്രം കണ്ടാൽ മതി. എന്നെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വന്ന എന്നെ ക്രിസ്തുവിനെ മാത്രം എനിക്ക് കണ്ടാൽ മതി.